Good evening, everybody. JEE Main 2024 സെഷൻ 2 ഇന്ന് രണ്ടാം ദിവസം ഏപ്രിൽ 5-ാം തീയതി ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് കുട്ടികളൊക്കെ അവരുടെ റെസ്പോൺസുമായിട്ട് നിങ്ങൾ കണ്ടു. ബ്രില്യൻ്റ് യൂട്യൂബ് ചാനലിൽ കുട്ടികളുടെ റെസ്പോൺസ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷിഫ്റ്റ് 2 കുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ വിഷ്ണു സാറ് എക്സാം സെൻറ്ററിൽ നിന്ന് തന്നെ ഈ രണ്ടാമത്തെ ഷിഫ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻസിനെ ഇവാലുവേറ്റുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 2024-25 IITകൾ, NITകൾ, ട്രിപ്പിൾ ഐറ്റികൾ, ബിടെക് പ്രോഗ്രാമുകളുടെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള ഈ പ്രോഗ്രാമുകളിലോട്ട് ആരൊക്കെയാണ് പ്രവേശനം നേടുന്നതെന്നുള്ള JEE Main രണ്ടാമത്തെ സെഷനെയാണ് നമ്മൾ ഇന്ന് ഇവാലുവേറ്റ് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ സെഷൻ 1? നിങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ ആ സെഷൻ 2വിൻ്റെ ഷിഫ്റ്റ് 1ഉം 2ഉം ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ക്വസ്റ്റ്യനുകളെ ഞങ്ങളുടെ ഫാക്കൽറ്റീസ് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ കുട്ടികൾ പലരും ഇന്നത്തെ ഷിഫ്റ്റിന് വേണ്ടിയിട്ട് പോയത് കുട്ടികൾ അതെല്ലാം തയ്യാറെടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഷിഫ്റ്റിലുള്ള കുട്ടികൾ അത് പറയുകയും ചെയ്തു. ആ രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങൾ, ടൈം മാനേജ്മെൻറ്റിനെ എങ്ങനെ ഏറ്റവും നന്നായിട്ട് ട്രിക്കി മെത്തേഡിലൂടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാം എന്നുള്ളതൊക്കെ വളരെ എഫക്റ്റീവ് ആയിരുന്നു എന്ന് കുട്ടികൾ പറയുകയുണ്ടായി. അപ്പം നമുക്ക് നാളെ JEE Main എക്സാം ഉണ്ട്. സൺഡേ ഓഫാണ്. വീണ്ടും തിങ്കളും ചൊവ്വയും വീണ്ടും JEE Main അടുത്ത സെഷനുകളുണ്ട്. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മളുടെ ഫാക്കൽറ്റീസ് ഈ ഡേ 2 ഷിഫ്റ്റ് 1നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇന്ന് എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികളെ അവരിൽ നിന്ന് കിട്ടുന്ന ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ഒരു ഏറ്റവും ആ ജനുവരി സെഷനിൽ നിന്ന് എത്രത്തോളം നമ്മൾക്ക് ഈ സെഷൻ 2 ഡിഫിക്കൽട്ടി ലെവൽ കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. കുട്ടികൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. വീണ്ടും ഏതാണ്ട് 5:30 അടുത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ഫാക്കൽറ്റികൾ നമ്മളുടെ ക്വസ്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡീറ്റെയിൽഡ് സൊല്യൂഷനിലൂടെ ഇന്നലെ നമ്മുടെ സെഷൻ കൈകാര്യം ചെയ്തതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സിൻ്റെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും സെഷൻ 2വിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ഷിഫ്റ്റ് 1ഉം ഷിഫ്റ്റ് 2ഉം ഷിഫ്റ്റ് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ക്വസ്റ്റ്യനുകളെയും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ ഫാക്കൽറ്റീസ് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാമാണ് നമുക്ക് ഇന്ന് ഡേ 2വിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് JEE Main ഈ സെഷൻ 2 കടന്നു പോകുമ്പോഴും 3 ഷിഫ്റ്റുകൾ കഴിഞ്ഞപ്പോഴും കുട്ടികൾ ഏക അഭിപ്രായത്തിൽ പറഞ്ഞത് JEE Main 2024 റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് ടൈം മാനേജ്മെൻറ്റ് പറഞ്ഞു, രണ്ടാമത്തത് മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. എങ്ങനെയായിരിക്കാം ഈ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യനുകളെ ഇപ്പോൾ 2-3 ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യനുകളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും അതോടൊപ്പം തന്നെ ഇനി വരുന്ന 3 ദിവസങ്ങളിലെ നിങ്ങൾക്ക് 6 ഷിഫ്റ്റോളം എക്സാമുകൾ ഇനി നടക്കാനായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടതെന്നുള്ള JEE Main ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് മാത്തമാറ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മനു സാർ MRM നമുക്ക് സ്വാഗതം ചെയ്യുന്നു. മനു സാറിനെ ഈ വേദിയിലേക്ക് സെഷൻ 2വിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാർ നമസ്തേ. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സാറിന്റെ സുപരിചിതമായ മുഖം തന്നെ ഒരിക്കൽ കൂടി വരുന്നു. നമ്മൾ സെഷൻ 1 ഇതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു സാറേ. അതിന്റെ ഒരു വലിയ റിസൾട്ട് ഇപ്പം പിള്ളേർ പറഞ്ഞ സാർ കേട്ടായിരുന്നു. തീർച്ചയായിട്ടും സെഷൻ 1 നമ്മുടെ ആ അനാലിസിസ് അല്ലേ, അത് കേട്ടാണ് നമ്മുടെ പിള്ളേര് ഈ സെഷൻ 2ലേക്ക് പോയത്. തീർച്ചയായിട്ടും. കാരണം ഈ ടൈം മാനേജ്മെന്റ് ഇതുപോലെ വരുന്ന ട്രിക്കി മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ചെയ്യണം, ഈ 30 ചോദ്യങ്ങളെ ഏറ്റവും വളരെ വേഗമായിട്ട് അവർ പറഞ്ഞു പോകും ഇത് ഡിഫിക്കൽട്ടി ലെവലുള്ളതാണ്. പക്ഷേ അതിനകത്തും കുട്ടികൾക്ക് ഉള്ള ഒരു 18-20ഓളം ചോദ്യങ്ങൾ അവരവർക്ക് ചെയ്യാവുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ ഈ സെഷൻ 2വിൽ അവർക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റി. ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ട സാറേ, ഇത്തവണത്തെ നമ്മുടെ ഇപ്പം 3ാമത്തെ എക്സാം ഇപ്പൊ തീർച്ചയായിട്ടും ഇന്നലത്തെ ആദ്യത്തെയും 2ാമത്തെ എക്സാം നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. ആദ്യത്തേമായിട്ട് ഒരു വ്യത്യസ്തമായിട്ട് ഇറങ്ങിയാൽ പിള്ളേർ ആദ്യത്തെ എക്സാം കണ്ടുപിടിക്കുമല്ലോ. സാറേ ഇതിപ്പോ 3ാമത്തെ എക്സാമിലും നമുക്ക് മാറ്റി പറയാനൊന്നുമില്ല. മാത്തമാറ്റിക്സിന് യാതൊരു വ്യത്യാസങ്ങളും ഇല്ല എന്ന്. അതായത് 13 സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. ഇതിനകത്ത് മാത്തമാറ്റിക്സിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ചേഞ്ചും ഇല്ലാതെ അങ്ങ് വരയ്ക്കാം. ആകെ കൂടി ഒരു വ്യത്യാസം വന്നത് ആദ്യത്തെ എക്സാം ഇല്ലായിരുന്നു, ജനുവരി സെഷൻ ആദ്യത്തെ എക്സാം 27-ാം തീയതി ആദ്യത്തെ സെഷൻ എക്സാമിന് അത് അവർ അങ്ങനെ പ്രതീക്ഷിച്ചു. അതായത് അവർ പ്രതീക്ഷിച്ചു പോയ എക്സാം അല്ല, അതിനേക്കാൾ ഒരു ഈസി കിട്ടിയപ്പോ ഒരുപക്ഷെ അവരത് പ്രതീക്ഷിച്ചതുപോലെ അല്ല, ഇത്തിരി കൂടെ ഈസി ആണെന്ന് തോന്നിയതാണ്. പക്ഷെ എക്സാമിന്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയപ്പോൾ അതായത് ഇന്ന് രാവിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ നോക്കിയാൽ ഒരൊറ്റ ചേഞ്ച് പോലും നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്,
ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ഈ 30 ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഏതൊരു വിദ്യാർത്ഥിക്കും പിക്ക് ചെയ്യാൻ പറ്റുന്ന 18-20ഓളം ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളതും അതെനിക്ക് തോന്നുന്നു ടൈം അധികം ഉപയോഗിക്കാതെ തന്നെ അല്ലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാറേ നമ്മൾ ആദ്യത്തെ സെഷന്റെ അനാലിസിസിൽ നമ്മൾ മാറി മാറി പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എളുപ്പമുള്ള ചോദ്യം പെട്ടെന്ന് ചെയ്യും, ഇതിനകത്ത് എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ട്. അതായത് ഇന്നത്തെ രാവിലത്തെ സെഷൻ എക്സാമിനകത്ത് നിങ്ങൾ ഇത്രയും, അതായത് കഴിഞ്ഞ ഇതിപ്പം ആ ഫസ്റ്റ് സെഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം സോൾവ് ചെയ്തിരുന്ന ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നാത്ത ഒരു ചോദ്യം, മറ്റൊരു മോഡൽ എക്സാം പോലെ തന്നെ തോന്നുന്ന ഒരു എക്സാം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഇതിനിടയ്ക്ക് നടന്ന മോഡൽ എക്സാമുകളെല്ലാം നമ്മൾ ആ രീതിയിൽ പെട്ടെന്ന് റീഡിസൈൻ ചെയ്തായിരുന്നു. അപ്പൊ അതായത് നമുക്കൊരു പുതുമ, ഒരു ചോദ്യത്തിൽ നമുക്കൊരു പുതുമയില്ല, എല്ലാം കൺസെപ്ഷ്യൽ ചോദ്യങ്ങൾ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇപ്പം ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും എടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറയും. അപ്പൊ അതായത് ഓരോ ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുന്നതിനകത്ത് ഞങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. അതിപ്പം പറയാനായിട്ട്, കാരണം മാത്തമാറ്റിക്സിനകത്ത് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവര്, അതായത് ഇപ്പം നാളത്തെ മറ്റന്നാളത്തെ എക്സാം എഴുതാൻ പോകേണ്ട കുട്ടികളില്ലേ, ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങൾ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ഒക്കെ നമ്മുടെ ഇന്നലത്തെയും കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ സെഷന്റെയും നമ്മുടെ അനാലിസിസ് കണ്ട കുട്ടികളെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇരിപ്പുണ്ട്. അതായത് ഈ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഇല്ലേ, അവർ ബ്രില്യന്റ്ലി ഡിസൈൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ ഭംഗിയായി സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ. സാറേ നമ്മൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിട്ട് നടത്തും. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ചെറിയ കാര്യം എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്നത് കുട്ടികൾ ചെയ്ത ചോദ്യങ്ങളാണ്. ചെയ്ത ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും അതിനകത്തെ മെജോറിറ്റി എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും, പെട്ടെന്ന് മെമ്മറിയിൽ നിന്ന് പറയുന്ന ചോദ്യങ്ങൾ. അപ്പൊ അവർ എളുപ്പമുള്ള ചോദ്യങ്ങൾ ചെയ്തായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഈ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല, ഒരു 18ഓളം ചോദ്യങ്ങൾ നമുക്ക് ഈസിയാണ്. ബാക്കി ഒരു 12 ചോദ്യങ്ങൾ ആ എക്സാം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം. ഏപ്രിൽ 25-ാം തീയതി JEE Main ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോൾ ഒരു ഡിസൈഡിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് തന്നെ. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഞാനത് പറയാനുള്ള കാര്യം, ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന്റെ അനാലിസിസ് കാണുമ്പോൾ നാളെ എഴുതാൻ പോകുന്ന ഒരു കുട്ടി വിചാരിക്കും ആ കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ 2-3 ചോദ്യങ്ങൾ ഡിഫിക്കൽട്ട് ആണെങ്കിൽ അയാൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യും എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാടാണ്, ഇന്നലെ വരെ ഇറങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാണ്. അങ്ങനെ ചിന്തിക്കരുത്. മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങളല്ല എല്ലാ കുട്ടികളും ചെയ്ത ചോദ്യങ്ങളാണ്. അപ്പൊ അത് എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. മാത്രമല്ല സാറേ ഞങ്ങളൊരു 2, 3, 4 കുട്ടികളോട് ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈസി ചോദ്യങ്ങളാണ് കൂടുതലും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ തോന്നും. ഈ ഇങ്ങനത്തെ ചോദ്യങ്ങൾ മാത്രമല്ല, ഡിഫിക്കൽട്ടി ലെവൽ ചോദ്യങ്ങളും ഉണ്ട്, റാങ്ക് ഡിസൈഡിംഗ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. നിങ്ങളെ സെഷൻ 1-ന്റെ 10 സെറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. ബ്രില്ലിന്റെ ഇ ലേണിംഗ് ആപ്പിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നമ്മൾ ലൈവ് സെഷൻ അറേഞ്ച് ചെയ്യാണ്. ഇന്നലത്തെ ഷിഫ്റ്റ് 1-ഉം ഷിഫ്റ്റ് 2-ഉം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി ഒന്ന് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇനി വരുന്ന 6 സെഷനുകൾ ചൊവ്വാഴ്ച വരെയുള്ള എക്സാമിന് നിങ്ങൾ എല്ലാ ചാപ്റ്ററിന്റെ കോർ കൺസെപ്റ്റ്, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ഏരിയ, ആ ഏരിയയുടെ കൺസെപ്ഷ്യൽ ചോദ്യങ്ങൾ മാത്രം ചെയ്തിട്ട് പോയാൽ മറ്റൊന്നും വേണ്ട. അത് മാത്രം മതി. ഒരു 15, 16, 17, 18 ചോദ്യങ്ങൾ വരെ നമുക്ക് കൺഫേം ആയിട്ട് മാത്തമാറ്റിക്സിന്റെ കിട്ടും. കാരണം അവർ ഇത്രയും ഇനിയൊരു ഒരിക്കലും തീർച്ചയായിട്ടും. കാരണം നമ്മൾ പറഞ്ഞു നമ്മൾ 13 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇതിനകത്തെല്ലാം മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് ഒരുപോലെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 1, 2 അല്ല 3 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങൾ ഡിഫിക്കൽട്ടി ആണെന്ന് വിചാരിച്ച് ഉപേക്ഷിക്കുകയും ചെയ്യരുത്. ആ ക്വസ്റ്റ്യനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുകയും ചെയ്യരുത്. ചിലരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ടൈം മുഴുവൻ, റിമൈനിങ് ടൈം നമ്മുടെ ക്ലോക്കിൽ കാണാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാം. ആ റിമൈനിങ് ടൈമിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. കാരണം നിങ്ങൾക്ക് പറ്റിയ ക്വസ്റ്റ്യനുകൾ അതിനകത്തുണ്ട്. അതിനെ ഒന്ന് മാർക്ക് ഫോർ റിവ്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് അവസാനത്തെ ഒരു 20 മിനിറ്റോളം നിങ്ങൾക്ക് സേവ് ചെയ്യാം. ആ സമയത്തേക്ക് നിങ്ങൾ അത് ചെയ്യാനായിട്ട് ലെവൽ കൂടുന്ന ചോദ്യം സാറ് പറഞ്ഞ തന്നെയാണ് കാര്യം. അതായത് ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്ന ചോദ്യം നമുക്ക് അവസാനം അറ്റൻഡ് ചെയ്യാൻ ടൈം ഉണ്ട്. അതുകൊണ്ട് ഇനീഷ്യലി നിങ്ങൾ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ സ്പീഡിൽ ചെയ്യുക എന്നായിരിക്കണം. എളുപ്പമുള്ള ചോദ്യങ്ങൾ, അതായത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള ചോദ്യങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് എന്ന് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് കൺഫേം പറയാൻ സാധിക്കും. കാരണം അതാണ് നമ്മൾ ഈ കണ്ടുവരുന്നത്. നിങ്ങൾ ഞെട്ടരുത്. നിങ്ങൾ കണ്ട ക്വസ്റ്റ്യനുകൾ, നിങ്ങൾ മോഡലിൽ ചെയ്ത ക്വസ്റ്റ്യനുകൾ, മെറ്റീരിയൽ ചെയ്ത ചോദ്യങ്ങൾ, മോഡൽ എക്സാമിന് കണ്ട ചോദ്യങ്ങൾ, അതായത് സാറേ അത്രയും ഒരു ഓൾ ഇന്ത്യ എക്സാമിന് നമുക്ക് ഇതിൽ കൂടുതൽ വേറെ രീതിയിലേക്ക് അത് മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ പറയാ, അതായത് നിങ്ങൾക്ക് ഫെമിലിയർ ആയ ചോദ്യങ്ങൾ, നിങ്ങൾക്ക് ഫെമിലിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. നാളത്തെ പരീക്ഷയുടെ കാര്യം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ രീതിയിലാണ് ഇനിയിപ്പം ഡീറ്റെയിൽഡ് അനാലിസിസ് മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ വരേണ്ടതുണ്ട്. മാത്രമല്ല നമ്മുടെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്വിക്ക് അനാലിസിസുമായിട്ട് നമ്മുടെ വിനീത് സാർ തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ 25-ാം തീയതി JEE Main റാങ്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് ഫിസിക്സിനെ ഈ കഴിഞ്ഞ 2 ഷിഫ്റ്റുകളും 3-ാമത്തെ ഷിഫ്റ്റ് രാവിലെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. സ്വാഗതം സാറേ. ഫിസിക്സ്
എല്ലാ ചാപ്റ്ററുകളെയും ഒരുപോലെ തന്നെ കാണുന്നതായിരുന്നു ജനുവരി സെഷൻസ്. ഈവൻ ജൂൺ സാൻഡമിഷൻ പോലും അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണ് ഈ പുതിയതായിട്ട് ഇന്നലെ നടന്നതും ഇന്ന് നടന്നതും ഫിസിക്സിനെ സാറെന്ന് നടന്നതും ഇന്ന് നടന്നതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ജനുവരി സെഷൻ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നലത്തെ സെഷനിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം കുറെ കൂടെയൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മൾ സാധാരണ JEE Main ലെവലിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളൊരു മോഡൽ പ്രാക്ടീസ് ചെയ്യുന്ന ആ ലെവലിലോട്ട് തന്നെ പിന്നെ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തെ ഒരു ആവറേജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നലെ നമ്മൾ 2 സെഷനിലും കണ്ടത്. അത്യാവശ്യം ചെയ്തു നോക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷൻ 20 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നത് തന്നെ ഒരു 99% എത്തുന്ന ഒരു ലെവലിലോട്ട് എത്തുന്നുണ്ട്. പക്ഷെ ഇന്നത്തേക്ക് വന്നപ്പോഴത്തേക്ക് ലെവല് വീണ്ടും നമ്മുടെ ജനുവരി സെഷനിൽ അത്രയും പോയിട്ടില്ല, അതിനേക്കാളും ബെറ്റർ ആണ്. പക്ഷെ എന്നാൽ ഇന്നലത്തെ സെഷനേക്കാളും കമ്പാരിറ്റീവ്ലി മൂന്നാമത്തെ ഷിഫ്റ്റ് ഈസി ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. മിക്കവാറും ഒക്കെ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരാൾക്ക് ഒരു ആവറേജ് ലെവലിൽ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരാൾക്ക് 20 ക്വസ്റ്റ്യൻസ് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഫോർമുല ബേസ്ഡ് ഡയറക്റ്റ് അതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും എല്ലാം ഇന്നത്തെ. ടൈമിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി മിക്കവാറും ഫിസിക്സ് ആയിരിക്കും ആദ്യമായിട്ട് എടുക്കുന്നത്, അല്ലെ ഫിസിക്സ് ഓർ കെമിസ്ട്രി ആയിരിക്കും എടുക്കുന്നത്. അതിലെടുക്കുമ്പോൾ ആ 30 ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് മാത്സ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനുശേഷം രണ്ടാമത് വരുന്നത് ചെയ്യാൻ കുറച്ചുകൂടി സമയം കിട്ടുന്ന രീതിയിലാണ് വരുന്നത്. ഇന്നത്തെ പേപ്പറിൽ സമയം കുറച്ച് കുറവായിട്ട്, കാരണം ഒരുപാട് അങ്ങനെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള നമ്മളിപ്പോ ഒരു 10-20 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതിൽ ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടുതൽ എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ചിലതൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് നോക്കി പറയാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഈ പുതിയ സിലബസിൽ നിന്ന് വേറിട്ടൊന്നും ചോദിക്കുന്നില്ല, പുതിയ സിലബസ് അനുസരിച്ച് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. സിലബസ് വെച്ചിട്ട് തന്നെയാണ്. പിന്നെ പലപ്പോഴും നമുക്കൊരു ക്ലിയർ ആയിട്ട് ഐഡിയ പറയാൻ പറ്റുന്നത് ഇപ്പോ ട്രാൻസിസ്റ്റേഴ്സ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന 2 ടോപ്പിക് ഇല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളായിരുന്നു. നമുക്ക് അപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ NCERT ടെക്സ്റ്റ് ബുക്കില് ഇല്ലാത്ത കുറച്ച് ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാവുന്ന അതൊക്കെ വന്നിട്ടുണ്ട്. റോളിംഗ് എന്നൊക്കെ 1-2 ക്വസ്റ്റ്യൻ പ്രാക്ടിക്കലി പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ആവറേജ് ലെവലിൽ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരാൾക്ക് എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പോളിഷ് ചെയ്ത് പോകുന്നത് തന്നെയാണ്. അതെ, നമ്മളിപ്പോ ഒരാള് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ പഠിപ്പിക്കുമ്പോ ഒരു 70% ക്വസ്റ്റ്യൻ ഒരാൾക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു ഭാഗമാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്ന 70%. ബാക്കി നമ്മൾ 30% നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ ഏറ്റവും ടോപ്പ് വരുന്ന ആൾക്കാർ അത് ചെയ്യും. പക്ഷെ അപ്പോഴും ആ ഒരു കൂടുതൽ ആൾക്കാർക്കും ആ ഒരു 70% എളുപ്പമുള്ള 70% പഠിച്ചു പോയാലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ജനുവരി സെഷനിൽ ഇപ്പൊ 27-ാം തീയതി രാവിലെ ഷിഫ്റ്റ് 1 ആയിരുന്നു ഏറ്റവും ഈസി ആയിട്ടുള്ള നടന്നത്. അതിനകത്താണ്ട് 253 മാർക്കോളം കിട്ടിയ കുട്ടിക്കാണ് 99% എത്താൻ സാധിച്ചത്. 30-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ഏറ്റവും കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടി ആയിട്ട് വന്നത്. പക്ഷേ ഈ ലെവലൊക്കെ ആണെങ്കിലും ബ്രില്യൻറ്റിൽ നിന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിജയമാണ്. കാരണം 99 മുകളിൽ നമുക്ക് 250ഓളം കുട്ടികളെയാണ്. ആ ഒരു വിജയം നമുക്ക് ഈ സെഷനിൽ നമുക്ക് ഇതുവരെ നടന്ന ഒരു റിവ്യൂ അനുസരിച്ച് ആ ഒരു വിജയം അല്ലെങ്കിൽ അതിനേക്കാളും മാറ്റുകൂട്ടുന്ന ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കില്ലേ? തീർച്ചയായിട്ടും നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം നമ്മൾ മോഡൽ JEE Main മോഡൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെഷൻ വന്നപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സെഷൻ അനുസരിച്ച് ചില മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തി എന്ന് കരുതി തീർത്തും സിമ്പിൾ ആക്കുകയല്ല നമ്മൾ ചെയ്തത്. ഇടയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ അതിന്റെ ഡിഫിക്കൽറ്റിയിൽ നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു JEE Main ശരിക്കും ഒരു JEE Main വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള അതിനൊരു സിമുലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ നമ്മൾ മോഡൽ എക്സാമിനൊക്കെ ഡിഫിക്കൽറ്റി ലെവലിൽ വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലുള്ള പാറ്റേൺ തന്നെയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അപ്പോൾ നമ്മൾ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മുടെ ആ ഒരു ഹൈ ലെവൽ പെർഫോമൻസ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ ന്യൂമറിക്കൽ ടൈപ്പ് ഒക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും 1-2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് സ്റ്റിക്ക് ആയിട്ട് നിൽക്കുന്നതായിട്ട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഈ സെക്കൻഡ് സെഷനിൽ വരുമ്പോഴേക്കും. പക്ഷേ ഇന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോ ന്യൂമറിക്കൽ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് ഉത്തരത്തിൽ എത്താൻ പറ്റുന്ന കാൽക്കുലേഷൻസ് തന്നെയാണ്. അതായത് നമുക്ക് അവസാനത്തോട്ട് വെക്കേണ്ട കാര്യമില്ല. അതെ, കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള കാൽക്കുലേഷൻസ് ഇല്ല. കൃത്യമായിട്ട് ഒരു നമ്പറിൽ ഒരു ഇൻഡിജർ നമ്പറിൽ എത്തുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് സൊല്യൂഷനായിട്ട് 5:30 നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ, കാരണം ചൊവ്വാഴ്ച വരെയുള്ള എക്സാം എഴുതാൻ പോകുന്നതാണെങ്കിൽ നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും പ്രതീക്ഷിക്കാം. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നതായിട്ട്
നമുക്ക് കാണുന്നുണ്ട്. സെഷൻ 1 ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ നമ്മുടെ മെറ്റീരിയലിലും സ്റ്റഡി മെറ്റീരിയലിലും മോഡലിലും ഉണ്ടായിരുന്ന സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, ഫാക്കൽറ്റീസ് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രിക്കി മെത്തേഡിൽ എത്രയും പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന മെത്തേഡുകളും നിങ്ങൾ ഇതുവരെ നമുക്ക് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പക്ഷേ ചിന്തിക്കാത്തൊരു മെത്തേഡിലോട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താവുന്ന മെത്തേഡുകളാണ് ഫാക്കൽറ്റീസ് ആ 5:30 മുതൽ ഇന്നത്തെ ഷിഫ്റ്റ് 1ഉം ഷിഫ്റ്റ് 2 അനലൈസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി നന്ദി. നമുക്ക് വീണ്ടും കാണാം. 5:30 വീണ്ടും സാർ ഫിസിക്സുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കെമിസ്ട്രിയും കൂടെ നമുക്കൊന്ന് ഉള്ളാട്ട് സാറിനെയും കൂടെ നമുക്കൊന്ന് വേദിയിലേക്ക് ക്ഷണിക്കാം. സാർ പ്ലീസ്. ഓക്കെ, താങ്ക് യു. നമുക്കറിയാം ഏപ്രിൽ 25 JEE Main ഓൾ ഇന്ത്യ റാങ്ക് പ്രതീക്ഷിക്കുന്നത്. സാർ, ആ ഓൾ ഇന്ത്യ റാങ്ക് 25 പ്രസിദ്ധീകരിക്കുമ്പോൾ കെമിസ്ട്രി എങ്ങനെയായിരിക്കും കുട്ടികളെ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ടുണ്ടാവുക? കാരണം ജനുവരി സെഷൻ ഇതാ 3 ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. ആ റാങ്ക് പ്രിപ്പറേഷനിൽ കെമിസ്ട്രി എത്രത്തോളം അവർക്ക് സഹായകരമായിരുന്നു? തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു പാറ്റേണിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയത്തക്ക രീതിക്കായിരിക്കും നമുക്ക് ഇത്തവണക്കത്തെ എക്സാമിനേഷന് കുട്ടികൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം അതുപോലെ അതേ പാറ്റേണിലൊക്കെ തന്നെയുള്ള ക്വസ്റ്റ്യൻ. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അന്നുണ്ടായിരുന്നതിനേക്കാൾ അല്പം കൂടെ തിങ്കിങ് ലെവല് ഈ വർഷത്തേക്ക് കെമിസ്ട്രിയെ സംബന്ധിച്ച് അല്പം കൂടെ ഒരു കൂടുതൽ സെഷൻ 2 വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 0.1 അല്ലെ 0.2 ഡിഫിക്കൽട്ടി ലെവൽ വേണമെങ്കിൽ കയറ്റി പറയാമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്നലെ സാറ് തന്നെ പറഞ്ഞു 1-2 ചാപ്റ്ററുകൾ ക്ലബ്ബ് ചെയ്യുന്നതെന്ന് തോന്നാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ 2 ചാപ്റ്ററുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഇത്തവണ ഈ സെഷൻ 2 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 2-3 ടോപ്പിക്കുകൾ ക്ലബ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്രമല്ല NCERT ഡയറക്റ്റ് ആയിട്ട് അതേപോലെ വർക്ക് ഔട്ട് എക്സാമ്പിൾ ആസിറ്റീസ് തന്നെ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ട്. തീർച്ചയായിട്ടും അതും വളരെ, കാരണം നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മൾ മുമ്പ് 2 ഫാക്കൽറ്റീസും പറഞ്ഞത് അത് തന്നെയാണ്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. കാരണം സെയിം കോപ്പി പേസ്റ്റ് പോലെ തന്നെ NCERT കോപ്പി പേസ്റ്റ് പോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ഇനി വരുന്ന സെഷന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ സാറ് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ആ വർക്ക് പ്രോബ്ലംസ് ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ NCERT പേജുകളിലൂടെ കടന്നു പോകുന്നത് എത്രത്തോളം നല്ലതായിരിക്കും. സിലബസിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പം ഇപ്പം ഇനോർഗാനിക്കിനകത്ത് അത്രയധികം ചാപ്റ്ററുകൾ കട്ട് ചെയ്തത് പിള്ളേർക്ക് ഉപകാരമായിരുന്നു യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും. കാരണം പക്ഷേ അതിനകത്ത് ഉള്ള ടോപ്പിക്കൽ ഇനോർഗാനിക്കകത്ത് ഉള്ള ടോപ്പിക്കുകൾക്കകത്ത് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ റിമൈനിങ് അതിനകത്തുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു കുട്ടിയെ തിരിച്ചറിയത്തക്ക രീതിക്കുള്ള എക്സലന്റ് സെറ്റിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. തീർച്ചയായിട്ടും നിങ്ങൾ ആ പോയിന്റ് വളരെ കൃത്യമാണ്. കാരണം ഇൻഓർഗാനിക് ടോപ്പിക്കുകൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് വിചാരിക്കും? അതിന്റെ വെയിറ്റേജ് ഓർഗാനിക്കിലോട്ടോ ഫിസിക്കലോട്ടോ വന്നു എന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് 4-5 ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ദ ബെസ്റ്റാണ് NTA സെലക്ട് ചെയ്തത്. അപ്പം അതിൽ നിങ്ങൾ വളരെ നന്നായിട്ട് അതിന് പ്രാധാന്യം കുറയ്ക്കരുത്. ഇൻഓർഗാനിക്കിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം. ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം ഒക്കെ വന്നപ്പോഴത്തേക്കും സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയാണ് NTA? അത് അതിനകത്തൊക്കെ വരുമ്പം അതും വളരെ കണ്ണിങ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. ശരി നമുക്ക് കൊടുക്കുന്നത് പ്രത്യേകിച്ച് അസേർഷൻ റീസണിങ്. ഓക്കെ, കുട്ടികളെ ആ പാടെ എപ്പോഴും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അത് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. പക്ഷെ ആ ലോജിക്കിലോട്ട് എത്താനുള്ള ഇതൊരു നമ്മുടെ അസേർഷൻ റീസൺ പറഞ്ഞാൽ 1 and 2 ഉണ്ട്. അതായത് വെദർ ദ റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ആ ഒരു കാര്യമാണ് ശരിക്കും ഇറ്റ്സ് എ പഞ്ച്. ആ ഒരു പഞ്ച് തിരുത്ത് കിട്ടത്തക്ക രീതിക്ക് ഫസ്റ്റ് ഇയറിലെ ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് കൃത്യമായിട്ട് ചെറിയൊരു ഡേറ്റ ഉപയോഗിച്ച് ആ ക്വസ്റ്റ്യൻസ് അത്രയൊക്കെ ക്വസ്റ്റ്യൻസും ഇട്ട് കഴിഞ്ഞാൽ only if the student is thorough with the topic then only he can get the correct answer. You are getting the answer, you get the correct answer. Okay. ഇല്ലെങ്കിൽ നമുക്ക് എന്താ അറിയോ, ആൻസറിലോട്ട് എത്താൻ പറ്റും നമ്മുടെ സമയവും കൂടുതൽ പോകും. കാരണം നമുക്ക് അറിയാം നമുക്കിത് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണെന്ന് വിചാരിച്ച് നമുക്ക് 2-3 മിനിറ്റ് നമുക്ക് കൂടുതൽ എടുത്തു പോകും നമ്മൾ അറിയാതെ. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളും ഇതാ സെക്കൻഡ് സെഷനിൽ വരുന്നുണ്ട് അല്ലേ? അപ്പം എന്താണ് ലാസ്റ്റ് ടൈം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നാളെയും മറ്റന്നാളും ഒക്കെ എഴുതുന്നവർ ഈ സെഷൻ 1-ന്റെയും സെഷൻ 2-യിലൂടെ ക്വസ്റ്റ്യനിലൂടെയൊക്കെയും NCERT ഒക്കെ അവരുടെ ഒരു യാത്ര. അപ്പം അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ. നമ്മുടെ മെറ്റീരിയൽസിലെ ഈ പറയുന്ന NCERT ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മെറ്റീരിയലിനകത്ത് നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുത്തതാണ്. അപ്പുറത്തേക്ക് വരുന്നുണ്ട് സാർ, നമ്മൾ നടത്തിയിരിക്കുന്ന ഈ മോഡൽ എക്സാമിനേഷൻസ് ഒക്കെ ഇല്ലേ, ഈ എക്സാമിനേഷൻസിലൊക്കെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് ദ സെയിം വേ ഓൾമോസ്റ്റ് തീർച്ചയായിട്ടും. കാരണം ഡിഫിക്കൽട്ട് നമുക്കറിയാം. ഇപ്പം ജനുവരി സെഷനിൽ നമുക്ക് വളരെ ഉയർന്ന ഒരു പേഴ്സൻ്റ് സ്കോർ കിട്ടി. ഓക്കെ, ബട്ട്
ഈ ഏറ്റവും ടോപ്പായിട്ട് പഠിക്കുന്ന ക്രീം സ്റ്റുഡൻസിന് എന്തായിരിക്കും ആഗ്രഹം? ഈ ലെവൽ ഇപ്പോൾ ഈ ഷിഫ്റ്റ് 1, 2, 3 നടന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുക, അവർക്ക് ആ പഠിച്ചതിൻ്റെ ആ ഒരു മുഴുവൻ കഴിവുകളും അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അവർക്ക് ഏറ്റവും നല്ലൊരു പെർസെൻറ്റേജ് സ്കോറിലോട്ട് 99.9 അപ്പുറത്തേക്കുള്ളൊരു ഏറ്റവും നല്ലൊരു സ്കോർ ഉയർത്താനായിട്ട് അവർക്ക് സാധിക്കുന്ന ടൈപ്പാണ് ഇപ്പോൾ സെഷൻ 2-ൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് കെമിസ്ട്രിയെ കാണണം. അപ്പോൾ കെമിസ്ട്രി ആദ്യം എഴുതി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? കെമിസ്ട്രി ഫസ്റ്റ് ടൈം തന്നെ എടുക്കാം. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇഫ് ഈസ് ടേക്കിംഗ് കെമിസ്ട്രി ഫോർ ദ ഫസ്റ്റ് സെഷൻ, he should be confident that he should be able to complete the topic better than others. Okay. ഇല്ലെങ്കിൽ നമുക്ക് ടൈം, കാരണം ബാക്കി റിമൈനിങ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് കിടക്കുന്നു. അപ്പം നമുക്ക് ആ കൃത്യമായിട്ട് 30 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. എത്രയും സ്പീഡിൽ നമ്മൾ പോകും, അതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് പിക്ക് ചെയ്യണം, ബാക്കിയുള്ളത് മാർക്ക് ഫോർ റിവ്യൂവിൽ വെക്കണം എന്നൊക്കെ ഉള്ളത് ഒരു കറക്റ്റ് സ്മാർട്ട് വർക്ക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെമിസ്ട്രി നിങ്ങൾക്ക് സ്മാർട്ട് വർക്കാണ്. കെമിസ്ട്രി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രിപ്പയർഡ് ആയിരിക്കണം, അത്ര മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് അറിയില്ലാത്തെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു കീപ് ഇറ്റ് ഔട്ട്. അങ്ങനെ കൊണ്ടുപോകണം. തീർച്ചയായിട്ടും കൊണ്ടുപോകണമെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. പക്ഷേ ഇത്തവണത്തെ കെമിസ്ട്രി ഇറ്റ് അപ്പിയേഴ്സ് ടു ബി വെരി സിമ്പിൾ, ബട്ട് there is always an edge to almost all the questions. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനത്തെ ഉണ്ടായിരുന്ന ഒരു സെഷനാണ്. അപ്പോൾ നമുക്ക് 3 സെറ്റ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് ആണ് നമ്മുടെ ഫാക്കൽറ്റികളിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇപ്പം ഇന്ന് വൈകുന്നേരം നടന്നതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലോട്ട് എത്തുന്നേ ഉള്ളൂ. പക്ഷേ കെമിസ്ട്രിയുടെ ഈ സെക്കൻഡ് സെഷനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെഷനിൽ നിന്നും അല്പം മാറ്റിയാണ് അവർ ആ പാറ്റേൺ തന്നെ അല്പം മാറ്റി ഡിഫിക്കൽട്ടി ലെവൽ ഒരു സ്ലൈറ്റായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ സമീപിക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഈക്വൽ വെയിറ്റേജ് തന്നെയാണ് അല്ലേ ഈ ഓർഗാനിക് ഇൻഓർഗാനിക് ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റ്. നമുക്ക് മുഴുവൻ ക്വസ്റ്റ്യൻ ഇല്ല. അതെ. കാരണം എപ്പോഴും മുമ്പ് മനു സാർ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ എപ്പോഴും നമ്മളോട് പറയുന്നത് അവർക്ക് എളുപ്പമുള്ള ചെയ്ത സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് പറയുന്നത്. ന്യൂമറിക്കലൊക്കെ നമുക്ക് എല്ലാം കിട്ടിയിട്ടില്ല. നമുക്കൊരു ഈ പറയുന്ന ലിസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടില്ല. ഇല്ല, കാരണം അത് നമുക്ക് അവരുടെ ആ ചോയ്സ് എല്ലാം അവർക്ക് പറയാനായിട്ടാവില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് നമുക്ക് JEE Mainന്റെ സെഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വാല്യുവേഷനിലെ കൃത്യമായിട്ടുള്ളൊരു ഘടകത്തിലോട്ട് എത്താൻ പറ്റുള്ളെങ്കിൽ പോലും കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു, കാരണം ഒന്ന് ട്രിക്കി മെത്തേഡിലൂടെ നിങ്ങൾ ആൻസറിലോട്ട് എത്തണം. കാരണം ഫുൾ നിങ്ങൾ സ്റ്റെപ്പ് ചെയ്ത് പോകാനായിട്ടാണ് നിങ്ങളുടെ ടൈം കൺസ്യൂം ചെയ്യുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തൊരു 50% മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിലും ബാക്കിയുള്ളതിനകത്ത് ചാപ്റ്ററുകൾ ക്ലബ്ബ് ചെയ്തുകൊണ്ട് പല ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സിലബസിൽ നിന്നുകൊണ്ടുള്ളതാണ് അതിനേക്കാളും പ്രധാനം. സാറ് പറഞ്ഞത് എക്സാക്ട്ലി നിങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ, നമ്മളുടെ മോഡലുകളിൽ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇനിയുള്ള റിമൈനിങ് ടൈംസ് നാളെയോ മറ്റന്നാളോ ഒക്കെ എഴുതാൻ പോകുന്നവർക്ക് നമ്മുടെ മോഡലുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മുടെ പ്രാക്ടിക്കൽസ് ഇല്ലേ, പ്രാക്ടിക്കൽ നമ്മൾ അവസാനം നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്രാക്ടിക്കൽ. അതെ, അതിന്റെ തന്നെ പ്രാക്ടിക്കൽസിനകത്തുനിന്ന് അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും, കാരണം അങ്ങനെ ആ സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ഭാഗ്യമാണ്. പ്രാക്ടിക്കൽസ് ഒക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കിട്ടുന്നില്ലേ, നമ്മൾ കൊടുത്ത മെറ്റീരിയൽസ്. അത് തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം അത് അട്രാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന മെറ്റീരിയലിലൂടെ നിങ്ങൾ കടന്നു പോകണം. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരിക്കൽ കൂടി എടുത്തുനിന്ന് റിവൈൻഡ് ചെയ്ത് നിങ്ങളുടെ ലേണിംഗ് ആപ്പിനകത്തുണ്ട്, അത് കടന്നു പോകണം. JEE Mainന്റെ 10 സെറ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ലേണിംഗ് ആപ്പിനകത്തുണ്ട്, അതിലൂടെ നിങ്ങളൊന്ന് ഓടിച്ച് കടന്നു പോകണം. പറ്റുമെങ്കിൽ ഇന്നലത്തെ ലൈവിൽ വന്നിരുന്ന ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് അല്ലേ, അതുപോലും നിങ്ങളെ കഴിഞ്ഞ ഷിഫ്റ്റ് 1ന്റെയും ഷിഫ്റ്റ് 2വിന്റെയും ക്വസ്റ്റ്യൻസ് പോലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഷിഫ്റ്റ് 3ലും ഒക്കെ. അതുകൊണ്ട് കെമിസ്ട്രിക്ക് ആണെങ്കിൽ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ടോപ്പിക്കിനകത്ത് ഉണ്ടായിരുന്ന സ്പെക്ട്രോ കെമിക്കൽ സീരീസ് അത് തന്നെ, അതല്ല നോട്ട് ദ സെയിം ഓക്കെ. അപ്പോൾ ഇന്നലെ നടന്നതും ഇന്ന് നടന്നതും പോലും സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇന്നലെ നിങ്ങൾ ആ ലൈവ് എടുത്തിട്ട് ഓടിച്ച് നോക്കുക. ഇന്നത്തെ ഇപ്പോൾ 5:30 മുതൽ ഞങ്ങളുടെ സാറന്മാരെല്ലാം ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഷിഫ്റ്റ് 1 രാവിലത്തെ ഉച്ച കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. അത് നിങ്ങൾ മാക്സിമം സ്പീഡിൽ കണ്ടു തീർക്കണം. അത് ഏറ്റവും ഒരു എഫക്റ്റീവായിട്ട് ഏപ്രിൽ 25 റാങ്ക് തയ്യാറെടുക്കുമ്പോൾ, കാരണം നിങ്ങൾക്കറിയാം 2% സ്കോറിലും ഏറ്റവും ഉയർന്ന പെർസെൻറ്റേജ് സ്കോർ, ആവറേജ് അല്ല, ഏറ്റവും ഉയർന്ന പെർസെൻറ്റേജ് സ്കോറാണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പം ഒരു മാർക്ക് പോലും നമ്മുടെ റാങ്കിൻ്റെ സാധ്യതകളെ, കാരണം ഇത് ടഫ് എക്സാമാണ്, ഒരു മാർക്ക് പോലും നമ്മുടെ റാങ്കിൻ്റെ സാധ്യതകളെ അത്രയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാവുക. അപ്പോൾ സാർ ഒത്തിരി നന്ദി. പിന്നെ നമുക്ക് 5:30 വീണ്ടും കാണാം. കാരണം കെമിസ്ട്രിക്ക് സാറ് തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ട്രിക്കി മെത്തേഡുകൾ, കാരണം ഇന്നലെ സാർ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. കാരണം ഓർഗാനിക്കിൻ്റെ ഈ ബോണ്ടിങ് ഒക്കെ നോക്കുമ്പം അതിനകത്ത് നിന്ന് നേരിട്ട് ആ
കൺസെപ്റ്റിലോട്ട് പെട്ടെന്ന് എങ്ങനെ ആൻസറിലോട്ട് എത്താൻ സാധിക്കും എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും ഓർഗാനിക് ഒക്കെ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, കാരണം ടൈം കൺസ്യൂം ചെയ്യാതെ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താനുള്ള ട്രിക്കി മെത്തേഡുകൾ, 2 ചാപ്റ്ററുകൾ ക്ലബ് ചെയ്ത് വരുമ്പോൾ ഏതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് സാറ് ഇന്നലത്തെ ലൈവ് സെഷനിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇന്നത് വീണ്ടും ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് കൂടെ നിങ്ങൾ തയ്യാറെടുക്കണം. ഒപ്പം എക്സാം കഴിഞ്ഞവർക്ക് മെയ് 26 JEE അഡ്വാൻസ്ഡിനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം. JEE Main 2 ഷിഫ്റ്റുകൾ ഇന്നലെ നമ്മൾ അനലൈസ് ചെയ്തതിനകത്ത് കൃത്യമായിട്ടും കെമിസ്ട്രിയുടെ ഒരു പാറ്റേണിനെ കുറിച്ച് സാർ പറയുകയുണ്ടായി. കാരണം കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം കയറി കെമിസ്ട്രി ചെയ്യാൻ പോയാൽ നിങ്ങൾ ടൈമും പോകും, നിങ്ങൾക്ക് അവിടെ നമുക്ക് കോൺഫിഡൻസ് ലെവലിനെ തന്നെ ബാധിച്ചേക്കാം. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ഫിസിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഏതാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇപ്പം നമ്മളോട് ജോയിൻ ചെയ്യുന്നത് ഇന്ന് രാവിലത്തെ ഷിഫ്റ്റ് എക്സാം എഴുതിയ 2 കുട്ടികളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അവർക്ക് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ഈ ചോദ്യങ്ങളെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ജനുവരിയുമായിട്ട് നമുക്കൊന്ന് നോക്കാം. നമസ്തേ, പേര്? അഭിനവ് രാജ്. ഓക്കെ, അസീം. ഓക്കെ, 2 പേരും ജനുവരി ഫസ്റ്റ് സെഷൻ എഴുതിയവരാണ്. നല്ല കോൺഫിഡൻറ്റ് നിന്നിട്ട് തന്നെയാണ്, കാരണം നമുക്ക് മെയ് 26 വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എങ്കിലും നമ്മൾ JEE Main 2 എഴുതുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് സെഷൻ 1 അപേക്ഷിച്ച് സെഷൻ 2? സെഷൻ 2 ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിരുന്നു. പക്ഷേ 1 വെച്ച് കമ്പയർ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റാൻഡേർഡ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഓക്കെ, ഒരു സ്ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. അപ്പം മാത്തമാറ്റിക്സിന്റെ ലെവല് 2 സെഷനിലും ഒരുപോലെ തന്നെ അവർ നോക്കുന്നുണ്ട് അല്ലേ? മാത്തമാറ്റിക്സ് ഇത്തവണ ഫസ്റ്റ് സെഷൻ അപേക്ഷിച്ച് കുറച്ച് ഈസി ആയിരുന്നു. ഓ, ശരി. കെമിസ്ട്രിയും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വരുന്ന ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നോ പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നത്? ആ ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ സെഷനിലാണ് കിട്ടിയത്. ഓക്കെ, ഈ ലാസ്റ്റ് ടൈം ഒരു പ്രിപ്പറേഷൻ, അതായത് ഇന്നലെ നമ്മൾ നോക്കി ഒരു NCERT ഇത് നമ്മുടെ ലൈവ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതിന് എത്രത്തോളം ഇന്ന് നിങ്ങൾക്ക് സഹായിച്ചു? കാരണം ക്വസ്റ്റ്യനുകൾ നമുക്ക് കണ്ട ക്വസ്റ്റ്യനുകൾ തന്നെ കൂടുതൽ കാണുന്നതായിട്ട് പലരും അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ ഉണ്ട്, കണ്ട ക്വസ്റ്റ്യനെ കാണുന്നതിന്. അതുപോലെ തന്നെ കഴിഞ്ഞ ഫസ്റ്റ് സെഷൻ നമ്മൾ ഇതിപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻ. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ലൈവ് കണ്ടപ്പോൾ സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് ഒക്കെ ഉണ്ടായത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂടി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ മാത്സ് അധികം ലെങ്തി ആണെന്ന് പറഞ്ഞുകൊണ്ട് ടൈം ക്വസ്റ്റ്യൻസ് സെലക്റ്റീവായി ചെയ്ത് ഡിഫിക്കൽട്ടിയിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം ലാസ്റ്റിലേക്ക് വെച്ച് ചെയ്യാൻ പറ്റും. ശരി. ഈ ടൈം മാനേജ്മെന്റ്, ഇപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നു. ഈ ഷിഫ്റ്റ് 2 പോലെ, ഇപ്പം ഷിഫ്റ്റ് 1 നമുക്കൊരു 20 മിനിറ്റോളം അവസാന സമയം നമുക്ക് കിട്ടുമായിരുന്നു. ഷിഫ്റ്റ് 2 അപേക്ഷിച്ച്, അല്ല സെഷൻ 2 അപേക്ഷിച്ച് ടൈം മാനേജ്മെന്റ് വലിയൊരു ഫാക്ടറാണ് അല്ലേ? ഏതാണ് ആദ്യം എഴുതിയത്? ഫിസിക്സ് ആണോ കെമിസ്ട്രി? ഫിസിക്സ് ആണ് എഴുതിയത്. ഓൾമോസ്റ്റ് 30 ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോയിട്ടാണോ അതിനകത്ത് നമുക്ക് പിക്ക് ചെയ്യേണ്ടതിനൊക്കെ? 1 മണിക്കൂർ തന്നെ 3 സബ്ജക്റ്റിലെയും എല്ലാ ക്വസ്റ്റ്യൻസും ഞാനൊന്ന് ഓടിച്ചു നോക്കാറുണ്ട്. ഓ, ശരി. മാത്സ് നമ്മള് നഷ്ടപ്പെടും. അത് ഭയങ്കര പ്രധാനപ്പെട്ടാണ്. കാരണം നമുക്ക് 90 ക്വസ്റ്റ്യനുകളാണുള്ളത്. അപ്പം ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ നമുക്ക് കിട്ടാവുന്നതിനെ മാക്സിമം നമ്മൾ ആൻസറിലോട്ട് എത്തിക്കാൻ നോക്കും. അവിടെ ഒരു സബ്ജക്റ്റിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. ഓക്കെ, അത് നല്ല മെത്തേഡാണല്ലേ. ഒരു സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ 3 സബ്ജക്റ്റിന്റെയും ഏറ്റവും ഉള്ളത് നമുക്ക് എടുക്കുന്നുള്ളത് നല്ലതാണ്. പക്ഷെ ഒരു കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കും. ഒരുപക്ഷെ നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നതിന് ഇല്ല, നമുക്ക് നമ്മുടെ കയ്യിൽ സബ്ജക്ട് ഉണ്ടെന്ന് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, നമ്മൾ ചെയ്തെത്തുമ്പോൾ ഫിസിക്സിന്റെ ഇതൊക്കെ നമ്മൾ ചെയ്തെത്തുമ്പോഴേക്കും അതിന്റെ ഒരു 1-2 സ്റ്റെപ്പ് കഴിയുമ്പോൾ അത് ലെങ്ത് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഫിസിക്സ് ഇല്ല, മാത്സ് മാത്രമേ അങ്ങനെയുള്ളൂ. മാത്സ് ഇന്റിജർ ടൈപ്പ് കുറച്ച് അത്യാവശ്യം ടഫ് ആയിരുന്നു. ഓക്കെ, സെലക്റ്റീവ്ലി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പുറകെ പോയാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കണ്ടതുകൊണ്ട് നമ്മൾ 1-2 സ്റ്റെപ്പിലൂടെ നമ്മൾ മുമ്പോട്ട് പോകും. പക്ഷേ 2 സ്റ്റെപ്പ് കഴിയുമ്പോഴായിരിക്കും ഇത് ലെങ്തി ആണെന്നുള്ളത് മനസ്സിലാകുന്നത്. അവിടെ നമുക്ക് ടൈമും പോകും, നമുക്ക് ആ ക്വസ്റ്റ്യനെ നമുക്ക് ആൻസറിലോട്ട് എത്താനും പറ്റില്ല. അതുകൊണ്ട് സെലക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് സെഷൻ 1 അപേക്ഷിച്ച് ഇപ്പോൾ എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് ഇത്തവണ നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഒരു കോൺഫിഡൻസ് ലെവൽ? സെഷൻ 2 മാർക്ക് എത്രയെങ്കിലും ആവട്ടെ, അത് സെഷൻ 1 തീർച്ചയായിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം അത് മെയ് 26 എത്രത്തോളം നമ്മൾ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് നമ്മുടെ ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നാളെയും മറ്റന്നാളും എക്സാം ഉണ്ട്, സൺഡേ ഇല്ല, തിങ്കൾ ചൊവ്വ വരെ എക്സാം ഉണ്ട്. ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ എന്തായിരിക്കണം അവർക്ക്?
ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ ബ്രില്യൻ്റെ മാക്സിമം എക്സാംസ് ഒക്കെ നമ്മൾ എഴുതിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോർമുലാസ് കൂടി പോവുക. പിന്നെ മാക്സിമം നമ്മൾ എക്സാമിൽ എത്രത്തോളം എഴുതുന്നു എന്നതിനാണ് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഈസിയായി ക്വസ്റ്റ്യൻ ചെയ്ത് മാത്സ് അത്യാവശ്യം ലെങ്തി ആണെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് വിടാത്ത അവസാനം വരെ ഫൈറ്റ് ചെയ്യും. ഓക്കെ 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 കെമിസ്ട്രിയിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് സിലബസിനകത്ത് നിന്നുകൊണ്ട് തന്നെയുള്ള ചോദ്യങ്ങളായിരുന്നു എല്ലാം തന്നെ വന്നത്. ഇപ്പം ആ സബ്ജക്ട് ഇപ്പം നവംബർ വരെ നമുക്ക് ഫുൾ ടോപ്പിക്കുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം സബ്ജക്ട് കട്ട് ചെയ്ത് നമ്മൾ അറിഞ്ഞില്ല. JEE അഡ്വാൻസിന് നമുക്ക് ഫുൾ ടോപ്പിക് ഉണ്ട് താനും. അപ്പം നിങ്ങളെ ഫുൾ ടോപ്പിക് വെച്ചാണ് പഠിപ്പിച്ചത്. ആ ഫുൾ ടോപ്പിക് വെച്ച് പഠിച്ചതിൻ്റെ ഒരു ഗുണം നമുക്ക് ഈ കെമിസ്ട്രിയിലും ഉണ്ടല്ലേ. കാരണം നമ്മൾ സബ്ജക്റ്റ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫുൾ സിലബസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രയോജനമുണ്ട്. ഈ പല ചാപ്റ്ററുകളും ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ കെമിസ്ട്രിയിലൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ആ ലെവലിലുള്ള ഒരു ഡിഫിക്കൽട്ടി ലെവൽ വന്നിട്ടില്ല. ഈ JEE അഡ്വാൻസ് ലെവലിലോട്ടൊന്നും ഒരിക്കലും വന്നിട്ടില്ല. ഇല്ല, നമുക്ക് ചെയ്താൽ കിട്ടുന്നതിന് തന്നെ ആൻസർ ആണ്. ഈ ഒരു ജനുവരി സെഷനിലൊക്കെ നമുക്കൊരു 18-20 ചോദ്യങ്ങളും ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്നതുണ്ടായിരുന്നു. അവിടെ എവിടെയൊക്കെ ആയിട്ട് പിക്ക് ചെയ്തെടുത്തായിരുന്നു. ഈ ലെവൽ വരുമ്പോഴത്തേക്കും അത് കുറയുകയാണോ കൂടുകയാണോ, അതായത് കമ്പാരിറ്റ് സിമ്പിളും ടഫ് ലെവലും തമ്മിലുള്ള ഒരു എണ്ണത്തിന്റെ വ്യത്യാസത്തിൽ ഈ തവണ കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ചതാണ്. ഇനി ഫസ്റ്റത്തെ സെഷനിലാണ് നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് പോയാൽ മതിയായിരുന്നു. കെമിസ്ട്രി ഒക്കെ മോഡൽ എക്സാംസിൽ ഉള്ള ഡിഫിക്കൽട്ടി ലെവൽ തന്നെയായിരുന്നു. ഇത്തവണത്തെ നമുക്ക് സെഷൻ 2 എന്ന് പറയാനായിട്ട് സാധിക്കും. നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് കഴിഞ്ഞ സെഷനിൽ തന്നെ നമുക്കറിയാം നമുക്ക് 99% മുകളിൽ 250ഓളം കുട്ടികൾ നമുക്ക് ബ്രില്യൻറ്റിൽ നിന്ന് നമുക്ക് എത്താനായിട്ട് സാധിക്കണം. അപ്പം നമ്മുടെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു വളരെ ഉയർന്ന ഒരു പെർസെൻറ്റേജ് തന്നെ വേണമെങ്കിൽ ഏപ്രിൽ 25 JEE മെയിൻ്റെ റാങ്ക് പ്രതീക്ഷിക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ വേണേൽ എടുക്കാവുന്നതാണ് അല്ലേ. കാരണം ആ ഒരു മോഡലിൻ്റെ പാറ്റേണിലൂടെയും നമ്മുടെ ഒരു മെറ്റീരിയലിൻ്റെ പാറ്റേണിലൂടെ ഒക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ മതിയാകും. മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂമറിക്കൽ ടൈപ്പ് ആ ലെവലിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ റിമൈനിങ് ടൈം നമുക്ക് എപ്പോഴും റിമൈനിങ് ടൈമിനെ കുറിച്ച് നമ്മൾ നോക്കുമല്ലോ. ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. അത് ഏറ്റവും അവസാനത്തെ ഒരു സമയത്തെപ്പോഴേക്കും നോക്കിയിരുന്നോ നമുക്ക് സമയവും മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ എണ്ണവും. മാത്സ് സബ്ജക്റ്റാണ് നമ്മൾ ലാസ്റ്റ് അധിക കുട്ടികൾ ലാസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അതിൽ ഇൻഡിജർ പാർട്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. പക്ഷേ ഇൻഡിജർ ടൈപ്പ് വരുമ്പോൾ ഈ MCQനെക്കാട്ടിയും ടഫാണ് ക്വസ്റ്റ്യൻസ് അധികം. അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്ത് ലാസ്റ്റ് ടൈം വെച്ചാൽ നമുക്ക് ആ ലാസ്റ്റ് ടൈമിൽ ഒരു വെപ്രാളം കൊണ്ട് തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓപ്ഷൻസും ഇല്ല. തീർച്ചയായിട്ടും ന്യൂമറിക്കൽ ടൈപ്പ് ഒക്കെ വരുമ്പോഴേക്ക് അതൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും. കാരണം ആ ന്യൂമറിക്കൽ ടൈപ്പ് വരുമ്പോൾ ഈ സമയത്തിനെ കുറിച്ച് വരുമ്പോൾ നമുക്ക് ഈ സ്പീഡിനെ കുറിച്ച് വരുമ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ. കാരണം ഈ സ്ക്വയർ റൂട്ട് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പം ഡയറക്റ്റ് ആയിരിക്കും അതിന്റെ ആൻസർ വരുന്നത്. പിന്നെ നമ്മൾ കയറി സ്ക്വയർ റൂട്ട് എടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഇനിയും ഒരു 6 എക്സാമുകൾ കൂടി നമ്മുടെ കുട്ടികൾക്കുണ്ട്. ആ ഒരു എക്സാമിൽ നമ്മുടെ ഒരു മെറ്റീരിയലൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതിന്റെ ഏതൊക്കെ രീതിയിലായിരിക്കും തന്നെയാണ് ഈ അവസാന നിമിഷം നമ്മൾ നോക്കേണ്ടത്. ബ്രെയിൻ പോയിന്റർ അതുപോലെ ബ്രില്യന്റ് തന്നിട്ടുള്ള ആ ഫൈനൽ അവസാനമായിട്ട് നമുക്ക് നോക്കാനുള്ള കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. ശരി ബ്രെയിൻ പോയിന്റർ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഏറ്റവും വേഗത്തിൽ തന്നെ നമ്മുടെ റിവൈഷൻ ആ മെറ്റീരിയലിലൂടെ ഒന്ന് കടന്നു പോകുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട് വളരെ ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അത് പെട്ടെന്ന് വായിക്കും. സ്റ്റേറ്റ്മെന്റ്സ് അസർഷൻ റീസണിങ് ഒരുപാട് ചോദിക്കുന്നത് അത് ബ്രില്യന്റ് ബ്രെയിൻ പോയിന്ററിൽ വായിച്ചാൽ അത് കിട്ടും. ശരി ഓക്കെ. അപ്പം നമുക്ക് ഏപ്രിൽ 25 JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ലൈവ് സെഷനിൽ കൂടേണ്ടതുണ്ട്. മെയ് 26 കൂടേണ്ടതുണ്ട്. ജൂൺ 9 നമ്മളുടെ ദിവസം അന്ന് നമുക്ക് ഒരുമിച്ച് ലൈവിൽ കൂടേണ്ടതുണ്ട്. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. നന്ദി. JEE മെയിൻ സെക്കൻഡ് സെഷൻ്റെ 2 ഷിഫ്റ്റുകളാണ് നമ്മൾ അനലൈസ് ചെയ്തത്. അപ്പം ഇനി ഷിഫ്റ്റ് 3 നമുക്ക് ഇന്ന് രാവിലെ നടന്നതുണ്ട്. അതിനകത്ത് JEE മെയിൻ ക്വസ്റ്റ്യൻ പേപ്പറിനെയാണ് നമ്മുടെ 2 കൂട്ടുകാർ ഇപ്പം അനലൈസ് ചെയ്തത്. അവർക്ക് ഓൾറെഡി 99% മുകളിൽ ജനുവരി തന്നെ ഉണ്ടായിരുന്ന കുട്ടികളാണ്. മെയ് 26 വേണ്ടിയിട്ട് കഠിന വ്രതം എടുത്തുകൊണ്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. JEE മെയിൻ എന്നാണ് സെക്കൻഡ് സെഷൻ അവർ അറ്റൻഡ് ചെയ്തു. ഡിഫിക്കൽട്ടി ലെവൽ ഇതുപോലൊരു സ്റ്റാൻഡേർഡ് ലെവൽ എക്സാമുകൾ വരുമ്പോഴേക്കും അവർക്ക് ഏറ്റവും അധികം സന്തോഷമാണ്. കാരണം നമുക്ക് തിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുക, ആൻസർ കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം 3 ഷിഫ്റ്റുകളാണ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ഷിഫ്റ്റിൻ്റെ എക്സാം കഴിഞ്ഞ് കുട്ടികൾ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ എക്സാം സെൻറ്ററിൽ നമ്മളുടെ വിഷ്ണു സാറുണ്ട്. വിഷ്ണു സാർ ആ കുട്ടികളുടെ റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവരിലേക്ക് ഈ ഷിഫ്റ്റ് 4 സെഷൻ 2ൻ്റെ ഷിഫ്റ്റ് 4 എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് വിഷ്ണു സാറുമായിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഷിഫ്റ്റ് 1 ഇന്നത്തെ അതായത് JEE മെയിൻ സെഷൻ 2ൻ്റെ ഷിഫ്റ്റ് 3 ഇന്ന് രാവിലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളെയാണ് ആദ്യം നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽഡായിട്ട് ഫിസിക്സ് ഫാക്കൽറ്റീസാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം
ഇന്ന് രാവിലെ നടന്ന ഷിഫ്റ്റ് 3യുടെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് ഫിസിക്സ് ഫാക്കൽറ്റീസ് നമ്മുടെ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഷിഫ്റ്റ് 4 ഇന്ന് ഉച്ച കഴിഞ്ഞ് നടന്ന എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ച് വിഷ്ണു സാറ് ജോയിൻ ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ഷിഫ്റ്റ് 3 ഇന്ന് രാവിലെ നടന്ന പരീക്ഷയുടെ ഫിസിക്സ് ക്വസ്റ്റിൻ്റെ ഇവാലുവേഷനുടെ ഡീറ്റെയിൽഡ് ഇവാലുവേഷനുമായിട്ട് ഫിസിക്സ് ഫാക്കൽറ്റിയിലേക്ക് പോവുകയാണ്. ഓക്കെ സാർ, പ്ലീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ റൊട്ടേഷൻ ഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നമ്മളിപ്പോൾ എന്തായാലും ചെയ്തു നോക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ഹോളോസ്ഫിയർ ആൻഡ് സോളിഡ് സിലിണ്ടർ അബൌട്ട് ദി ആക്സിസ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ ഇസ് 8 of 8 by z the value of x is. ഓക്കെ, ഇത് നമുക്ക് കിട്ടുന്നത് ഹോളോസ്ഫിയറിന്റെ ഡയമെട്രിക്കൽ ആക്സിസ് തന്നെയാണ്. പക്ഷെ സോളിഡ് സിലിണ്ടറിന്റെ കേസിൽ അതിന്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു എൻഡിലൂടെ പോകുന്ന ആക്സിസാണ്. ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആക്സിസ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഞാൻ I1 എന്നും ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I2 എന്നും എഴുതിയാൽ, ആദ്യത്തെ കേസിൽ ഹോളോസ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I1 2/3 mr² ആണ് അബൌട്ട് ദി ഡയമെട്രിക്കൽ ആക്സിസ്. അത് നമുക്ക് അറിയാവുന്ന വളരെ ഡയറക്റ്റ് ഫോർമുല തന്നെയാണ്. So I1 is equal to, അപ്പോൾ I1 ഇതാണെങ്കിൽ what is the radius of gyration? Radius of gyration നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? K1 is equal to root of I1 by m ആണ്. അപ്പോൾ m പോയി കഴിഞ്ഞാൽ ബാക്കി 2/3 r² ആണ് റൂട്ട് എടുക്കുമ്പോൾ. root 2/3 r ഇതാണ് radius of gyration of the holosphere about the diametrical axis. എന്നാൽ ഈ സോളിഡ് സിലിണ്ടറിന്റെ ഒരു എൻഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മളങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്ന ഒരു ഫോർമുല അല്ല. ഓക്കെ, അതിന്റെ മിഡ് പോയിന്റിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഉപയോഗം വരും. ഇവിടെ ഒരു ഇൻഫർമേഷൻ കൂടെ ഉണ്ട്. ആക്ച്വലി ലെങ്ത് ഓഫ് ദി സിലിണ്ടർ ഇറ്റ് ഇസ് 4 times the radius. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. എല്ലും ആറും തമ്മിലുള്ള ഇൻഫർമേഷൻ റിലേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മുടെ ആ സിലിണ്ടർ നമുക്ക് ഞാൻ എന്തായാലും കുറച്ച് ആ ഡയഗ്രം ഒന്നുകൂടെ വരച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടർ എങ്കിൽ ആ സിലിണ്ടറിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആക്സിസ്, ഇഫ് യു കൺസിഡർ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആക്സിസ്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് അറിയാം. ഇറ്റ് ഈസ് mr² ബൈ സോളിഡ് സിലിണ്ടർ ആണ് 4 + ml² ബൈ 12. ഒരു റോഡിന്റെയും ഒരു ഡിസ്കിന്റെയും കൂടെ സൂപ്പർ പൊസിഷൻ കോമ്പിനേഷൻ വരും. അതെ. എന്നിട്ട് അതിനെ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു എൻഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് ഇറ്റ് 2r ആണ്. ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് പറയാം പുതിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ആ സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I2 ഇറ്റ് ഈസ് this value, moment of inertia about the center of mass axis, mr² by 4 plus ml² by 12 plus parallel axis 0 ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം അല്ലേ. 2r the whole square 4r² എന്ന് വരും. that is mr² by 4 plus ഇത് ml² 16r² വരും അല്ലേ. so m into 16r² divided by 12 plus 4mr². അപ്പോൾ വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക്, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുന്നേക്കാൾ LCM 12 ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, കാൽക്കുലേഷൻ എന്തായാലും ഇറ്റ് ഇസ് അപ് ടു യു. mr² എടുത്തു, താഴെ ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് 12 വന്നാൽ മുകളിൽ എന്തൊക്കെയാണ് വരിക? മുകളിലൊരു 3 വരുന്നുണ്ടാകും, ഇവിടെ ഒരു 16 വരുന്നുണ്ട്, ഇവിടെ ഒരു 48 വരും. അല്ല ശരിയല്ല കാൽക്കുലേഷൻ. സോ mr² ഇൻറ്റു 48 + 16 എന്ന് പറയുമ്പോൾ 64 + 3 67/12 എന്നാണ് കിട്ടുന്നത് അല്ലേ. So that is I2. അപ്പോൾ അവിടുത്തെ റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ K2 is equal to root of I2 by m. m കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനത്തിന്റെ റൂട്ട് എടുത്താൽ K2 നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് റൂട്ട്
67/12 R എന്നാണ് കിട്ടുന്നത്. K1 √2/3 R ആണ്. അതുകൂടെ ഇവിടെ നിന്ന് എഴുതാം. 2/3 R ആണ് നമുക്ക് വേണ്ടത്. ഇവരുടെ റേഷ്യോ ആണ്. റേഷ്യോ എടുക്കുമ്പോൾ K1/K2 ആണ്. K1/K2 എടുക്കുമ്പോൾ √2/3 ഡിവൈഡഡ് ബൈ 67/12 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് 4 എന്ന് വരും. ദാറ്റ് ഇസ് √8/67. അവർ തന്നിട്ടുള്ള ഒരു ഫോമിലേക്ക് നമുക്ക് കിട്ടി. √8/Z എന്നാണ് കൊടുത്തിരിക്കുന്നത്. വാല്യൂ ഓഫ് Z ആണ്. അപ്പോൾ Z-ന്റെ വാല്യൂ 67 എന്നാണ് നമുക്ക് അനുസരിച്ച് കിട്ടുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എളുപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്വസ്റ്റൻ തന്നെ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നല്ലോ. ഈ ക്വസ്റ്റൻ ചെയ്യാനുണ്ട്. പിന്നെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ നമ്മൾ കിട്ടിയ ക്വസ്റ്റൻ അനുസരിച്ചാണെങ്കിൽ അധികം ചെയ്യാനില്ല. 2 ക്വസ്റ്റൻ ആണ് ഞങ്ങൾ ഈ ലെവലിൽ സമയം എടുക്കുന്നത്. ഒരു 2 മിനിറ്റ് കൂടുതൽ സമയം എടുക്കുന്നത്. എല്ലാം തന്നെ നമുക്ക് ഡയറക്റ്റ് ആണ്. ക്വസ്റ്റൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് സാർ. മാഗ്നറ്റിക് ഫീൽഡ് ഒരു റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കുന്നു. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. റോഡ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യാണ്. ഇത്തരം ക്വസ്റ്റനൊക്കെ നമ്മൾ സ്ഥിരം ചെയ്ത് പഠിച്ചിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ്. സാർ ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു ജനറൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പിക്കും ക്യൂക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. EMFന്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ അത് ഉപയോഗിച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അറിയാമല്ലോ, കാരണം ആക്സിസിൽ നിന്ന് കറക്റ്റ് മിഡിലാണ് ആക്സിസിൽ നിന്ന് പിയിലേക്കുള്ള അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ക്യൂയിലേക്കും വരിക. ഇത് L/2 വരും, ഇത് L/2 വരും. തീർച്ചയായിട്ടും പിയും ക്യൂവും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. ഇനിയും ഇക്വേഷൻ യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ EMFന്റെ ജനറൽ ഇക്വേഷൻ ½ V ഒമേഗ L2 സ്ക്വയർ മൈനസ് L1 സ്ക്വയർ ഉപയോഗിക്കാം. L1 L2 എന്ന് പറയാൻ സാറേ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അതും L/2 ആണ്, ഇതും L/2 ആണ്, ഈക്വൽ ആണ്. അപ്പോൾ L1 ഈക്വൽ ടു L2 ഈക്വൽ ടു L/2 വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. EMF എത്ര കിട്ടിയത്? 0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് VP മൈനസ് VQ ഈക്വൽ ടു 0. കറക്റ്റ് അല്ലേ സാറേ? ഒന്നുമില്ല, വേറെ ഒന്നും തന്നെ ആലോചിക്കാൻ. ആക്സിസ് ഒരു അല്പം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെച്ചായിരുന്നു പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. പുറത്തൊക്കെ ആക്സിസ് വെച്ചുള്ളതാണ് സാധാരണ ആൻസർ മാർക്ക് ചെയ്യുക. ആക്സിസ് പുറത്തായിരുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. സാറേ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? യെസ്. ഗ്രാവിറ്റേഷൻ അതുപോലെ ഓസിലേഷന്റെയും കൂടെ കോൺസെപ്റ്റ് മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. If the time period of a pendulum at r distance from the earth's surface, അവിടെ r എന്ന് ഉദ്ദേശിക്കുന്ന എർത്തിന്റെ റേഡിയസ് തന്നെ ആയിരിക്കണം. ക്യാപിറ്റൽ R എടുക്കാം സർ. ക്യാപിറ്റൽ R എർത്തിന്റെ റേഡിയസ് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. Is 4 units, find the time period of pendulum at 2 times capital R from the earth's surface. അപ്പോൾ ഇവിടെ എർത്തിന്റെ സർഫസിൽ നിന്നുള്ള ദൂരവും, അതായത് അപ്പോൾ അവിടുത്തെ എർത്തിന്റെ സെന്റർ എന്നുള്ള ദൂരം പറയാം അല്ലെ. അപ്പൊ ആദ്യത്തെ എർത്തിന്റെ സെന്റർ എന്നുള്ള ദൂരം ഇറ്റ് ഇസ് 2r. സർഫസിൽ നിന്ന് r ആണെങ്കിൽ സെന്ററിൽ നിന്ന് 2r ആണ്. രണ്ടാമത്തതിന്റെ എർത്തിന്റെ സെന്റർ എന്നുള്ള ദൂരം 2r + r 3r. അപ്പൊ ഇവിടെ എർത്തിന്റെ സെന്ററും അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിലുള്ള റിലേഷൻ, ഡയറക്റ്റ് റിലേഷൻ ഞാൻ എഴുതുകയാണ്. G = gm / r². അപ്പൊ ടൈം പീരീഡ് നമുക്കറിയാം. ടൈം പീരീഡ് ഓഫ് ദി പെൻഡുലം ഇറ്റ് ഇസ് 2π√L/g. അപ്പൊ t is proportional to 1/√G. Okay, t is proportional to 1/√G. വേറൊന്നും മാറുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം T2/T1 ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതുന്നത് തന്നെയായിരിക്കും. √G1/G2 എന്ന് കിട്ടും. T2/T1 is equal to ഈ G is proportional to 1/r² അല്ലെ. അപ്പോ G1/G2 നെ നമുക്ക് R2/R1 the whole square എന്ന് എഴുതാൻ പറ്റും. G is inversely proportional to r² ആയതുകൊണ്ട്. അപ്പൊ ആ റൂട്ട് അങ്ങ് പോയി R2/R1 ആയല്ലേ. So T2/T1 is equal to R2/R1. R2 എത്രയാണ്? 3r. R1 എത്രയാണ്? 2r. So 3/2 എന്ന് കിട്ടി. T2 is equal to 3/2 into T1 എന്നാണ്. T1 ന്റെ വാല്യൂ 4 യൂണിറ്റ്സ് എന്നാണ് അവിടെ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യനിൽ 4 സെക്കൻഡ് ആയിരിക്കും. 6 seconds. 3/2 into 4 എന്ന് പറയുമ്പോൾ 6 seconds. ചെയ്യാനുണ്ട്, എന്നാലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെ. അപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാനുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് സ്റ്റെപ്സ് എഴുതണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഇക്വേഷൻ ഒക്കെ വളരെ ഫെമിലിയർ ഇക്വേഷൻ തന്നെയാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻ. പക്ഷേ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെയാണ്? ഒരു ന്യൂമറിക്കലാണ് ചെയ്യാനുണ്ട്.
അത് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് നമുക്ക് അപ്പോഴും അൺനോൺ ആണ്, നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ കോൺസെപ്ച്വലി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് കാൽക്കുലേഷൻ. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഒക്കെ ആയിരിക്കണം, ഓർഡറിലായിരിക്കും. ഇക്വേഷന്റെ ഫോം ചോദിക്കുന്നതാണെങ്കിൽ ആലും കുഴപ്പമില്ല, ഓപ്ഷൻ കണ്ടാലും നമുക്ക് പറയാൻ പറ്റും. ഏതായാലും നമുക്ക് പറയാം, ഓപ്ഷൻ കിട്ടാതെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. സാറേ പാർട്ടിക്കിള് ഇലക്ട്രോണും പ്രോട്ടോണും മാസ് ഡിഫറെന്റ് ആണ്, ചാർജ് സെയിം ആണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മൾ റേഷ്യോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂളംസ് ലോ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം. ഫോഴ്സ് F is equal to 1/4πε0 Q1 Q2. Q1 Q2 എന്ന് പറയുമ്പോൾ ചാർജ് സെയിം ആണ്, ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ലെറ്റർ തന്നെ നമുക്ക് രണ്ടിനും കൊടുക്കാം. അപ്പോൾ E² വന്നു, സെപ്പറേഷൻ സെയിം ആണ്, അങ്ങനെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെ സെപ്പറേഷൻ കാര്യം പറയണമായിരുന്നു, മാറ്റേണ്ട കാര്യമില്ല, രണ്ട് കേസ് അവർ ചോദിച്ചില്ല. അപ്പോൾ E²/R². ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇനി ഗ്രാവിറ്റേഷൻ ഫോഴ്സിലേക്ക് പോകാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയാൻ നമുക്കറിയാം G ഇൻറ്റു M1 M2, മാസ് ഇലക്ട്രോണിൻ്റെ മാസ് ME, പ്രോട്ടോണിൻ്റെ മാസ് MP ഡിവൈഡ് ബൈ R². സാറ് റേഷ്യോ ആണ് FE/FG. FE/FG ഈസ് ഈക്വൽ ടു സാറേ ക്യാൻസൽ R² മാത്രമേ പോകാനുള്ളൂ. R² പോയി കഴിഞ്ഞാൽ ഇവിടെ E²/4πε0 വന്നു ഇൻറ്റു സാർ ഇവിടെ ഡിനോമിനേറ്റർ ഒന്നുമില്ല, ഡിനോമിനേറ്റർ വരുള്ളൂ. അപ്പോൾ ഡിവൈഡ് ബൈ G ഇൻറ്റു ME ഇൻറ്റു MP. കറക്റ്റ് അല്ലേ സാറേ? കറക്റ്റാണ്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എല്ലാ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. 1/4πε0 E അറിയാം, മാസ് ഓഫ് ഇലക്ട്രോൺ അറിയാം 9.1 10⁻⁻31, പ്രോട്ടോൺ ജിയുടെ വാല്യൂ. ഒന്നുകിൽ പ്രോബബ്ലി അത് സിമ്പിൾസ് ആയിട്ട് തന്നെ സിമ്പിൾസ് ആവാനാണ് സാധ്യത കൂടുതൽ. ഇറ്റ് വുഡ് ബി ലൈക്ക് ദി പവർ ഓഫ് 10, ഓർഡർ ചോദിക്കാം, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആ രീതിയിൽ ചോദിക്കാനാണ് സാധ്യത. കാരണം അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനൊരു കാര്യമുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഫിസിക്കൽ വേൾഡിന്റെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വർക്ക്ഔട്ട് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ. അതുപോലെ എനിക്ക് തോന്നുന്നത് ഫിസിക്കൽ വേൾഡില് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഡിഫറെന്റ് എവിടെയോ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇത്ര ടൈംസ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഏകദേശം 10⁻39 ടൈംസ് ആ റേഞ്ചിലായിരുന്നു. നമുക്ക് അടുത്തത് വേവ് ഒപ്റ്റിക്സിലെ ക്വസ്റ്റൻ ആണ്, വളരെ ഡയറക്റ്റ്. അങ്ങനെയുള്ള ക്വസ്റ്റൻ തന്നെ വിചാരിക്കില്ല സാറേ. The point source of light is placed at the focus of a convex lens. Then what is the shape of wavefront after passing through the lens? ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണ്. കോൺവെക്സ് ലെൻസ് ആണ്, അതിന്റെ ഫോക്കസിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു. ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ റേ ഒപ്റ്റിക്സിൽ നമുക്ക് അറിയാം കാര്യങ്ങൾ. ഇവിടുന്ന് ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്ത് എന്ത് ചെയ്യും, നമ്മുടെ ലെൻസിലൂടെ പോവും. അതിനുശേഷം ഫോക്കസിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ റിഫ്രാക്ഷന് ശേഷം the light rays will be parallel to the principal axis. Light rays parallel light rays ആവും. അപ്പോൾ അത് റേസിന്റെ കേസാണ്. അതിന് കറസ്പോണ്ടിങ് വേവ് ഫ്രണ്ട്സ് എങ്ങനെ ആവുമെന്ന് നോക്കിയാൽ, ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡൈവേർജ് ചെയ്ത് വരുന്ന വേവ് ഫ്രണ്ട്സ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ്. സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. എന്നാൽ ലെൻസിലൂടെ പാസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ലെൻസിന്റെ മിഡിലിൽ തിക്നെസ് കൂടുതൽ അല്ലെങ്കിൽ പാരലൽ ലൈറ്റ് റേസ് ആണ്. പാരലൽ ലൈറ്റ് റേസ് ആയാൽ അവിടുത്തെ കറസ്പോണ്ടിങ് വേവ് ഫ്രണ്ട്സ് എങ്ങനെയാണ്, ലൈറ്റ് റേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസ് ആയിരിക്കും കേട്ടോ. അതായത് നമ്മള് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒക്കെ വരയ്ക്കുന്ന പോലെ അതിനൊക്കെ അനലോഗസ് ആയിട്ടുള്ള ദീസ് ആർ പ്ലെയിനാർ വേവ് ഫ്രണ്ട്സ്. അതിന്റെ കാരണമൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ അതിന്റെ മിഡിൽ ഭാഗത്ത് തിക്നെസ് കൂടുതലാണ്, ഓക്കെ. അതിന്റെ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് തിക്നെസ് കുറവാണ്. അപ്പോൾ വേവ് ഫ്രണ്ട്സ് വരുമ്പോഴത്തേക്ക് അതിന്റെ എൻഡിലേക്ക്, അതായത് ഇവിടെ എത്തുന്ന വേവ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ദൂരമേ ആ ഒരു ഗ്ലാസ് സ്ലാബിലൂടെ ട്രാവൽ ചെയ്യുന്നുള്ളൂ. എന്നാൽ മിഡിൽ വരുന്നത് ആ ഗ്ലാസ് റീജിയനിലൂടെ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യും. അപ്പോൾ കർവ്ഡ് ആയിട്ടുള്ളത് ഇപ്പൊ നേരെയായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് ആണ്, പ്ലെയിനർ അല്ല, പ്ലെയിനാർ വേവ് ഫ്രണ്ട്സ് ആണ് നമുക്ക് അവിടെ കിട്ടുക. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതൊക്കെ വരച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ എക്സാമിന് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ കണ്ടു, ആൻസർ അറിയാൻ നേരെ മാർക്ക് ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. നമ്മളിതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു പോയത്. ഞങ്ങൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം എടുത്ത് ഇതൊന്നും ഇത്ര സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് മാർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സാറേ നെക്സ്റ്റ് ക്വസ്റ്റൻ അതുപോലെ തന്നെ അടുത്തതും ഗ്രാവിറ്റേഷൻ തന്നെയാണ്. The correct relation between kinetic energy and total energy of a satellite orbiting around the planet. സാറേ കൈനറ്റിക് എനർജി ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. കൈനറ്റിക് എനർജി സാറ്റലൈറ്റിന്റെ എഴുതുമ്പോൾ കൈനറ്റിക് എനർജി 12mv² അല്ല സാറേ, കൈനറ്റിക് എനർജി 12mv².
വി നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി കൊടുക്കണം. ഓർബിറ്റൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു റൂട്ട് GM/r. ശരിയല്ല സാറേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി കിട്ടി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു G ഇൻറ്റു M ഡിവൈഡഡ് ബൈ R വരും. കറക്റ്റ് അല്ലേ സാറേ? അപ്പോൾ GMM/2R ആണ് കൈനറ്റിക് എനർജി. അത് പോസിറ്റീവ് വാല്യൂ ആണ്, അറിയാവുന്ന കാര്യമാണ്. അത് പോസിറ്റീവ് വാല്യൂ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണ്. പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാമല്ലോ. പൊട്ടൻഷ്യൽ എനർജി സാറ്റലൈറ്റ് എർത്ത് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പം പൊട്ടൻഷ്യൽ എനർജി സാറേ ബൗണ്ട് സിസ്റ്റം ആണ്. പൊട്ടൻഷ്യൽ എനർജി മൈനസ് വരും. മൈനസ് GM എർത്തിൻ്റെ മാസ് സാറ്റലൈറ്റിൻ്റെ മാസ് ഡിവൈഡ് ബൈ R വരും. ഇത് രണ്ടും ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ എനർജി. ഇത് രണ്ടും ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ എനർജി. എഴുതി കാണിച്ചെന്നുള്ളൂ. ഇതൊക്കെ ഓർമ്മയുണ്ട കാര്യമാണ്. റേഷ്യോ ഒക്കെ പഠിച്ചു വെക്കുന്ന എല്ലാവരും എല്ലാ റേഷ്യോയും പഠിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ എങ്ങനെ വരും? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് GMM ഡിവൈഡഡ് ബൈ 2R വരും. മനസ്സിലായോ? മൈനസ് GMM ഡിവൈഡ് ബൈ 2R വരും. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി, ടോട്ടൽ എനർജി കിട്ടി. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ആഡ് ചെയ്ത് നമ്മൾ ടോട്ടൽ എനർജിയിലേക്ക് എത്തി. കറക്റ്റ് അല്ലേ? രണ്ടിലേക്ക് നോക്കിയേ, രണ്ടിൻ്റെയും ന്യൂമറിക്കൽ വാല്യൂ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നോക്കിയേ, സെയിം ആണ്. കൈനറ്റിക് എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും ന്യൂമറിക്കൽ വാല്യൂ സെയിം ആണ്. പൊട്ടൻഷ്യൽ അതിന്റെ നേരെ ഡബിൾ ആണ് പൊട്ടൻഷ്യൽ എനർജി വരിക. അപ്പോൾ സാറേ അവർ കൊടുത്തിരിക്കുന്ന രീതിയിൽ മാഗ്നിറ്റ്യൂഡ് ആണ് കൊടുത്തിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുമ്പോൾ രണ്ട് എനർജി ഈക്വൽ ആണ്. ഓപ്ഷൻ മാച്ചിങ് ആയിട്ട് വേറെ ഒരു കൺഫ്യൂഷൻ ഒറ്റ കേസ് മാത്രമേ പറയുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. സൈൻ്റെ ഒരു പ്രശ്നം അവിടെ വരുന്നേ ഇല്ല. മാഗ്നിറ്റ്യൂഡ് മാത്രം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം അല്ലേ സാറേ? ഫസ്റ്റ് ഓപ്ഷൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. പ്രത്യേകിച്ച് ഒന്നുമില്ല. അറിയാവുന്നവർക്ക് നേരെ എഴുതി പോകാം. ഇതേ റിലേഷൻ തന്നെയാണ് നമ്മൾ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ മോഡലിൽ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ വരുന്നത്. അതേ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ രണ്ട് ക്വസ്റ്റൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, ഇത് ന്യൂക്ലിയയിലെ ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റൻ ഇങ്ങനെയാണ്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. 3 helium atoms form carbon at high temperatures due to fusion. അപ്പോൾ 3 helium atoms ചേർന്നിട്ട് 3 helium nuclei ചേർന്നിട്ട് ഒരു കാർബൺ ന്യൂക്ലിയൈ ഉണ്ടാകുന്ന ഒരു പ്രോസസ് ആണ് പറയുന്നത്. ഹീലിയം ആൻഡ് കാർബൺ ന്യൂക്ലിയൈ തന്നിട്ടുണ്ട്. ഹീലിയത്തിന്റെ 4.0002 ആൻഡ് കാർബണിന്റെ 12 AMU ആണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദി എനർജി റിലീസ്ഡ് ഇൻ ദി പ്രോസസ്. അപ്പൊ ആദ്യം നമുക്ക് എഴുതി നോക്കാം. എങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ. 3 ഹീലിയം ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്തിട്ട് ഒരു കാർബൺ 6 കാർബൺ 12 ഇതാണെന്ന് നമുക്ക് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബൈൻഡിങ് എനർജി ഓഫ് ദി റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ ഒരു ഹീലിയം ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജി മാസസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മാസ് ഡിഫക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ഓഫ് ദി റിയാക്ടൻസ് നമുക്ക് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മാസ് ഓഫ് റിയാക്ടൻസ് ഇറ്റ് ഇസ് 3 times 4.0002 AMU. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12.0006. അവിടെയും കാൽക്കുലേഷൻ സാധാരണ ഈ മാസ് ഡിഫക്ട് ബുദ്ധിമുട്ട് വരുന്നതാണ്. പക്ഷെ ഇവിടെ അതുമല്ല, എളുപ്പമുള്ള ഒരു കാൽക്കുലേഷൻ, നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് എളുപ്പമുള്ള ഒരു വാല്യൂസ് ഒക്കെയാണ് തന്നിട്ടുള്ളത്. എന്നാൽ മാസ് ഓഫ് പ്രോഡക്ട്സ് ഫൈനൽ കാർബൺ ന്യൂക്ലിയസിന്റെ മാസ് നമ്മൾ എടുത്ത് 12 AMU ഉള്ളു. അവിടെയും കാൽക്കുലേഷൻ ഒന്നും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പോൾ മാസ് ഡിഫക്ട് എടുക്കുമ്പോൾ അപ്പൊ നോക്കുമ്പോൾ ഒബിയസ്ലി റിയാക്ടൻസിന്റെ മാസിനേക്കാളും കുറവാണ് പ്രോഡക്റ്റിന്റെ മാസ്. അപ്പൊ ആ വ്യത്യാസം വന്ന ആ കുറവ് വന്ന മാസ് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഡെൽറ്റ എം എത്രയാണ്? ഇറ്റ് ഇസ് 0.0006 AMU അല്ലെങ്കിൽ യു AMU. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എനർജി റിലീസ്ഡ് എത്രയായിരിക്കും? എനർജി റിലീസ്ഡ് ഇസ് ഈക്വൽ ടു ഡിഫക്റ്റീവ് ഇൻറ്റു ഡിഫക്ട് ഇൻറ്റു സി സ്ക്വയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ AMUലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു സീറോ ഉണ്ട്. അപ്പൊ അവിടെ നമ്മള് ജസ്റ്റ് ഒരു യൂണിഫൈഡ് മാസിന്റെ എനർജി, അതെ, ഒരു AMUവിനെ എനർജി ആക്കി മാറ്റുമ്പോൾ ഉള്ള വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ സി സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ആക്ച്വലി 1 AMU ഇൻറ്റു സി സ്ക്വയർ എന്ന് പറയുന്നത് 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സി സ്ക്വയറിനെ നമുക്ക് 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ 1 AMU 1 U എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ ഒന്നുമില്ല, 931 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ പറയുന്നേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ AMU. ഇപ്പോൾ 931 × 0.006 അതുപോലും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല.
ഓക്കെ, ഈ 931 അപ്രോക്സിമേറ്റ് 9 എന്ന് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ 9 into 6 54, അതായത് 0.5 സംതിങ് ആണ് കിട്ടേണ്ടത്. അതവിടെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ല. ദാറ്റ് ഈസ് 0.56 മെഗാ ഇലക്ട്രോൺ. അടുത്ത് വരുന്ന ഒരു ഓപ്ഷനും ഇല്ല, വേറെ ഒന്നുമില്ല. കാൽക്കുലേഷനിൽ ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഇതുവരെ കാൽക്കുലേഷനിൽ കൺഫ്യൂഷനുള്ള ക്വസ്റ്റൻ ഒന്നും നമ്മൾ കണ്ടില്ല, ഡയറക്റ്റ് ക്വസ്റ്റൻ തന്നെയാണ്. പക്ഷേ അപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വളരെ എളുപ്പമാണ് ക്വസ്റ്റൻ ആണ്. സാർ നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്ത തെർമോഡൈനാമിക്സിലെ ഒരു ക്വസ്റ്റൻ ആണ് സാറേ. ഐഡിയൽ ഗ്യാസ് ആണ്, സൈക്ലിക് പ്രോസസ് ആണ്. വി ഡയഗ്രാം ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ ഗ്യാസ് ഇൻ ദി ഗിവൺ സൈക്കിൾ പ്രോസസ്. സാറേ ഡയറക്റ്റ്ലി നമുക്ക് ആ ഏരിയയുടെ ഇക്വേഷൻ ഏരിയ എടുത്താൽ പോരെ സാറേ? ഏരിയ എടുത്താൽ മതി. പി വി ഗ്രാഫ് ആണ് അനുസരിച്ച് ഇത് കാണുന്നില്ല സാർ, വേണമെങ്കിൽ ഒന്നുകൂടെ ഡയഗ്രാം വരയ്ക്കുന്നത് നല്ലതായിരിക്കും. സാറേ പ്രഷർ വാല്യൂസ് പറയുന്നത് കിലോ പാസ്കലിലാണ്. പ്രഷർ വാല്യൂസ് കിലോ പാസ്കലാണ്. ഇവിടെ 320 ആണ് ഈ ഒരു എൻഡിൽ വരുന്നത്. താഴെ 80 ആണ് വരുന്നത്. കിലോ പാസ്കൽ ആണ്. കറസ്പോണ്ടിങ് വോളിയത്തിന്റെ സെന്റിമീറ്റർ ക്യൂബ്, അതും 320 തന്നെയാണ്. സെയിം വാല്യൂസ്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, ചെയ്യാനും എളുപ്പമുണ്ട്. ഇവിടെ 80 അല്ല സാറേ? 320. ഇത് ക്യൂബിക് സെന്റിമീറ്റർ സാറേ, സി സി ആണ്. അപ്പോൾ നമുക്കറിയാം ഈ കേസിൽ വർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഏരിയ എടുക്കുക. ഏരിയ ഗ്രാഫ് ഇവിടെ ഇപ്പോൾ ക്ലോക്ക് വൈസ് ലൂപ്പ് ആണെങ്കിൽ പോസിറ്റീവോ, ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പ് ആണെങ്കിൽ നെഗറ്റീവോ ആണ്. ഓപ്ഷൻസ് ഇല്ല. നമുക്ക് കുട്ടികളുടെ നിന്ന് കിട്ടിയത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, നെഗറ്റീവ് ആണ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്തായാലും നമുക്ക് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എഴുതാം സാറേ. നമുക്ക് വാല്യൂ എഴുതുമ്പം ഏരിയ സാറേ എടുക്കുമ്പോൾ π/4 ഇൻറ്റു AB, കറക്റ്റ് അല്ലേ സാറേ? π/4 ഇൻറ്റു AB എടുത്താൽ മതി. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രണ്ടും കൺസിഡർ ചെയ്യണം. അതായത് ഡെൽറ്റ പി പ്രഷറിന്റെ വേരിയേഷനും വോളിയത്തിന്റെ വേരിയേഷൻ എടുക്കണം. അതാണ് എയും ബിയും ആയിട്ട് എടുത്തിരിക്കുന്നത്. ഡയമീറ്റർ ഇൻ ടേംസ് ഓഫ് വോളിയം, ഡയമീറ്റർ ഇൻ ടേംസ് ഓഫ് പ്രഷർ അറിയാം. ദാറ്റ്സ് ഈക്വൽ ടു π/4 ഇൻറ്റു പ്രഷറിന്റെ ചേഞ്ച് എടുക്കുമ്പോൾ 320 - 80 സാറേ 240 യൂണിറ്റ് ശ്രദ്ധിച്ചോണം. 10⁻³ കിലോ, 10⁻³ ഇൻറ്റു ബി എടുക്കുമ്പോൾ നമുക്ക് വോളിയത്തിലേക്ക് വരാം. 320 അത് തന്നെ 240 തന്നെ. 240 ഇൻറ്റു സാറേ ക്യൂബിക് ആണ്, 10⁻⁻6 വരും. 10⁻⁻6 വരും. സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. പിന്നെ സൈൻ്റെ കാര്യം പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക അല്ലേ? ഇതിനകത്ത് ആന്റി ക്ലോക്ക് വൈസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ് ആണ്. പിവി ഗ്രാഫ് ആവുമ്പോഴത്തേക്ക് അതെങ്ങനെയാന്നുള്ളത് നമുക്കിപ്പോ കൈ വന്നിരിക്കുന്ന ക്വസ്റ്റൻ അനുസരിച്ച് നമ്മൾ ചെയ്തതാണ്. ഓപ്ഷൻസും ഇല്ല, ചെയ്തെടുക്കാൻ പറ്റും. വേറൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല. സാർ അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. ഇത് കൈനമാറ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, സ്ട്രൈറ്റ് ഫോർവേഡ് ഒന്നുമില്ലാത്തൊരു ക്വസ്റ്റ്യൻ. എക്സാക്ട്ലി ഒരു സംശയമുണ്ട്, കൃത്യമായിട്ട് ഇങ്ങനെ തന്നെയാണോ ക്വസ്റ്റ്യൻ എന്ന്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ nth സെക്കൻഡ് ടു ഡിസ്റ്റൻസ് കവേർഡ് ഇൻ n-1th സെക്കൻഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോർമുലയുണ്ട്, SN ന്റെ ഫോർമുലയുണ്ട്. SN is equal to U plus A/2 into 2n minus 1. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ U0 ആണ്. സോ SN is equal to A/2 into 2n-1. അപ്പോൾ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ഇവിടെ റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആയതുകൊണ്ട് എന്തായാലും ഒരു സ്ട്രൈറ്റ് ലൈനിൽ തന്നെയായിരിക്കും പോവുക, റിവേഴ്സ് ചെയ്യില്ല. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ഒരേ വാല്യൂ തന്നെയാണ്. അപ്പോൾ SN-1 കണ്ടുപിടിക്കാൻ ഇവിടെ എന്ത് ചെയ്യുക? ആ n-ന് പകരം n-1. സോ 2 into n-1 minus 1. സോ SN-1 is equal to A/2 into 2n minus 2 minus 3. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, റേഷ്യോ എടുക്കുക. ദാറ്റ് ഈസ് SN divided by SN-1 is equal to SN divided by SN-1 is equal to 2n minus 1 divided by 2n minus 3. ഓക്കെ, സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും തന്നെ കാണുകയല്ലോ സാർ. ഇത്ര ഇതിനകത്ത് സിമ്പിളായിട്ട് ചെയ്ത് പോകാനുള്ള ക്വസ്റ്റ്യൻ. അതായത് ഇതൊന്നും ചെയ്ത് എഴുതി നോക്കി 2n - 1 3 ആണെന്ന്, 2n - 3 ആണെന്ന് കൺഫേം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് വേവ് ഒപ്റ്റിക്സിലെ സാറേ ഡബിൾ സ്ലിറ്റ് എക്സ്പ്ലെയിൻഡ് ആണ്. എല്ലാ ഡേറ്റയും ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. സ്ലിറ്റ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, സെപ്പറേഷൻ തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ഈ പറയുന്ന നമ്മുടെ അപ്രോക്സിമേഷൻസ് ഒക്കെ വേവ് ഒപ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അപ്രോക്സിമേഷൻസ് ഒക്കെ വാലിഡ് ആണോ എന്നാണോ ചെക്ക് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ഡി സ്മോൾ ഡിയേക്കാളും വളരെ വലുതാണെങ്കിൽ നമ്മൾ സാധാരണ
അപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്രോക്സിമേഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ തേർഡ് ബ്രൈറ്റ് ഇപ്പൊ 100th മാക്സിമം അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആംഗിൾ നോക്കി ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ എല്ലാം സിമ്പിൾ കേസസ് ആണ്. തേർഡ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. 5000 ആംസ്ട്രോങ് ആണ്, സ്ലിറ്റ് വിഡ്ത്ത് വളരെ ചെറുതാണ്, സ്ക്രീനിലേക്കുള്ള ദൂരം വലുതാണ്, തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ചും ആണ്. സോ നമ്മുടെ അപ്രോക്സിമേഷൻസ് എല്ലാം ഡയറക്റ്റ് വളരെയധികം കംഫർട്ടബിൾ ആയിട്ട്. സാറേ ബാൻഡ് വിഡ്ത്തിന്റെ എക്സ്പ്രഷൻ വെച്ച് അങ്ങ് എഴുതിയാൽ മതി, ഫ്രിഞ്ച് വിഡ്ത്ത് വെച്ച് എഴുതിയാൽ മതി. അപ്പോൾ തേർഡ് ഡിസ്പ്ലേസ്മെന്റ് y is equal to നമുക്ക് എങ്ങനെ എഴുതാം, ഡിസ്റ്റൻസ് y is equal to 3 times lambda d by d. കറക്റ്റ് അല്ലേ സാറേ? 3 times lambda d by d. d lambda by d ആണ് നമ്മുടെ ഫ്രിഞ്ച് വിഡ്ത്ത്. അതിൻ്റെ 3 times എടുത്താൽ നമുക്ക് തേർഡിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും. വാല്യൂസ് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 ഇൻറ്റു ലാംഡയുടെ വാല്യൂ 5000 ആങ്സ്ട്രം ആണ്. 5 ഇൻറ്റു 10⁻³ ഇൻറ്റു ആങ്സ്ട്രം 10⁻⁻10 ഇൻറ്റു ലാംഡ എഴുതി ഇൻറ്റു ഡി സെപ്പറേഷൻ സാറേ എത്രയാ? 200 സെന്റി അല്ല 200 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുമ്പോൾ 0.3 മില്ലിമീറ്റർ. അപ്പോൾ 3 ഇൻറ്റു 10⁻⁻4 3 ക്യാൻസൽ ആയി പോയി. 5 ഇൻറ്റു 2 10 വരും അല്ല സാറേ? 10⁻5 വരും, 10⁻⁻2 വരും. കറക്റ്റ് ആണോ നോക്കി സാറേ? 10⁻2 10⁻6 കറക്റ്റ് അല്ല? 10⁻2 മീറ്റർ എന്ന് കിട്ടും. 10⁻2 മീറ്റർ എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ സാർ? ഓക്കെ, ചെക്ക് ചെയ്തോണം, വെരിഫൈ ചെയ്തോണം. വേറെ ഒന്നുമില്ല. അല്ല ഇതിപ്പോ ഇതിനകത്ത് പക്ഷെ മാറ്റം വരാൻ സാധ്യതയില്ല. മാറ്റം വരാൻ വാല്യൂസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും പ്രോപ്പർ ആയിരിക്കണം. കൂടിപ്പോയാൽ വേവ് ലെങ്ത് എന്തെങ്കിലും ചെറിയ വ്യത്യാസം 1 സെന്റിമീറ്റർ എക്സാക്ട് കിട്ടുകയും ചെയ്തു. അടുത്ത് നോക്കാം നമുക്ക്. ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലോ സാറേ? അതെ, ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ, കാരണം NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയലും, അതിപ്പോ JEE തന്നെ ആവണമെന്നില്ല, JEEയുടെ NCERT ഉള്ളത് കൊണ്ട് തന്നെ NCERT ഉള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നീറ്റിന്റെയും എല്ലാ മെറ്റീരിയലിലും നമ്മൾ ഈ സ്ക്വയർ ലൂപ്പ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതെ, സ്ക്വയർ ലൂപ്പും സർക്കുലർ ലൂപ്പും ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള. NCERT ടെക്സ്റ്റ് ബുക്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് തന്നിട്ടുള്ള 2 എക്സാമ്പിൾസ് ആണുള്ളത്. ഒന്ന് സോളിനോയിഡ്സിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസും അതുപോലെ ഈ പറയുന്ന സർക്കുലർ ലൂപ്പിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ ആദ്യം നമ്മുടെ ഒരു വലിയ ലൂപ്പ് ഉണ്ട്. വലിയ ലൂപ്പിന്റെ റേഡിയസ് ഇറ്റ് ഇസ് B. വലിയ ലൂപ്പിന്റെ റേഡിയസ് B ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനകത്തോട് ഒരു കറണ്ട് പാസ് ചെയ്യിക്കാം. നമുക്ക് ഒരു കറണ്ട് പാസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ കറണ്ട് പാസ്, നമ്മൾ അങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു കറണ്ട് പാസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സെന്ററിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഇസ് μ0I ഡിവൈഡഡ് ബൈ 2 times the radius 2b ആണ്. അപ്പൊ നമ്മൾ അതിന്റെ സെന്ററിൽ ഒരു ചെറിയ ലൂപ്പ് വെക്കുന്നു. ചെറിയ ലൂപ്പ് വെക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫീൽഡ് സെയിം ആയിട്ട് നിൽക്കണം. അതെ അതെ. ചെറിയ ലൂപ്പിന്റെ റേഡിയസ് A ആണെന്നാ പറയുന്നത്. ചെറിയ ലൂപ്പിന്റെ റേഡിയസ് A ആണെങ്കിൽ അവിടുത്തെ ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏരിയ πa² ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് μ0I ഡിവൈഡഡ് ബൈ 2b. അപ്പോൾ നമുക്ക് ഫ്ലക്സ് ഇങ്ങനെയാണ് കിട്ടുക, μ0 πa² ഡിവൈഡഡ് ബൈ 2b ഇൻറ്റു I, μ0 πa² ബൈ 2b ഇൻറ്റു I. അപ്പൊ അത് നോക്കുമ്പോൾ തന്നെ കിട്ടി ഫ്ലക്സ് ഇസ് ഈക്വൽ ടു m ഇൻറ്റു I എന്നാണ് നമുക്ക് വരേണ്ടത്. അവിടെ നിന്ന് 5/I മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ എക്സ്പ്രഷൻ കിട്ടി, μ0 πa² ഡിവൈഡഡ് ബൈ 2b. ഇതാണ് സംഗതി. ഇത് ഈ ഫോർമുല സാധാരണ ആൾക്കാർക്ക് അറിയാവുന്നത് തന്നെയാണ്. ഓപ്ഷൻ നമുക്ക് ഓപ്ഷൻ നോക്കി എഴുതാൻ പറ്റും. ചെയ്യാൻ നല്ല ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് എടുത്താൽ സമയം പോകാതെ ചെയ്യാൻ പറ്റും. സാറേ നമ്മളിപ്പം അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മളിപ്പം ഇനി അടുത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വരുന്നുണ്ട്. ഇനി അടുത്തത് കെമിസ്ട്രിയുടെ റെഡിയാണ്. കെമിസ്ട്രിയുടെ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ഡേയിലെ നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇന്നലത്തെ പോലെ തന്നെ ഏകദേശം ഒരു സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അത്ര ഈസി ആണെന്നൊന്നും പറയുന്നില്ല, എന്നാലും അത്ര ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. ഒരു മോഡറേറ്റ് ലെവലിൽ അത്യാവശ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ബേസിക് ധാരണ NCERT ടെക്സ്റ്റ് ബുക്കിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അത്ര ഈസി ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അത്ര ടഫും അല്ലാത്ത ഒരു മോഡറേറ്റ് ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്.
നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ സാറേ? സാറിൻ്റെ അതെ, അത് തന്നെയാണ്. അപ്പം കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് മാത്രം, ബാക്കി കമ്പാരിറ്റീവ്ലി ഈസിയായ ഇപ്പോൾ ഓവറോൾ മോഡറേറ്റ് ലെവലിലുള്ള ഒരു എക്സാം തന്നെയായിരുന്നു ഇന്നും നടന്നത് കഴിഞ്ഞ ദിവസം. അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്കും, അതായത് നമുക്ക് ഓർഗാനിക്, ഇൻഓർഗാനിക്, ഫിസിക്കൽ എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതെ, അതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററിൽ നിന്ന് പോലും വന്നിട്ടുള്ളത്. അതെ, ഫിസിക്കൽ കെമിസ്ട്രി പോലെ നമ്മൾ പ്രോബ്ലംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ നമുക്ക് കിട്ടിയത് കുറെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ ആയിരുന്നു. അത് നമ്മൾ സാറേ കഴിഞ്ഞ ദിവസത്തെ അതെ സെയിം പാറ്റേൺ തന്നെയായിരുന്നു. ഇന്നലെ സെക്കൻഡ് ഷിഫ്റ്റിലും കുറച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതെ, പ്രോബ്ലംസ് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കമ്പയർ ചെയ്യുന്നതാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. ഈ ഒരു സെയിം ട്രെൻഡാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമുക്ക് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് ഇൻ എത്തിലീൻ മോളിക്യൂൾ എന്നാണ് ചോദിച്ചിരിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? എത്തിലീൻ മോളിക്യൂൾ ചോദിച്ചതുകൊണ്ടാണ്. എത്തിലീൻ മോളിക്യൂളിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കോമൺ നെയിമിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൂടുന്നുണ്ട്. പറഞ്ഞായിരുന്നു. അതുപോലെ ഹൈഡ്രസീൻ ഉണ്ടായിരുന്നു, കാറ്റക്കോൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കോമൺ നെയിം വെച്ച് ചില ക്വസ്റ്റൻസ് വരുന്നുണ്ട്. IUPAC നെയിമിനൊക്കെ കൂടുതൽ കോമൺ നെയിമുകൾ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റൻസ് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ എതിലീൻ ആണ്. എതിലീൻ നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. എതിലീൻ C ഡബിൾ ബോണ്ട് C ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇനി നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് ഇൻ എത്തിലീൻ ആണ്. അപ്പോൾ നമുക്ക് സിഗ്മ ബോണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇത് 1, ഇത് 2, ഇതിൻ്റെ ഒരെണ്ണം 3, ഇത് 4, ഇത് 5 വരും. 5 സിഗ്മ ബോണ്ട് ഉണ്ട്. ഇതിൻ്റെ പൈ ബോണ്ട് ചോദിച്ചിരിക്കുന്നത് ഒരു പൈ ബോണ്ട് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ അല്ലേ? ഒരു പൈ ബോണ്ട് ഉണ്ട്. യെസ്, ഒരു പക്ഷേ ഇത് ടോട്ടൽ നമ്പർ ഓഫ് ആയിരിക്കും അല്ലേ? അല്ല സാർ, നമ്മൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഓപ്ഷൻസ് MCQലായിരുന്നു ഇത് വന്നിട്ടുള്ളത്. അതെ അല്ലേ? സിഗ്മ ആൻഡ് പൈ ബോണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് ആയിരുന്നു. യെസ്. അപ്പോൾ നമുക്ക് സിഗ്മ ബോണ്ട് 5 വരുന്നുണ്ട്, പൈ ബോണ്ട് 1 ആണ് വരിക. 5,1 എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് ഉണ്ടാകണം. യെസ്, 5,1 എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് ഉണ്ടാകണം. യെസ്, ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ എത്തിലീൻ എന്താണ്, എത്തിലീൻ അസെറ്റിലീൻ തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ഒക്കെ ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് ഇതിൽ വേണ്ടത്. പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഒക്കെ വന്നാലല്ലേ കുറച്ചൊക്കെ ഒരു ആശങ്ക വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ല. സിമ്പിൾ ആയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇതാരും തെറ്റിക്കും എന്ന് തോന്നുന്നില്ല. നമ്മുടെ കുട്ടികളാരും തെറ്റിക്കത്തില്ല എന്തായാലും, അത് ഉറപ്പാണ്. കാരണം ഇതിലീനൊക്കെ നമ്മൾ അതേ കോമൺ പേരുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എടുക്കുന്ന സമയങ്ങളിലൊക്കെ എതിലീനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്. എതിലീൻ അല്ലേ, എതിലീൻ എന്നൊക്കെ പറയുന്നത് കോമൺ നെയിമാണ്. ചെയ്യാറുണ്ട്. അവിടെ എല്ലാം നമുക്ക് പല ചാപ്റ്ററുകളിലൂടെ നമ്മൾ മോളിക്യൂളാണ്. യെസ്, അപ്പോൾ അത് നമുക്കിതാണ് എൻ്റെ ആൻസർ വരുന്നത്. 5,1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഓപ്ഷൻസ് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ആണ് നമുക്കൊരു ഐഡിയ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം. യെസ്, സെക്കൻഡ് ക്വസ്റ്റൻ ഒരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ കണ്ട വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അസേഷൻ റീസൺ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻസ് നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ കാണാൻ സാധിച്ചു. ഇന്നലത്തെ ക്വസ്റ്റൻ പേപ്പറിൽ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നെങ്കിൽ ഈ ഒരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അസേഷൻ റീസൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അസേഷൻ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ് ബ്യൂട്ടി 2 ഈസ് ലെസ് പോളാർ ദാൻ സിസ് ബ്യൂട്ടി 2 എന്നാണ് പറഞ്ഞിരിക്കുക. നമുക്കറിയാവുന്നതാണ് അല്ലേ, നമുക്ക് ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. കൃത്യമായ വാല്യൂസ് പോലും നമ്മൾ ഓർക്കുന്നുണ്ട്. ട്രാൻസ് ആണ് CH3, ഇവിടെ നമുക്ക് ഹൈഡ്രജൻ വരും അല്ലേ. അപ്പോൾ നമ്മൾ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ച ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡൈപോൾ മൊമെന്റ് നെറ്റ് എഫക്റ്റിൽ എത്ര വരികയായിരിക്കുക? നമുക്കിവിടെ ക്രോസ് കൊടുക്കാം. യെസ്, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമെട്രിക്കൽ സ്ട്രക്ചർ ആണ്. ഇപ്പോൾ എക്സൈലേക്ക് ആൻസർ ആവുന്നു, ഓൾമോസ്റ്റ് 0 എന്നോ ഒക്കെ നമുക്ക് പറയാം. പിന്നെ സിസിൻ്റെ കേസിൽ അത് വരില്ല. നമുക്ക് സിസിൻ്റെ കേസിൽ വരുന്ന കഴിഞ്ഞാൽ സിസും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് വരച്ച് കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. C ഡബിൾ ബോണ്ട് C, CH3, ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ CH3, ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഒരിക്കലും ഇത് മ്യൂച്വലി ക്യാൻസൽഡ് ആവില്ല, ക്യാൻസൽ ആവുന്നില്ല, ആഡ് ആവുകയാണ് ചെയ്യുക.
അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയേണ്ടതായിട്ട് വരും അല്ലെ. ട്രാൻസ് ബ്യൂട്ടി 2 ഈസ് ലെസ് പോളാർ ദാൻ സിസ് ബ്യൂട്ടി 2 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇതിന്റെ ഡൈപോൾ മൊമെന്റ് വാല്യൂസ് ഇത് ക്ലോസ് ടു 0, ഇത് 0.33 dB എന്ന വാല്യൂസ് ഉൾപ്പെടെ നമുക്ക് പഠിക്കുന്നതാണ്. അത് നമുക്കറിയാവുന്നതാണ്. അടുത്ത റീസൺ നോക്കിയാൽ ട്രാൻസ് ബ്യൂട്ടി 2 ഹാസ് എ 0 ഡൈപോൾ മൊമെന്റ്. യെസ്, അത് കറക്റ്റ് ആണ്. കാരണം അത് മ്യൂച്വലി ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡൈപോൾ മൊമെന്റ് 0 ആണ്. അതുകൊണ്ട് തന്നെയല്ലേ ശരിക്കും ട്രാൻസ് ടു ബ്യൂട്ടീന്റെ ട്രാൻസ് ടു ബ്യൂട്ടീൻ ഈസ് ലെസ് പോളാർ ദാൻ സിസ് ടു ബ്യൂട്ടീൻ എന്ന് പറയാൻ സാധിക്കുക. 0 താഴെയുള്ള ഒരു വാല്യൂ ഉണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. മിനിമം വാല്യൂ ആണല്ലോ 0. അപ്പൊ അത് തന്നെ ആയിരിക്കുമല്ലോ അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ സിമെട്രിക് ആണ്, എല്ലാ ഇൻഫർമേഷനും അത് കണ്ടെയ്ൻഡ് ആയി കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല അല്ലെ. അപ്പൊ അത് അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. ട്രാൻസ് ബ്യൂട്ടി 2 ഹാസ് എ 0 ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ പൊളാരിറ്റീസ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ട്രാൻസ് ടു ബ്യൂട്ടീൻ ഈസ് ലെസ് പോളാർ ബ്യൂട്ടി 2 എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അത് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് അല്ലെ. അപ്പൊ റീസൺ എന്ന് പറയുന്നത് അസേഷന്റെ എക്സ്പ്ലനേഷൻ കൂടെ ആകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാൻ വരുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഇതിന്റെ അകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇല്ല. അതായത് നമുക്ക് ഇത് 0 ആണ് എന്ന് പറയുമ്പോൾ തന്നെ മിനിമം പോസിബിൾ വാല്യൂ ആണ് 0. അതിന്റെ സ്ട്രക്ചറിന്റെ കാര്യം നമുക്ക് ഓർമ്മ വരും. അപ്പൊ ഇതെല്ലാം അതിൽ കണ്ടെയ്ൻഡ് ആണ് ഈ ഒരൊറ്റ ഫ്രേസിൽ. സോ അത് ഇതിൽ കൂടുതൽ നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. 0 ആകുമ്പോൾ തന്നെ മിനിമം ആയി കഴിഞ്ഞു അല്ലേ. അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല, ഇനി പോകാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും എക്സ്പ്ലനേഷൻ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ, നമുക്ക് അറിയത്തില്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെ അത് വരേണ്ടതാണ്. സോ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുന്ന ആൻസർ ഓപ്ഷൻ നമ്പർ 1 ആണ്. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇത് മെമ്മറി ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത നമുക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. Which metal shows highest and maximum number of oxidation states? ഓക്സിഡേഷനെ കുറിച്ച് നമുക്ക് ഇന്നലെയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓൺലി വൺ ഓക്സിഡേഷൻ വരെ കാണിക്കുന്ന ആളാരെന്ന് ചോദിച്ചു. അതർ ദാൻ എലമെന്റൽ സ്റ്റേറ്റ് എന്ന് ചോദിച്ചു. സ്കാൻഡി നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്തിരുന്നു. 3D സീരീസിലെ എലമെന്റ്സ് മാത്രമാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്കാൻഡിയാണ് നമ്മുടെ ആൻസർ വന്നിരുന്നത്. യെസ്, ഇന്ന് ചോദിക്കുകയാണ് ഹയസ്റ്റ് ആൻഡ് മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് ഏതാണ്? അഗൈൻ ഫ്രം 3D സീരീസ്. 3D സീരീസ് ആണ്. വളരെ ഫെമിലിയർ ആയ കാര്യം മാൻഗനീസ്. നമുക്കിത് കാണുമ്പോഴേ അറിയാം. ഹയസ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ +7 ആണ് മാൻഗനീസ്. ആൻഡ് മാക്സിമം നമ്പർ +2 തൊട്ട് +7 വരെ എല്ലാ ഓക്സിഡേഷൻ നമ്പറും പോസിബിൾ കാണിക്കുന്ന ഒരേ ഒരു 3D സീരീസ് എലമെന്റ് എന്ന് പറയുന്നത് മാൻഗനീസ് മാത്രമേ ഉള്ളൂ. യെസ്, ഇതിൻ്റെ അകത്ത് നമുക്ക് മാൻഗനീസിന്റെ കേസിൽ +2 തൊട്ട് +7 വരെയുള്ള ഓക്സിഡേഷൻ വരികൾ പോസിബിൾ ആണ്. അയണിന്റെ കേസിൽ +2 അപ് ടു +6 വരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. കൊബാൾട്ടിന്റെ കേസിൽ +2 +3 +4 വരെ മാത്രമേ ഉള്ളൂ. ക്രോമിയത്തിന്റെ കേസിലും +2 തൊട്ട് +4 വരെ മാത്രമേ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന ആളും ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന ആളും നമ്മുടെ 3D സീരീസിലെ മാൻഗനീസ് തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്, മാൻഗനീസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. നമുക്ക് ഒരു അൺഫെമിലിയറിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ചോദിക്കുന്ന രീതിയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതിയാണ്. ഒരേ കണ്ടന്റ് വെച്ചല്ലേ പല രീതിയിൽ ചോദിക്കാം. അതെ, ഒരു ബ്യൂട്ടി. തീർച്ചയായിട്ടും അതുകൊണ്ട് കൺഫ്യൂഷൻസ് ഇല്ല. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. In a typical cell used in wall clocks, the following reaction occur at cathode എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് ബാറ്ററികളെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. ലാസ്റ്റ് സെഷൻ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. പ്രൈമറി സെൽസ്, സെക്കൻഡറി ബാറ്ററീസ് ഒക്കെ ഉണ്ട്, ഫ്യൂൽ സെൽസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും ആദ്യത്തെ പ്രൈമറി സെൽ തിയേറ്ററിൽ വരുന്നത്. അതെ 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 അതെ. ഇവിടെ നമുക്ക് ആൻസർ യൂസുമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ സാർ? അതെ അതെ, തീർച്ചയായിട്ടും. പ്രൈമറി ആണോ സെക്കൻഡറി ആണോ അതൊന്നും നമ്മുടെ കുട്ടിയൊക്കെ ഒരു പ്രശ്നം വരുമോ? ഇല്ലല്ലേ, അതല്ല ഇതിനകത്ത് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് സെല്ലില് ഇതാണ് സംഭവിക്കുന്നത് അറിയണം. പ്രൈമറി സെല്ലാണ്. എന്നിരുന്നാലും ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇത്തിരി ഒരു ഇത് തോന്നിക്കുന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ വരുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഓക്സിഡേഷൻ ഇൻ ടു റിഡക്ഷൻ ഇൻ അല്ലേ. ഇപ്പൊ നമുക്ക് അവിടെ അവസാനം പറഞ്ഞിട്ടുണ്ട് നമുക്ക് 2 ഓപ്ഷൻ കട്ടായി കഴിഞ്ഞു കാഥോഡാന്ന് പറയുമ്പോൾ തന്നെ. അപ്പൊ ഇതിനകത്ത് ആൻസർ നമുക്ക് എടുക്കാൻ പറ്റുന്നത് റിഡക്ഷൻ ഓഫ് മാംഗനീസ് ഫ്രം +4 to +3 ആണ് അല്ലേ. +4 to +3 MnO2 ആണ്. MnO2 yes. MnO2 changes to MnOH. yes.
അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ +4 നിന്ന് +3 റെഡ്യൂസ് ചെയ്യാണ്. അത് കാഥോഡാണ്, അപ്പോൾ റിഡക്ഷൻ ആണ്. മാംഗനീസ്, റിഡക്ഷൻ ഓഫ് മാംഗനീസ് ഫ്രം +4 to +. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. NCERT ഒരു ലൈനിൽ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിട്ടുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്ന ടോപ്പിക് കൂടിയാണ്. ഡ്രൈ സെല്ലിന്റെ അതെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും, ഈ ഓപ്ഷനിൽ കിടക്കുന്ന തേർഡ് ഓപ്ഷൻ പോലും ഇതിങ്ങനെ തന്നെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സോ ഇൻ എ ടിപ്പിക്കൽ സെൽ യൂസ്ഡ് ഇൻ വോൾ ക്ലോക്ക് ദ ഫോളോയിങ് റിയാക്ഷൻ ഒക്കർ അറ്റ് കാഥോഡ്. ആൻസർ വരുന്ന റിഡക്ഷൻ ഓഫ് മാംഗനീസ് ഫ്രം +4 to +3 എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുക അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ഇലക്ട്രോകെമിസ്ട്രി എന്നൊരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ മോളാർ കണ്ടക്ടിവിറ്റിയെ കുറിച്ചോ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് പറയുന്നുണ്ട് അല്ലേ? നമുക്ക് നോക്കാം, നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് അത് ഉൾപ്പെടുത്താം. അത് കിട്ടുമെങ്കിൽ നമുക്ക് അതും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ന്യൂമറിക്കൽസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇക്വിലിബ്രിയത്തിൽ കിട്ടിയത് തിയോറിറ്റിക്കൽ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കൺസിഡർ ദ റിയാക്ഷൻ Fe2O3 അത് സോളിഡ് ആണ്, CO ഉണ്ട് ഗേഷ്യസ് ഫോമിലാണ്, Fe ഉണ്ട് സോളിഡ് ആണ്, അഗെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് ഗേഷ്യസ് ഫോമിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് അഫക്ട് ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുക. വേണമെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് എഴുതി നോക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒക്കെ എഴുതി നോക്കാം. നമുക്ക് ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് ഞാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതിയേക്കാം. ഓക്കെ, Kc ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ്, നമുക്ക് ഇവിടെ ഗേഷ്യസ് ഫോമിലായതുകൊണ്ട് വേണമെങ്കിൽ പാർഷ്യൽ പ്രശ്നം എടുക്കാം അല്ലേ? രണ്ടും പോസിബിൾ ആണ്. KP എഴുതിയേക്കാം, പ്രശ്നം ഉണ്ടാകട്ടെ, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. KP എഴുതിയേക്കാം. അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്യൂബ് വരും, ഇവിടെ ക്യൂബ് വരുന്നുണ്ട്, ഓൾ ഡിവൈഡഡ് ബൈ. പിന്നെ ഇവിടെ ഉള്ളതിൽ ആരാ ഉള്ളത്? ഗേഷ്യസ് ഫോമിലുള്ളത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡിന്റെ ക്യൂബ്. ബാക്കിയൊക്കെ പ്യുവർ സോളിഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പ്യുവർ ലിക്വിഡ്സ് ഒന്നും നമ്മൾ ഇതിനകത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ നമ്മൾ എഴുതാറില്ലാത്തതാണ്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാറില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്യാത്ത ആൾക്കാരെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് അഫക്ട് ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സോളിഡ് ആയിട്ട് തന്നിരിക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും, പ്യുവർ സോളിഡ് ആയിട്ട് തന്നിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനോ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനോ അഫക്ട് ചെയ്യില്ല. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ അഫക്ട് ചെയ്യാത്ത ഒരാളെന്ന് പറഞ്ഞാൽ Fe2O3 ഒരിക്കലും അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് Feയുടെ കേസ് വേണമെങ്കിൽ പറയാം, പക്ഷേ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് Fe2O3 സോളിഡ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും അത് ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്യുന്നില്ല. അതാണ് റിയാക്ഷൻ കോഷ്യന്റ് മാറാൻ പോകുന്നില്ല. കുറച്ച് Fe2O3 ആഡ് ചെയ്തെന്നോ പറഞ്ഞ് അതിന്റെ QO KO മാറാൻ പോകുന്നില്ല. യെസ്, അപ്പോൾ അത് ഒന്നാണ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. Fe2O3 നമ്മൾ ആഡ് ചെയ്താലും അതിനെ അഫക്ട് ചെയ്യില്ല. യെസ്. സെക്കൻഡ് വൺ, അഡീഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തീർച്ചയായിട്ടും അഫക്ട് ചെയ്യും. കാരണം അത് ഇക്വിലിബ്രിയത്തിനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ പ്രസന്റ് ഇരിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും അതിന്റെ കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ അത് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇക്വിലിബ്രിയത്തിൽ അഫക്ഷൻ സംഭവിക്കും, അല്ലെങ്കിൽ അഫക്ട് ചെയ്യും. ഓക്കെ, അടുത്തത് ഡിക്രീസിങ് മാസ് ഓഫ് Fe2O3. Same thing. Solid ആണ്. So അത് ആഡ് ചെയ്താലോ റിമൂവ് ചെയ്താലോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു അഫക്ട് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓർ റിയാക്ഷൻ കോഷ്യന്റ്. So no effect on equilibrium. Yes. Remains as such. സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ രണ്ട് രീതി ചോദിച്ചിരിക്കുക. അഡീഷൻ ഓഫ് Fe2O3, ഡിക്രീസിംഗ് ദ മാസ് ഓഫ് Fe2O3. സാറേ ചില സ്റ്റുഡൻസ് പറയുന്നുണ്ടായിരുന്നു ഇത് ഇങ്ങനൊരു രീതിയിലല്ല, 4 ഓപ്ഷൻസ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. അതിൽ 3 CO2 വരുന്ന രീതിയിൽ, ഒരെണ്ണം Fe2O3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെന്നും പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും നമുക്ക് അതിന്റെ ഐഡിയ, അതിന്റെ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അടുത്തത് റിമൂവൽ ഓഫ് കാർബൺ മോണോക്സൈഡ് തീർച്ചയായിട്ടും അഫക്ട് ചെയ്യും, കാരണം അത് അതിൻ്റെ അകത്ത് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഇതിനെ അഫക്ട് ചെയ്യാത്ത 2 ആൾക്കാരെന്ന് പറയുന്നത് അഡീഷൻ ഓഫ് Fe2O3 ഉണ്ട്, ഡിക്രീസിംഗ് ദ മാസ് ഓഫ് Fe2O3 ഉണ്ട്. അപ്പോൾ 1ഉം 3ഉം അത് ഒരിക്കലും അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. സോ ദ കറക്റ്റ് ആൻസർ ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ നമ്പർ 3 ആണ്, 1 and 3. ഇതിങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ക്വസ്റ്റിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതി ഇതാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഓപ്ഷൻസും ഗ്യാസസിനെ കുറിച്ചായിരുന്നു, ഒരെണ്ണം മാത്രം സോളിഡ് ആയിരുന്നു. അതിൽ 4 തമ്മിൽ ചോയ്സ് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ സോളിഡ് നമുക്ക് ആൻസർ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് വേറൊരു പ്രശ്നമുണ്ട്, ഓൾ വിൽ അഫക്ട് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. മറ്റേതാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, ആ സോളിഡ് ആയിട്ടുള്ള ആളെ അങ്ങനെ ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ആയിരിക്കാം അല്ലേ? ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ? ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ നമുക്കിനി
അടുത്ത ക്വസ്റ്റിലേക്ക് അല്ലേ? അപ്പോൾ ഈക്വിലിബ്രിയം ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈക്വിലിബ്രിയത്തിന് എത്രയോ ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? നമ്മുടെ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ട്, നമ്മുടെ pH ഉണ്ട്, ബഫർ ഉണ്ട്, സോൾട്ട് ഉണ്ട് അല്ലെ, സോളിബിലിറ്റി പ്രോഡക്റ്റ്, സോളിബിലിറ്റി, കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ തന്നെ ഇഷ്ടംപോലെ. അതെ അതെ, നമ്മുടെ എന്താണ് ഒത്തിരി ഡിഫറെന്റ് ഏരിയാസ് നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. KP ഉണ്ട്, KC ഉണ്ട്, ഇവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ന്യൂമറിക്കലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ്, ഒത്തിരി ഏരിയാസും ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയത് വളരെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇക്വിലിബ്രിയത്തിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഇല്ല എങ്കിൽ ഒരിക്കലും ഇത് കൃത്യമായിട്ടുള്ള ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇക്വിലിബ്രിയം എന്താണ്, നമുക്ക് ഓപ്ഷൻസിൽ അവർ ആ ബുദ്ധിമുട്ട് കുറച്ചിട്ടുണ്ട്. 3 പേര് ഗേഷ്യസ് ഫോമിൽ എന്നിട്ട് ഒരാൾ സോളിഡ് ആയിട്ട് 3 പേര് ഗേഷ്യസ്, ഒരാൾ സോളിഡ്. അപ്പൊ തന്നെ അതിനകത്ത് അപ്പോൾ അതിന്റെ ഒരു ഡിഫിക്കൽറ്റി കുറയുകയാണ്. ഓപ്ഷൻസ് ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ അത് പറയൂ. അത് ശരി അല്ലേ? ഒരു ബേസിക് ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ ചോദ്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടും ഓപ്ഷനിലൂടെ ഒരു കോൺഫിഡൻസോടെ പോവുകയാണെങ്കിൽ അതെ അതെ ഏറെക്കുറെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എല്ലാവർക്കും തന്നെ. അങ്ങനെയായിരുന്നു ഇക്വിലിബ്രിയത്തിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഓഫ് NO2. NO2 മൈനസ് ഉണ്ട് കേട്ടോ. NO2 മൈനസ്. അപ്പോൾ NO2 മൈനസിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ നമ്മൾ ബോണ്ടിങ് ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിക്കുന്നതാണ്. NO2 മൈനസ്, അതുപോലെ കുറേ ആൾക്കാരുടെ ഡോട്ട് സ്ട്രക്ചർ, കാർബണേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതെ, ഫസ്റ്റ് എക്സാമ്പിൾസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ NO2 മൈനസിന്റെ ടോട്ടൽ വാലൻസ് കൗണ്ട് ഒന്ന് എടുത്ത്, വാലൻസ് ഇലക്ട്രോണിന്റെ കൗണ്ട് ഒന്ന് എടുത്ത് ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സെൻട്രൽ ആറ്റത്തിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലൂയിസ് സ്ട്രക്ചർ റെഡി കിട്ടും. അതിൻ്റെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. അതുപോലെ ഓർത്തിരുന്നാൽ പോലും നമുക്ക് ഇതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ എങ്കിൽ അത്. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് 2 സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ 2 സിംഗിൾ ബോണ്ട് മാത്രമേ, ഇതിൻ്റെ 2 ഡബിൾ ബോണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആൻസർ അല്ല, അതൊന്നും അല്ലാത്ത കാര്യം നമുക്ക് സ്റ്റേബിളോ അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് സ്ട്രക്ചർ നോക്കാം, നമുക്ക് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒക്ടേറ്റ് കംപ്ലീറ്റ് ആകുന്നത് ഒരു സിംഗിൾ ബോണ്ട് ഒരു ഡബിൾ ബോണ്ട് ഉള്ള ഈ ഒരാളാണെന്ന്. അത് മാത്രം കറക്റ്റ്. പെന്റാവലന്റ് ആണ് നൈട്രജൻ. അത് റോങ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെയായിരുന്നു ഓപ്ഷൻസ് എങ്കിൽ, ഇങ്ങനെയാണ് ഓപ്ഷൻസ് എങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ് അല്ലേ? സെലക്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ അത് തന്നെ. അപ്പോൾ ഇത് നോക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ടോ സാറേ? സാറേ ഇത് ക്വസ്റ്റ്യൻസ് ചില വേരിയേഷൻസ് നമുക്ക് തോന്നുന്നു. ചിലപ്പോൾ ഇത് ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് അറൌണ്ട് നൈട്രജൻ എന്നോ മറ്റോ ഇൻഡിജർ സെക്ഷനിലാണെന്നും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മളത് വരച്ച് നോക്കി തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ട്. അപ്പോൾ NO2 മൈനസിൽ സെൻട്രൽ നൈട്രോജന് ചുറ്റും ഹൗ മെനി വാലൻസ് ഇലക്ട്രോൺസ് എന്ന രീതിയിൽ അങ്ങനെ ആയിരിക്കും. നമുക്ക് കൃത്യം അറിയില്ല, എന്നാലും അങ്ങനെയും പറയുന്നുണ്ട്. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8 വാലൻസ് ഇലക്ട്രോൺസ് ആണ് കംപ്ലീറ്റഡ് ആണ്. അതെ, നൈട്രോജൻ ചോദിച്ചാലും ഓക്സിജൻ ചോദിച്ചാലും ഈ ചാറ്റത്തിന് അല്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇതിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പോൾ 2, 4, 6, 8 വാലൻസ് ഇലക്ട്രോൺസ്. സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്, എല്ലാവരും ഒക്ടേറ്റ് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം അറിയാമെങ്കിൽ പോലും നമുക്ക് നൈട്രജൻ ചോദിച്ചാലും ഓക്സിജൻ്റെ കേസിൽ ചോദിച്ചാലും നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. യെസ്, അപ്പോൾ അതങ്ങനെയാണെങ്കിലും നമ്മുടെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ വളരെ എലമെന്ററി ആയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയൊരു കൺഫ്യൂഷൻ കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാണ്. അതെ. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അഗൈൻ ഫ്രം P ബ്ലോക്ക് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത് ഇൻ എ ഗ്രൂപ്പ് 13 സ്റ്റെബിലിറ്റി ഓഫ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇതിപ്പോൾ ഇനേർട്ട് വെയർ എഫക്റ്റ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ? ഇനേർട്ട് വെയർ എഫക്റ്റ് നിങ്ങൾ അറിയാമെങ്കിൽ, നിങ്ങൾ അതിനെപ്പറ്റി അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്യാതിരിക്കുമോ? ഇല്ല, തീർച്ചയായിട്ടും. എഫക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പ് 13 ആണ് നമ്മൾ എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പറയുന്നുണ്ട് നമുക്ക് ഗ്രൂപ്പ് 13 2 ഡിഫറെന്റ് ഓക്സിഡേഷൻ നമ്പറുകൾ പോസിബിൾ ആണ്. ഒരെണ്ണം +3 ഉണ്ട്, മറ്റൊന്ന് +1 ഉണ്ട്. ഇനി ടോപ്പ് 2 ബോട്ടത്തിൽ ഇനേർട്ട് വെയർ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, കൂടുതലായിട്ട് ഓപ്പറേറ്റിംഗ് ആവുമ്പോൾ അപ്പോൾ അവർ പ്രിഫർ ചെയ്യുന്ന ഓക്സിഡേഷൻ നമ്പർ +1 ഓക്സിഡേഷൻ നമ്പർ ആണ് അല്ലേ? ഇലക്ട്രോൺസ് റിമൂവ് ആവുന്നു. അതെ. അതുകൂടാതെ നമ്മൾ താലി എത്തുമ്പോൾ താല്യത്തിൽ +1 തന്നെ സ്റ്റേബിൾ എന്ന് പറയുന്നുണ്ട്, എടുത്തും പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും അത് ആൻസറിനെ ഒന്നുകൂടെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാണ്, കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ടോപ്പ് 2 ബോട്ടത്തിൽ +1 ഓക്സിഡേഷൻ നമ്പറിന്റെ ട്രെൻഡ് ആണ് ഇൻക്രീസ് ചെയ്ത് വരിക. വളരെ കൃത്യമായിട്ട് ബോറോൺ ടു അലുമിനിയം ടു ഗാലിയം ടു ഇൻഡിയം ടു താലിയം
+1 സ്റ്റെബിലിറ്റി കൂടി തന്നെ വരികയാണ്. അതിന് ഡിസ്ക്രിപ്പൻസീസ് ഒന്നുമില്ല. ഇല്ല അങ്ങനെ ഇതിൻ്റെ അകത്ത് എക്സെപ്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അത് ഫോളോ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ തന്നെയാണ് അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻ ഗ്രൂപ്പ് 13 ദ സ്റ്റെബിലിറ്റി ഓഫ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2 അറ്റോമിക് റേഡിയസ് ഓഫ് ഗാലിയം ഈസ് മോർ ദാൻ അലുമിനിയം. അത് എക്സെപ്ഷൻ ഉള്ള ഒരു കേസായിരുന്നു. താഴേക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോഴേ അറ്റോമിക് റേഡിയസ് ഓഫ് ഗാലിയം ഈസ് മോർ ദാൻ അലുമിനിയം. യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷീൽഡിംഗ് എഫക്റ്റ് വരുന്നുണ്ട് ഗാലിയത്തിൽ 3D ഇലക്ട്രോൺസ് 10 ഇലക്ട്രോൺസ് നിൽക്കുന്നത് കാരണം പൂർ സ്ക്രീനിങ് എഫക്റ്റ് കാരണം അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഗാലിയം മോർ റേഡിയസ് ഉണ്ടെന്ന്. പക്ഷേ ചെറിയൊരു ഡിപ്പ് സംഭവിക്കുന്നുണ്ടല്ലോ ഗാലിയത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ അലുമിനിയത്തെക്കാൾ ഇത്തിരി സ്മോൾ സൈസ്ഡ് ആണ് ഗാലിയം എന്ന് പറയുക. ഇവിടെ തന്നിരിക്കുന്നത് അറ്റോമിക് റേഡിയസ് ഓഫ് ഗാലിയം ഈസ് മോർ ദാൻ പറഞ്ഞിരിക്കുന്നത്. അത് നോർമൽ ട്രെൻഡ് ആണ്. പക്ഷെ നമുക്ക് എക്സെപ്ഷൻ ഉണ്ട് ഗ്രൂപ്പ് 13 ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അലുമിനിയത്തെക്കാൾ ഇത്തിരി ഷോർട്ടർ ആണ് റേഡിയസ് ഓഫ് ഗാലിയം കേസിൽ വരുന്നത്. അത് നമ്മൾ ക്ലാസ്സിൽ ഉണ്ട്. അത് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വളരെ കൊടുത്ത് പഠിക്കുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജനറൽ ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണിക്കുന്ന അല്ലെ റേഡിയസിന്റെ ഒരു ട്രെൻഡിന്റെ അകത്ത് വേരിയേഷൻ വരുന്ന ഒരു കേസാണിത്. ഇവിടുത്തെ അറ്റോമിക് റേഡിയസ് ഓഫ് ഗാലിയം ഈസ് മോർ ദാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റി അല്ലേ? അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കും എൻ്റെ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുക. സ്റ്റേറ്റ്മെന്റ് 1 is true, സ്റ്റേറ്റ്മെന്റ് 2 is false ആണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ഒരെണ്ണം കൂടെ കിട്ടിയിരിക്കുകയാണ്. അസേഷൻ റീസൺ പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്പയർ ദ ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദ ഫോളോയിങ് ലിഗാൻഡ് എന്നാണ്. സ്പെക്ട്രോകെമിക്കൽ സീരീസ് പഠിക്കുക എന്നുള്ളത് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പഠിക്കാതെ നിങ്ങൾ ആരും എക്സാമിന് പോയിട്ടില്ല എന്നും നമുക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ പിന്നെ ഈ സ്പെക്ട്രോകെമിക്കൽ സീരീസ് പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഒരു കാരണവശാലും തെറ്റാൻ സാധ്യതയില്ലാത്തൊരു ക്വസ്റ്റനാണ്. സ്പെക്ട്രോകെമിക്കൽ സീരീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്പെക്ട്രോകെമിക്കൽ സീരീസിലെ ആ കറക്റ്റ് ഓർഡർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് കമ്പയർ ദ ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദ ഫോളോയിങ് ലിഗാൻഡ് ആണ്. സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഈ തന്നിരിക്കുന്നതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് എന്ന് പറയുന്നത് CN- ആണ്. സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഉണ്ടായിരുന്നു CO വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി CO ആണ് CN-നേക്കാൾ സ്ട്രോങ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നതിൽ CO ഇല്ല അല്ലെ, CN- ഉള്ളൂ. സോ CN- ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമുക്ക് ഉള്ളതിൽ എടുക്കാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ അകത്തുള്ളതിൽ NH3 ആവട്ടെ, NH2 അല്ല, NH3 ആണ്. NH3 ഉണ്ട്. പിന്നെ വരുന്ന H2 പിന്നെ ബോർഡർലൈൻ കേസ്, പിന്നെ ഹാലൈഡുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഹാലൈഡുകളിൽ നമുക്ക് തീർച്ചയായും ടോപ്പിൽ സ്ട്രെങ്ത് കുറയാം. അപ്പോൾ ഏറ്റവും Cl-, Br- I- എന്ന് കൃത്യമായിട്ട് ഓർഡറിൽ എഴുതി പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് Cl-, then Br-, then I-. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ഫീൽഡ് സ്ട്രെങ്ത് കമ്പയർ ദ ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദ ഫോളോയിങ് ലിഗാൻഡ് ആണ്. അപ്പോൾ കുറേ ലിഗാൻഡുകളെ തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പില്ല. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഫീൽഡ് സ്ട്രെങ്ത് ഇൻസ്റ്റാറ്റിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സ്പെക്ട്രോകെമിക്കൽ സീരീസ് ഫുള്ളായിട്ട് നോക്കിയിട്ട് തന്നെ പോവുക. ഇനിയുള്ള ഷിഫ്റ്റിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും. ഇന്നലെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതെ, അതൊന്നെങ്കിലും മറ്റൊരു രീതിയിൽ ഇത് ഉപകാരപ്പെടും. അല്ലെങ്കിൽ കോംപ്ലക്സിന്റെ വല്ല ഹൈബ്രിഡൈസേഷൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെയറിംഗ് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ നമുക്ക് ഉപകാരപ്പെടാം. ഫീൽഡ് തിയറി ആണെങ്കിലും നമുക്ക് ഉപകാരപ്പെടാം. വേവ് ലെങ്തിന്റെ ഓർഡർ ചോദിക്കുക, ഇതൊക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് വിൽ ഷോ ലീസ്റ്റ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആണ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ നമ്പർ കുറവാണെങ്കിൽ പാരാമാഗ്നറ്റിക് ബിഹേവിയറും കുറവാണെന്ന് ജനറലി നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ക്രോമിയം 2+ ആണ്. ക്രോമിയത്തിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d5 4s1 ആണ്. ക്രോമിയം 2+ ആകുമ്പോൾ 3d4 വരും. 3d4 വരും. 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആയിരിക്കും 1 2 3 4 നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 4 ആണ്. യെസ്. അടുത്തതിൽ കൊബാൾട്ട് 2+ ആണ്. കൊബാൾട്ട് 3d7 4s2 ആണ്. അപ്പോൾ കൊബാൾട്ട് 2+ ആവുമ്പോൾ 4sലെ 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യാം. അപ്പോൾ 3d7 എന്ന കോൺഫിഗറേഷൻ വരും. അവിടെ 3 അൺപെയ്ഡ് അല്ലേ, 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് എഫക്റ്റീവ്ലി വരിക. 4 5 6 7 നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 3 വരും. അടുത്തത് തന്നെ വനേഡിയം 2+ ആണ്. വനേഡിയം 3d3 4s2 ആണ്. യെസ്, വനേഡിയം 3d3 4s2 ആണ്. സോ 3d3 വരും. വനേഡിയം 2+ ആവുമ്പോൾ 3d3 വരും. So again 3 unpaired electrons ആണ്. vanadium 2+3 ഉണ്ടാവും. യെസ്, 3 വരും. അടുത്തത് ടൈറ്റാനിയം ആണ്. ടൈറ്റാനിയം 2+, 3d2 4s2 ആണ്. അപ്പോൾ ടൈറ്റാനിയം 2+ എന്ന് പറയുമ്പോൾ 3d2 വരും. അതെ, 3d2. അപ്പോൾ അവിടെ ആയിരിക്കണം നമ്മുടെ ലോവസ്റ്റ് പാരാമാഗ്നറ്റിക് നേച്ചർ എന്ന്
പറയേണ്ടത്. 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റൂട്ട് ഓഫ് 2 × 2 + 2 ബോർ മാഗ്നറ്റോൺ ആണ് 2.84 വരിക. അല്ലേ? ഇപ്പം മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഇത് മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പോയിന്റ് സംതിങ് വാല്യൂ 4.9 Close to 5. യെസ് ക്ലോസ് ടു 5. ഇത് 3.87 വരും. 3.87 വരും. ഇതും 3.87 വരും. അത് 2.84 വരും. യെസ് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിച്ചാൽ മതി. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് വിൽ ഷോ ദ ലീസ്റ്റ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ. അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ നമ്പർ ഏറ്റവും ലീസ്റ്റ് ഉള്ള ആളെ ഐഡന്റിഫൈ ചെയ്താൽ മതി. അതെ, അത്രേ ഉള്ളൂ. അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ കോൺഫിഗറേഷനിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ആൻസർ 3D2 എന്ന് കാണുമ്പോഴേ ക്ലിക്ക് നമുക്ക് ആൻസർ കിട്ടുന്നു. ടൈറ്റാനിയം 2+ is the answer. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുക എന്നുള്ളത് മാത്രമേ അതെ, തീർച്ചയായും. അത് സിലബസിൽ ഹൈലൈറ്റ് ചെയ്യുന്നതുമാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ്സ് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ അത് F ബ്ലോക്ക് ആണെങ്കിലും D ബ്ലോക്ക് ആണെങ്കിലും എക്സെപ്ഷൻ ഉള്ള കേസുകൾ പോലും ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു ഓർഗാനിക് കെമിസ്ട്രിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഐഡന്റിഫൈ ബി എന്നോ മറ്റോ ആയിരുന്നു ഓപ്ഷൻസ് എന്ന് പറയുന്നുണ്ട്. ഐഡന്റിഫൈ ബി, ഓർത്തോയില് സബ്സ്റ്റിറ്റ്യൂഷൻ, പാരായിൽ സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജനോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയും കാണുന്നുണ്ടായിരുന്നു. 2 രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ അകത്ത് എയ്ക്കകത്ത് ബിക്കകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജന്റെ നമ്പർ കൗണ്ട് ചെയ്യാനാണ് ചോദിച്ചത്. സം ഓഫ് ഓക്സിജൻ ഇൻ A and B എന്നാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ ബി എന്നാണെന്ന് പറയുന്നു. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബാക്കി നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് എടുക്കാവുന്നേ. അപ്പം കാര്യങ്ങൾ ക്ലിയർ ആണ്, നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഫിനോൾസ് ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്ലോറോബെൻസീൻ നമുക്ക് തന്നിരിക്കുകയാണ്. ക്ലോറോബെൻസീനിലുള്ള NaOH ഡൗസ് പ്രോസസ്സാണ്. ഇപ്പോൾ ഡൗസ് പ്രോസസ്സ് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഫിനോക്സൈഡ് ആവും. ഫിനോക്സൈഡ് അസിഡിഫൈ ചെയ്യുമ്പോൾ ഫിനോൾ ആവുന്നു. അപ്പം ഫസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്ന ഫിനോൾ എന്ന സ്ട്രക്ചർ ആയിരിക്കും. ഫിനോളിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്കറിയാം 2 പൊസിഷനിൽ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ്ഡ് ആവുകയാണ്. അതെ, ഓർത്തോ ആൻഡ് പാര. അപ്പോൾ ഫിനോൾ 2,4 ഡൈസൾഫോണിക് ആസിഡ് എന്ന സ്ട്രക്ചറിലാണ് നമ്മൾ എത്തുക. അതിനുശേഷം കോൺസെൻട്രേറ്റ് HNO3 അപ്ലൈ ചെയ്താൽ നമുക്ക് ആ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ഉൾപ്പെടെ റിമൂവായി ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ആറ്റം കൂടെ റിമൂവായി പിക്രിക് ആസിഡ് 2,4,6 ട്രൈനൈട്രോഫിനോൾ എന്ന സ്ട്രക്ചറിലേക്കാണ് നമ്മൾ ഫൈനലി എത്തിച്ചേരുക. അപ്പോൾ ഇത് പിക്രിക് ആസിഡിന്റെ ഡയറക്റ്റ് സിന്തസിസ് ഇത്തിരി ടഫ് ആയത് കാരണം ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് സജസ്റ്റ് ചെയ്യുന്നത് കൂടെയാണ് നമ്മുടെ ഇൻസ്റ്റഡി ബുക്ക്. നൗവേഡേയ്സ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ദിസ് വേ എന്നെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഐഡന്റിഫൈ ബി എന്നാണെങ്കിൽ നമ്മുടെ ആൻസർ വിൽ ബി പിക്രിക് ആസിഡ്. ഇനി ഓക്സിജൻ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ കൗണ്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ, എത്ര ഓക്സിജൻ ഉണ്ടെന്നുള്ളത് ചുമ്മാ നമ്പർ കൗണ്ട് ചെയ്ത്. സം ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇൻ A+B ആണെങ്കിൽ നമ്മുടെ ആൻസർ വരിക ഇവിടെ 1, ഇത് 3, ഇത് 3, അത് നമുക്ക് 6 + 7 വരും. അതിൻ്റെ അകത്ത് 2, 4, 6, 7 വരും. അപ്പോൾ 14 വരും. 14 ഓക്സിജൻ ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ മാത്തമാറ്റിക്സിലേക്ക് പോവാണ്. മനസ്സാറൊക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം, ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹായ് എവരിവൺ, നമ്മുടെ അടുത്ത അതായത് ഇന്നത്തെ ആദ്യത്തെ സെഷൻ എക്സാം, ഇപ്പോൾ രണ്ടാമത്തെ സെഷൻ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ സെഷൻ എക്സാമിൻ്റെ അതായത് മാത്തമാറ്റിക്സിൻ്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പോൾ സാറേ, ഈ എക്സാം അത്യാവശ്യം ഈസി ആയിരുന്നെന്നാണ് നമുക്ക് പറയാവുന്നത് അല്ലേ? നമുക്ക് ഏതെങ്കിലും
കണ്ടതിനകത്ത് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ കണ്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ മെറ്റീരിയലിലെ കറക്റ്റ് ചോദ്യങ്ങൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന പോലെയാണ്. അതായത് വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയാനുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല മാത്തമാറ്റിക്സിൽ. അപ്പോൾ നോർമലി നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം മാത്തമാറ്റിക്സ് ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ ഒരു സംഗതി നമുക്ക് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ഒരു വേർഡിന് പകരം കൺവീനിയൻ്റ് ആകുന്നത് നമുക്ക് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും അപ്പോൾ ഇതിൽ നമ്മുടെ എല്ലാ ചാപ്റ്ററിൻ്റെയും കോർ കൺസെപ്റ്റ് പഠിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ചോദ്യത്തിനെ കുറിച്ച് നമുക്കൊരു ക്വസ്റ്റൻ എടുക്കാം. ഇപ്പോൾ ഇത് സാറേ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ ചോദ്യമാണ്. അതിനകത്തൊരു ചെറിയ പ്രിന്റിംഗ് പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഡിവൈഡർ ബൈ എക്സ് ക്യൂബ് ഉണ്ട്. നമുക്കൊരു എക്സ് ക്യൂബും കൂടെ ഉണ്ട്. If the function f of x is equal to sin 3x plus alpha sin x minus beta cos 3x upon x cube, where x belongs to R is continuous at x is equal to 0, then f of 0 is. ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴത്തേന് നോർമലി ഇവർ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്നൊരു ഒരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ഇതിൽ പക്ഷേ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി മാത്രം എടുത്താൽ മതിയല്ലോ. എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി മാത്രം എടുത്താൽ മതി. ഇപ്പോൾ എക്സിസ്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെറുതെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f of x കണ്ടുപിടിച്ചാൽ മതി. limit extends to 0 sin 3x plus alpha sin x minus beta cos 3x by x cube. അപ്പോൾ ഇതിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ്, ഇത് കണ്ടുപിടിക്കാനായിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നോക്കുന്നത് നമുക്ക് ആദ്യം 0/0 ഫോം ആകുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ആദ്യമേ നമ്മൾ 0 ഇട്ട് കൊടുക്കും. ന്യൂമറേറ്ററിൽ 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേനും sin 0 ബീറ്റ ഇൻറ്റു കോസ് 3x എന്ന് കിട്ടും. ഇതൊരു -1 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ന്യൂമറേറ്റർ എന്തായാലും 0 ആയിരിക്കണമല്ലോ. അപ്പം ലോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൺവീനിയൻസ്. പിന്നെ സാറേ എല്ലാവരും എൽ ഹോസ്പിറ്റൽസ് റൂളിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്കൊരു മാറ്റി പറയാം. അതായത് മാറ്റി പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് സീരിയസ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു കേസിലേക്ക് എടുക്കാം. സീരിയസ് എക്സ്പാൻഷൻ കാരണം വെച്ചാൽ അതിൻ്റെ കാര്യം ഒരുപക്ഷെ എല്ലാ കുട്ടികളും ഇത് നമ്മുടെ കണ്ടേക്കുന്ന എല്ലാ കുട്ടികളും എൽ ഹോസ്പിറ്റൽസ് റൂൾ വെച്ചിട്ടായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമുക്കൊരു പടി ഒന്ന് മാറി എന്ന് പറയാം. അപ്പോൾ പിന്നെ ആ ഒരു കൺസെപ്റ്റും കൂടെ പിള്ളേർ കിട്ടിക്കൊള്ളുക. ഇത് സൈൻ എക്സിന്റെ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് x മൈനസ് x ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. ഇത്രയും ടൈം മാത്രം എഴുതിയാൽ പോരെ, കാരണം വെച്ചാൽ ഡിനോമിനേറ്ററിൽ എക്സ് ക്യൂബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് ക്യൂബ് എന്ന് വരെ എഴുതിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് കോസ് എക്സിന്റെ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ എഴുതുകൊണ്ട് നമുക്ക് നിർത്താം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0. സൈൻ 3x എന്ന് പറയുമ്പോൾ നമുക്ക് 3x മൈനസ് 3x the whole cube divided by 3 factorial. എനിക്ക് സാറിൻ്റെ അത്ര സ്പീഡിൽ കാൽക്കുലേഷൻ അതുകൊണ്ട് കേരള സിസ്റ്റം കൊണ്ടുവന്ന് നോക്കണം കേട്ടോ. പ്ലസ് സൈൻ ആൽഫ ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ മതി. ബാക്കി ഇപ്പം എക്സെട്രാ ഇടാത്തതിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കാം. കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ വിചാരിക്കും സീരിയസ് എക്സ്പാൻഷനിൽ നമ്മൾ 2 ടൈം മാത്രം എഴുതിയേക്കുന്നതിൻ്റെ കാര്യം ഡിനോമിനേറ്ററിൻ്റെ പവർ എക്സ് ക്യൂബ് വരെ നമ്മൾ മാക്സിമം എഴുതിയാൽ മതി. മൈനസ് ബീറ്റ ഇൻറ്റു കോസ് 3x എന്ന് പറയുന്നത് 1 മൈനസ് 3x the whole square divided by 2 factorial plus 3x the whole raised to 4 divided by 4 factorial the whole divided by x cube. ഇതിൽ നിന്ന് നമുക്ക് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എക്സ് ക്യൂബ് കിടക്കുന്നതുകൊണ്ട് തന്നെ എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ ആഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. എക്സ് ക്യൂബിൻ്റെ ഹയർ പവറുകളെല്ലാം എക്സ് ക്യൂബിനേക്കാൾ കൂടുതലുള്ള പവറുകളെല്ലാം 0 ആയി പോകും. 0 ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 ആയി പോയിക്കോളും. എക്സ് ക്യൂബിൽ താഴെ പവറുകളുള്ള, അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ് ടൈം സീക്വൽ നമുക്ക് എന്തെന്ന് കൊടുക്കാം 0 എന്ന് കൊടുക്കാം. കാരണം വെച്ചാൽ കോൺസ്റ്റന്റ് ടൈം, കാരണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമല്ലോ, അതാണ് പറഞ്ഞത്. കാരണം ഇവിടെ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ് മാത്രമേ ഉള്ളൂ. അവർ ക്വസ്റ്റ്യൻ ഇപ്പം നമുക്ക് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റൻ ആണ്, ഇത് തന്നെയാണോ എഴുതിയിരിക്കുന്നത് നമുക്കൊരു കൺഫർമേഷൻ ഒന്നും ഇല്ല. എന്നിരുന്നാലും അവർ വളരെ ഭംഗിയായിട്ട് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ആളുകൾ എങ്ങോട്ടേക്ക് പോകും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോകും. പക്ഷേ അത്രയും പോകണ്ട, ഇത് എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ് മാത്രമേ, അതായത് ഇഫ് ദിസ് ക്വസ്റ്റൻ ഈസ് ആസ് ഇറ്റ് ഈസ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഇവർക്ക് ക്ലിയർ ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ടൈമും എക്സ് സ്ക്വയറും 0 കൊടുത്താൽ നമുക്ക് പിന്നെ ഒരു വിഷയമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കൺഫർമേഷൻ ഇല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ നമ്പറുകളും ഈ കാര്യങ്ങളൊക്കെ ഒരു സെയിം ആണെന്ന് നമുക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ ചാടിക്കറി ചെയ്യുമ്പോഴത്തേനും ആൻസർ ഓപ്ഷൻ ഇല്ല എന്ന് വന്നാൽ, അതായത് നമ്മൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് ഡിവൈഡർ ബൈ ഒരു എക്സ് ക്യൂബ് ഇല്ലായിരുന്നു. ആ എക്സ് ക്യൂബ് നമ്മൾ കോമ്പാറ്റബിൾ ആയിട്ടൊന്ന് ആഡ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട്. എന്നിരുന്നാലും ആ സിറ്റീസ് ഇപ്പോൾ ഈ ക്വസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ സാറേ ഇത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി വരെ പോകുന്നത് ഈ ഒരു വേർഡ് കിടക്കുന്നുണ്ടാണ്. പക്ഷേ ഇത് ഫസ്റ്റ് ഇയറിലെ നമ്മുടെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ എന്നാണ്. അതായത് ഈ ഒരു വേർഡ് കൊണ്ടാണ് അവർ സെക്കൻഡ് ഇയറിലേക്ക് അവർ മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. പിന്നെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്താൽ സിംപിളി കിട്ടുന്നതാണ്. പിന്നെ സീരീസ് എക്സ്പാൻഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു കാറ്റഗറി ചോദ്യങ്ങളാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കിനിയിപ്പം അടുത്ത ചോദ്യം തൊട്ട് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ റാവു സാറിനെ ഒന്ന് വിളിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ സാറിവിടെ നിൽക്കുന്നില്ല. സാർ റാവു സാർ, നമ്മുടെ അടുത്ത ചോദ്യമാണ്. Sir, actually, this question having a small printing mistake. Is equal to 1. Is equal to 1. Yes. This is not there. Yeah. Sir, you can do. Sir, I can read the question. Suppose theta belongs to 0 pi by 4 is a solution of 4 cos theta minus 3 sin theta is equal to 1. Then cos theta is equal to that is the question. It's a simple question from trigonometry. Cos theta. So you can take 4 cos theta, right? 4 cos theta, right, equal to 1 minus 1 plus 3 sin theta. Actually, So we need you cos write this theta. transfer, right? So quadratic in cos theta we want. So Then we can find 3 square sin both theta. sides quadratic in this. So therefore 4 cos theta minus 1 equal to 3 sin theta. So squaring both sides, you will get quadratic in cos, solve for cos. So 16 cos square theta plus 1 minus 8 cos theta is equal to is equal to 9 minus 9 cos square theta. That is So simply this 9 is- sin square theta. You are replacing it with 1 minus cos square theta. So this is This is a quadratic 25 cos square minus 8 cos and Plus minus 1. 8. Transfer this side. 9 plus 16 and minus 8, 1 minus 9 minus 8. So quadratic in cos theta. So You can solve for cos cos theta. That is simple question. Yes. Actually, 8, plus minus root of 64 plus 100 times 800 upon by 50. 50. Yeah. Simplifying, So we will get the simplify, answer. we'll get cos theta, but cos theta not greater is greater than 1 leave. Or less than minus 1 or greater than 1, you can leave that. Sir, actually, it is a cumulative question, I think. It is a combination of trigonometry and quadratic equations. It's a cumulative question. Sir, actually, we are analyzing this question paper too. So, we have to say that our question paper includes concept from trigonometry. And it is a simple concept. Trigonometry, simple concept. It is actually trigonometric equation question. Trigonometric equation question. And sir, trigonometric equation question was actually trigonometric equation was not there in this. It was not there in the syllabus. But question coming from that, so you have to check. Sorry, you have to practice that too. അതായത് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 2024 സിലബസിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമ്മളത് ഇല്ല എന്ന് തീരുമാനിക്കരുത്. ജസ്റ്റ് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് എ ലിറ്റിൽ അവയർനെസ് അബൌട്ട് ദാറ്റ്. ദാറ്റ് ഈസ് ദ തിങ്. First session also, in first phase also given many questions from deleted syllabus. അതായത് ഡിലീറ്റഡ് സിലബസ് എന്ന് പറയുന്ന ടാഗ് ലൈനിൽ വന്ന AGP, അരിത്തമെറ്റിക് ജോമെട്രി പ്രോഗ്രഷൻ, ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ, ടാൻജൻസ് ആൻഡ് നോർമൽ, പ്ലെയിൻ, മെനി ക്വസ്റ്റ്യൻസ് ഫ്രം, അതായത് അത് ആ ഒരു കൺസെപ്റ്റ് കംപ്ലീറ്റ്. യു ഡോണ്ട് നീഡ് ടു ലേൺ ഇറ്റ് ഇൻ ഡീറ്റെയിൽഡ് ഓർ ഇൻ ഡെപ്ത്, ബട്ട് യു ഷുഡ് ഹാവ് ആൻ അവയർനെസ് ഓഫ് ദാറ്റ് ടോപ്പിക്. അതായത് ഡിലീറ്റഡ് എന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയല്ലോ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് സിമ്പിൾ സർ, ഇറ്റ്സ് സിമ്പിൾ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം ഇന്റഗ്രേഷൻ. So this is what a different integral question, right? You take this as, let I equal to minus pi to pi 2y by 1 plus cos square y dy. I am splitting, right? This by this by this, plus minus pi to pi 2y
sin y upon by 1 plus cos square y. So dy. This is odd function. This is an odd function because Zero. it's y only. Zero. So since odd function, yes. And this is an even function. Even function 2 times. So 2 times. So therefore I equal to 4, 2 into 2 into 2, 4. 4, 0 Upon to 0 to pi, y sin y upon 1 plus cos square y. So now you will apply here King's formula. King's formula. Yes. Sir, for every question we are applying King's rule at least once. Many times. Many places. So 4 times 0 to pi. So that is y It's minus y pi minus pi. into sin y minus pi is sin y. It's pi minus y, sir. A minus x. Yeah, you are translating from, x, you are taking that a minus x. A minus x. A minus x. Correct. minus y. Yeah. So this is 1 plus cos square y. Pi minus y is sin y. Yeah. dy. So now we'll write I is equal to 4 times this pi into sin y, 0 to pi sin y by 1 plus cos square y dy, and this is minus 4y into this I. That is I itself. Yes. See, I can explain that. അതായത് ഇതിനകത്തൊരു ചെറിയ കാര്യം, see, I എന്ന് കൊടുത്ത ആ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. 4 into I കൊടുത്ത് 4 times I എന്ന് കൊടുത്ത ടൈം സംഗതി തന്നെയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. So I. So 2i. 2i. So 2i equal to 4 times 0 to pi, right? Cos sin y by 1 plus cos square y. Sin y by 1 plus cos square y dy. Here 2 times will go. And I is substitution കൊടുത്താൽ മതി. take cos y equal to t. Right? So they can do no. Simple thing. Sir, actually ഈ ക്വസ്റ്റിനെ കുറിച്ച് നമുക്കൊരു കാര്യം പറയാനുള്ളത്, we are experiencing King's rule at least one in each question paper. To an extent, this time they are designed, I think, they are designed to do the prepare before preparing question paper. They are designed because this is there, this is there always. Without that, no question paper. No question paper. In every question paper, if integration is there, check for King's rule. And this the same thing happening in the session 1-2. Yes. We applied King's rule many times, and we were designed that in the next question paper there will be one question using King's rule. Yes. And I think, sir, such a question, substituting cos y is equal to t, such a question was there in the morning session of yesterday's morning session question paper. Remember, such a question. Sin square x by 1 plus sin x cos x. Such a question was there. Similar expression was there. So conceptually they are repeating. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, ഇതേ കൺസെപ്റ്റ്, സെയിം കൺസെപ്റ്റിന്റെ ചോദ്യങ്ങൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മിക്കവാറും കാണുന്നുണ്ട്. അതായത് നമ്മൾ കൺവേ ചെയ്യുന്ന ആ ഒരു കാര്യം അതാണ്. നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്ത്, ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം റെഫർ ചെയ്താൽ ഇവർ ഡിസൈൻഡ് ആയിട്ടാണ് ഒരു പരിധി വരെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിരിക്കുന്നത്. കിങ്സ് റൂൾ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ വെക്കണം. അതായത് ഇത് മാത്രമാണെന്നല്ല, say 2 or 3 questions are difficult. We should say that. Not all questions. Yes. So next question. Differential equation. Differential equation question. If you observe, it is a linear differential equation. A simple question. Simple question. Yes. So integrating factor you find. That is e power 2 dx. So this is e power 2x. Now you know solution. Y into integrating factor. Y into e power 2x. And integral function into this is 2x, sin 2x. Sin 2x dx plus c. Yeah. So y into e power 2x, we will take here 2xt. 2xt dx is dt by 2. dt by 2. So 1 by 2 and e power t sin t dt. Yes. Now this is a standard result. This is a question directly from NCERT text. This is a result. E power x sin x dx. Sin bx, that is e power t by a square b square 2 and 1 into sin t and minus cos t plus c. So this is a e power x sin bx dx equal to e power x by a square plus b square, right? And a into sin bx
minus d by dx of sin bx. This is actually memory. You have to remember. Sir, this is for the first time I am hearing this. Actually, I was supposed to do it by integration by parts. Yes. Actually, that's why I was saying it's a question from NCERT. E raised to x sin x was there, but this is for the first time. I am getting this as a result. See, actually, I thought you're supposed to write the solution of our by parts. Without applying that, I supposed to say that you're writing the integral of e raised to x sin x. Yes. But this is something amazing. E raised to x into sin bx having such a formula. Okay, this is amazing. And I am thankful to you because yesterday's first session solution, I applied your easy method for finding the number of rational terms. Yeah, that was an easy method. Okay. Y equal to y into e power 2x is 1 by 4 E raised to 2x sin 2x sin 2x cos 2x minus cos 2x plus c. And now given condition is this is y of 0 is equal to 3 by 4. You can put x is equal to 0, y is equal to 3 by 4. Yes, 3 by 4 into 1 this is, and this is 1 by 4 e raised to 0 and this is minus 1 plus c. So c is equal to 1. Implies c is equal to 1. So then put c that's equal to the 1 rest of the here. thing they can do. Then put y pi by 4. E power minus pi by 4 you will get. There is a speciality of this question also. We are experiencing such a question for all question papers. Yes. Having initial condition, having some condition, differential equation, applying this. Yes. I think probably many question paper processing this. Previous years also there. Also there, Yes. So such questions And are there. in our brilliant papers also. Many questions are there. Many questions are there. So it's a familiar question. It's a familiar question and it is an easy question. It was an easy question. Yeah. Sir, going to the next question. It's a good question, I think, sir. Yeah. So this is a like question. It is 0 to pi by 4. 136 sin x this, right? Before this, we'll write this. So a cos x plus b sin x by c cos x plus d sin x. So this is the integral standard form. For this, actual method is numerator is equal to a into d by dx of denominator plus b into denominator. But no, you're not applying that. No. Actually, I'm supposed to apply that. No. See, cos coefficients product plus sin coefficients product Okay. by denominator coefficient square sum C square plus plus d square, and it is a function of x, function of t, Okay. and determinant formed by cos sin order a b c d by same thing c square d square into log of denominator. Bus. This is the method. Sir, actually, after this, I will come to you for a tuition. Okay. Actually, I was supposed to do like that. Seriously, I was supposed to do like that. അതായത് ഞാനൊന്ന് ഇവരോട് പറഞ്ഞോട്ടെ, അതായത് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ ഈ ക്വസ്റ്റൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് വെച്ചാൽ the numerator is equal to a into denominator plus b into derivative of the denominator. എന്നിട്ട് a and b, we are finding the constants a and b, then applying that. That was the method like in partial fraction, like we are doing in partial fraction. That is an extension of that concept. And sir saying this is an easy method. And sir, actually I put a box in there. This is an important result. I think it's a special result. I don't know the result meaning. A few of the people may not know. It's an easy result for finding the integral of a cos x plus b sin x upon c cos x plus d sin x. The coefficients are different, and if you are by heading this result, you can easily find that. And sir, there is a problem. We have to put. We have to add that. So 136 you write outside. Yeah. And now we'll apply this. Here cos is not there. So 0 cos x. So we can take that. Okay. Yes, 0. And plus 1 into 3, 3. By 9 plus 25, 34 into x, right? Plus determinant found by cos sin order. Yes. Okay. So cos is 0 and 1 and 3, 5, 3. Okay. So minus 5. So minus 5 by same 34 log of denominator. So 3 sin x plus 5 cos x. So substitute 0 to pi by 4. Bus. Yeah.
simple. Yes. And compared to the other questions, we can consider this as a special question. Yes. In this season, this is a special question. We should say that because നമുക്ക് ഇതുപോലത്തെ ഒരു ചോദ്യം ഇതിനു മുന്നേ ഈ സെഷനിലോ, അതായത് ജാനുവരിയിലോ ഈ സെഷനിലോ ഈ ടൈപ്പ് ഒരു ചോദ്യം നമ്മൾ കണ്ടിട്ടില്ല. സോ ദിസ് ഇസ് എ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. ആക്ച്വലി വി ഷുഡ് സേ ദാറ്റ്, ബട്ട് സർ ആക്ച്വലി ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം NCERT. വി ക്യാൻ സേ ലൈക്ക് such method was there, that was a method, that was a famous method, that is the actual method. And this is easy, too easy. Sir, if you're byheading this came actually from that method only. Yeah, I know that. Okay. Right. After that, we should discuss. Okay. Yes. Okay, sir. Going So to now the, substitute the limits, you'll get it. you will get the answer. Okay. Okay. So next. Sir, I think this question is in our foundation material, 7th class material. Yes. I think this question is there. Yeah, this is 99 Into yes. 100. Yeah. So we'll write m equal to, you rationalize this. Rationalize this. So root 1 minus root 1 upon by denominator 2 minus 1. Right. Now plus same thing. root 3 rationalize. minus root 2. Root 3 minus root 2. And next we also Last time. yes. That is. That's this it. is plus actually. है ना? This is multiplication. That is the second series, sir. I can correct. This is multiplication. Till this, it was there. 1 upon. Oh, that question multiplication. Yes. Sir, there is a lighting problem there, so we can't see that. That is the problem. Yes, correct. There is a blank spot for me also. I can't see that. This is root 100 minus root 99. 10, yeah. Root 100 minus root 99. So Diagonal cancellation. Telescopic terms cancel. Telescopic terms cancel. That's called telescopic cancellation. terms. We say diagonal cancellation. like this, telescopic. like Okay, this. that's it. So this is 110 10 minus 1 9. So Simply m is equal to 9. 9. Yes. Now n is n equal to 1 by 1 into 2, right? You can write 1 minus 1 by 2. Bigger minus Smaller. Yes. Plus here also same. 1 by 2 minus 1 by 2 minus 1 by 3. Right? Plus 1 by 3 minus 1 by 4 plus 1. 1 by 99 in 1 minus 1 by 100. Yeah. Yes. Again same telescopic terms cancel. So like this. So this cancel. So n equal to 1 upon minus 1 by 100. So n equal to 99 by 100. So these are the mn values. And we can find the see there should be options. Memory question, yes, so they didn't get the options. Some options are there. You substitute the point in the options. And which one is satisfied, that you take. that is the answer. Sir, this question from +1 +2 topics. Sequence series, sir. Sequence of series. They're supposed to say like that, but actually this part is third, sir. and this part is summation of series. summation of series, and they learn this question from 7th standard onwards. I feel right. Correct. And sir, I think they're including number theory. For each question paper, we are getting questions from number theory. Yeah, number theory. It is having a character of sequence and series, but they are considering number theory because number theory is there. The participation of number theory is there in each question paper. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് പറയുവാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് literally speaking, it is a question from sequence and series. Sequence and series ചോദ്യമാണെന്ന് പറഞ്ഞാലും this is not AP, this is not GP, this is not HP. So we can't say that this is a pure question from sequence and series. So it is a question from number theory. Natural rationalization and something is there also. Or Sets. Yeah. So now it is purely this is a question from number theory. Number theory ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ. And sir, I remember there was a question like from previous question papers. I think 2019. Find some 3, 4, 6 numbers and find this number. Do you remember such a question? It was there in the previous question paper. So from that year also number theory questions was there, right? One question is coming from number theory. If it is not there, but it is coming for each question paper. So we can expect some special questions in your question paper. Never feel afraid. അതായത് നിങ്ങൾ പേടിയൊന്നും തോന്നരുത്. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ പ്രിപ്പയർഡ് അല്ലാത്ത ഒരു നമ്പർ തിയറി ചോദ്യം കൂടി നിങ്ങൾ പ്രതീക്ഷിക്കണം. We have to expect such a question. Correct. So next. Sir, I think this is our material question. I wonder, sir. Actually, I wonder because this is the same question on our continuity and differentiability material. Is there. And we are given in our practice papers two papers. Yes. I thought, see, actually, people may not admit, പക്ഷേ ഇത് ബ്രില്യന്റിന്റെ മെറ്റീരിയൽ അതുപോലെ ചോദ്യമായിരുന്നു.
we are not saying this for publicity, but I wonder, sir. Actually, I referred, sir. I asked the students. They, this is question. I thought they were telling us the same question in our material. Yes. Actually, such question was there. I remember, sir. I remember. Yes. This condition only different given. Yeah. And That was remaining. The part was exactly same. Exactly same. Yeah. It is actually t tends to x. It is x square of x square of x. 0 by 0 by 0 form. Yeah. So apply L hospital rule, right? While doing L hospital rule, differentiate with respect this variable. And X tends to 0 with respect x. With limit lambda tends to 0 or lambda tends to with respect lambda. Here with respect to t you differentiate. Sir, actually I remember this question because one of my students was arguing with me that, sir, this is a variable. I was saying it is the limit, so we have to treat that as the constant at that moment. Yes. After that we are, after the question I will explain, sir. After solving so x. t tends to x. So here t variable for in this limit. In this limit t is the variable, x is a constant. Yes. So tending to x. Right. So I will use L hospital rule with respect to 2t f of x, treating it that as a constant. Yes, x square into f dash t by 1 minus 0 is equal to 1. Because with respect to x constant. Right. Now apply limit. So 2x into y, fx I write y. Replacing fx with y. Okay. This is f dash x. dy by dx. F dash of t is simply dy by dx. Yes. So x square dy by dx minus 2xy is equal to minus 1. Right. Now it is a linear differential equation. Linear. Convert into linear. Divide by x square. Divide by x square minus 2 by x into y is equal to minus 1 by x square. Simply this is a linear differential equation. Put minus 2 by x is t. And q as minus 1 by x integrating factor. So you will get e power minus 2 by x dx. This is equal to 1 by x square. Yeah. Now we can write the solution. Y times y by x square is equal to integral 1 by x square into minus 1 by x square. So 1 by x square. So dx plus c. Plus c. You can solve this and find the and use condition. I will get fx. Sir, actually I remember this question because in this moment we are treating x as a constant. And from here onwards, simply x is a variable. And one student was arguing me that, sir, how it is possible? So that's why I remember this question very well. And I took many times like, sir, I am saying that in this context, this is the context of limit. At that moment, x is the limit. So we can treat it as a constant. And after that, it is a variable. So I took, on the next day, he came with the same argument. So I remember this question and I wondered this question on the question paper. I don't remember the student, but he may wonder, like he was arguing with this question to me and the same question on the exam. See, this much I remember, sir. Actually, he said the explanation, like in this context, x was the with respect to limit. T x is constant. X is constant. But here after that no t. So x differential equation. Differential equation. Simply that is a differential equation. We can x is a variable. We can treat it as a variable. And this is the context at that moment. That is a condition for limit. Okay. Okay. So that is a brilliant question too. Okay, sir. So next. So one more thing, sir. Second linear differential equation for this question paper. We have solved one before. And this is the second time. So linear differential equation. It's very important. Yes. So this is the question. Sir, we done this question yesterday. Do you remember, sir? Yesterday one question. Yesterday one question. Same model. Same. Yes. Change in function and change in this. Sir, actually I think this is g dash 7 also. Say we can do same. G dash of 7 is also correct. Some students are saying G dash of 1. 7 by G dash 7. When x is equal to 1? 7. 7 we will get 7. And when x is equal to 0? That is 0. G dash of 1. We can find anything. Anything. Okay. Now we will do this. Okay. Right. This is if you differentiate. G is the inverse of fx actually. Yesterday's question paper it was like that. Same. So differentiate this. G dash f of x
into f dash x equal to 1. So g dash of fx equal to 1 by f dash x. Right? Now we want g dash 1. 1 or 7. 1 or 7, anything. So this is I will write g dash 1. Right? The fx is 1. fx should be 1. So this is equal to 1 by f dash x. Yes. So that is the only problem. Yes. Now we should find a value for fx1 x. You have to find a value for x that gives fx1. So now here, but fx is 1 we are taken. Yes. So substitute here. So therefore that implies 1 equal to x power 5 plus 2x cube plus 3x plus 1 and 1 cancel. So here x common, x power 4 plus 2x square plus 3 0. But this is not 0 because always positive. So therefore x is 0. Right? And simply x0 is a possibility to make it 1. Yes. So therefore g dash 1 becomes now 1 by f dash 0. Yes. Okay. So now we can find f dash of 0. F dash of x. F dash 0 we can calculate. Yeah. So simply. then you can find g of 1. That is fx is 1. Yeah, fx is 1. Yeah. So then the same thing. G of 1 becomes 0. This by this is will get 0. So that is a simple question. And sir, let me tell you one thing. Some students were saying it was 7. Yeah. So if it was 7 also, by sir, yesterday's question paper also, we can, using inspection, we can find the value of x. In which the convenient f of x gives, right? Yes. And while we are practicing the same style question in our material, such question is there in our material. In every question, we are finding the value of x using inspection. There is no change for that. No change for that. Actually, because higher degrees are there. Something function yesterday given 2e power x by 5. So it is impossible to solve. And that was also a doubt for the students that, sir, if there is a question that we cannot solve, such a question, it will not come. അതായത് അതും കൂടെ നിങ്ങളോട് പറയുവാണ്. അതായത് നിങ്ങൾ ഒരു വൈരാഗ്യബോധത്തിൽ ക്വസ്റ്റിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഈ ക്വസ്റ്റൻ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഞങ്ങൾ പറയാണ് അങ്ങനെ വരില്ല. There should be a way to find the answer. So that way is by inspection. We can get the answer by inspection. Okay. So that was a familiar question and simple question, sir. Next. Sir, this is a memory based question paper. So there may be change in question. Okay. Yeah. So this is 0 to pi by 4. You convert into sin cos. Sin goes, cos goes up, right? Cos plus sin. Cos x plus sin x. Right. This is like previous I explained. Cos coefficient product plus sin coefficient product 1 plus 1 2 into x plus determinant 1 0 1 1. So 1 by 2 log of denominator. Cos x plus sin x. Or the limit pi by 4. Limits 0 to pi by 4. That's it. So it is pi by 8 plus 1 by 2 log 1 by root 2 1 by root 2 root 2. So pi by 8 and comes 1 by 2 down 4 log 2. Yes. This is. But actually, in this question, this question is there in NCERT book. I think. NCERT book is there. Only the change in the limit only 0 to pi by 2. I think 0 to pi by 2. It was pi by. It is pi by 2, and there it is pi by 2. 0 to pi by 2. The same question is there. And I didn't know that. Actually, we were doing sin x by cos x. This expression coming and this is pi by 2. So we are using King's method again. So sin x will add. That method was I was using, and I thought there is a problem in this question because the limit is wrong, and it was not wrong. So we can find by using this method. So it was not wrong. So simply it's a good question. അപ്പോൾ പിള്ളേരെ ഇതൊരു അടിപൊളി ചോദ്യമാണ്. കാരണം ഇതുപോലത്തെ സെയിം ക്വസ്റ്റൻ സാറിന്റെ കുറച്ച് മുന്നേ കാണിച്ച ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷൻ അന്നേരം ബൈ ഹാർട്ട്. ഇഫ് യുവർ ഇക്വേഷൻ വാസ് ബൈ ഹാർട്ട് ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ, they should do this question. Okay. That was an easy question. Okay. So going to the next question, sir. Sir, I think there is a printing mistake. I can delete that. This is
see, actually, it's plus 8, I Yeah. think, right? If it is plus 8, or sir, rather, like 8 is not there. It is not there. Because one repetition. one question is there. Down. With the same, okay. Same question. Yeah. So you can. So, area bounded by two quadratics, right? So, that is x square minus 5x is equal to 7x minus x square, right? Yeah. So, no need of graphs and all this. Because Simply the area in between they're asking, I yes, think. yes. So we can. One is obviously this is a downward And this is a upward. So this area, okay. So transfer this side 2x square minus Minus 12x, Yeah. right? Minus 12x is equal to 0. 0. This you don't simplify, just you write delta power 3 by 2 by 6a square is the area. Delta power 3 by 2 by 6a square. Delta means discriminant. That is 144 minus 0 power 3 by 2 by 6 into What is 4. it? 4. Oh, Four. the coefficient of x square is 8. Yes. So 12 square. 12 square. Yeah, 12 square. So 12 by Upon 6. 24. Right? 12 2s are 2 6s are. So 72 is the area. Yes. Yes. See, this is you can take this a1x square b1x plus c1. C1, okay. Area bounded by two quadratics. Two quadratics, okay. Yes. So a2x square Plus b2x b2x plus plus c2. c2. So area is delta power 3 by 2 by 6a square, where delta is The discriminant of discriminant of y1 is equal to y2, right? discriminant of yes a1 minus a2 x square plus b1 minus b2 b2x. That is b2. b2x, sir. Yes, b2x. b2x. b1 minus b2x X. plus c1 minus c2 0 such that don't simplify. See here, don't cancel. Oh, without simplifying. That is a specialty. So you are taking Yes. that x square, the coefficient of x square, it should be that constant itself. Constant, as it is. Okay. Sir, that was an amazing result again. See, actually, ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ കർവിനിടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. See, actually, we were thinking our student. The problem is we have to solve that, and I suppose to say that one is upper and one is lower. Upper minus lower, and you don't need to find which is upper and which is lower. ഏതാണ് upper ഏതാണ് lower നോക്കണ്ട, കാരണം otherwise we get a negative sign. You can leave that negative sign. Just subtract integral from this to this. One curve minus second curve is the answer, and this is more amazing result. See. This is a repeating question. Two quadratic curves. Two quadratic, and we don't have any cubic curves. Or I don't know. We can't expect any cubic or fourth degree. No things will be there. Either one line and one quadratic. Or two curves. Two curves. One curve and one line is very easy to find. No issues. And two curves is simply difficult. And you are saying that you don't need to solve this is amazing, because sir, the main problem is while solving this we are getting irrational numbers or fraction numbers. The integration become difficult, and that is the only problem while finding the area in between the curves. So you should by heart this formula. See, actually I'll tell them in Malayalam. അതായത് നിങ്ങൾ ഈ ഫോർമുല നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏരിയ അണ്ടർ ദ കർവ് ഉണ്ട്. വി ആർ എക്സ്പീരിയൻസിങ് ഏരിയ അണ്ടർ ദ കർവ് ക്വസ്റ്റ്യൻ ഇൻ എവറി ക്വസ്റ്റ്യൻ പേപ്പർ. നോ പേപ്പർ വി ആർ ഗെറ്റിംഗ് നോ പേപ്പർ വിത്തൗട്ട് ഏരിയ അണ്ടർ ദ കർവ്. സോ ഇറ്റ് ഈസ് ദെയർ ഇൻ ഓൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പിന്നെ അതിൽ ബുദ്ധിമുട്ടാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ക്വാഡ്രാറ്റിക് കർവ് വരുന്നതാണ്. അപ്പൊ ഈ രണ്ട് ക്വാഡ്രാറ്റിക് കർവ് വരുന്നിടത്ത് ഈ ഫോർമുല, if you are by hearting this formula, you can find the area within seconds. Within seconds. അതിലൊരു കണ്ടീഷൻ സാർ, ഞാൻ കണ്ടീഷൻ I can repeat that condition. While we are solving these two curves, never cancel. Okay, never cancel out any number. Okay, that is the only condition. Never cancel out, and that's it. Okay, sir. Sir, let me ask our authorities. Sir, Shivan sir, students' response. Okay.
ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഒരു കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ബാക്കി ക്വസ്റ്റ്യൻ വി വിൽ ബി ബാക്ക് വിത്ത് ആഫ്റ്റർ ദിസ് ആക്ച്വലി സ്റ്റുഡന്റ് ഇന്ററാക്ഷൻസ് ആൻഡ് the analysis, the genuine analysis, the together analysis will be happening. After that we will join with the mathematics. Okay, thank you. നമസ്തേ, നമ്മൾ വീണ്ടും ജോയിൻ ചെയ്യാൻ MRM സാറ്, അനു സാറ് നമുക്ക് മാത്തമാറ്റിക്സിനെ കുറിച്ച് റാവു സാറുമായിട്ടുള്ള വളരെ ഇന്ററാക്ഷൻ ആണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അതിനുശേഷം ടാറ്റ പറഞ്ഞതിന് ശേഷം ഓടി വന്ന് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്റ്റുഡൻസ് നാലാമത്തെ ഷിഫ്റ്റ് JEE Main സെഷൻ 2ന്റെ നാലാമത്തെ ഷിഫ്റ്റിലെ സ്റ്റുഡൻസ് ആണ്. അതായത് ഇപ്പൊ കഴിഞ്ഞു ചൂടോട് കൂടി വന്നേക്കുന്ന കുട്ടികളാണ്. ഓക്കെ, ഹാഫാനുള്ളിൽ എക്സാം സെന്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നാലാമത്തെ ഷിഫ്റ്റ് എന്താണെന്ന് അവരുടെ റെസ്പോൺസ് അറിയാനായിട്ടായിരിക്കും ഏറ്റവും അധികം. എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട്, കാരണം ഞാൻ ഇത്ര നേരം ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ചോദിക്കാൻ പറ്റിയിട്ടില്ല ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റെസ്പോൺസ്. അപ്പൊ നമുക്ക് വിളിച്ചേക്കാം അല്ലേ? ഏറ്റവും സ്വാഗതത്തോടെ നമുക്ക് ഇപ്പൊ എക്സാം എഴുതി അതായത് ഇപ്പോഴത്തെ, അതായത് ഇത്രയും നേരം ഫസ്റ്റ് സെഷന്റെ ഡിസ്കഷൻ ആയിരുന്നു, സെക്കൻഡ് സെഷൻ ഇന്നത്തെ. ഓക്കെ, മോസ്റ്റ്ലി വെൽക്കം. പേര്? നാട്? എറണാകുളം. ഓക്കെ, ജനുവരിയിൽ എക്സാം എഴുതി ഒരു മൂഡ് ഇപ്പൊ വീണ്ടും ഏപ്രിൽ 5-ാം തീയതി ഷിഫ്റ്റ് 2 എഴുതിയിരിക്കുന്നു. എങ്ങനെയാണ് അതിനെ സമീപിച്ചത്? എന്തായിരുന്നു ആ എക്സാം സെന്ററിൽ ചെന്നപ്പോൾ ഒരു വൈബ്, ഒരു ആങ്സൈറ്റി എന്തായിരുന്നു? കഴിഞ്ഞ എക്സാമിന്റെ അത്ര എളുപ്പമാവുന്നൊരു, കാരണം ഇന്നലത്തെ ഒരു റിവ്യൂ നമ്മൾ കണ്ടിരുന്നു, നമുക്ക് അറിയാമായിരുന്നു. അത്രയും എളുപ്പമാവുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. എക്സാം അത്ര എളുപ്പമായിരുന്നില്ല, ജനുവരിയുടെ അത്ര എളുപ്പമായിരുന്നില്ല, പക്ഷെ സിമ്പിൾ തന്നെയായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു കിട്ടിയത്. അതായത് രണ്ടാമത്തെ എക്സാം ആണ് അറ്റൻഡ് ചെയ്തത്. ജനുവരിയിലെ രണ്ടാമത്തെ ഷിഫ്റ്റ്, ഉച്ച കഴിഞ്ഞുള്ള ഷിഫ്റ്റ് അല്ല, ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അതായത് 253 സ്കോർ ചെയ്തപ്പോ 99% എത്തിയ ഷിഫ്റ്റിനാണ് താങ്കൾ എഴുതിയിരുന്നത്. ഓക്കെ, അപ്പൊ അന്നൊരു സങ്കടം ഉണ്ടായിരുന്നു, കാരണം ഇത്ര ഈസി ആയിട്ട് നമ്മൾ ഒരു വർഷം ഇത്രയധികം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനെ ഫേസ് ചെയ്തപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇന്നത് മാറി. ഏറ്റവും കൂടുതൽ ഡെസ്പായിട്ടുള്ള കുട്ടികൾ ആ സെഷൻ, അതായത് ആ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഏറ്റവും സന്തോഷത്തോടുകൂടി ഇരുന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും ഡെസ്പായ കുട്ടികളും ആ ഒരെണ്ണമായിരിക്കും. എന്നെ ഓർക്കുന്നുണ്ടോ? എടാ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഇന്നത്തെ ഫിസിക്സ്? അതുപോലെ തന്നെയായിരുന്നു, നല്ല സിമ്പിൾ ആയിരുന്നു. കെമിസ്ട്രി ഇച്ചിരി കൂടെ ലെവൽ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഇനോർഗാനിക്കും ഓർഗാനിക്കും ആയിരുന്നു കൂടുതൽ. ഫിസിക്കലി തീരെ കണ്ടില്ല. മാത്സ് ലെങ്തി ആയിരുന്നു, സാറിനെ പോലെ സാർ. അപ്പൊ ആ ചേഞ്ച് നമ്മളൊന്ന് പറയേണ്ടതുണ്ട്, കാരണം ആദ്യ സെഷനിൽ നമ്മൾ ഇരുന്നപ്പോൾ ഓർക്കുന്നുണ്ടോ, കെമിസ്ട്രി 20 മിനിറ്റ് കൊണ്ട് തീരുമെന്നൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞിരുന്നത്, ഓർക്കുന്നുണ്ടോ? അതിനകത്തൊരു ചെറിയ ചേഞ്ച് ഈ സെഷനിലെ നമുക്ക് വേണമെങ്കിൽ ഒരു കൂടുതൽ ലെവലിലോട്ട് മാറി പറയാനായിട്ട് പറയും. ഇപ്പൊ നമ്മുടെ ഫാക്കൽറ്റീസും സാറേ അത് തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ എക്സാമിന് നോക്കുമ്പോഴേ ആൻസർ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞിടത്തുനിന്ന് ഇത്തവണ കെമിസ്ട്രി അത്രയ്ക്ക് ഈസിയാണ്, എന്നിരുന്നാലും അത്രയ്ക്ക് അങ്ങനെ കഴിഞ്ഞ എക്സാമിന്റെ അത്രയും ഈസി ആണെന്ന് അവർ പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഷിഫ്റ്റ് 1 2 ഫിസിക്സ് എളുപ്പമായിരുന്നു ഒരു ഫീൽ. ഫിസിക്സ് നല്ല സിമ്പിൾ ആയിരുന്നു സാറേ. അതിനും ഞാനൊരു വ്യത്യാസം കണ്ടായിരുന്നു, കാരണം കഴിഞ്ഞ തവണത്തെ എക്സാമിന്റെ അത്രയും ഈസി ആയിരുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇവർ പറഞ്ഞിരുന്നു. അപ്പൊ ഫിസിക്സ് ഇത്തവണ ഈസി ആയിരുന്നു. നാലാമത്തെ എക്സാമിന് ഫിസിക്സ് ഈസി ആയിരുന്നു, നല്ല സിമ്പിൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് ആദ്യം ഫിസിക്സ് തന്നെയാണ് എടുത്തിരുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് 30 ക്വസ്റ്റിനോട് തന്നെ യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു. അത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നില്ല. ഇന്റിജർ സെഷനിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ 5 സെലക്ട് ചെയ്താൽ നമുക്ക് കിട്ടുമായിരുന്നു. സ്റ്റേറ്റ്മെന്റും റിപ്പീറ്റ് ചെയ്യുന്നത് കാരണം എന്താണെന്നറിയോ സാറേ, 10 ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ഉണ്ട്, അതിൽ 5 അറ്റൻഡ് ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ് ടാഗ് ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചാൽ ഈ 5 അല്ലാതെ അവർ എളുപ്പമുള്ളത് തരികയില്ല. ശരിയല്ലേ? അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ എളുപ്പമാണ്, 10 5 എഴുതിയാൽ മതി എന്ന് പറയില്ലേ, അവർ 5 തരുള്ളൂ, ബാക്കി 5
നോക്കിയിട്ടില്ല. ബാക്കി 5 ഇവര് ഭയങ്കര ഡിഫിക്കൽട്ട് ചോദ്യങ്ങളാണ്. ഒരു പരിധിവരെ സഫീഷ്യന്റ് ഇൻഫർമേഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് പോലും ആ ന്യൂമറിക്കലിൽ കിടക്കുന്നുണ്ടോ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മാതിരി ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പക്ഷെ നമ്മളെ അഫക്ട് ചെയ്യുന്നില്ലല്ലോ, കാരണം നമുക്ക് അവിടെ സെലക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എടുക്കാമല്ലോ. അതുകൊണ്ട് ആദ്യം അറ്റൻഡ് ചെയ്ത ഏത് എക്സാം ആണ്? അതായത് ഫിസിക്സ്, സ്വാഭാവികമായിട്ടും ഫിസിക്സ് തന്നെ. പിന്നെ രണ്ടാമത് പിന്നെ കെമിസ്ട്രി, പിന്നെ മാത്തമാറ്റിക്സ്. ഫിസിക്സും കെമിസ്ട്രിയും ഒരു 1.25 മണിക്കൂർ കൊണ്ട് തീർന്നിരുന്നു. 1.25 മണിക്കൂർ കൊണ്ട് ഫിസിക്സും കെമിസ്ട്രിയും തീർന്നിരുന്നു. ഓക്കെ, ശരി. എന്നിട്ടും ഇനിയും കിടപ്പുണ്ട് 1.25 മണിക്കൂർ നമ്മൾ സേവ് ചെയ്ത് മാത്തമാറ്റിക്സിന് വേണ്ടി. 1.25 മണിക്കൂറിൽ മാത്തമാറ്റിക്സിന്റെ 30 ചോദ്യം, അതായത് 25 ചോദ്യം കാണാൻ സാധിച്ചോ? കാണാൻ സാധിച്ചില്ല. എനിക്ക് ഫിസിക്സില് മാത്സിൽ അവസാനത്തെ ഇന്റിജറില് 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഒരെണ്ണം കൂടെ സിമ്പിൾ ഉണ്ടായിരുന്നു, ഞാൻ ഓടിച്ചിട്ടപ്പോ കണ്ടു. ബാക്കി ഞാൻ നോക്കിയില്ല, പക്ഷെ അത് ഡൂബിൾ ആയിരുന്നു. സമയം കിട്ടിയില്ല. അത് കുഴപ്പമില്ല, പക്ഷെ 1.25 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ഓൾമോസ്റ്റ് നമുക്ക് ആ മാത്തമാറ്റിക്സിന്റെ ആ 1.25 മണിക്കൂറിൽ ആദ്യം നമുക്ക് ഏറ്റവും പിക്ക് ചെയ്യാമായിരുന്നതൊന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ? അതൊരു റിലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് സാറ് ചോദിച്ചത്. കാരണം വെച്ചാല് എളുപ്പമെന്ന് തോന്നിക്കുന്ന ലെങ്തി ചോദ്യങ്ങളിൽ സമയം കളഞ്ഞോ എന്നാണ് സാറ് ചോദിക്കുന്നത്. അത് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അത് ചില ക്വസ്റ്റ്യൻ കാണുമ്പോ ചെയ്ത് കിട്ടുമെന്ന് അറിയാം, പക്ഷെ ചെയ്ത് വരുമ്പോ ലെങ്തി ആണ്, സമയം താഴത്തേക്ക് ചെല്ലുമ്പോ ഇത്തിരി കൂടെ നീണ്ടു പോകുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് സെഷൻ 1 മാത്തമാറ്റിക്സിന്റെ കാര്യത്തിൽ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ കേട്ടതാണ്. അതായത് നമുക്ക് ചെയ്യും വരുമ്പോ നമ്മൾ അറ്റൻഡ് ചെയ്യും. അതായത് അതുകൊണ്ട് അതെ സാറേ, ഇവർ പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതൊരു ചോദ്യമല്ലേ. കാരണം മാത്തമാറ്റിക്സില് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതറിയില്ല, അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല, പരിചയമില്ല എന്ന് തോന്നുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു പരിധി വരെ ഇച്ചിരി ഡേഞ്ചറുമാണ്. അതുകൊണ്ട് ഇവർ എല്ലാ ക്വസ്റ്റ്യനിലും കയറി എന്നിട്ട് സമയം കളയുകയും ചെയ്യുന്നുണ്ടെന്നൊരു തോന്നലുണ്ട് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്നതൊന്ന് പറ. അങ്ങനെ ചെയ്യരുതെന്നല്ല, കണ്ടാൽ ഫെമിലിയർ ആണെന്ന് തോന്നുന്ന ലെങ്തി ക്വസ്റ്റ്യൻസ് ഇനിഷ്യലി അറ്റൻഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ ന്യൂമറിക്കലിലെ 2 ചോദ്യം എന്ന് പറയുന്നത് 3 ആക്കായിരുന്നു. ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു അധ്യാപകനാകുന്നുണ്ടോ? കാരണം ഇനി 6 എക്സാമുകൾ കൂടി ഈ JEE Main സെഷൻ 2-ലുണ്ട്. കാരണം ടൈമിനെ കുറിച്ച് കൃത്യമായിട്ടൊരു അവബോധം ഉണ്ടായിരിക്കണം. കാരണം ഒരു ഡിഫിക്കൽട്ടി ലെവൽ അല്പം കൂടുതൽ നടക്കുമ്പോൾ അതിനകത്ത് ഒരു ക്വസ്റ്റിന്റെ മാർക്കിന് 4 മാർക്കിന് നമ്മുടെ പെർസെന്റേജ് സ്കോറിനെ വളരെയധികം സ്വാധീനിക്കും. ഡിഫിക്കൽട്ടി ലെവൽ ഉള്ളൊരു പരീക്ഷ. ഇതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടെ ചെയ്യണം. കാരണം ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ എത്ര പെർസെന്റേജിലാണ് ഡിഫറൻസ് ഉണ്ടാകുന്നത്. കാരണം അത് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും. അതൊന്ന് നോക്കുകയും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒരു ക്വസ്റ്റ്യനിൽ അത്രയും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. തീർച്ചയായിട്ടും ഈ 4 സെഷൻ കഴിഞ്ഞപ്പോൾ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനുകളെ കുറിച്ച്, അതായത് സെഷൻ 1 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ അല്ലെ ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾ ഓൾമോസ്റ്റ് അങ്ങനെ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് പല കുട്ടികളും പറയുന്നുണ്ട്. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ കിട്ടിയോ? അതുപോലത്തെ കറക്റ്റ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കോമ്പൗണ്ടും മാറ്റി ഒരു കെമിസ്ട്രിയിലായിരുന്നു. അത് അറ്റംപ്റ്റ് ചെയ്തു. അത് ഇന്നലെ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു ശരിക്കും. അത് കിട്ടി. പക്ഷെ നമ്മൾ പറയുമ്പോഴാണ് അതിനകത്ത് ഡയമെൻഷൻ മാറി പോകുന്നത്. കുട്ടികൾ പറയുന്നുണ്ട് സാറേ, അത് അങ്ങനത്തെ റെപ്പറ്റീഷൻ ഇപ്പൊ വരുന്നുണ്ട് അല്ലേ? ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. സെയിം ഫോർമാറ്റ് ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് മാറ്റി ഇട്ടു. ഇത് മാത്രമായിരുന്നു വ്യത്യാസം. സാർ ആക്ച്വലി നമ്മൾ ഈ പ്രോഗ്രാം ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും ഈ ഒരു സക്സസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പം നമ്മൾ നിൽക്കുന്നത്, നമ്മളിപ്പം ആദ്യം നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിള്ളേരോട് ഈ ലൈവ് കാണാൻ പറയുന്നതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ സമയം പോകുന്നുണ്ടായിരിക്കുമോ എന്നൊരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു ഈ പ്രോഗ്രാം നടത്തിയാലും. ഇപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയും, അത് സമയം തമ്മിൽ ഇഷ്ടമൊന്നുമല്ല, ഇത് കണ്ടിട്ട് വേണം അടുത്ത പരീക്ഷ എഴുതാൻ. അതായത് ഒന്ന് ട്രിക്കി മെത്തേഡ്, ഇന്നലെ നമ്മൾ കെമിസ്ട്രിയിൽ പറഞ്ഞ പോലെ ഒരു ട്രിക്കി മെത്തേഡ് ഉപയോഗിക്കേണ്ട ഒരു ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിൽ കൂടുതലായിട്ട് അവർക്ക് അതുകൊണ്ട് വളരെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ശരിക്കും ഈ 2 സെഷൻ കണ്ടിരുന്നെങ്കിൽ ഇനി വരുന്ന ഈ 6 എക്സാമുകൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 25-30 മിനിറ്റ് എങ്കിലും കുട്ടികൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഓൾമോസ്റ്റ് ഈ 90 ക്വസ്റ്റിനകത്ത് ഒരു 50 ക്വസ്റ്റിനോളം ഏത് കുട്ടിക്കും ചെയ്യാവുന്നതുണ്ട്. അതിനെ ഒന്ന് പിക്ക് ചെയ്യാനായിട്ട് ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് സാധിച്ചാൽ പിന്നെ വരുന്ന ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഏറ്റവും ഡിഫിക്കൽട്ടി ഉള്ള ഒരു 10-15 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് മതിയായിരുന്നു. കാരണം ആ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് വലിയൊരു അനാലിസിസ് ആണ്. സാറ് പറഞ്ഞ പോലെ
ഇനീഷ്യലി ആ എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങ് ചെയ്തു തീർത്താൽ അവസാനം വെറുതെ ഇരിക്കുന്നത് പോലെ ചെയ്ത് നമുക്ക് ഡിഫിക്കൽട്ടി. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ തൊട്ടാൽ അങ്ങനെ നീണ്ടു പോകുന്ന ചോദ്യങ്ങളില്ലേ, ആ ചോദ്യങ്ങൾ അവസാനത്തെ ആ ഒരു ടൈമിൽ വെച്ചോണ്ടിരിക്കാം. കാരണം തൊട്ട് മുമ്പത്തെ ഒരു സെഷൻ ഒരു കുട്ടി പറഞ്ഞത് അദ്ദേഹം സബ്ജക്റ്റ് നോക്കിയില്ല, ഫിസിക്സ് ഓടിച്ച് നോക്കി, അതിനകത്ത് 5 ക്വസ്റ്റ്യൻ കിട്ടി ചെയ്തു, കെമിസ്ട്രി നോക്കി ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്തു, മാത്തമാറ്റിക്സ് കിട്ടി 2 ക്വസ്റ്റ്യൻ ചെയ്തു, വീണ്ടും ഫിസിക്സിലോട്ട് വന്നു അടുത്ത ലെവലിൽ നോക്കി, അങ്ങനെ ഈ ഫുൾ ടൈമിലും എല്ലാ സബ്ജക്റ്റിലും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഓൾമോസ്റ്റ് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഷിഫ്റ്റ് 3 ആണ് എഴുതിയത്, കമ്പാരിറ്റീവ് അല്പം കൂടെ എളുപ്പമായിരുന്നു മാത്തമാറ്റിക്സും കമ്പാരിറ്റീവ്ലി 4ാമത്തെ സെഷനെ അപേക്ഷിച്ച്. അപ്പം കൂടുതൽ കുറച്ചും കൂടെ ടൈം ഉപയോഗിക്കാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു മെത്തേഡ് നല്ലതാണോ യഥാർത്ഥത്തിൽ? നമുക്ക് ഫിസിക്സിലെ 30 ക്വസ്റ്റിലൂടെയും പോകാതെ എമ്മാനുവൽ എന്നല്ലേ പേര് പറഞ്ഞത്. എമ്മാനുവൽ ചെയ്തത് ഫിസിക്സ് നോക്കി, ഫിസിക്സിലെ ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു, കെമിസ്ട്രി എല്ലാം ചെയ്തു, പക്ഷെ നമ്മൾ ടൈം കൺസ്യൂം ചെയ്തു കാരണം എളുപ്പമുണ്ടായിരുന്നു ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. സാർ പറയുന്നത് ഫിസിക്സിലെ ഏറ്റവും എളുപ്പമുള്ള ടക്കേന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളില്ലേ, അത് സ്പീഡ് ചെയ്തു, കെമിസ്ട്രി സ്പീഡ് ചെയ്തു, മാത്സ് സ്പീഡ് ചെയ്തു, പിന്നെ ഒന്നുകൂടെ ഫിസിക്സിലേക്ക് വരുന്നു. ഇത്തിരി നീളമുള്ള ചോദ്യങ്ങൾ അന്നേരം മാത്രം അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള മെത്തേഡ് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിംഗ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഫിസിക്സിൽ ലെങ്തി ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പൊ പിന്നെ അത് മാറില്ല. ഫിസിക്സ് ഒന്നെങ്കിൽ കിട്ടും അല്ലെങ്കിൽ 2 ചോയ്സേ ഉള്ളൂ, അല്ലാതെ ലെങ്തിയോ അങ്ങനത്തെ ഒരു കേസ് ഇല്ല. അങ്ങനത്തെ ഒരു കേസ് ഇല്ല അല്ലേ? പക്ഷെ 4ാമത്തെ ഷിഫ്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ഫിസിക്സ് വന്നത്. ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞിരുന്നു. കെമിസ്ട്രി ലെവൽ വന്നപ്പോഴത്തേക്കും പല സബ്ജക്ട് പല ചാപ്റ്ററുകളും ക്ലബ്ബ് ചെയ്തുള്ള ചോദ്യങ്ങളെ കുറിച്ച് ഇന്നലെ 1-2 ചോദ്യങ്ങളൊക്കെ വന്നതായിട്ട് സാറുമാർ പറഞ്ഞു. അങ്ങനെ ഇത്തവണയും ഫീൽ ചെയ്തോ ഈ 4ാമത്തെ ഷിഫ്റ്റിലും ചാപ്റ്ററുകൾ ക്ലബ് ചെയ്ത് വരുന്നതായിട്ട് ഫീൽ ചെയ്തോ? ഇങ്ങനെ ഒത്തിരി കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ്സ് 3-4 സ്റ്റേറ്റ്മെന്റ് എത്ര എണ്ണം കറക്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കറക്റ്റ് ആണോ എന്ന് പറയുന്നതിനകത്ത് ഒരു ശകലം കൺഫ്യൂഷൻ പോലെയോ അങ്ങനെ വല്ലതും, അതായത് ഒരു ട്വിസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ ചോദ്യങ്ങളില്? ഒത്തിരി ട്വിസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെ ആയിരുന്നു. ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്നെ ആയിരുന്നു. അപ്പൊ അത്ര വലിയ പ്രശ്നം. ഷിഫ്റ്റ് 1-ൽ നിന്ന് ഷിഫ്റ്റ് 2-ലേക്ക് വന്നപ്പോൾ കെമിസ്ട്രിയിൽ ഉണ്ടായ ഒരു ചേഞ്ച് എങ്ങനെ കാണുന്നത്? ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. എന്നാലും നമ്മുടെ ഒരു കാര്യം അതായത് ഷിഫ്റ്റ് 1 എഴുതിയ കെമിസ്ട്രി ജനുവരിയിലെ ഷിഫ്റ്റിൽ എഴുതിയത് കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ ഈസി ആണെന്ന് മെജോറിറ്റി ആൾക്കാരും പറഞ്ഞു. ഇത്തവണത്തെ കെമിസ്ട്രി ഇപ്പം എമ്മാനുവൽ എഴുതിയ കെമിസ്ട്രി അന്നത്തെ കെമിസ്ട്രി ഇന്നത്തെ കെമിസ്ട്രിയും തമ്മിൽ എങ്ങനെ വ്യത്യാസം കാണുന്നു? എങ്ങനെയെങ്കിലും പ്രിപ്പറേഷണൽ വ്യത്യാസമോ അല്ലെങ്കിൽ പ്രാക്ടീസിന്റെ ഡിഫറൻസോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് പഠിക്കുക അങ്ങനെ എന്തെങ്കിലും വേണോ? വേണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം കഴിഞ്ഞ പാറ്റേൺ തന്നെയായിരുന്നു, പക്ഷെ സിംപ്ലർ ഷിഫ്റ്റ്സ് പോലെ ആയിരുന്നില്ല. ഒരു മോഡറേറ്റ് ഷിഫ്റ്റ് കെമിസ്ട്രി പോലത്തെ സാധാരണ കെമിസ്ട്രി. എമ്മാനുവൽ 27 മോർണിംഗ് ഷിഫ്റ്റ് അല്ലേ ആദ്യം എഴുതിയിരുന്നത്. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ഒന്നുകൂടെ കണ്ടില്ലേ? അന്നേരം ആ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര കംപ്ലീറ്റ് ഈസി ആയിട്ട് തോന്നിയോ? അതായത് ആ ഷിഫ്റ്റ് മാത്രം വളരെ ഈസി, ബാക്കിയുള്ളത് അത്രയും ഡിഫിക്കൽട്ടും ആണെന്ന് ഒത്തിരി പേര് പറഞ്ഞിരുന്നു. അങ്ങനെ തോന്നിയിരുന്നോ? ഫസ്റ്റ് ഡേ ആ ഷിഫ്റ്റ് നല്ല സിമ്പിൾ ആയിരുന്നു, ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഡിഫിക്കൽട്ടി ഡിസൈഡ് ചെയ്യണ പിന്നെ മാത്സ് ആണല്ലോ, അതിലെ മാത്സ് നല്ല സിമ്പിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ അതിനേക്കാളും ഇത്തവണത്തെ എക്സാമുകൾ ഇപ്പൊ ഇന്നലത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നു? ഇന്നലത്തെയും മിനിങ്ങാന്നത്തെയും എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നലത്തെ രാവിലത്തെ കണ്ടിരുന്നു. രാവിലത്തെ ഫിസിക്സ് ഇത്തിരി കൂടെ ടഫർ സൈഡിലായിരുന്നു. അതെ അതെ തീർച്ചയായിട്ടും. മറ്റേ മാത്സും തോന്നുന്നു 4 എക്സാമിലും ഒരുപോലെ തന്നെയാണ് മാത്തമാറ്റിക്സ് വന്നിരിക്കുന്നത്. മാത്തമാറ്റിക്സിന്റെ എക്സാമിന് ഇന്റഗ്രേഷൻ ഏരിയ അണ്ടർ ദ കർവ് ഉണ്ടായിരുന്നു. പേഴ്സണലി ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സാർ ഞാൻ കുറച്ച് മുന്നേ റാവു സാറിന്റെ കൂടുതൽ സംസാരിച്ച് ഞങ്ങൾ നിർത്തിയതുള്ളൂ, കാരണം അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമെന്ന് ഞങ്ങൾ അങ്ങ് പറഞ്ഞായിരുന്നു. കാരണം ഇനി വരാൻ പോകുന്ന 6 ഷിഫ്റ്റുകാർക്ക് ഏറ്റവും എളുപ്പമാണത്. മാത്തമാറ്റിക്സ് ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് വല്ലാണ്ട് ഒരു അത്ഭുതം തോന്നുന്നു. അതായത് ആ ക്വസ്റ്റ്യനിലെ നിങ്ങൾ ഫസ്റ്റ് ഫേസ്, അതായത് ജാനുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കണ്ടതല്ലേ, അതിലെ ക്വസ്റ്റ്യൻ പോലത്തെ ചോദ്യം തന്നെയാണ് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ശരിയാണോ? സെയിം കൺസെപ്റ്റുകളുള്ള ചോദ്യങ്ങൾ തന്നെയാണോ ഇത് റിപ്പീറ്റ് ചെയ്ത്? അത് ഒരെണ്ണം ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആയിട്ട് മിക്സ് ചെയ്താ ചോദിച്ചിരുന്നേ. പക്ഷെ അതും അത്രയും വലിയ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനല്ലോ. അതായത് എല്ലാ ചാപ്റ്ററിന്റെ ഒരു മെയിൻ കൺസെപ്റ്റിലെ ചോദ്യങ്ങൾ തന്നെയല്ലേ ചോദിച്ചിരുന്നതെന്നാണ് ചോദിക്കുന്നത്. സ്ട്രക്ചർ പറയുന്നത് എപ്പോഴും ഒരുപോലെ വരുന്നുണ്ട്. കാരണം ഇവര് NTA പറഞ്ഞിരിക്കുന്ന ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ഫാക്കൽറ്റീസിന് ക്വസ്റ്റ്യൻ ഇടാനായിട്ട്. അതാ ഉണ്ടെന്നാണ് തോന്നുന്നത്, അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിന്റെ ആവട്ടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു സ്ട്രക്ചർ ഉള്ളത് പോലെ നമുക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കുട്ടികൾ പറയുന്നുണ്ട്. അപ്പൊ അതായത് ശ്രദ്ധിച്ചോ, കൺസെപ്റ്റ് സിം, അതായത് യു ആർ നോട്ട് ഫൈൻഡിങ് എനിത്തിങ് ന്യൂ ദർ. അങ്ങനെ പറയാം.
അങ്ങനെ പറയാമല്ലോ. അതായത് ഒന്നും പുതിയത് അതിനകത്ത് കാണുന്നില്ല. കഴിഞ്ഞ 10 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ഈ ഫസ്റ്റ് ഷിഫ്റ്റ് അല്പം ഈസി ആയി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഏതാണ്ട് ഒരേ പാറ്റേണിൽ തന്നെ ഒന്നും കാണുന്നില്ല. അപ്പൊ അതുപോലെ ആയിരിക്കും നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാമെന്ന് പറയാവോ? തീർച്ചയായിട്ടും. ഇനിയിപ്പോ ടഫർ ഷിഫ്റ്റ്സ് വരുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. ടഫർ ഷിഫ്റ്റ് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നടുക്കെത്തുമ്പോ സാധാരണ അങ്ങനെ ആയിരിക്കുമല്ലോ. ഇല്ല കേട്ടോ, അത് അങ്ങനെ ഒന്നുമില്ല. കാരണം കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിൽ നിന്നും ഇതിങ്ങനെ തന്നെ. അപ്പൊ ഇനിയത്തെ എക്സാമുകൾ വരുന്നതിനും ഇമ്മാനുവലിന് ടെൻഷൻ ഉണ്ട്. കാരണം സാറേ ആദ്യത്തേനകത്ത് ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം എമ്മാനുവൽ എന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു സ്റ്റുഡൻ്റാണ്. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, 27 മെയ് 26-ാം തീയതി നമ്മൾ ഈ ലൈവിൽ നിൽക്കുകയും ജൂൺ 9-ാം തീയതി JEE അഡ്വാൻസിന്റെ ലൈവ് നിൽക്കുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കേണ്ട വ്യക്തികളാണ്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഫോക്കസിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യുക തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര ഫ്രീ ആയിട്ട് ഈ എക്സാം കഴിഞ്ഞിട്ട് വരിക. എനിക്കൊരു 45 മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ. JEE Main പോലെ ഒരു എക്സാം കഴിഞ്ഞെങ്കിൽ ഇറങ്ങി. സാറേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ കൂളായിട്ട് ഒരു എക്സാമിൽ കയറി വരിക എന്ന് പറയുന്നത് വലിയ റിസ്ക്. തീർച്ചയായിട്ടും ഒരു നാഷണൽ ലെവൽ എക്സാം കഴിയുമ്പോഴത്തേനും വരിക എന്ന് പറയുന്നത്. ഓക്കെ നമ്മുടെ അപ്പം ഒത്തിരി താങ്ക്സ്. അപ്പം ഏപ്രിൽ 25-ാം തീയതിയാണ് JEE Main ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുന്നത്. അവിടെ നമുക്ക് ബെർലിൻ്റെ മുഖചിത്രത്തിൽ ബെർലിൻ്റെ മിക്കവാറും 26-ാം തീയതി രാവിലെ ഇറങ്ങുന്ന മലയാളത്തിൻ്റെ പത്രങ്ങളിലെല്ലാം നമുക്ക് ധാരാളം ഫോട്ടോകൾ ബ്രില്യൻ സ്റ്റുഡൻസിൻ്റെ വരും. അതിലൊന്നിൽ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആശംസയോടെയും പ്രാർത്ഥിക്കുന്നു. 26-ാം തീയതി നമുക്കുള്ളതാണ്. ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റവും നല്ലൊരു വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. നീ എന്ന് പറയുന്നത് പേഴ്സണലി കേട്ടോ, കാരണം ഞാൻ പഠിപ്പിച്ചത് സാറേ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചെറിയ ഇമോഷണൽ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പോയിരുന്നിട്ട് അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ശരി. അപ്പം നമുക്ക് എക്സാമിൻ്റെ ഈ ഷിഫ്റ്റ് 4-നെ ഇപ്പം ഇമ്മാനുവൽ പറഞ്ഞത് വളരെ ഈസി ആയിട്ട്, ഫിസിക്സ് കെമിസ്ട്രി വളരെ ഈസി ആയിട്ട്, മാത്തമാറ്റിക്സ് സാറിനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സാറിനെ പോലെ ഉള്ള കുട്ടികൾ ഏറ്റവും സന്തോഷമുള്ള, കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കുട്ടികൾ എപ്പോഴും പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ അവർ പറയുന്നു, ഡിഫിക്കൽട്ടി ആയിട്ടുള്ള അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഏതാണ്ട് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല എമ്മാനുവൽ സാറെ പ്രതീക്ഷിച്ചത് പാടാകണം തന്നെയാണ്. കാരണം 27 ഷിഫ്റ്റ് 1-ൽ ഈസി ആണെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന കുട്ടികളാണ് ഇത്തവണത്തെ റിസൾട്ട് വന്നപ്പോൾ അത്യാവശ്യം ഡെസ്പ് അടിച്ച് പോയത്. കാരണം 220 230 സ്കോർ കിട്ടിയിട്ടും 98% കിട്ടിയുള്ളൂ. 30-ൽ എഴുതിയതൊക്കെ 160 കിട്ടിയിട്ട് 99% കിട്ടിയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരിക്കലും നമുക്ക് വിശദീകരിക്കാനാവാത്ത, അതായത് പിള്ളേര് പറഞ്ഞിട്ടുണ്ട് എക്സാം എങ്ങനെയെങ്കിലും പാടായ മതി എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ്. നമ്മൾ കൃത്യമായ നമ്മുടെ മെറ്റീരിയൽ, ഇപ്പം ഈ പറഞ്ഞ കുട്ടികളെല്ലാം നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് വന്ന കണ്ട ക്വസ്റ്റ്യൻസ്, അതുപോലെ മോഡൽ എക്സാമുകളിൽ നിന്ന് കണ്ട ക്വസ്റ്റ്യൻസ്, ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, എക്സാക്ട്ലി വാല്യൂ ഉൾപ്പെടെയുള്ള പിന്നെ സാറേ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറയും, ഈ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഒരിക്കലും ഈസി അല്ല. നമ്മുടെ മെറ്റീരിയലുള്ള ചോദ്യങ്ങൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്തത്. അതായത് നമുക്ക് ഇതിനകത്ത് തന്നെ വന്നിരിക്കുന്നത്. കാരണം നല്ലൊരു പ്രാക്ടീസും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതുൽ PT, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ നമ്മുടെ സ്റ്റാർ 99.97 ഉള്ള അതുൽ PT നമ്മുടെ എക്സാംസ് കഴിഞ്ഞ് ഇതാ വൈബിൽ നമ്മുടെ റിപ്പോർട്ടർ വിഷ്ണുവിൻ്റെ കൂടെ ഒപ്പം ചേരുകയാണ്. അപ്പം മലയാളത്തിന്റെ കേരളീയരുടെ അല്ലെങ്കിൽ ബ്രില്യന്റിന്റെ ഹീറോ അതുൽ PT 99.9. കാരണം ഒരിക്കൽ കൂടി അതുൽ PT-യിലേക്ക് ഞങ്ങൾക്ക് എത്തേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ റിപ്പോർട്ടർ വിഷ്ണു അതുൽ PT ആയിട്ട് ഇതാ ഇപ്പോൾ നടത്തിയ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് എക്സാമിന്റെ 4-ാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയത് ആ എക്സാം സെന്ററിൽ നിന്ന് ആ എക്സാം സെന്ററിന്റെ വൈബോർഡ് കൂടി റിപ്പോർട്ടർ വിഷ്ണുവിലേക്ക്. വിഷ്ണു, അതുൽ എന്താണ് ഈ സെഷൻ 4-നെ കുറിച്ച് സംസാരിക്കുന്നത്? അപ്പോൾ JEE Main 2024 സെഷൻ 2-ൻ്റെ ഡേ 2 ആണ്. ഡേ 2 ഈവനിങ് ഷിഫ്റ്റാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് അതുൽ PT ആണ്. നമ്മുടെ സെഷൻ 1-ൽ 99 പോയിൻറ്റ് എബോവ് സ്കോർ ചെയ്ത് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് കേട്ടോ നമ്മുടെ ബുള്ളറ്റ് സ്റ്റഡി സെൻറ്ററിൽ. അപ്പോൾ അതിനോട് സെഷൻ 2 എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം. മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എന്നും ഉള്ളതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നല്ല ഈസി ആയിരുന്നു. മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു, നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഫസ്റ്റ് ഷിഫ്റ്റ് പോലെ തന്നെയാണ് എനിക്ക് എഴുതാനൊക്കെ പറ്റിയത്. പിന്നെ ചിലതൊക്കെ കെമിസ്ട്രിയൊക്കെ ഇങ്ങനെ മെമ്മറി ബേസ്ഡ് കുറേ ഉണ്ടായിരുന്നു, അത് മാത്രം ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ആദ്യത്തെ സെഷൻ്റെ ഒരു തനി ആവർത്തനം പോലെയായിരുന്നോ? ഓൾമോസ്റ്റ് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതേപോലെ തന്നെയായിരുന്നു. പിന്നെ ഇതിന് ടൈം കൂടുതലെടുത്തതുകൊണ്ട് കെയർലെസ് മിസ്റ്റേക്ക് വരാൻ കുറച്ചുകൂടെ ചാൻസ് ഉണ്ടാവും, അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. മാത്സ് ഫസ്റ്റ് സെഷനിൽ കുറച്ച് ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാലോ, അപ്പോൾ ഇതിലെങ്ങനെയായിരുന്നു? അല്ല, ഫസ്റ്റിനേക്കാൾ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടാണ് ഇത് തോന്നിയത്. മാത്സ് കുറച്ചുകൂടെ ലെങ്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? ടൈം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി, പക്ഷേ ഒരു എന്നോട് പറയണം അറിയാവുന്നതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി, പക്ഷേ
കറക്റ്റ് ആണോ എന്നുള്ളത് ഒരു ഡൗട്ടുണ്ട്. ഇപ്പോൾ സ്പീഡ് കുറച്ചുകൂടെ പക്ഷേ പോയല്ലോ. കുഴപ്പമില്ല. അതുപോലെ കെമിസ്ട്രി ഒക്കെ എങ്ങനെയായിരുന്നു? ഡയറക്റ്റ് NCERT ചോദിക്കുമായിരുന്നോ? കെമിസ്ട്രി കൂടുതൽ ഇനോർഗാനിക് അതൊക്കെയാണ് ചോദിച്ചത്. കെമിസ്ട്രി കുഴപ്പമില്ല, മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. വേറെ ഫിസിക്സ് നല്ല ഈസി ആയിരുന്നു, ഫസ്റ്റ് സെഷൻ പോലെ തന്നെ അത്ര ഈസി ആയിരുന്നു. അപ്പോൾ മൂന്നും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് ഫിസിക്സ് ആയിരുന്നോ? ഫിസിക്സ് തന്നെ, ഫിസിക്സ്. അതുൽ PT ആണ് നമുക്ക് ഇന്ന് JEE Main സെഷൻ 2 4ാമത്തെ ഷിഫ്റ്റ് എഴുതി എക്സാം സെൻറ്ററിൽ നിന്ന് നമ്മളോട് ജോയിൻ ചെയ്തത്. നമുക്കറിയാം ബ്രില്യൻറ്റിലെ ഈ കുട്ടികൾ, ഈ 250ഓളം കുട്ടികൾ 99% മുകളിലും 95 മുകളിലുണ്ട്, 1150 കുട്ടികളുമാണ്. ഇവരുടെ ഫോക്കസ് യഥാർത്ഥത്തിൽ എന്തായിരിക്കുന്നിരിക്കാം? മെയ് 26 JEE അഡ്വാൻസ്ഡിനായിട്ട് തയ്യാറെടുക്കുകയാണ്. അതിനിടയിൽ JEE Main സെഷൻ 2 എഴുതിയതാണ്. ബ്രില്യൻറ്റിൽ നിന്ന് തന്നെ ബ്രില്യൻറ്റിൻ്റെ വാഹനത്തിലാണ് അവർ വിവിധ എക്സാം സെൻറ്ററുകളിലോട്ട് പോവുകയും പരീക്ഷ എഴുതുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ ഷിഫ്റ്റ് 2, അതായത് നമ്മളുടെ JEE Main സെഷൻ 2 ഇന്നത്തെ 2ാമത്തെ ദിവസം ഏപ്രിൽ 5 ഷിഫ്റ്റ് 2 എഴുതി കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ നിന്ന് തിരിച്ച് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലോട്ടുള്ള അവരുടെ യാത്രയിൽ വിഷ്ണു അവരുടെ കൂടെ ചേരുന്നു. നമുക്ക് കുറച്ച് കുട്ടികളും വിഷ്ണുവുമായിട്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ വാഹനത്തിൽ ഇതാ തിരിച്ച് നമ്മളുടെ സെൻറ്ററിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിലേക്ക് നമുക്കൊന്ന് പോകാം. വിഷ്ണു, എന്താണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ഒരു സെഷനെ കുറിച്ച് പറയുന്നത്? ഇന്നത്തെ 4ാമത്തെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ ഇമ്മാനുവൽ പറഞ്ഞു വളരെ എളുപ്പമായിരുന്നു, ഫിസിക്സ് വളരെ എളുപ്പമായിരുന്നു എന്ന്. എന്ത് പറയുന്നു നമ്മുടെ കുട്ടികൾ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫിസിക്സും മാത്സൊക്കെ, മാത്സ് കുറച്ചും കൂടി എളുപ്പമായിരുന്നു കഴിഞ്ഞതിനേക്കാളും. ഫിസിക്സ് എളുപ്പമായിരുന്നു. കെമിസ്ട്രി ഓർഗാനിക് കുറച്ച് കൂടുതലായിരുന്നു. സെഷൻ 1 കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു? അതിൻ്റെ റിപ്പീറ്റേഷൻ ആയിരുന്നോ അതോ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? അവസാനത്തെ എക്സാംസിൻ്റെ കമ്പാരിസണിനനുസരിച്ച് ഇത്തവണത്തെ കുറച്ചും കൂടി പാടായിരുന്നു. പിന്നെ ഫിസിക്സ് ഇന്നത്തെ എന്തായാലും കുറച്ചും എളുപ്പമായിരുന്നു, അങ്ങനെ തോന്നി. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഫിസിക്സ് കുഴപ്പമില്ല. എനിക്ക് കെമിസ്ട്രി അത്ര എങ്ങനെ പറയാം എളുപ്പം, എനിക്ക് കെമിസ്ട്രി അത്ര എളുപ്പമില്ല. അതുകൊണ്ട് കെമിസ്ട്രി ഫിസിക്സ് അത്ര എഴുതിയില്ല, പക്ഷേ ഫിസിക്സും കെമിസ്ട്രി കുഴപ്പമില്ലാതെ എഴുതി. മാത്സ് പാടാം. ഓക്കെ, എങ്ങനെയുണ്ട് മോൻ? എങ്ങനെയായിരുന്നു? ഫിസിക്സ് ഒരു ഈസി ടു മോഡറേറ്റ് ആയിരുന്നു, കെമിസ്ട്രി ഒരു ഈസി ടു മോഡറേറ്റ്, മാത്സ് നല്ല ലെങ്തി ആയിരുന്നു. സെഷൻ 1 പോലെ തന്നെയായിരുന്നു മാത്സ്, അതോ അതിലും ലെങ്തി ആയിട്ട് തോന്നിയോ മാത്സൊക്കെ? സെഷൻ 1 എൻ്റെ ഷിഫ്റ്റ് 1 ആയിരുന്നു, ഫസ്റ്റ് ഷിഫ്റ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഹാർഡും ലെങ്തി ആയിരുന്നു. കെമിസ്ട്രി ഈസി ആയിരുന്നു. ഫിസിക്സ് കുറച്ച് ഫിസിക്സ് ഈസിയാണ്, കെമിസ്ട്രി കുറച്ച് ടഫ്, കുറച്ച് ഓർഗാനിക് കുറച്ച് കൂടുതൽ വന്നു. പിന്നെ മാത്സ് ലെങ്തി ആയിരുന്നു കുറച്ച്, എന്നാലും കുറച്ച് ഈസി ആയിരുന്നു. ഉണ്ടോ മോൻ എക്സാം? കെമിസ്ട്രി ന്യൂമറിക്കൽ കുറച്ച് പാടായിരുന്നു, മാത്സ് ലെങ്തി ആയിരുന്നു, പിന്നെ ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു. സെഷൻ 1 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതായിരുന്നു? സെഷൻ 1 ആയിരുന്നോ 2 ആയിരുന്നോ എളുപ്പം? അത് 2 ആണെന്ന് തോന്നുന്നു. 2 ആയിരുന്നു എളുപ്പം. ഓക്കെ, താങ്ക് യു വിഷ്ണു. നമുക്ക് വീണ്ടും നമുക്ക് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ട് വീണ്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം JEE Main സെഷൻ 2 ഏപ്രിൽ 5 4ാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഈ 4 ഷിഫ്റ്റുകളിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിനാണ് നമ്മുടെ ഫാക്കൽറ്റീസും കുട്ടികളും ഇവാലുവേറ്റ് ചെയ്തത്. ഇപ്പോൾ ഇതാ 4ാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് 2 കുട്ടികൾ നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് നമുക്ക് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ആ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ചും ക്വസ്റ്റിൻ്റെ ആ ഒരു പ്രിപ്പറേഷനെ കുറിച്ചും അവരുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. എത്രയും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം. JEE Main 2024 റിസൾട്ട്, ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത് ഏപ്രിൽ 25 ഏപ്രിൽ 25 ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ജൂൺ 9 JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് ജൂൺ 9 പ്രസിദ്ധീകരിക്കുന്നത്. ഏതിനെയാണ് കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? JEE Mainന്റെ റിസൾട്ടും നോക്കേണ്ടതായിട്ടുണ്ട്. സെക്ഷൻ 1 അത്ര പെർസെൻറ്റേജ് കിട്ടാനായില്ല, അപ്പോൾ സെക്ഷൻ 2 തീർച്ചയായിട്ടും. അപ്പം നമ്മൾ നന്നായിട്ട് തയ്യാറെടുത്തിരുന്നു, പക്ഷേ സെഷൻ 1 എക്സാമിൻ്റെ ആ പാറ്റേൺ അത്ര നമുക്ക് കംഫർട്ട് ആയിരുന്നില്ല. അപ്പം അതിനുവേണ്ടി കൂടുതൽ തീവ്രമായിട്ട് സെഷൻ 2 വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നു. ഇന്ന് 4ാമത്തെ ഷിഫ്റ്റാണ് പരീക്ഷ എഴുതിയത്. അതായത് ഒരു അരമണിക്കൂറിൽ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ആഗ്രഹിച്ച രീതിയിലായിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്? ഫിസിക്സ് നല്ല ഈസി ആയിരുന്നു, ന്യൂമറിക്കലും എല്ലാം നല്ല ഈസി ആയിരുന്നു, പക്ഷെ കെമിസ്ട്രി കുറച്ച് ടഫായിട്ട് തോന്നി. ശരി. അത് മോക്ക് കെമിസ്ട്രിയോട് ടഫായിട്ടുള്ളതാണോ അതോ നോർമലി? കെമിസ്ട്രി ടഫാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, കൂട്ടുകാരോട് അപ്പം തന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കെമിസ്ട്രി ആയിരുന്നു കമ്പാരിറ്റീവ്ലി ടഫ്, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, മാത്തമാറ്റിക്സ്? മാത്സ് കുറച്ചുകൂടി ചെയ്യാൻ പറ്റി, ന്യൂമറിക്കൽ കുറച്ച് ടഫായിരുന്നു, പക്ഷേങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ്. ഓക്കെ, ടൈമിനെ കുറിച്ച്, റിമൈനിങ് ടൈം നമ്മുടെ ക്ലോക്കിൽ നോക്കുമ്പോൾ നെഞ്ചിടിച്ചോ?
ഇല്ല, ടൈം മാനേജ്മെന്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് അത് ഇന്നലത്തെ നമ്മുടെ സെഷനൊക്കെ കണ്ടതുകൊണ്ട് ടൈം നന്നായിട്ട് ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച് ഒരു പ്ലാൻഡ് ആയിരുന്നോ? അതെ അതെ. തീർച്ചയായിട്ടും. പേര് പറഞ്ഞില്ല. സിയ. എവിടെയാണ് നാട്? കോഴിക്കോട്. ഓക്കെ. +2 ശേഷം 1 വർഷം റിപ്പീറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ആ റിപ്പീറ്റ് ചെയ്യേണ്ട തീരുമാനവും ഇപ്പം 2 JEE Main സെഷൻ 2 കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു. അതെ, നല്ല തീരുമാനം. ഓക്കെ സിയ, താങ്ക് യു. ഓക്കെ, മോളെ പേര്? സുഹ. എവിടെ നിന്നാണ് വരുന്നത് സുഹ? കോഴിക്കോട്. ഓക്കെ, +2 ശേഷം 1 വർഷം തയ്യാറെടുക്കുന്നു JEE Main വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം 4ാമത്തെ ഷിഫ്റ്റ് എഴുതി. മാത്തമാറ്റിക്സ് ആണ് എല്ലാവരും അല്പം കട്ട് ചെയ്യുന്നു പറയുന്നത്. ടൈം മാനേജ് ചെയ്യാൻ സാധിച്ചോ മാത്തമാറ്റിക്സിൽ? മാത്തമാറ്റിക്സ് ഫിസിക്സും കെമിസ്ട്രിയും പെട്ടെന്ന് ചെയ്ത് ഓക്കെ. ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഫിസിക്സ് കെമിസ്ട്രിയിലൂടെ കടന്നു പോകാനായിട്ട് സാധിച്ചു. ഓക്കെ, ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണോ കെമിസ്ട്രിയിലോട്ട് പോയത്, അതോ അതിനകത്ത് ഏറ്റവും എളുപ്പമുള്ളത് പിക്ക് ചെയ്യുമായിരുന്നോ? ആദ്യം എളുപ്പമുള്ളതൊന്ന് വേഗം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിന്റെ ഓൾമോസ്റ്റ് എല്ലാത്തിലൂടെയും കടന്നു പോയി. ഓക്കെ, എന്നിട്ട് പിന്നെ ടഫായത്. ഓക്കെ, എന്നാലും നമുക്ക് അതുകൊണ്ട് നമുക്ക് ടൈം കൺസ്യൂം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നു എപ്പോഴും സമയം. മാത്തമാറ്റിക്സിന്റെ ന്യൂമറിക്കൽ ലെവലൊക്കെ എത്തിയപ്പോഴേക്കും, അതായത് ലാസ്റ്റ് സെഷൻ എത്തിയപ്പോഴേക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ 5 എണ്ണം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. 5 എണ്ണത്തിൽ നമുക്ക് വീണ്ടും നമുക്ക് നോക്കിയപ്പം അറിയാവുന്ന ഉണ്ടായിരുന്നു. ഇപ്പൊ തിരിച്ചിങ്ങ് പോരുന്ന വഴിക്ക് നമുക്ക് അല്പം കൂടി ചെയ്യാൻ പറ്റുമായിരുന്നു. ന്യൂമറിക്കൽ തോന്നിയത് ഉണ്ടായിരുന്നോ? അങ്ങനല്ല, കാരണം നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്കറിയാവുന്നതല്ല നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തെ ഒരു തയ്യാറെടുപ്പ് എന്തായിരുന്നു ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്? കാരണം നമ്മുടെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു, സെഷൻ 1ന്റെ 10 സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഷിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നലത്തെ തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? അത് ഇന്ന് എന്തെങ്കിലും സ്വാധീനിച്ചോ? കാരണം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏതാണ്ട് സ്ട്രക്ചർ ഒന്ന് തന്നെയാണ് വരുന്നത്. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ഓരോ ചാപ്റ്ററിൽ നിന്ന് അവർ എടുക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരേ പാറ്റേണാണ് വരുന്നത്. അങ്ങനെ ഇന്നലത്തെ തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? ഇന്നലെ മോഡൽ എക്സാം എഴുതിയിരുന്നു. അപ്പം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കിയപ്പം അത് ബെനിഫിറ്റ് ആയി. പിന്നെ കെമിസ്ട്രി റിവൈസ് ചെയ്തു, ഫിസിക്കലും ഓർഗാനിക്കും നന്നായി നോക്കി, അത് ഉപയോഗപ്പെട്ടു. സിയ, മാത്തമാറ്റിക്സിനെ എങ്ങനെ കാണുന്നു? മാത്തമാറ്റിക്സിന്റെ ആ ഒരു 18-20ഓളം ക്വസ്റ്റ്യനുകൾ ഏറ്റവും എളുപ്പം വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാമെന്ന് തോന്നിയിട്ട് 1-2 സ്റ്റെപ്പ് കൊണ്ട് നിന്നുപോയ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? കാരണം നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ തോന്നും, ഫെമിലിയർ ആണ്, പക്ഷേ എന്നാൽ ആൻസറിലോട്ട് എത്താൻ പറ്റാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടോ മാത്തമാറ്റിക്സിനകത്ത്? അതോ അറ്റൻഡ് ചെയ്യാമെന്ന് മാത്രമേ ചെയ്തോളൂ? അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായി, പക്ഷേ കമ്പാരിറ്റീവ്ലി മാത്സ് ഈസി ആയിരുന്നു. ശരി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നമുക്ക് മാത്തമാറ്റിക്സ് ഈസി ആയിരുന്നു. മാത്തമാറ്റിക്സ് സ്വതവേ എളുപ്പമാണോ? മാത്തമാറ്റിക്സിനെയാണോ ഇഷ്ടം? ശരി. മോക്കും മാത്തമാറ്റിക്സ് ആയിരുന്നോ താല്പര്യം? മാത്തമാറ്റിക്സിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ കരിയറും മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. മെയ് 26-ന് വേണ്ടിയിട്ട് JEE അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഏത് ഘട്ടം വരെ എത്തി? അതോ ഇനിയാണോ അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുന്നത്? ഇനി മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റി. ശരി. അപ്പം ആ പുതിയ ക്വസ്റ്റ്യൻസ്, കാരണം ഇതുവരെ നമ്മൾ കണ്ട പാറ്റേൺ തന്നെയാണ് JEE Main വേണ്ടിയിട്ട് നമ്മൾ നോക്കിയത്. പക്ഷേ JEE അഡ്വാൻസിന് അങ്ങനെയല്ല, പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഷിഫ്റ്റ് 4 എഴുതി കഴിഞ്ഞപ്പം അതിലോട്ടുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം കൂടിയിട്ടുണ്ട്? കാരണം നമുക്ക് ഈ പാറ്റേൺ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ്, മാത്തമാറ്റിക്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണെന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്? അത് കുറച്ചുകൂടി കൂടുകയാണ് ചെയ്തത് ഇതും കൂടി ചെയ്തപ്പോൾ. കാരണം ന്യൂമറിക്കൽ ലെവലൊക്കെ നമുക്ക് ചെയ്ത് ആൻസറിലോട്ട് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ്. നമുക്ക് ആ പുതിയതായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസിനെയും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഏറ്റവും നല്ല കാര്യങ്ങൾ. നമ്മളെ ഈ NCERT-യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള പുതിയ സിലബസിനനുസരിച്ച് പ്രാക്ടിക്കലി നിന്നൊക്കെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ? പ്രാക്ടിക്കലിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് പക്ഷേ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. പിന്നെ അത്യാവശ്യം ഓർഗാനിക്കും NCERT-നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. ഈ ജനുവരി സെഷൻ വന്നപ്പോൾ ഫിസിക്സ് നമ്മുടെ ഓർഗാനിക് ഇൻഓർഗാനിക്കിലെ ഫിസിക്കലിനെല്ലാം ഏതാണ്ട് ഒരു വെയിറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വരുമ്പം ഈ 4 ഷിഫ്റ്റും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഓർഗാനിക്കിനും ഇൻഓർഗാനിക്കിനും ഒരേ വെയിറ്റേജ് വരുന്നുണ്ട്. പക്ഷേ ഫിസിക്കലിൽ നിന്ന് ഒട്ടും ക്വസ്റ്റ്യൻസ് വരുന്നില്ല എന്നൊരു തോന്നലുണ്ട്. ന്യൂമറിക്കൽ ഉണ്ടായിരുന്നു, പക്ഷേ ബാക്കി ഓക്കെ. ഈ ചാപ്റ്ററുകൾ ക്ലബ്ബ് ചെയ്ത് വരുന്നതായിട്ട്, അതായത് പല ചാപ്റ്ററുകൾ ക്ലബ്ബ് ചെയ്ത് വരുന്നതായിട്ട് കെമിസ്ട്രിയിൽ ഇന്നലെയൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു, 2-3 ചോദ്യങ്ങളൊക്കെ. ഇന്ന് അങ്ങനത്തെ ഉണ്ടായിരുന്നോ അതോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരുന്നോ? ഇല്ല, നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തെത്താൻ പറ്റുന്നതായിരുന്നു. ആദ്യം ഏതാണ് ചെയ്തത്? ഫിസിക്സ് ആണോ ചെയ്തത്? ഫിസിക്സാണ് ചെയ്തത്. ഫിസിക്സിന്റെ 30 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അവിടെ നമ്മൾ സ്റ്റക്കായിട്ട് നിന്ന് ഒന്നുമില്ല, നമുക്ക് എല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. കെമിസ്ട്രിയും അതുപോലെ തന്നെ. കെമിസ്ട്രി പൊതുവെ നമുക്ക് സിക്ക് അത്ര ഇത് കംഫർട്ട് അല്ലായിരുന്നല്ലോ അല്ലേ? മാത്തമാറ്റിക്സിലോടാണ് എത്താനായിട്ടുള്ള ധൃതിയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും മാത്തമാറ്റിക്സ് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു.
ഓക്കെ, അപ്പം ഒത്തിരി അഭിനന്ദനങ്ങൾ. നമുക്ക് ഏപ്രിൽ 25 ലൈവ് സെഷനിൽ കൂടേണ്ടതായിട്ടുണ്ട്. കാരണം അന്ന് JEE Main ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം മെയ് 26 ലൈവ് സെഷൻ, ജൂൺ 9 ജൂലൈ മാസത്തിൽ നമുക്ക് സീറ്റ് അലോക്കേഷൻ, ജോസ വഴിയുള്ള സീറ്റ് അലോക്കേഷൻ നടക്കുന്നു. ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് നിങ്ങളുടെ പ്രവേശനം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. JEE Main സെക്കൻഡ് സെഷൻ്റെ 4 ഷിഫ്റ്റുകളാണ് കഴിഞ്ഞിരിക്കുന്നത്. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ചോദ്യങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ എത്ര കംഫർട്ടാണ് കടന്നു പോകുന്നത് നിങ്ങൾ നോക്കുക. കാരണം ഈ ജനുവരി മുതലുള്ള സെഷന് ശേഷം നമ്മളുടെ പ്രിപ്പറേഷൻസ്, നമ്മുടെ മോഡൽ എക്സാമുകൾ, നമ്മുടെ മെറ്റീരിയലിലൂടെ കൃത്യമായിട്ട് നമുക്ക് കുട്ടികളിലോട്ട് നമ്മുടെ ആശയങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇപ്പം ഫാക്കൽറ്റീസ് ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും അതിന് ഏത് മെറ്റീരിയലിൽ നിന്നുള്ള ഏത് മോഡലിലുണ്ടാകുന്നത് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. അപ്പം ആ രീതിയിൽ നമുക്ക് തയ്യാറെടുക്കാൻ സാധിച്ചു. നാളെ മുതലുള്ള 6 സെഷനുകളെ നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എത്രയും ആൻസറിലോട്ട് എത്തേണ്ടത്. ഒരു കാര്യം പറയാം, ടൈം കൺസ്യൂമിങ്. ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ ഈ 90 ക്വസ്റ്റ്യനുകളിൽ ഒരു 50-55 ചോദ്യങ്ങളോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് രീതി. ഈ 4ാമത്തെ ഷിഫ്റ്റിൽ ഫിസിക്സ് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. ഉല്ലാസ് സാർ എന്തായിരിക്കും പറയുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഫിസിക്സിനെ ഇന്ന് രാവിലത്തെ സെഷനിലെ ഷിഫ്റ്റ് 3, ഇന്ന് രാവിലെ ഷിഫ്റ്റ് 3യുടെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനാണ് ഇപ്പം നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഉല്ലാസ് സാറിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ പ്ലീസ്. ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന ഷിഫ്റ്റ് 1ലെ ക്വസ്റ്റ്യൻസാണ്, ബാക്കി ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ശിവൻ സാറ് പറഞ്ഞ പോലെ ഇന്നലത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഫിസിക്സ് ഇന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളൊരു പേപ്പറായിട്ടാണ് നമുക്ക് പൊതുവേ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം. കൊളിഷൻ ഫ്രീക്വൻസി ഓഫ് എ ഗ്യാസ് പാർട്ടിക്കിൾ അറ്റ് 27 degrees Celsius ഈസ് 2. വാട്ട് ഈസ് ദ കൊളിഷൻ ഫ്രീക്വൻസി ഓഫ് ദ ഗ്യാസ് പാർട്ടിക്കിൾസ് അറ്റ് 127 degrees Celsius? അപ്പോൾ നമുക്കറിയാം കൊളിഷൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് RMS വെലോസിറ്റി ഡിവൈഡഡ് ബൈ എന്തെന്ന് കൊടുക്കാം, RMS വെലോസിറ്റി ഡിവൈഡഡ് ബൈ മീൻ ഫ്രീ പാത്ത് എന്ന് കൊടുക്കാം. നമ്മൾ പലയിടത്തും മീൻ ഫ്രീ പാത്തിന് സ്മോൾ ഡി എന്നോ ലാംഡ എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേംസ് കൊടുക്കാം. ഓക്കെ, കാര്യം നമുക്കറിയാം മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണല്ലോ. ഡിസ്റ്റൻസിനെ നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 കൊളിഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ടൈം പീരീഡ് ആണ് ആരെന്ന് പറയുന്നത്, 1 ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രീക്വൻസിനെ നമുക്ക് എന്തെന്ന് എഴുതാം, 1 ടൈം പീരീഡിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിനെ VRMS ഡിവൈഡഡ് ബൈ ഡി എന്ന് എഴുതാം. ഇവിടെ ഞാൻ മീൻ ഫ്രീ പാത്തിന് ഡി എന്ന് എടുക്കുന്നു. ചില ടെക്സ്റ്റിലൊക്കെ അത് ലാംഡ എന്ന് എടുക്കുന്നത്, ചില ടെക്സ്റ്റിലൊക്കെ ഡി എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് കണ്ടെയ്നറിലെ ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ എപ്പോഴും വോളിയം എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡിക്ക് യാതൊരുവിധ ചേഞ്ചും ഇല്ല, ഡി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു VRMS ആണ്. നമുക്കറിയാം VRMS എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു എന്താ മക്കളെ, √T ആണ്. നമുക്കറിയാവുന്ന കാര്യം VRMS എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ ടെമ്പറേച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, F1 ഡിവൈഡഡ് ബൈ F2 എന്ന് പറയുന്നത് √T1 ഡിവൈഡഡ് ബൈ T2 എന്ന് പറയാം. കുഴപ്പമില്ലല്ലോ. അപ്പം നമുക്ക് എന്ത് പറയാം, F1 ഡിവൈഡഡ് ബൈ F2 എന്ന് പറയുന്നത് √T1 ഡിവൈഡഡ് ബൈ T2 എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ കൊളിഷൻ ഫ്രീക്വൻസി പറയുന്നുണ്ട്. ആദ്യത്തെ കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2
ഡിവൈഡഡ് ബൈ F2 നമുക്ക് എന്തെന്ന് കൊടുക്കാം, F2 നമുക്ക് F2 എന്ന് തന്നെ കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു √ T1/T2 എന്നാണ്. അപ്പോൾ ഇനിഷ്യൽ കേസിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലാക്കിയാൽ എത്ര എന്ന് പറയേണ്ടി വരും മക്കളെ, 300 കെൽവിൻ എന്ന് പറയേണ്ടി വരും. ഡിവൈഡഡ് ബൈ T2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ടെമ്പറേച്ചർ 27 അല്ല 127 എന്നൊന്ന് മാറ്റി വായിച്ചേക്കണം കേട്ടോ. അപ്പോൾ 127 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലാക്കിയാൽ ദാറ്റ് വിൽ ബി വാട്ട്, ദാറ്റ് വിൽ ബി 400 എന്നാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 സീറോസ് ക്യാൻസൽ ആവും. അപ്പോൾ √3/4 എന്ന് പറയുന്നവരും, അപ്പോൾ ഇപ്പുറത്തേക്ക് വന്നാൽ √4/3 എന്ന് പറയുന്നവരും, അപ്പോൾ √4/3 × 2 = F2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കൊളിഷൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആൻ ഇലക്ട്രോൺ ഈസ് മൂവിങ് ഇൻ ആൻ ഓർബിറ്റ്. ടോട്ടൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ E ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രോൺ ഈസ് മൂവിങ് ഇൻ ആൻ ഓർബിറ്റ്. ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്ന E ആണ്. ദെൻ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടോട്ടൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ E ആണ്. ദെൻ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ചാർജ് നമുക്ക് എന്തെന്ന് എടുക്കാം മക്കളെ, ന്യൂക്ലിയസിൻ്റെ ചാർജ് ഞാൻ Q2 എന്ന് എടുക്കുന്നു. ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്ന Q2 എന്ന് എടുക്കുന്നു. അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്ക് എല്ലാവർക്കും ഒരു E ആണെന്ന് അറിയാം. ഞാൻ ചെയ്യാനുള്ള എളുപ്പത്തിന് ഇലക്ട്രോണിൻ്റെ ചാർജ് Q1 എന്ന് എടുക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്ക് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്തെന്ന് എടുക്കാം മക്കളെ, Q1 എന്ന് പറയുന്നത് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവൻ്റെ റേഡിയസ് എന്ന് പറയുന്ന R എന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാൻ വേണ്ടുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ്, അതായത് സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് mv²/r ആണ്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാ മക്കളെ കൊടുക്കുന്നത്, അവന്മാർക്കിടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം, K × Q1 × Q2 /r² എന്ന് പറയാം. അപ്പോൾ K × Q1 × Q2 /r². വേണമെങ്കിൽ സൈൻ കൊടുത്തേക്കാം, സൈൻ കൊടുക്കുന്നതാണ് നല്ലത്, സൈൻ കൊടുത്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ചാർജ്, ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ZE എന്ന് കൊടുക്കാം. ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -C എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ Q1ൻ്റെ സ്ഥാനത്ത് ZE വരും, Q2ൻ്റെ സ്ഥാനത്ത് -C വരും. ഓക്കെ, അപ്പോൾ ZE × -C എന്ന് പറയുന്നത് -Z × E² എന്ന് പറയുന്നത് വരും. അപ്പോൾ -Z × E² എന്ന് പറയുന്നത് വരും. കാര്യം Q1ൻ്റെ സ്ഥാനത്ത് ZE ആണ്, Q2ൻ്റെ സ്ഥാനത്ത് -C ആണ്. അപ്പോൾ അത് -Z എന്ന് പറയുന്നത് വരും. അപ്പോൾ ഒരു ആറും ക്യാൻസൽ ആവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു മക്കളെ. mv² ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇവിടെ എത്രയാണെന്ന് കിട്ടും മക്കളെ, ½ mv² എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ ന്യൂമറേറ്ററിൽ ആരൊക്കെയുണ്ട്, Z ഉണ്ട്, K ഉണ്ട്, E² ഉണ്ട്. Z ഉണ്ട്, K ഉണ്ട്, E² ഉണ്ട്. ഡിവൈഡഡ് ബൈ ആരുണ്ട് മക്കളെ, R ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1/2 കൊണ്ട് ഇൻറ്റു ചെയ്തു, അപ്പോൾ അപ്പുറത്ത് 1/2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇതാണ് ആരുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് -Z × K × E²/2r -Z × K × E²/2r. So this is the expression for kinetic energy. അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കും മക്കളെ. അതേ കണക്ക് നമുക്കിനി എന്ത് വേണം, നമുക്ക് പൊട്ടൻഷ്യൽ എനർജി വേണം. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല K × Q1 × Q2/r ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് 2 പോയിന്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് r ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി K × Q1 Q2/r ആണ്. അപ്പോൾ K × Q1ൻ്റെ സ്ഥാനത്ത് ആരാണ്, ZE ആണ്. Q2ൻ്റെ സ്ഥാനത്ത് ആരാണ്, -C ആണ്. ഡിവൈഡഡ് ബൈ r-ൻ്റെ സ്ഥാനത്ത് r എന്ന് തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരുടെ എക്സ്പ്രഷനും കിട്ടി, പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷനും കിട്ടി. നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷനും കിട്ടി. പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ സോറി മക്കളെ നമ്മളിവിടെ ഫോഴ്സ് എടുക്കാൻ നേരത്ത് എന്തെടുക്കേണ്ട കാര്യമില്ല, സൈൻ എടുക്കേണ്ട കാര്യമില്ല. ഫോഴ്സ് എടുക്കാൻ നേരത്ത് എന്തെടുക്കേണ്ട കാര്യമില്ല, സൈൻ എടുക്കേണ്ട കാര്യമില്ല. പൊട്ടൻഷ്യൽ എനർജി വരുമ്പോഴാണ് സൈൻ എടുക്കേണ്ടത്. ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല. ഫോഴ്സ് എടുക്കേണ്ട സമയത്ത് എന്തെടുക്കേണ്ട കാര്യമില്ല, സൈൻ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി വരുമ്പം എന്തെടുക്കേണ്ട കാര്യമുണ്ട്, സൈൻ എടുക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് എന്തെന്ന് വരും മക്കളെ, -Z × K × E²/r എന്ന് പറയുന്നവർ, -Z × K × E²/r എന്ന് പറയുന്നവർ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോഴ്സ് എടുക്കുമ്പം എന്ത് എടുക്കേണ്ട കാര്യമില്ല, സൈൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ZE × E എടുത്താൽ മതി. നമ്മൾ മാഗ്നിറ്റ്യൂഡല്ലേ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വന്നതാണ്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയായി പൊട്ടൻഷ്യൽ എനർജിയുമായി നമുക്കിനി എന്താ വേണ്ടത്, നമുക്കിനി വേണ്ടതെന്ന് പറയുന്ന ടോട്ടൽ എനർജിയാണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് -ZKE²/2r എന്നാണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് -ZKE²/2r.
ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് -ZKE²/2R ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കെ എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. ഓക്കെ മക്കളെ, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അവർ എന്താണ് വിളിക്കുന്നത്? ഇതിനെ ഇ എന്നാണ് വിളിക്കുന്നത്. അപ്പം -ZKE²/2R അവർ ഇ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ എന്നാണ്. സോ വി നീഡ് ടു ഫൈൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ. അപ്പോൾ എന്താ ഇതാ മതി, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ -ZKE²/R ആണ് അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കൊടുത്താൽ മതി. അപ്പോൾ -ZKE²/2R നമ്മൾ ഇ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ -ZKE²/R നമ്മൾ എന്തെന്ന് കൊടുത്താൽ മതി മക്കളെ? 2E എന്നങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ അതിന് നമ്മൾ എന്തെന്ന് കൊടുത്താൽ മതി? 2E കൊടുത്താൽ മതി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 2E എന്നാണ് കിട്ടുന്നത്. ടോട്ടൽ എനർജി ഇ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നാണ് കിട്ടുന്നത്? 2E എന്നാണ് കിട്ടുന്നത്. ടോട്ടൽ എനർജി ഇ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നാണ് കിട്ടുന്നത്? 2E എന്നാണ് കിട്ടുന്നത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 കപ്പാസിറ്റേഴ്സ് ഹാവിംഗ് കപ്പാസിറ്റൻസ് 25 മൈക്രോഫാരഡ്, 45 മൈക്രോഫാരഡ് and 30 microfarad are connected in parallel and energy stored given in the combination is E. അപ്പോൾ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. 3 കപ്പാസിറ്റേഴ്സ് ആരൊക്കെയാണ്? 25 microfarad, 45 microfarad and 30 microfarad are connected in parallel. Connected in parallel ആണ്. Energy stored in the combination is E. Now the given capacitors are connected in series and energy stored in the given combination is 9E/x. Find the value of x. Consider same power supply is used in both case. അതായത് രണ്ട് കേസിലും യൂസ് ചെയ്യുന്നത് ഒരേ ബാറ്ററിയാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് കേസിൽ യൂസ് ചെയ്യുന്നത് ഒരേ ബാറ്ററിയാണ്. അപ്പോൾ ആദ്യത്തെ കേസ് എന്ത് ചെയ്തു മക്കളെ? ആദ്യത്തെ കേസിൽ 3 കപ്പാസിറ്റേഴ്സിനെയും അവരെങ്ങനെയാണ് കണക്ട് ചെയ്തത്? ആദ്യത്തെ കേസിൽ 3 കപ്പാസിറ്റേഴ്സിനെയും അവർ പാരലായിട്ടാണ് കണക്ട് ചെയ്തത്. എന്നിട്ട് ഒരു വോൾട്ടേജ് സോഴ്സിനെ അക്രോസ് കണക്ട് ചെയ്തു അല്ലേ? രണ്ടാമത്തെ കേസിൽ അവരെന്താ ചെയ്തത്? 3നെ എങ്ങനെയാണ് കണക്ട് ചെയ്തത്? 3നെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. എന്നിട്ട് സെയിം വോൾട്ടേജ് സോഴ്സിനെ അക്രോസാണ് കണക്ട് ചെയ്തത്. അത് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ എനർജി സ്റ്റോർഡ് ഇ ആണ്. ഈ കേസിൽ എനർജി സ്റ്റോർഡ് 9E/x ആണ്. ദെൻ വാട്ട് ഈസ് വാല്യൂ ഓഫ് എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും മക്കളെ? ഇവിടെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം കപ്പാസിറ്റർ പാരൽ കണക്ഷനിൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ എല്ലാ കപ്പാസിറ്റൻസും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ 25 + 45 + 30 എന്ന് പറയുന്നത് വരും. ഓക്കെ, അപ്പോൾ സി ഇക്വലന്റ് എന്ന് പറയുന്നത് 25 + 45 + എത്ര എന്ന് വരും? 30 എന്ന് പറയുന്ന വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 25 + 45 എന്ന് പറഞ്ഞാൽ 70 ആണ്. അപ്പോൾ 70 + 30 എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും മക്കളെ? 100 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്ന ഈ നല്ല ക്വസ്റ്റിനെ തന്നിരിക്കുന്നത് എനർജി സ്റ്റോറിന്റെ ഫോർമുല എന്താണ്? ½ × C × V² എന്നാണ്. എനർജി സ്റ്റോറിന്റെ ഫോർമുല എന്താണ്? ½ × C × V² എന്നാണ്. അപ്പോൾ ½ × 100 × എന്തെന്ന് കിട്ടും മക്കളെ? ½ × 100 × V² എന്ന് പറയുന്നത് കിട്ടും. ഇനി ഇവരെന്താ മക്കളെ? ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 1/C ഇക്വലന്റ് കണ്ടുപിടിക്കാൻ ലേശം ബുദ്ധിമുട്ടാണ് കേട്ടോ. 1/C ഇക്വലന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എല്ലാം 1/C1+. അപ്പോൾ 1/25 + 1/45 + 1/ എന്തെന്ന് വരും മക്കളെ? 30 എന്ന് പറയുന്നവർ. അപ്പോൾ 1/45 + 1/25 + 1/45 + 1/30 എന്ന് വരും. അപ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്തെടുക്കേണ്ടി വരും. സോ ദാറ്റ് വിൽ ബി 1/25 +. ഇവിടെ നമുക്ക് രണ്ടിനെയും കൂടെ ആദ്യം സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര വരും? 90 വരും. ഇവിടെ എത്ര വരും? 5 എന്ന് പറയുന്നവർ. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 1/25 + എന്തെന്ന് കിട്ടും? 1/18 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ 43 / 450 എന്നാണ് കിട്ടും. അപ്പോൾ ഇത് ചെയ്തു നോക്കിയാൽ 43 / 450 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ സി ഇക്വലന്റ് എടുക്കുവാണെങ്കിൽ 450/43 എന്ന് കിട്ടും. ഇനി ഈ കേസിലെ രണ്ടാമത്തെ കേസിലെ എനർജി സ്റ്റോർഡ് അവർ എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 9E/x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കേസിലെ എനർജി സ്റ്റോർഡ് അവർ 9E/x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 9E/x ഈസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം? ½ × C. ഈ കേസിലെ സി ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ 450/43 ആണ്. കാര്യം 1/C ഇക്വലന്റ് ആണ് ഈ കിടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സി ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ 450 / 43 ആണ്. ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? ഇൻറ്റു V² എന്ന് പറയുന്ന വരും. സോ ദാറ്റ് ഈസ് 9/x ഈസ് ഈക്വൽ ടു. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈയുടെ വാല്യൂ കിടപ്പുണ്ട്. ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് ½ × 100 × V² ആണ്. നമ്മുടെ കയ്യിൽ ഈയുടെ വാല്യൂ കിടപ്പുണ്ട്. അപ്പോൾ ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് ½ × 100 × V² ആണ് അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ½ × 450 / 43 × V² എന്ന് കിട്ടും. 450 / 43 × V² എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം V² വിൽ ക്യാൻസൽ. ദെൻ 1/2 വിൽ ക്യാൻസൽ അല്ലേ? ദെൻ എന്ത് പറ്റും? 0 യും 0 യും ക്യാൻസൽ ആവും. 9 ഉം
45 ക്യാൻസൽ ആയാൽ 5 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ ആണല്ലോ. ദെൻ ഇവിടെ എത്ര കിട്ടും? 5ഉം 10ഉം വെട്ടി ഇവിടെ എത്ര കിട്ടും മക്കളെ? 2 എന്ന് പറയുന്നത് കിട്ടും. ദെൻ ഇവിടെ എന്ത് വരും? 43 × 2 എന്ന് പറഞ്ഞാൽ 86 ആണ്. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എക്സ്? ഈ എക്സ് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എക്സ് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇത് 43 × 2 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 86 എന്ന് പറയുന്നത് കിട്ടും. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെയും വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ബ്ലോക്ക് ഓഫ് മാസ് എം 50 kg is lifted from ground to a height of 20 meter in 2 different ways as shown in the figure. Find the ratio of work done by gravity in both these cases. അപ്പോൾ ആദ്യം എമ്മിനെ നേരെ വെർട്ടിക്കലായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നേരെ വെർട്ടിക്കലായിട്ട് കൊണ്ടുപോകുമ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താ മക്കളെ? mgh ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് mgh ആണ്. അപ്പോൾ m ഇൻറ്റു എന്താണ്? g ഇൻറ്റു എന്താണ്? h എന്ന് പറയുന്നത് എത്രയാണ്? വർക്ക് ഡൺ m ഇൻറ്റു g ഇൻറ്റു 20 ആണ്. ഇനി അവരെന്താ ചെയ്യുന്നത്? ഇനി അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ദാ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അല്ലേ? ഇനി അവർ കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴും ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്ര തന്നെയാണ് മക്കളെ? 20 തന്നെയാണ്. അവിടെ കയറിയ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഈ സെയിം ഹൈറ്റിന് ഈക്വലാണ് അല്ലേ? അപ്പോൾ അവിടെ ചരിഞ്ഞ് കയറിയാലും വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ mg ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? അപ്പോൾ mgയുടെ ഡയറക്ഷണൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? അപ്പോൾ mgയുടെ ഡയറക്ഷണൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 20 തന്നെയാണ്. അപ്പോൾ ഇത് 20 ആണെങ്കിൽ ഇത് ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടില്ല. ഇത് 20 നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. കാര്യം ഫിഗർ നോക്കി നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് 20 ആണെങ്കിൽ ഇതും 20 തന്നെയാണ്. അപ്പോൾ ഇവിടെ ചെയ്ത വർക്കും എന്ത് തന്നെയാണ് മക്കളെ? സെയിം തന്നെയാണ്. അപ്പോൾ രണ്ട് കേസിലെയും വർക്ക് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. റേഷ്യോ എടുത്താൽ നമുക്ക് 1:1 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കറണ്ട് ഐ ഇൻ ദ ഗിവൺ സർക്യൂട്ട്. അതായത് ഐ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ 3 റെസിസ്റ്റേഴ്സും എന്ത് വരും? ഈ 3 റെസിസ്റ്റേഴ്സും പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ ആകുമ്പം ആദ്യം തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാം. 8 പാരലൽ 8 എല്ലാവർക്കും അറിയാം. ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് പാരലൽ വന്നാൽ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നേരെ പകുതിയായിരിക്കും. അപ്പോൾ 8 പാരലൽ 8 എന്ന് പറയുന്നത് എത്രയാണെന്ന് വരും? 4 എന്ന് വരും. അപ്പോൾ ആ 4ഉം 8 പാരലൽ 8 എത്രയാണെന്ന് വരും? 4 എന്ന് പറയുന്ന വരും. ആ 4ഉം ഈ 4ഉം എഗെയിൻ എന്ത് വരും? പാരലൽ വരും. അപ്പോൾ ആ 4ഉം ഈ 4ഉം എഗെയിൻ പാരലൽ വരും. ഈക്വൽ റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ഷനിൽ വന്നാൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന നേരെ പകുതിയാവും. അപ്പോൾ 4 പാരലൽ 4 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് വീണ്ടും വളരെ സിമ്പിൾ ആയിട്ടുണ്ട്. എന്താ? ഇവിടെ ഒരു 12 ohm ഇരിപ്പുണ്ട്. ഇനി ഇവിടെ ആര് ഇരിപ്പുണ്ട്? ഇവിടെ ഒരു 2 ohm ഇരിപ്പുണ്ട്. ദെൻ ദർ ഈസ് എ സെൽ ഓഫ് പൊട്ടൻഷ്യൽ 12 volt. അവിടെ ഒരു സെല്ലും കൂടെ ഇരിപ്പുണ്ട്. സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 12 volt ആണ്. എന്നിട്ട് അവരെന്താ ചോദിച്ചിരിക്കുന്നത്? വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഐ. അതായത് ബാറ്ററിയിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഐ ആണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? ഐ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വരും. അപ്പോൾ 12 + 2 എന്ന് പറയുന്നത് 14 എന്ന് വരും. അപ്പോൾ ആൻസർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 6/7 എന്ന് വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഷിഫ്റ്റ് 1-ലെ. അപ്പോൾ അടുത്ത കെമിസ്ട്രി പ്രൊഫസേഴ്സ് വെയിറ്റിംഗ് ആണ്. നമുക്ക് കെമിസ്ട്രി ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് കാണാം. താങ്ക് യു. ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയുടെ സെക്കൻഡ് സെറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇനി വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കുറേ ക്വസ്റ്റ്യൻസ് ഒരു 8-10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് കെമിസ്ട്രിയിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെയാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കിട്ടിയിരിക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ ഗിവൺ സ്പീഷീസ്? ഇപ്പോൾ 4 അയോൺസ് തന്നിട്ടുണ്ട്. ഓക്സൈഡ്, ഫ്ലൂറൈഡ്, സോഡിയം അയോൺ, മഗ്നീഷ്യം 2. അപ്പോൾ അവർക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ കേസ് തന്നിരിക്കുന്ന എല്ലാം ഐസോ ഇലക്ട്രോണിക് ആണ്. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്താൽ ഒരു ആൻസർ ഇപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. ട്രൂ ആണ്. ഇതിന്റെ അതെല്ലാം ഉള്ള ഇലക്ട്രോണിന്റെ നമ്പർ സെയിം ആണ്. ഐസോ ഇലക്ട്രോണിക് ആണ്. 10 ഇലക്ട്രോൺസ് തന്നെയാണ്. പിന്നെ നമുക്ക് ഓക്സൈഡ് ഇസ് ദ ലാർജസ്റ്റ് വൺ ഇൻ സൈസ്.
ശരിയാണ്. നമുക്കറിയാം നെഗറ്റീവ് ചാർജ് കൂടുന്തോറും ഐസോഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസ് കൂടി വരികയാണ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നത് കാരണം. അപ്പൊ അങ്ങനെ O2 - ഇസ് ലാർജസ്റ്റ് ഇൻ സൈസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്നിട്ട് പറയാണ് Mg2+ ഈസ് ദ സ്മോളസ്റ്റ് ഇൻ സൈസ്. ശരിയാണ്. കാറ്റോണിന്റെ പോസിറ്റീവ് ചാർജ് കൂടുമ്പോഴും സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പൊ ഐസോഇലക്ട്രോണിക്കിൽ മോസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളത് സ്മോളസ്റ്റ് അയോണും ആയിരിക്കും. അപ്പൊ അങ്ങനെ ഈ A, B, D ശരിയാണ്. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്, all have same effective nuclear charge. അത് റോങ് ആണ്. ഇപ്പൊ ന്യൂക്ലിയർ ചാർജ് ഡിഫറെന്റ് ആണ്, ഇലക്ട്രോണിന്റെ കൗണ്ട് സെയിം ആണ്. സോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് തീർച്ചയായിട്ടും ഡിഫറെന്റ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് എ റീസൺ ഫോർ വേരിയേഷൻ ഇൻ സൈസ്. അപ്പോൾ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും റോങ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരിക A, B and D. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 വരും അല്ലേ? A, B, D is a correct answer. ഓപ്ഷൻ 2 is a correct answer. അപ്പോൾ ഇത് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി കേൾക്കുന്നുണ്ട്. ഐസോഇലക്ട്രോണിക് സ്പീഷീസ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. പോസിറ്റീവ് ചാർജിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് അവരുടെ റേഡിയസ് കുറയുകയും നെഗറ്റീവ് ചാർജിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് അവരുടെ റേഡിയസ് കൂടുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ആ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. വേരിയേഷൻ ഇൻ റേഡിയസ് എന്നുള്ള ടോപ്പിക്, അയോണിക് റേഡിയസ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് നമുക്കിത് കിട്ടി. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ, ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ഫിനോൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് നമ്മൾ മുമ്പ് ഡൗസ് പ്രോസസ് തൊട്ട് തുടങ്ങിയിരുന്നു. ക്ലോറോബെൻസീൻ തൊട്ട് മുമ്പ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫിനോൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് വരുമ്പോൾ ഫിനോൾ 2,4 ഡൈസൾഫോണിക് ആസിഡാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം അത് കോൺസെൻട്രേറ്റ് HNO3 കൊടുത്തു കഴിയുമ്പോൾ പിക്രിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ അവിടെ ബാക്കി പോർഷൻ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഐഡന്റിഫൈ ബി എന്ന രീതിയിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ക്വസ്റ്റിന്റെ ബാക്കി പോർഷൻ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. സം ഓഫ് ഓക്സിജൻ ആറ്റം ഇൻ A and B. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ എഴുതിയിട്ട് നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാറേ. 7 + 7 is 14. അത് നമ്മൾ പറഞ്ഞാൽ നിർത്തിയിരുന്നത് അങ്ങനെ ആയിരിക്കാം എന്ന് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ക്വസ്റ്റൻ? അതെ. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് 14 ആണ് അവിടെ ആൻസർ കൊടുക്കുക. ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റൻ ആണ്. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ക്യാൻ be prepared by Sandmeyer reaction. Sandmeyer reaction വഴി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക ഡയസോണിയം ക്ലോറൈഡിന്റെ റിയാക്ഷൻ ആണ്. അതിൽ നിന്ന് ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, സയനോബെൻസീൻ ഈ മൂന്ന് ആൾക്കാരാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ അവർ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഫ്ലൂറോബെൻസീൻ, ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, അയോഡോബെൻസീൻ, അസിറ്റാറ്റിനുള്ള കോമ്പൗണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ച് ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനുമാണ് കോപ്പർ +1 റിയേജന്റ് പ്രസൻസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാവുന്നു അല്ലേ? നമുക്കിവിടെ ആൻസർ കൊടുക്കാൻ പറ്റുന്ന two of them can be prepared. CO2 നമുക്ക് ഇതിന് വേണ്ടല്ലോ. ഫോർത്ത് വണ്ണിൽ നമുക്ക് അത് വേണ്ട, ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് ക്ലോറോബെൻസിൻ ഉണ്ട്, ബ്രോമോബെൻസിൻ ഉണ്ട്. നമ്മുടെ ഹാലോ ആൽക്കൈൻസ്, ഹാലോറൈൻസ് ചാപ്റ്റർ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് കേൾക്കാതെ പോകില്ല. കാരണം നമുക്ക് ഹാലോ ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു സാൻമേഴ്സ് റിയാക്ഷൻ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ്. അത് മാത്രമല്ല അമൈൻസിന്റെ റിയാക്ഷനിലും പ്രത്യേകമായിട്ട് പറയുന്ന ഒരു റിയാക്ഷൻ കൂടിയാണ്. സാൻമേഴ്സ് റിയാക്ഷൻ നെയിംഡ് റിയാക്ഷൻ ആണ്. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു റിയാക്ഷൻ കൂടെയാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ക്ലോറോബെൻസിൻ ആൻഡ് ബ്രോമോബെൻസിൻ. റീകോൾ അത് കോപ്പർ +1 കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ ചെയ്യുക എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരുന്നോളൂ. അപ്പോൾ നമുക്ക് ഹൗ മെനി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 2 ഇന്റിജർ ആൻസർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പി ബ്ലോക്കിൽ നിന്ന് 13 ഗ്രൂപ്പ് എലമെന്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് അബണ്ടന്റ് ഐസോട്ടോപ്പ് ഓഫ് ബോറോൺ ഹാസ് X നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പിന്നെ ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. ബോറോൺ + ഓക്സിജൻ ഗീവ്സ് സം കോമ്പൗണ്ട് ആൻഡ് ഓക്സിജൻ നമ്പർ ഓഫ് ബോറോൺ ഇൻ ദാറ്റ് കോമ്പൗണ്ട് ഈസ് Y. ഫൈൻഡ് X + Y. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പറയുന്നത് ബോറോണിന് 2 ഐസോട്ടോപ്സ് ആണുള്ളത് നമുക്കറിയാം. ബോറോൺ 10 ബോറോൺ 11 അല്ലേ സാർ? മോസ്റ്റ് അബണ്ടന്റ് ബോറോൺ 11 ആണ്. അപ്പോൾ 80% എബോ അതിൻ്റെ ഒരു കോമ്പോസിഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബോറോൺ 11 ആണെങ്കിൽ അതിൽ ന്യൂട്രോണിന്റെ കൗണ്ടാണ് ചോദ്യം. അപ്പോൾ ബോറോണിൽ 5 ആണ്, പ്രോട്ടോണിന്റെ കൗണ്ട് നമുക്കറിയാം. പിന്നെ അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു 11 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ന്യൂട്രോൺസ് ആണ്. അപ്പോൾ മോസ്റ്റ് അബണ്ടന്റ് ഐസോട്ടോപ്പിൽ ബോറോണിലുള്ളത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ആണ് B + O2 ഗീവ്സ് സംതിങ്. നമ്മൾ കണ്ടുപിടിക്കണം. B + O2 ആവുമ്പോൾ തീർച്ചയായിട്ടും B2O3 അല്ലേ? അതെ B2O3. ബോറോൺ ആവുമ്പോൾ പ്ലസ് ഒരു വാലൻസി മാത്രമേ അതിന് വരുന്നുള്ളൂ. അതെ. അപ്പോൾ B2O3 ഫോം ചെയ്യുന്നു. ഈ ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ബോറോൺ ആണ് ക്വസ്റ്റ്യൻ. അല്ല സാറേ, ഓക്സിഡേഷൻ നമ്പർ അല്ലേ കണ്ടുപിടിക്കുക? ഓക്സിഡേഷൻ നമ്പർ ഓഫ് ബോറോൺ ആണ്. ബോറോൺ നമ്പർ വരുമ്പോൾ +3 വരും. ഓക്സിഡേഷൻ നമ്പർ വരുന്നത് 2x - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. X is equal to 6. 2x - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. That 6 is equal to X +3 വരും.
ബോറോണിന്റെ ഓക്സിജൻ നമ്പർ നമുക്ക് അല്ലെങ്കിൽ അറിയാം, ഏതൊരു കോമ്പൗണ്ട് എടുത്താലും ബോറോണിന് +3 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇറ്റ് ഷോസ് ഓൺലി +3 സ്റ്റേറ്റ്. ഇതിനകത്ത് നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് എക്സ് ആൻഡ് ദിസ് വൺ ഈസ് വൈ. 6 y നമ്മൾ x+3 അപ്പോൾ x+y ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട്. x+y is 6+3 that's equal to 9. 9 നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ അത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുന്നതാണ്. പി ബ്ലോക്ക് എലമെന്റ്സ് ബോറോൺ ഫാമിലി സ്പെസിഫിക്കലി അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following cation will give green color in reducing flame? അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ reducing flame. അതെ, നമുക്ക് ഓക്സിഡൈസിങ് ഫ്ലെയിം ഉണ്ട്, റെഡ്യൂസിങ് ഫ്ലെയിം ഉണ്ട്. ബൊറാക്സ് ബി ടെസ്റ്റ് ആണ്. അപ്പോൾ പല കാറ്റോൺസ് ഡിഫറെന്റ് ആയ കളേഴ്സ് ഈ 2 ഫ്ലെയിം തരും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഏതാണ് റെഡ്യൂസിങ് ഫ്ലെയിമിന്റെ പ്രസൻസിൽ ഗ്രീൻ കളർ തരും? ഇതാണ് ക്വസ്റ്റ്യൻ. മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമ്മളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഷിഫ്റ്റിൽ സോൾട്ട് അനാലിസിസ് സെക്ഷനിൽ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ ക്വസ്റ്റൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു ഫ്ലെയിം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. കാരണം ഇത് റെഡ്യൂസിങ് ഫ്ലെയിം എന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുക വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് അയൺ ആണ് വരിക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 അല്ലേ. അപ്പോൾ ഇതിൽ സാറേ ഒരു വേരിയേഷൻ പറയുന്നുണ്ട്. ഇതിൽ മാഗ്നറ്റിക് മൊമെന്റ് എങ്ങാണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ആക്ച്വലി ഇത് അയോൺസ് കൊടുത്തിട്ട് ഗ്രീൻ കളർ തരുന്ന ആളുടെ മാഗ്നറ്റിക് മൊമെന്റ് ആണ് ചോദിച്ചത്. അപ്പോൾ അയൺ എന്നുള്ള ആറ്റത്തിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. അൺബൈഡ് ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് അൺബൈഡ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാം. മ്യൂസിക്കൽ സ്ക്വയർ റൂട്ട് ഓഫ് n × n+2 എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത് അയൺ ഐഡന്റിഫൈ എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ഇനി ഇൻ കേസ് മാഗ്നറ്റിക് മൊമെന്റ് ആയിരുന്നു ഇതിൻ്റെ അകത്ത് ചോദിച്ചിരുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. 4 അൺബൈഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തീർച്ചയായിട്ടും പറ്റും. Fe3+ വരുമ്പോൾ 3d6 വരും. 3d6 ആണ്. 4 അൺബൈഡ് ഇലക്ട്രോൺ വരും. 4.9 മാഗ്നറ്റിക് മൊമെന്റ് വരും. അപ്പോൾ അതൊരു ബൈ ഹാർട്ടിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും D&F ബ്ലോക്കിൽ നിന്നാണ്. 4 അയോൺസ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിംഗ് ഏജന്റ് മാഗ്നറ്റിക് മൊമെന്റ് ആണ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം തന്നെ ഓക്സിഡൈസിംഗ് ഏജന്റ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂസ് ഒക്കെ എൻസൈഡ് ടെക്സ്റ്റ് ബുക്കിലെ ടേബിളായിട്ട് തന്നിട്ടുണ്ട്. ആ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂനെ പറ്റി ഒരു ബേസിക് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തുള്ള ഓക്സിഡൈസിംഗ് ഏജന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്സിഡൈസിംഗ് ഏജന്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ മ്യൂസിക്കൽ സ്ക്വയർ റൂട്ട് ഓഫ് n × n+2 ന്റെ അകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ കൊബാൾട്ട് 3+ നമുക്ക് ഇതിൽ മോസ്റ്റ് പോസിറ്റീവ് ഇനോട്ട് വാല്യൂ ആർക്കാണ് ഉള്ളത് അല്ലേ. അതാണ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബെറ്റർ ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിരിക്കും. റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. നമുക്കത് എൻസൈഡ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ്. 3+2+ ഹാഫ് സെല്ലുകളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഗ്രാഫിക്കലായിട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ നമ്മൾ നോക്കിയാൽ ടൈറ്റാനിയം 2+ ഉണ്ട്, വനേഡിയം 2+, മാംഗനീസ് 2+, കൊബാൾട്ട് 3+. ഹൈയസ്റ്റ് വാല്യൂ വരുന്നത് കൊബാൾട്ട് 3+ ആണ്. അപ്പോൾ ഓപ്ഷൻ മാംഗനീസ് 3+ മറ്റോ ആയിരിക്കണം സാറേ. കാരണം ഇവർ തമ്മിലാണല്ലോ കോമ്പറ്റീഷൻ ഉള്ളത്. ഇവർ രണ്ടും റെഡ്യൂസിംഗ് ഏജന്റ്സ് ആണ്. ഇവർ രണ്ടും ഓക്സിഡൈസിംഗ് ഏജന്റ്സ് ആണ്. അതിൽ വെച്ച് സ്ട്രോങ്സ്റ്റ് ആയിട്ട് വരിക കൊബാൾട്ട് 3+ ആണ്. ഇവർ തമ്മിലായിരിക്കും കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൊബാൾട്ട് 3+ ആണ്. റെഡ്യൂസിംഗ് ഏജന്റ് ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ വളരെ കൂടുതലാണ്. നമ്മളത് പഠിക്കുന്നതാണ്. അപ്പോൾ കൊബാൾട്ട് 3+ ഇനി അതിന്റെ കണ്ടുപിടിക്കേണ്ടത് സ്പിന്നറി മാഗ്നറ്റിക് മൊമെന്റ് ആണ്. കൊബാൾട്ടിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d7 4s2 ആണ്. കൊബാൾട്ട് 3+ ആകുമ്പോൾ അത് 3d6 വരും. ഈ ഓർബിറ്റിൽ വേണമെങ്കിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. അതിനകത്ത് നമുക്ക് ജസ്റ്റ് കിട്ടുന്നത് 1 2 3 4 5 6 നമ്പർ ഓഫ് അൺബൈഡ് ഇലക്ട്രോൺ 4 കിട്ടും. സോ mu = സ്ക്വയർ റൂട്ട് ഓഫ് 4 × 4+2 4 × 4+2 വരെ ക്ലോസ് ടു 5 ആണ് അല്ലേ സർ. 4.9 അല്ല 4.9 സംതിങ് വാല്യൂ വരും. ഇന്റിജർ ആൻസർ ആണെങ്കിൽ അത് 5 ആയിട്ട് എഴുതാം. റൗണ്ട് ചെയ്ത്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഇത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്. ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് എയും കോൺസെൻട്രേഷൻ ഓഫ് ബിയും കറസ്പോണ്ടിങ് റേറ്റും തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ്. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഇതിൻ്റെ അകത്ത് എന്തായാലും ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഇൻ കേസ് A, B എന്ന് പറഞ്ഞ റിയാക്ടന്റുകൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല. അപ്പോൾ നമുക്ക് റേറ്റിലോ എഴുതുകയാണെങ്കിൽ റേറ്റ് R = K × കോൺസെൻട്രേഷൻ ഓഫ് A⁻x എന്ന് നമുക്ക് എഴുതാം. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B⁻y എന്ന് എഴുതാം. കാരണം നിലവിൽ രണ്ടുപേരുടെയും ഓർഡർ പാർഷ്യൽ ഓർഡർ നമുക്ക് അറിയില്ല. പാർഷ്യൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഓർഡറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുള്ള കൃത്യമായ ഡേറ്റ തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് എയും കോൺസെൻട്രേഷൻ ഓഫ് ബിയും കറസ്പോണ്ടിങ് റേറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എക്സ്പെരിമെന്റുകളായിരിക്കും. എക്സ്പെരിമെന്റ് 1 2 3 4 ആയിരിക്കും. ഇത് കോൺസെൻട്രേഷൻസ് ആണ്. അതല്ല, ഓരോ എക്സ്പെരിമെന്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറെന്റ് എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് എക്സ്പെരിമെന്റ് 1 ഉം 2 ഉം തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബിയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആണ്.
2.4 അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ എയുടെ കോൺസെൻട്രേഷൻ 2 ടൈംസ് ഇൻക്രീസ് ചെയ്തു. എയുടെ കോൺസെൻട്രേഷൻ 2 ടൈംസ് ഇൻക്രീസ് ചെയ്തപ്പോൾ റേറ്റ് 2 ടൈംസ് ഇൻക്രീസ് ചെയ്തു. ഇത് 1.6 into 10⁻²2 ആണ്. വേണമെങ്കിൽ നമുക്ക് ഇത് 3.2 into 10⁻² എന്ന് എഴുതാമായിരുന്നു. ഡബിൾ ആയി എന്നല്ലേ? അപ്പോൾ റേറ്റ് കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ റേറ്റ് ഡബിൾ ആവുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. വിത്ത് റെസ്പെക്ട് ടു എ ദിസ് റിയാക്ഷൻ ഫോളോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ഈസ് 1. ഇനി ബി കൂടെ നമുക്ക് നോക്കാം. അതിന് വേണ്ടി ജസ്റ്റ് എക്സ്പെരിമെന്റ് 3 ഉം 4 തമ്മിൽ കമ്പയർ ചെയ്തത് സാറേ. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ടുപേരുടെയും എയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ബിയുടെ കോൺസെൻട്രേഷൻ 2 ടൈംസ് ഇൻക്രീസ് ചെയ്തു. അതോടെ 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു. 4 ടൈംസ്. ഒരാളുടെ കോൺസെൻട്രേഷൻ 2 ടൈംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ തീർച്ചയായും അത് ഫോളോ ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ബി ദിസ് റിയാക്ഷൻ ഫോളോ ദ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് 2 എന്ന് വരും. അപ്പോൾ ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് വേണ്ടത് ജസ്റ്റ് x + y റിയാക്ഷൻ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ദിസ് ഈസ് എ തേർഡ് ഓർഡർ റിയാക്ഷൻ. ഈ ഇൻഡിജർ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. ഇത്രയും ഡേറ്റ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നിരുന്നാലും സ്റ്റുഡൻസ് പറയുന്നുണ്ട് ഈ ഡേറ്റയിൽ എന്തൊക്കെ വേരിയേഷൻ ഉണ്ടെങ്കിലും ഫൈനൽ ആൻസർ 3 ആണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഇത് വരെ അല്ലേ? ഓക്കേ യെസ്. അപ്പോൾ ഇനി അടുത്ത I think it's final. Yes, one more question we have. Statement 1. Statement type question. In the process of bromination of nitrobenzene in presence of CS2, a Lewis base is required എന്നാണ് കൊടുത്തിരിക്കുന്നത്. സർ നമുക്ക് ലൂയിസ് ബേസ് ആണോ ലൂയിസ് ആസിഡ് ആണോ കൊടുത്തിട്ടുണ്ടാകുന്ന നമുക്ക് അറിയില്ല. ലൂയിസ് ബേസ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലൂയിസ് ബേസ് ആണെങ്കിൽ ഇത് റോങ് ആണ്. അപ്പോൾ യെസ് ലൂയിസ് ആസിഡ് ആണെങ്കിൽ അത് കറക്റ്റ് ആണ്. ലൂയിസ് ആസിഡ് ആണെങ്കിൽ അത് ഓക്കെ. യെസ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 പറയുക ലൂയിസ് ബേസ് ഫോംസ് Br+ എന്നാണ്. ഒരിക്കലും പറ്റില്ല. ബേസ് ആണെങ്കിൽ അത് റോങ് ആണ്. ആസിഡ് ആണെങ്കിൽ ഇത് ട്രൂ ആണ്. അപ്പോൾ അങ്ങനെ ഈ ഫോമിലാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ഉം 2 ഉം തെറ്റാണ്. ട്രൂ ബോത്ത് ആർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഇനി രണ്ടിടത്തും ആസിഡ് എന്നായിരുന്നെങ്കിൽ ഇത് രണ്ടും കറക്റ്റ് എന്ന് പറയണ്ടായിട്ടോ എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഷിഫ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് കെമിസ്ട്രി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത്ര ഈസിയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യനും അല്ല. നിങ്ങൾ NCERT ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത ദിവസം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും കൂടുതൽ NCERTയിൽ ഫോക്കസ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഫൈൻ ഡീറ്റെയിൽസ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ചോദിച്ചതിനോട് സിമിലർ ആയ അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആയ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. സിമിലർ ആയ കാര്യങ്ങൾ റിവൈസ് ചെയ്തിരിക്കുക. അതുപോലെ കോമൺ നെയിം അതെ ഓർഗാനിക് ആണ്. കോമൺ നെയിംസ് ഓഫ് കോമ്പൗണ്ട്സ് ഇത്തിരി പ്രയോറിറ്റി കൊടുക്കുക. പുസ്തകത്തിലുള്ളതൊക്കെ കാണാതെ ഓർത്ത് വെക്കുക തന്നെ ചെയ്യണം, സ്ട്രക്ചർ ഉൾപ്പെടെ. അപ്പോൾ എല്ലാ വിഷയസും താങ്ക് യു. ഈ മാത്സിന്റെ സാർമാർ റെഡി ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് അനാലിസിസുമായിട്ട് മാത്സ് സാർമാർ ഷിഫ്റ്റ് 1ന്റെ തന്നെ മാത്സിന്റെ ബാക്കി പോർഷൻ ആയിട്ട് സാർമാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ മാത്സ് സാർമാർ വരും. ഓക്കെ, താങ്ക് യു. Namaste, my dear students. Now, second session of mathematics. സെക്കൻഡ് സെഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഫസ്റ്റ് സെഷൻ മോർണിംഗ് സെഷന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. നമ്മൾ പകുതിക്ക് വെച്ച് നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും കയറിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സർക്കുലർ ആയിട്ട് ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷിഫ്റ്റ് എക്സാമിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. സോ അടുത്ത് കിടക്കുന്നത് കൺസിഡർ ദ ഇക്വേഷൻ ax² + bx + c = 0. ഫൈൻഡ് ദ പ്രോബബിലിറ്റി a b c belongs to a where a is equal to 1 2 3 up to 8 that the equation has
equal roots. Equal roots. Sir, actually, I think it's a special ചോദ്യമാണ്. We didn't experience such a question. This is a combination of quadratic equation plus probability. So, cumulative questions നമുക്ക് വരുമെന്നുള്ളതിന്റെ കൺഫർമേഷൻ ഒന്നുകൂടെ പറയുവാണ്. ടച്ച് ചെയ്ത് അതായത് എല്ലാ ടോപ്പിക്കിലും ഇവർ ടച്ച് ചെയ്ത് പോവാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രോബബിലിറ്റി കമ്പൈൻഡ് ആണ്. Sir, classical probability മാത്രമേ ഉള്ളൂ. No special thing is there. Only classical probability. Definition only. Okay. So we can do. So here ABC we can take from this set, right? So therefore n of s, that is the sample space 8 cube. So we are taking ABC. Yes, ABC. So A can be taken 8 ways. And B also 8 ways, and C also 8 ways. 8 cube. So 8 cube. So this is the what number of the sample space. Yes, sample space. Now question is what roots are equal. Roots are equal. So B square minus 4AC 0, right? B square minus 4AC should be 0. Yes. So roots are equal. Roots are equal. So therefore B square minus 4AC equal to 0. So B square should be equal to AC is B square by 4. Yeah. Right? Now I want pairs, AC pairs. So here 4 is must divisible. That is 1 ruled out, 3 ruled out. Right? Among 1 to 8. So we can leave 1, 3, 5, 7, 9. That is ഓഡ് നമ്പറുകളെല്ലാം നമ്മൾ ബി എന്ന് പറയുന്ന പോസിബിലിറ്റിയിൽ നിന്നും എടുത്ത് കളയും. കാരണം അതൊന്നും ബി സ്ക്വയർ ബൈ 4 എന്ന് പറയുന്ന പോസിബിലിറ്റി ഇല്ല. കാരണം എ സി എന്ന് പറയുന്നത് എയുടെയും സിയുടെയും പ്രൊഡക്റ്റ് ആണ്. എയും സിയും ബിയും നമ്മൾ എടുക്കുന്നത് 1 തൊട്ട് 8 വരെയുള്ള ഇൻറ്റീജേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നായതുകൊണ്ട് എ സിയും ബി സ്ക്വയർ ബൈ 4ഉം സെയിം പറഞ്ഞെങ്കിൽ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഈവൻ, അതായത് ബി എന്ന് പറയുന്നത് ഓഡ് നമ്പർ ഒബ്വിയസ്ലി വരാൻ പറ്റില്ല. ഓക്കെ. Sir, now I'll take B is 2. Right? B is 2. AC is 1. This implies 1. അതായത് ബി എന്ന് പറയുന്നത് 2 എടുക്കുവാണെങ്കിൽ നമുക്ക് എ സി എന്ന് പറയുന്നത് ബി സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നതാണ് എ സി. അപ്പോൾ എ സി ഈക്വൽ ടു 1 കിട്ടും. അതിൻ്റെ ഒരു ഒറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, എ ഈസ് ഈക്വൽ ടു 1, സി ഈസ് ഈക്വൽ ടു 1. 1 is the only possibility. Now I'll take B is equal 4 because AC is 3 not. Yeah, not divisible by 4. So AC is equal to 4. Yes. Now here 2 2 1 4 4 1. Right? അതായത് ബി ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി എടുത്താൽ എ സി ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 4 ആണ്. ബി ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോസിബിലിറ്റി സാർ എടുക്കാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, 3 എടുത്താൽ ഇത് 3 സ്ക്വയർ ബൈ 4 എന്ന് വരും. അതൊരിക്കലും എ സിയോട് ഈക്വൽ ആവില്ല. എ സിയോട് ഈക്വൽ ആവാത്തതിന്റെ കാര്യം എയും സിയും 1 തൊട്ട് 8 വരെയുള്ള നമ്പറുകളിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈക്വൽ ആവാത്തത്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 4 എടുത്താൽ എ സി ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. എ സി ഈസ് ഈക്വൽ ടു 4 ആകാനായിട്ട് നമുക്ക് 2 2 എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്, 1 4 ഉണ്ട്, 4 1 ഉണ്ട്. ഓക്കെ, സിമ്പിൾ. Now B is 6. Yes, B is 6. AC is equal to 9. 6 square divided by 4. 36 by 4, 9. B is equal to 6 എടുത്താൽ AC എന്ന് പറയുന്നത് 9 കിട്ടും. So simply AC is equal to 9 വരുന്ന പോസിബിലിറ്റി 3 3 ഉണ്ട്. Only 3 3. Only 3 3. Yes. Right. The product should be odd number. So both should be odd. Yeah. Yes. So no other possibilities are there. So 3 3 is the only possibility. So B is 8. 8 implies AC is equal to 64 by 4, 16. Right. 16. So this is 8 2 8 4 4. So 3 4 7 8. No other case. So n of E, that is event space, 8 cases. That is the favorable outcomes. Outcome. What time you used? E meaning what? Event space. Event space. Yes. That is the name. Yes. Okay. This is our event. Equal roots is event. That is even. Sir, I have a term. N of E എന്നാണ് സാർ ആ നൊട്ടേഷൻ കൊടുത്തത്. നമ്മൾ അതിനെ സിംപിളി ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് n of E is equal to 8 ആണ്. So our probability is 1 by 8 by 8 cube. 8 by 8 cube. 1 by 64 is the answer. Sir, അപ്പം ഈ ചോദ്യത്തെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിനകത്ത് see, there is nothing special in this question. അതായത് ക്യുമുലേറ്റീവ് ചോദ്യമാകുമ്പോൾ ഒരു ചാപ്റ്ററിന്റെയും ട്വിസ്റ്റിംഗ് കൺസെപ്റ്റുകൾ എടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു കൺഫർമേഷൻ നമുക്ക് ഈ ക്വസ്റ്റനിൽ നിന്ന് കിട്ടും. ഇത് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി, അതായത് ഡെഫിനിഷൻ ഓൺലി ബേസിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി മാത്രമാണുള്ളത്. സെക്കൻഡ് തിങ്, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർ ഈക്വൽ റൂട്ട്സ് ദ ഡിസ്ക്രിമിനന്റ് ഷുഡ് ബി 0 എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസിക് ഫോർമുലയാണ്. ആഫ്റ്റർ ദാറ്റ് ഫൈൻഡിങ് ദ നമ്പറുകൾ കണ്ടുപിടിക്കുന്നത്
നമ്മൾ ലിസ്റ്റിംഗ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന, അതായത് ഇനീഷ്യൽ പ്രോബബിലിറ്റിയുടെ ഇനീഷ്യൽ, അതായത് നമുക്ക് ലിസ്റ്റിംഗ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന ആദ്യത്തെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റൻ ചെയ്യുന്നത്. സ്പെഷ്യാലിറ്റി ഉള്ളത് ഒരു ക്യുമുലേറ്റീവ് ചോദ്യമാണ്. ക്ലബിംഗ് ടു ചാപ്റ്റേഴ്സ്, പ്രോബബിലിറ്റി ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ക്യുമുലേറ്റീവ് ക്വസ്റ്റൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. വി ഹാവ് ഡൺ ദിസ് ക്വസ്റ്റ്യൻ ബിഫോർ ആൻഡ് ആ ക്വസ്റ്റ്യന്റെ ഷോർട്ട് കട്ട് ഒന്ന് ഓർത്ത് വെച്ചോണം. 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, 2 ക്വാഡ്രാറ്റിക് കർവുകൾ വരുമ്പോഴത്തേനും ഏരിയ ഇൻ ബിറ്റ്വീൻ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് സാറിന്റെ സ്പെഷ്യൽ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചോണം. ആൻഡ് ഐ എം അഡ്മയറിംഗ് ഹിം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. So when 4 dice, D-I-C-E, yes, okay, are rolled, then the probability of 16 as a sum, right? So for this, we'll take this. What is that? Here 4 dice. 4 dice so are there. 6, 6, 6. So n of s, sample space. 6 okay. power 4. 6 raised to 4. Yes. That is. So n of s is 6 raised to 4. 6 raised to 4. Because 4 times. 4 dice. അതായത് 4 ഡൈകളുണ്ട്. നമുക്ക് നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്കം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 6 into 6 into 6 into 6, 6 raised to 4. Right. Now, question is, their sum is 16. Sum should be 16. 16. So, that is, if you take x1 plus x2 plus x3 plus x4 is 16. 16. So, this is nothing but coefficient. Coefficient. Binomial theorem, coefficient or rather, and distribution. Distribution, the concept of distribution. So, coefficient of x power 16, right? Because sum 16. Sum 16. Yes, in it can be x power 1, that is dice 1 shows, or 2 shows, 2, second or, die. yes, 3 and so on up to 6. Power 4. Why? Because 4 dice. 4 dice are there, okay? Yes. This is for single case and second die, third die, for power 4. Okay. Right. So, coefficient of x power 16 in, here x common, x power 4, 1 plus x square, so on x power 5 whole power 4. Right? Okay. So, it is nothing but coefficient of x power 12 because already 4 is there. We can find coefficient of x raised to 12 yes, in this. In this. So, in this is what GP with the 6 terms. 6 terms, yes. So, A into 1 minus x power 6 by 1 minus x whole power 4. Right. So, now coefficient of x power 12 in 1 minus x power 6 power 4 and 1 minus x power minus 4. Right? So actually, I think the rest is familiar. Coefficient of x power 12 in, this is 1, 4x6 plus 6x power 12. Yeah, that is expansion. Expansion. And you know the expansion of the rest this of expansion is sigma, right? R equals 0 to infinity, right? R plus 3, one you have to subtract, by r factorial into 3 factorial into x power r. So, now we can collect. 1 here r 12. R 12, yeah. Here 6, here r 6. R is 2. 6. R is 6 and here 6. 6. Here 12 6 plus 0. 2. Multiplying 6 plus 6. Powers add. Okay. And So, that's a cool method. Yes. So, now here, therefore, coefficient of x power 12 is equal to 1 into r is 12. This is a factorial. So, that is 15 factorial, right? Whole by. This is 12 factorial into 3 factorial. And we can count the rest, right? Minus 4. Minus 4. Here 6, here 6. 6. R is equal to 6. Yeah, 9 factorial by, this is, what is that? 6, 3. Alright, 12. So, 6 factorial and 3 factorial. 3 this is 6, 9C3. When coming to Plus 12, 6. Plus 6. R is equal to 0. 0. That is 3 factorial by 1 into 3 factorial. So, R is equal to 0. That is 0 factorial 1. So, 3 factorial. Yeah. So, this we have to simplify. So, it was a lengthy question, I feel. And sir, there is a sir, actually, there is another method there. We can find using distribution. Binomial, sorry, permutations and combinations. That is also a method. Actually,
But in that case, identical cases, n identical cases distributed to r persons. R persons, yeah. N plus r minus 1, cr minus 1. But not possible because there is a limit there. That is the problem. Here there is a limit there. That is the problem. So അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നമുക്ക് കോയിഫിഷ്യന്റ് വെച്ച് കണ്ടുപിടിക്കാം. ഇത് ഉള്ളതിൽ ഇപ്പം നമ്മൾ ഇത്ര നേരം എക്സ്പീരിയൻസ് ചെയ്തതിൽ ഇത്തിരി ഡിഫിക്കൽട്ട് ഉള്ള ഒരു ചോദ്യമായിരുന്നു. ചെയ്തത് മനസ്സിലായി കാണുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ബൈനോമിയൽ തരം കൂടെ ക്ലബ് ചെയ്ത് രണ്ടാമത്തെ ക്യുമുലേറ്റീവ് ചോദ്യം. ഇതിന് ഇത്തിരി ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി കൂടുതലായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു. സാർ ഇനി മെത്തേഡുകൾ നമുക്ക് പറഞ്ഞാൽ സാർ ആക്ച്വലി സെഷൻ 2 ഈസ് വെയിറ്റിംഗ്. ദിസ് റിപ്പീറ്റഡ്. ഓക്കെ, next. Actually session 2 is waiting. Students are waiting for session 2, so we can explain it in speed. Okay, this is like a two lines passing through 2 3. Okay, so this is the case. Parallel to coordinate axis meaning they are perpendicular. Yes, sir. Perpendicular. Okay. This is 2 3 and it touches like this. Okay, right, and the radius is 1. Radius is 1 given. And we want shortest distance from 5 distance 5 5. Okay, so h comma k you take, apply perpendicular distance radius. Okay, we'll get hk. Yes, so use perpendicular distance radius, right? Equal to radius. You will get h comma k is 1 2. 1 2. Okay, simply they can find h comma k. If it is 1 2, they simply they can find. Yes, so now this is p. Cp minus radius. This distance minus radius is the shortest distance. Actually, it is the sir, can I ask you one thing more? What may be the longest distance? Meaning, is it tangential or diameter plus diameter is the distance. That is a confusion. Cp plus r is the maximum distance. That was a confusion for me also because a tangential distance is also there. There is also a distance now. But this is the longest distance. അപ്പോൾ ഒരു സർക്കിളിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ടു ദാറ്റ് പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസിൽ നിന്നും റേഡിയസ് സബ്ട്രാക്ട് Cp minus r. ആൻഡ് ഏറ്റവും ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് മാക്സിമം ഡിസ്റ്റൻസ് ചോദിച്ചാൽ Cp plus r കണ്ടുപിടിച്ചാൽ മതി. ടാൻജന്റ് ഡിസ്റ്റൻസ് അല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർ. ഇതിനു മുന്നേ നമ്മൾ ചെയ്ത ചോദ്യം the previous question was special actually. That was a special question. This was a special question. അതായത് ആ ക്വസ്റ്റ്യനിൽ ഇതിൽ സർക്കിളിന്റെ സർക്കിൾ വാസ് there but no any concept of circle was there. സർക്കിൾ ഉണ്ടായിരുന്നു പക്ഷേ സർക്കിളിന്റെ വലിയ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല. Straight line was there but not any hard results were there and just distance formula. That's it. Okay, so next question. So this is a rectangle described in PQRS. Then maximum area of PQRS. Okay. Yes, sir. So this is the PQRS. Now in this ABCD square inscribed. That is square. Rectangle, sir. That is a rectangle. Yes. This is also rectangle. This is also rectangle. Rectangle. Okay. So like this. A, B, C, D. This is 2, 4, 2, 4 given. Right? Now he is asking maximum area of PQRS. That is the question. So you take theta, say this, right? And this is 90 minus theta. And this is 90. This is 90 minus theta. Then this is theta, right? And this is 90 minus theta. This is theta. And this is 90 minus theta. Right? Okay. So now we want maximum area of PQRS. PQRS ന്റെ maximum area ആണ് നമുക്ക് വേണ്ടത്. ഇത്ര ഇൻഫർമേഷൻസ് ഒക്കെ അവർ തന്നിരുന്നു. Okay. Now for this, what we will do now? In this triangle, I will take cos theta and sin theta. We will get this. These two sides. Yes. So നമുക്ക് sin theta cos theta components എടുത്താൽ നമുക്ക് ഈ ഹൈറ്റും കിട്ടും ഈ ബേസും കിട്ടും. Here also will take sin. This length will get. We will get this length. Yes. In terms of theta. Okay. So therefore triangle BCR. So sin theta is BR divided by CR. 4. Sorry. So this. Now the same way BR is equal to 4 sin theta and CR is equal to cos theta is CR by 4. So 4 cos theta. Right.
In the same way, we Here can also. find Yes. this. So in triangle AQB, AQ is equal to, in triangle AQB, I'll take sine 90 minus theta. Sine 90 minus theta is equal to BQ by 2. 2. So 2 cos theta is BQ. In the same way, cos 90 minus theta is cos AQ 90 minus theta theta is equal to AQ upon 2. So that you can keep. Right. So this known, we can find length, RQ length. Sir, pen. So RQ length you will get this length plus this length. Yeah. So BR length BR is 4 sin theta plus 4 sin theta plus 2 cos theta. Yeah, 2 cos theta. Right? Okay. Now, similarly, in this triangle, we will take sin 90 cos 90 minus theta and you will sin get 90 this. So therefore, we need cos 90 minus theta only. Yes. So now we will get this length, this length. So breadth is known, length is known. not. So multiply length into breadth area maximize. That is the only thing. Yes. And ഈ question plus 2 ലെ ഏത് ടോപ്പിക്കിൽ നിന്നാണെന്ന് ചോദിച്ചാൽ from which topic, sir? We can't say anything. This is maximum minimum. Maximum minimum, but that is the end of the question. This is simple geometry. Simple geometry. I think this question we experienced in 10th standard. Yes. Right. Yeah. അതായത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഒരു 10th സ്റ്റാൻഡേർഡിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ അതിന്റെ എൻഡിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ മാക്സിമം മിനിമം എന്ന് പറയുന്ന ഏരിയ ആണ്. ആക്ച്വലി ആ ക്വസ്റ്റൻ ഇനീഷ്യലി കാണുവാണ്. അതായത് നമുക്ക് പുതിയൊരു സ്റ്റൈൽ ക്വസ്റ്റൻ ആണ്. ഡിസൈൻ ഒക്കെ ഒരു ന്യൂ സ്റ്റൈൽ ഡിസൈൻ ആണ്. സ്റ്റാർട്ടിംഗ് വാസ് ഇനീഷ്യലി ഇറ്റ് വാസ് ന്യൂ ആക്ച്വലി pure geometry. And after that maximum minimum is the tail end of the question. And initially it is pure geometry. Yes. To the next question, sir. Sir, we done this question. Your shortcut was there. Yeah. This is a question from three-dimensional geometry. Right. Intersection of these two planes at P, then distance. So simply lines, we can find a point, substitute in this. You will get T value. When we can find P, distance. This is the direct NCERT question, I think. ഇത് NCERT-ലെ ഡയറക്റ്റ് ചോദ്യമാണ്. രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഇതിന് ഈക്വൽ ടു ലാംഡ കൊടുത്താൽ എക്സ് വൈ ഇസഡ് ഇൻ ടൈംസ് ഓഫ് ലാംഡ കിട്ടും. ഇവിടെ ഈക്വൽ ടു യു കൊടുത്താൽ എക്സ് വൈ ഇസഡ് ഇൻ ടൈംസ് ഓഫ് യു കിട്ടും. രണ്ടും ഈക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ദാറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. This is like you find what is that variance by using distribution table. Then you can find the variance and multiply with this. Sir, in this exam, we experiencing questions from variance. Variance. Actually, probability from that distribution. Chapter. Distribution. Actually, we were not concentrating on that topic. When it is coming probability, Bayes theorem, etc., was there. But few questions were from the area variance but we did in statistics variance. Variance, we have done that but not related to probability. It was, we were thinking that it was not important, but many questions was from there. No, sir. See, distribution functions are there. There we did. In that area, we have done that question. I'm saying that in this session, I mean, in this January session and here, many questions was from variance area. Yes. 2-3 questions are there. Yeah, we write a probability distribution function. That is P of x equal to x. Then we can find this is P of x equal to x. Random variable area was there. 0, 1, 2, 3. Yes, range. A maximum 3 defective was there. So 0, 1, 2, 3 and the probability. Mean, then find variance. Yeah, that E of x and E of x square. Finding E of x and E of x square and variance is equal to E of x square minus E of x whole square. 96. Yes. Easy. You please do that. And I think this is the... So this is a basic maths question, right? You find out the intervals, then we'll find. See, we can find the interval like x is equal to 0, sorry, mod x is equal to 0 and x plus 2 is equal to 0, x plus 1 is equal to 0. We can find the interval using x is equal to 0, x is equal to minus 2, minus 1 and x is equal to minus 1. And we can find the intervals and just split. Yeah, there are 3 solutions. ഇതുപോലത്തെ സെയിം ചോദ്യം ഒരെണ്ണം ആദ്യത്തെ സെഷനിലും അതായത് ജാനുവരി സെഷനിലും ഇഷ്ടം പോലെ നമുക്ക് കണ്ടിരുന്നതാണ്. I think yesterday there. Yeah. So this is the last question. Yeah. So I think there is some no, this is also basic maths question. There are 2 cases. A greater than or equal to half 1/2 and A less than half 1/2. A less than half. Then solve.
you will get A minimum, right, is 1/4 you will get. So therefore, so minimum of 72 into 1/4 you will get. That is what 18. 18. Okay. Yes. That's it. Okay. Sir, actually, I think this is not the. See, after discussion with our students, there is some changes with this question. So we can confirm the question. So but according to this according to the information, we can simply say. Okay. And that was the last question, sir. അപ്പോൾ നമുക്ക് ഈ എക്സാമിനെ ഒന്ന് കംപ്ലീറ്റ്ലി ഒന്നുകൂടെ പറയാം. അതായത് see, there are some questions from basic geometry. Not exactly the questions given in the paper. Yeah. Memory based, no? This is memory based. അപ്പോൾ നമുക്ക് എക്സാക്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. But to an extent, there are some questions from basic geometry and number theory. That was a speciality. അതായത് അത് മാത്രമായിരുന്നു സ്പെഷ്യൽ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ ടോപ്പിക്കുകളും നമുക്ക് എല്ലാം കോർ ടോപ്പിക്കുകളായിരുന്നു. അതായത് എല്ലാം നമ്മുടെ കോർ ഐഡിയയിൽ നിന്നായിരുന്നു. ഇനി നമ്മുടെ ഇപ്പൊ ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് സെക്ഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഡീറ്റെയിൽ അനാലിസിസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിനുശേഷം നിങ്ങൾ പോകരുത്. ഇപ്പം ഇന്ന് നടന്ന ഈവനിങ് സെഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് നമ്മുടെ സാർമാർ റെഡിയാണ്. സോ ഇന്നത്തെ ഈവനിങ് സെഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലുള്ള സാർമാരെ നമ്മൾ ക്ഷണിച്ചുകൊണ്ട് വൈൻഡിങ് അപ്പ്. താങ്ക് യു. Hello, good evening everyone. Hi. Welcome to the second session discussion. Okay. നിങ്ങൾ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി എഴുതാനുള്ളവർ ഞങ്ങൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കി അടുത്ത ദിവസത്തെ എക്സാമിനേഷന് വേണ്ടി പോവുക. ദാറ്റ്സ് ദ ഐഡിയ ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, ഇതൊക്കെ മെമ്മറി ബേസ്ഡ് ആണ് പറയുന്നത്. സെക്കൻഡിലേക്ക് വരയ്ക്കാം. ഓക്കെ സാർ. ഓക്കെ, ഇവിടെ 15th ടേം ഈ BBHJO എന്ന ടേംസിൽ ലെറ്റേഴ്സ് കൊണ്ട് അറേഞ്ച് ചെയ്യുന്ന നമ്മുടെ ഡിക്ഷണറി ഓർഡറിലെ 50th ടേം ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ആദ്യത്തെ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് ഡിക്ഷണറിയിൽ പോവുക.
ബിയിൽ ഫസ്റ്റ് തുടങ്ങുന്ന വേർഡിന് ബാക്കി 4 ടേംസ് ഉണ്ട്. ആ 4 ലെറ്റർ ഫില്ല് ചെയ്യാൻ നമുക്ക് 4 ലെറ്റേഴ്സ് ഉണ്ടല്ലോ സാറേ. അതിനു മുമ്പ് ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് ഡിക്ഷണറി ഓർഡറിലാണ്, ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അത് ഓർഡറിൽ തന്നതുകൊണ്ടാണ് ബിയിൽ തുടങ്ങുന്നത്. അപ്പൊ ആദ്യം ഫസ്റ്റ് യു മസ്റ്റ് ഹാവ് ടു വെരിഫൈ ദാറ്റ് ദീസ് ലെറ്റേഴ്സ് ആർ ABCDEFGHIJ. Then we start with B. ഫസ്റ്റ് ലെറ്ററിന്റെ ആൽഫബറ്റിക് ഓർഡറിലെ ഫസ്റ്റ് ലെറ്റർ ബി ആയതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ശേഷം 4 ലെറ്റർ ആണുള്ളത്. BHJO. ഈ 4 ലെറ്റർ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യണം. ആ 4 ലെറ്ററിനെ 4 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. സോ ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ 4 factorial ways which is equal to 24. നമുക്ക് 50ാമത്തെ വേർഡാണല്ലേ സാറേ കണ്ടുപിടിക്കുന്നത്. 50ാമത്തെ വേർഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ there are 24 words starting with B. So BBHJO അങ്ങനെ 27 വേർഡ്സ് നമുക്ക് അങ്ങനെ കിട്ടി. അവിടെ നമ്മൾ എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് കൊടുക്കുന്നു. എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് നോക്കുമ്പോഴും ശേഷം നമുക്ക് 4 ലെറ്റേഴ്സ് ഉണ്ടല്ലോ സാറേ. ആ 4 ലെറ്ററിൽ വരുന്നത് ഒരെണ്ണം ബി ആണ്, മറ്റൊന്ന് ബി ആണ്, പിന്നെ വരുന്നത് ജെ ആണ്, പിന്നെ വരുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ബി കഴിഞ്ഞാൽ അടുത്ത ആൽഫബറ്റിക് ഓർഡറിൽ എച്ച് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എച്ച് എടുക്കുന്നത്. ഇനി ഈ BBJOയിലെ 4 ഐറ്റത്തിനെ നമുക്ക് 4 സ്ഥലത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ. അതിൽ തന്നെ നമുക്ക് നോക്കാം, ഈ 2 BB എന്ന് പറയുന്ന ആൾ ഐഡന്റിക്കലാണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ സാറേ നമ്മൾ റെസ്ട്രിക്റ്റഡ് പെർമ്യൂട്ടേഷൻ ഫോമിലാണ്. അപ്പോൾ നമുക്കറിയാം 4 ആൾക്കാരെ ഡിവൈഡ് ചെയ്യാൻ 4 ഫാക്ടോറിയലാണ്. ഒരാൾ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 2 ഫാക്ടോറിയൽ. സോ 24/2 വരും. അത് 12 ആണ്. അപ്പോൾ നമുക്ക് എത്ര വേർഡ് കിട്ടി? 24 12 36 വേർഡ് നമുക്ക് കിട്ടും. നമുക്ക് 50th വേർഡാണല്ലോ സാർ കാണേണ്ടത്. അടുത്തത് BH കഴിഞ്ഞാൽ അടുത്ത ഡിക്ഷണറി ഓർഡറിൽ വരുന്നത് ജെ ആണ്. ജെയിൽ തുടങ്ങുന്ന 4 ലെറ്ററുകൾ നമ്മളിവിടെ നോക്കണം. അവിടെയും നമുക്ക് റിമൈനിങ് വരുന്നത് BHO ആണ്. സെയിം കണ്ടീഷൻ ആസ് എച്ച് അല്ലേ സാറേ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെയും നമുക്ക് 4 ആൾക്കാരെ 4 സ്ഥലത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഔട്ട് ഓഫ് വിച്ച് 2 ആർ ഐഡന്റിക്കൽ. സോ അതിന്റെ നമ്മുടെ റെസ്ട്രിക്റ്റഡ് പെർമ്യൂട്ടേഷൻ വരുമ്പോൾ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വരും. അത് അഗെയിൻ 12 ആണ്. Now it is 48. ഇനി നമുക്ക് 2 ആളെയും കൂടെ കണ്ടുപിടിച്ചാൽ അറിയാലോ സാറേ. അപ്പോൾ നമ്മൾ ബിയിൽ തുടങ്ങുന്ന എല്ലാവരെയും എടുത്തു, എച്ചിൽ തുടങ്ങുന്ന എല്ലാവരെയും എടുത്തു, ജെയിൽ തുടങ്ങുന്ന എല്ലാവരും എടുത്തു. ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് O ആണ്. സാർ ഓയിൽ തുടങ്ങുമ്പോൾ that will be OB, അടുത്തത് BHJ. This is the 49th word. 49th word. 50 കാണാനോ? Last 2 should be interchange. OBBJH. So ഇതായിരിക്കും നമ്മുടെ ഡിക്ഷണറിയിലെ OBBJH. That's your 50ാമത്തെ വേർഡ് എന്ന് പറയുന്നത് അല്ലേ സാറേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള. Sure, they can do it. ഒരു കാര്യം വീണ്ടും പറയുന്നു, ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സിന്റെ ഓർഡർ യു മസ്റ്റ് ഹാവ് ടു വെരിഫൈഡ്. ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആയിരിക്കണം, അല്ലെങ്കിൽ യു മസ്റ്റ് ഹാവ് ടു മേക്ക് ദാറ്റ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. റൈറ്റ്? ഓക്കെ സാർ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സാറേ ഇവിടെ പറയുന്നത് 4⁻1 + x, 4⁻1 - x, k/2, 16⁻x, 16⁻⁻x. ഇവർ AP-യിലാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം 3 ടേംസ് AP-യിലാണെങ്കിൽ ദേ ആർ ഇൻ AP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നടുക്കത്തെ ടേമിന്റെ ഡബിൾ ABCR ഇൻ AP, then 2B is equal to A + C. നമ്മുടെ അരിത്തമെറ്റിക് മീനിന്റെ കാര്യം പറയുന്നത് സാറേ. അപ്പോൾ നമുക്ക് എന്താ പറയാം, 2 ഇൻറ്റു മിഡിൽ ടേം ആയ k/2 എന്ന് പറയുന്നത് നമുക്ക് ആരോട് ഈക്വൽ എന്ന് പറയാം 4⁻1 + x പ്ലസ് 4⁻1 - x ഞാൻ 4/4⁻x എഴുതാം. എഴുതാമല്ലോ. ഇതായിരിക്കും ഓൾസോ ബി റിട്ടൺ ആസ് 4 × 4⁻x. നമുക്കിത് 4 × 4⁻x എഴുതാം. ഇനി നമുക്ക് അതേപോലെ 16 കിടപ്പുണ്ട്. ഇവരുടെ സമ്മിനോട് ഈക്വൽ ആണെന്നാണ് നമ്മുടെ AP-യുടെ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 16 എനിക്ക് 4⁻2x എന്ന് എഴുതാം. 4⁻2x പ്ലസ് അവിടെ എനിക്ക് 4⁻−x ആയതുകൊണ്ട് 1/4⁻2x എന്ന് എഴുതാം. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ് ഈസ് ജസ്റ്റ് സി, this will be 16⁻x only. 16⁻x by 16⁻x. ഇവിടെ k is equal to 4 × 4⁻x plus 1/4⁻x plus 16⁻x plus 1/16⁻x. Okay? You know, every time എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാ, positive number plus its reciprocal will always be greater than or equal to 0. 2. Okay. So it will become 4 × 2 plus 2, which is greater than or equal to 8 plus 2, that's equal to 10. You got your answer. Least value ആണ് ചോദിച്ചിരിക്കുന്നത്. So it's greater than or equal to 10 എന്ന് പറയുമ്പോൾ k യുടെ വാല്യൂ ഇവിടെ 10 ആയിരിക്കണം വരുന്നത്. Right. Okay sir. So number plus its reciprocal. What number? Positive number plus its reciprocal must be greater than or equal to 2. അപ്പോൾ ഇവിടെ 4 വന്നു, ഇത് പോസിറ്റീവ് നമ്പർ, ഇത് പോസിറ്റീവ് നമ്പർ. എപ്പോഴാ ആവുന്ന ഏത് പോയിന്റില്ല? when x is equal to 0. x 0 ആകുമ്പോൾ ഇത് 2, x 0 ആകുമ്പോൾ ഇത് 2. that will be 8 plus 2 greater than or equal to 2. That's a good 10. Okay, അടുത്തതിലേക്ക് കടക്കാം നമുക്ക്. ഓക്കെ സാർ, നമുക്ക് അടുത്തതിലേക്ക് പോകാം.
അടുത്ത സാർ നമ്മുടെ എക്സ്പാൻഷൻ. ഓൾറൈറ്റ്, ഇത് ഒറ്റ സെക്കൻഡിൽ പറയാമെന്ന് പറഞ്ഞാൽ ഇതിനെ ദിസ് വിൽ ബി റിട്ടൺ ആസ് 2x by 5 raised to 1 by 3 plus 3 raised to 1 by 5 by x എന്ന് ഞാൻ എഴുതി raised to 12. കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇതിന് ഒരു സെക്കൻഡ് മതി, ജസ്റ്റ് 1 സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്ന്. ഇത് ഫസ്റ്റ് ടേമിൻ്റെ പവർ ശ്രദ്ധിച്ചോ 1, സെക്കൻഡ് ടേമിൻ്റെ എക്സിൻ്റെ പവർ ശ്രദ്ധിച്ചോ -1. അങ്ങനെയാണെങ്കിൽ ദ മിഡിൽ ടേം വിൽ ബി ദ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. മിഡിൽ ടേം വിൽ ബി ദ ടേം. അപ്പോൾ മൊത്തം നമ്പർ ഓഫ് ടേംസ് പറഞ്ഞേ, നമ്പർ ഓഫ് ടേംസ് വിൽ ബി ഈക്വൽ ടു 12 plus 1. That's equal to 13, which is odd. Odd ആണെങ്കിൽ മിഡിൽ ടേം ഏതാ? 13 plus 1 by 2th. That is your answer. 7th one. ഇനി നിങ്ങളൊന്ന് ശരിക്ക് ചെയ്തേ. ഇപ്പോൾ ഇവിടെ പവർ ഓഫ് എക്സിൻ്റെ പവർ ആദ്യത്തെ +1, ഇവിടെയാണ് -1. അങ്ങനെയാണെങ്കിൽ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ഉണ്ടാവണോ? ദാറ്റ് വിൽ ബി ദ മിഡിൽ ടേം. അപ്പം നമ്പർ ഓഫ് ടേംസ് ഇവിടെ എഴുതി. ഇനി നമ്മൾ ജനറലായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ജനറലായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പാൻഷൻ TR+1. സാർ ഞാനതൊന്ന് അങ്ങ് എടുത്തോട്ടെ. ഷുവർ. നമ്മുടെ എക്സ്പാൻഷൻ ഉപയോഗിച്ച് എഴുതുമ്പോൾ നമുക്കറിയാം TR+1, അതായത് നമ്മുടെ എക്സ്പാൻഷനിലെ TR+1 ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് 12 ആയതുകൊണ്ട് 12CR into 3 raised to 1 by 5 by x whole raised to 12 minus r into 2x by 5 raised to 1 by 3 the whole raised to r. ഇതാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സിൻ്റെ പവറുകൾ എടുക്കാം അല്ലേ സാർ? അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്കിവിടെ 12CR into 3 raised to 12 minus r by 5 into ഇവിടെ എക്സ് ഡിനോമിനേറ്ററിലാണ്, മുകളിലേക്ക് പോകുമ്പോൾ x raised to r minus 12 ആകുന്നു into 2 into x raised to r into 5 raised to minus r by 3. നമുക്ക് വേണ്ട 2 raised to r. നമുക്കിവിടെ വേണ്ടത് സാർ നമുക്ക് കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സിന്റെ പവറുകളെല്ലാം 0 ആയിരിക്കും. നമുക്കിവിടെ ഐഡന്റിക്കൽ ആയിട്ട് 2x ഉണ്ട്. നമുക്ക് ഇപ്പോൾ എഴുതാം x raised to 2r minus 12 must be equal to x raised to 0. അപ്പോൾ നമുക്കറിയാം എന്ത് വരും? 2r minus 12 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 0 ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് r എത്ര കിട്ടി? 2r is equal to 12 ആണ്, r is equal to 6 ആണ്. സാറേ അപ്പോൾ നമ്മുടെ പല കുട്ടികളും r is equal to 6 മാർക്ക് ചെയ്യും. അതാണ് അവിടുത്തെ ഡേഞ്ചർ. അതെ, ദാറ്റ്സ് ദ ബിഗസ്റ്റ് ഡേഞ്ചർ. ഇത് R+1 ടേം ആണെന്നുള്ള കാര്യം മറക്കരുത്. TR+1 ആണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ r കിട്ടിയിരിക്കുന്നത് r is equal to 6 ആണ്. അപ്പോൾ നമ്മൾ 6 ഒരിക്കലും മാർക്ക് ചെയ്ത് 6 കറക്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് R+1 ടേം ആണ്. അതാണ് സാർ, അത് 7 ആണ്. അതെ, നമുക്ക് സാറ് പറഞ്ഞ പോലെ വളരെ നോക്കി തന്നെ ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതില്ലാത്തവർക്ക് ഇങ്ങനെ എഴുതാനും സിമ്പിൾ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ സാറേ? ഫസ്റ്റ് ഷിഫ്റ്റിലും ഉണ്ടായിരുന്നു. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. Let me draw the figure then. Line is there, അല്ലേ? Then we have a point 8 5 7. Okay, നമുക്ക് അതിന്റെ ഇമേജ് ആണ് കണ്ടുപിടിക്കുന്നത്. This is called alpha, beta and gamma. And what's the line? Line is x minus 1 by 2 equal to y minus 1 by 3 equal to z minus 2 by 5. 5. Okay. ഇനി ഇതേ ക്വസ്റ്റ്യൻസ് ചില അവസരത്തിൽ ചോദിക്കും. Then what is 2 alpha plus 3 beta plus 5? ഒരു സെക്കൻഡ് മതി ചെയ്യാൻ. 2 alpha plus 3 beta plus 5 gamma. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഒരൊറ്റ സെക്കൻഡേ ഉള്ളൂ. എങ്ങനെയാണെന്ന് അറിയോ? ഇത് 8 മൈനസ് ആൽഫ ആണ്, അല്ലെങ്കിൽ ആൽഫ മൈനസ് 8 ആണ് ഇതിന്റെ DR. ആൽഫ മൈനസ് 8, ബീറ്റ മൈനസ് 5, ഗാമ മൈനസ് 7. ഇതിന്റെ DRs 2 3 5. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. Therefore 2 into alpha minus 8 plus 3 into beta minus 5 plus 5 into gamma minus 7 equal to 0. Therefore you get 2 alpha plus 3 beta plus 5 gamma equal to, look, 16 plus 15. അതായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ അത്രയും സെക്കൻഡ് മതി, റൈറ്റ്? പക്ഷേ ക്വസ്റ്റ്യൻ അതല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ഇതുപോലെ ഉണ്ട്, ഇതല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ചെയ്യുന്നു. അപ്പോൾ അതിന് ജനറൽ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. That is this is midpoint. Then the midpoint. അത് എങ്ങനെയാണ് വിളിക്കുന്നത്? Equal to lambda.
ഓക്കെ സാർ. അപ്പോൾ നമുക്കിവിടെ ഇതിനെ ലാംഡ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ എക്സ് കിട്ടും. നമുക്ക് ഇവിടുത്തെ എക്സ് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 2 ലാംഡ പ്ലസ് 1. ഓക്കെ. വൈ ഈസ് ഈക്വൽ ടു 3 ലാംഡ പ്ലസ് 1. ഓക്കെ. ഇസഡ് ഈസ് ഈക്വൽ ടു 5 ലാംഡ പ്ലസ് 2 എന്ന് കിട്ടും. സാർ നമുക്കൊരു എക്സും വൈയും ഇസഡും കിട്ടി. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഞാൻ എം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമ്മിന്റെ വാല്യൂ കിട്ടി. അതേപോലെ നമുക്ക് ഇവിടുത്തെ ഡയറക്ഷൻ റേഷ്യോ ആണ്. അത് രണ്ടും സാറേ ഉണ്ട്. ഡയറക്ഷൻ റേഷ്യോസിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അങ്ങനെ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. നമ്മൾ ലാംഡയുടെ വാല്യൂ നമ്മൾ എഴുതി കഴിയുമ്പോൾ സാർ നമുക്ക് ലാംഡ ഏതാണ്ട് 3/2 എന്ന വാല്യൂ ആണ് ഇവിടെ എഴുതാം. ദിസ് പോയിന്റ് ഈസ് വാട്ട് ദേർ ദെൻ ഈ പോയിന്റ് നമ്മൾ ഇടുകയാണ്. അത് 2 ലാംഡ പ്ലസ് 1 3 ലാംഡ പ്ലസ് 1 5 ലാംഡ പ്ലസ് 2. ഇനി നമ്മൾ എന്താ എഴുതുന്നത്? ഡയറക്ഷൻ റേഷ്യോസ് DRs ഓഫ് ഇതിനെ ഞാൻ PQ എന്ന് വിളിക്കാൻ പോവാ. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് PQ വിളിക്കാൻ പോവാം. അപ്പൊ ഈ ആൽഫ ബീറ്റ പിക്ചറിൽ ഇല്ല, നമ്മളിത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഡയറക്ഷൻ റേഷ്യോ വെച്ചാൽ 2 ലാംഡ പ്ലസ് 1 മൈനസ് 8 3 ലാംഡ പ്ലസ് 1 മൈനസ് 5 5 ലാംഡ പ്ലസ് 2 മൈനസ് 7. So that is equal to 2 lambda minus 7, 3 lambda minus 4, 5 lambda minus 5. ഇനി ഈ ഇത്തരം ക്വസ്റ്റ്യനിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗമുണ്ട്. ഈ ലാംഡയുടെ കോഎഫിഷ്യന്റ് ആയിരിക്കും ഇതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇതിന് നമ്മൾ നേരെ ഇതിലേക്ക് വരുന്നു. Therefore ഇനി എന്താ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത പോയിന്റ് പറയുന്നത് your PM is perpendicular to the line. Given line PM. അപ്പോൾ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 2 × 2 ലാംഡ മൈനസ് 7. ഈ 2 എവിടെ നിന്ന് കിട്ടി? ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈൻ. അതെപ്പോഴും ഈ ലാംഡയുടെ കോഎഫിഷ്യന്റാ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. പ്ലസ് 3 × 3 ലാംഡ മൈനസ് 4 പ്ലസ് 5 × 5 ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0. ഇതാണ് ഇപ്പൊ ജസ്റ്റിൻ സാർ പറഞ്ഞ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേന് യു ഗെറ്റ് ദി ആൻസർ. ലാംഡ 3/2. ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പോയിന്റ് കിട്ടി. പിന്നെ മിഡ് പോയിന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 plus alpha by 2 is equal to x coordinate. അങ്ങനെ നമുക്ക് equate alpha is equal to 3/2. You are sure, no? Lambda? Lambda is equal to 3/2. Okay. Then you can calculate lambda is equal to 3/2. Then you get your m. M is calculate ചെയ്ത് 3/2 ആകുമ്പോൾ 3 plus 1. Please. m നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 8 plus alpha 8 plus alpha by 2 is equal to നമുക്ക് ഇവിടെ എന്താണ് സാറേ 2 lambda plus 1 ആണ്. അപ്പോൾ 3 plus 1 4 അല്ലേ? m എന്ന് പറയുമ്പോൾ m is equal to 2 lambda plus 1. 3 plus 1. 3 plus 1 4. അതായത് ആൽഫ is equal to 8 minus 8 equal to 0. ആൽഫയുടെ വാല്യൂ 0 വന്നു. ആൽഫയുടെ വാല്യൂ 0. ലാംഡയുടെ വാല്യൂ അത് നമ്മൾ m കണ്ടുപിടിക്കുക. m എന്ന് പറഞ്ഞാൽ m ന്റെ വാല്യൂയിലേക്ക് കിടക്കുക. m ന്റെ വാല്യൂ m we will calculate. So m is equal to 2 lambda plus 1. 2 lambda plus 1. 3 plus 1. 3 plus 1 4. Or 9/2 plus 1. 11/2. അടുത്തത് 5/2 15/2. 19/2. 19/2. നമ്മുടെ മിഡ് പോയിന്റ് ഫോർമുല ആണ്. ആൽഫ പറഞ്ഞു. ആൽഫ is equal to twice the midpoint minus this. അപ്പോൾ 8 minus 8. You are right. 0 അല്ല സാറേ. ബീറ്റ എന്ന് പറയുമ്പോൾ twice ആകുമ്പോൾ 11 minus 5. 11 minus 5 which is equal to 6. അടുത്ത ഗാമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിന്റെ ഡബിൾ 19 minus 7. 19 minus 7 is 12. So alpha is there, beta is there, gamma is there. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? Alpha plus beta plus gamma. So we can easily find out alpha plus beta. Alpha plus beta plus gamma is equal to 0 plus 6 plus 18. Comes out to be 18. Alpha plus beta plus gamma is going to be 18. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ സാർ. ഓക്കെ. അപ്പോൾ അടുത്തതിലേക്ക് കടക്കട്ടെ. ഓക്കെ സാർ. ഓക്കെ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത സാർ ഇത് x mod x plus 2 times mod x minus 5 plus 2x plus 3 equal to 0. സാർ ഇത്തരം ക്വസ്റ്റ്യനുകൾ വളരെ കോമൺ ആണ്, എല്ലാ സെഷനിലും ഉണ്ട്. കുഞ്ഞുങ്ങൾ നോക്കിക്കൊള്ളണം. നമ്മളതൊക്കെ ക്ലാസ്സിൽ ശരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഒരു നമ്പർ ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. ഈ നമ്പർ ലൈൻ വരച്ചാൽ ഈ മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോയിന്റ് 0 ആണ്. സോ ദാറ്റ് ഈസ് ദിസ് ഇസ് 0. ഇതിൻ്റെ ആണെങ്കിൽ 5 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിൻ്റെ ശേഷം ദിസ് ഇസ് 0, ദിസ് ഇസ് 5. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇത് -x². ഇങ്ങോട്ട് ഇത് -x². ഇവിടെയാണെങ്കിൽ ഇതാണ് x-5ലേക്ക് വരുന്നത്. 5ന്റെ ഇവിടെ നെഗറ്റീവാണ്.
ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് എക്സ് മൈനസ് 5 ലെസ് ദാൻ. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് എക്സ് സ്ക്വയർ ആയി, ഇത് മൈനസ് ആ -2 ഇൻറ്റു എക്സ് മൈനസ് 5 കാരണം ഇത് നെഗറ്റീവ് പ്ലസ് 2x പ്ലസ് 3 നമ്മുടെ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് എക്സ് ലെസ് ദാൻ 0. ഇപ്പുറത്തേക്ക് വന്ന ഇത് എക്സ് സ്ക്വയറാ, ഇത് നെഗറ്റീവാ -2x പ്ലസ് 10 കാരണം 5 ഇപ്പുറത്തായി മൈനസ് ഓഫ് എക്സ് മൈനസ് 5 പ്ലസ് 2x പ്ലസ് 3 ഈക്വൽ ടു 0. അതിന് യു സോൾവ് ആൻഡ് ടേക്ക് ഓൺലി ദോസ് റൂട്ട് വിച്ച് ലൈസ് ബിറ്റ്വീൻ 0 and 5. ഈ 0ക്കും 5നും ഇടയ്ക്കുള്ള ആ വാല്യൂ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 3 ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് സോൾവ് ചെയ്യുന്നത്. ഇനി അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ ഇത് പ്ലസ് എക്സ് സ്ക്വയർ ആ വീണ്ടും അത് പ്ലസ് തന്നെ, ഇത് ഇതും പ്ലസ് തന്നെ 2x മൈനസ് 10. അടുത്ത് വരുമ്പോഴത്തേന് എന്താ പ്ലസ് 2x പ്ലസ് 3 ഈക്വൽ ടു 0. 3 റീജിയനിലേക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് സാറേ. സോൾവ് ചെയ്യുന്നു, ആൻസറിലേക്ക് കടന്നു. അപ്പോൾ ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ, മൈനസ് 2x കട്ട് ചെയ്ത് പോയി പ്ലസ് 10 പ്ലസ് 3 പ്ലസ് 13 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്തു. അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 30, എക്സ് ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 13. So you are supposed to take only that value which is less than 0. 0യേക്കാൾ ചെറിയ വാല്യൂ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആരെവിടെ 0യേക്കാൾ മൈനസ് റൂട്ട് 13. You got one root. Yes sir. അതേപോലെ നമുക്ക് അടുത്ത നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് ഒരു -2x ഉണ്ട്, ഒരു പ്ലസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സ് സ്ക്വയർ, പിന്നെ ഒരു 10 ഉണ്ട്, 3 ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 13 ഈസ് ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -13 പോസിബിൾ അല്ല. നമുക്ക് റിയൽ റൂട്ടുകളാണ് ചോദിച്ചത്. അപ്പം ഇവിടെ കേസിൽ സൊല്യൂഷൻ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. അതെ, നമുക്ക് അടുത്ത പോളിനോമിയൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ച് നോക്കാം. സാർ നമുക്ക് എക്സ് സ്ക്വയർ ഉണ്ട്, പ്ലസ് 2x ഉണ്ട്, ഒരു 4x ഉണ്ട്, പ്ലസ് 13 ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 13 എന്നുള്ളതാണ് നമ്മുടെ റൂട്ട്, നമ്മുടെ ക്വാഡ്രാറ്റിക്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ നമുക്ക് 16 മൈനസ് 52. അതെന്താണ്? അത് എപ്പോഴും ലെസ് ദാൻ 0 ആണ്. സോ റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റിയൽ റൂട്ട് ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട്. സോ ഈ സൊല്യൂഷന്റെ റിയൽ റൂട്ടുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ only one root അല്ല സാറേ, only one root x is equal to -√13 ആയിരിക്കും അതിന്റെ റൂട്ട് എന്ന്. ഇത്രയും ക്വസ്റ്റ്യനുകൾ നിർബന്ധമായിട്ട് ഇനി എഴുതാൻ പോകുന്നവർ പഠിച്ചിരിക്കണം. അത് എങ്ങനെയാണത്? ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. നമ്പർ ലൈനിൽ കേസും ഒന്നും വേണ്ട. ജസ്റ്റ് ഇവിടെ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇവിടെ മോഡുലസ് എക്സ് ഇവിടെ വരുമ്പോൾ ഇത് -x ആണ്, ഇവിടെ ഇത് മൈനസ് ഓഫ് എക്സ് മൈനസ് 5 ആണ്. അപ്പൊ ഇവിടെയാണ് ഈ എക്സ് എങ്കിൽ ഇത് പ്ലസ് എക്സ് ആയിരിക്കും. ഇവിടെയാണ് അതുണ്ടെങ്കിൽ ഇത് പ്ലസ് എക്സ് ആയിരിക്കും, പ്ലസ് ഓഫ് ദിസ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി? അടുത്ത സാറേ രണ്ട് ഫംഗ്ഷൻ എഫ് ജി തന്നിട്ടുണ്ട്. അതിന്റെ കോമ്പോസിഷൻ ഫംഗ്ഷൻ 1 ആണോ 1 ആണോ മിനി 1 ആണോ എന്നുള്ളതാണ് നമ്മുടെ വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എന്താ നമുക്ക് വേണ്ടേ? എഫ് ഓഫ് ജി എക്സ്. നമ്മൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ജി എക്സ് ഒരു പീസ് വൈസ് ഫംഗ്ഷനാണ്. അപ്പോൾ എഫ് ഓഫ് ജി എക്സ് പറയുമ്പോൾ ദിസ് വിൽ ബിക്കം, ഇതിനിപ്പോൾ രണ്ടെണ്ണമുള്ളത്, കാരണം എഫ് എക്സ് ഈസ് ദിസ്, എഫ് ഓഫ് ജി എക്സ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ജി എക്സ് -1 അല്ലേ? അപ്പോൾ ജി എക്സ് ഹാസ് ഗോട്ട് 2 ഇവിടെയാണ്. ജി എക്സ് ആരാന്ന് പറഞ്ഞു? ഇറ്റ് വിൽ ബിക്കം മോഡുലസ് ഓഫ് ഇ റൈസ് ടു എക്സ് -1. ആ കണ്ടീഷൻ മറക്കല്ല, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് ഗ്രേറ്റർ. അടുത്ത ഏതാന്ന് പറഞ്ഞു? ജി എക്സ് 3x ആണ്. അപ്പോൾ അത് 3x എക്സ് അല്ലേ? എഫ് ഓഫ് ജി എക്സ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് ജി എക്സ്, മോഡുലസ് ഓഫ് ജി എക്സ് പറയുമ്പോൾ 3x -1. അപ്പോൾ 3x -1. ഓക്കെ, whenever x is less than 0. ഇനി you want to check whether it is 1 1 on 2. ഏതാ ബെസ്റ്റ് ഗ്രാഫ്? ഇതൊന്ന് ശ്രദ്ധിച്ചേ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എക്സിന്റെ വാല്യൂ ഇ റൈസ് ടു 0 ആവും, അത് 1 ആണ്. പിന്നെ അങ്ങോട്ട് വന്നാൽ ആ ഇയുടെ വാല്യൂ വിൽ ബി ബിഗർ ദാൻ, അപ്പോൾ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ ദിസ് ഗ്രാഫ്, വെൻ ഐ ഡ്രോ ദ ഗ്രാഫ്, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇതാണ് ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സ് -1 എന്ന് പറഞ്ഞാൽ നേരെ താഴേക്ക് വന്നു. റൈറ്റ്, whenever x is what there then greater than 0. അത് മോഡുലസ് ആണ്, അതുകൊണ്ട് ഈ പാർട്ടേ ഇല്ല. അപ്പോൾ ഇനി ഇത് എല്ലാം കട്ട് ചെയ്ത് കളയുന്നു. സോ യു ഹാവ് എക്സിന് 0 ആവുമ്പോൾ എന്താ വരുന്നേക്കുന്നത്? ഇവിടെ 0. സോ യു വിൽ ബി ഹാവിങ് ഗ്രാഫ്. അപ്പോൾ ഇ റൈസ് ടു എക്സിന് 0 ആകുമ്പോൾ ഇത് 0 ആയി, ഗ്രാഫ് ഇങ്ങനെ പോയി. ഇതാണ് നമ്മുടെ മോഡുലസ് ഓഫ് ഇ റൈസ് ടു എക്സ് -1 when x greater than 0. അടുത്ത പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 3x -1.
അപ്പോൾ 3x minus 1 equal to 0. അപ്പോൾ x is equal to എത്രയാണ് കിട്ടുന്നത്? 1/3. അപ്പോൾ x equal to 1/3 ഇവിടെയാ. പക്ഷേ x less than 0 ആയതുകൊണ്ട് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ this will be like this. So this part. റെഡി? ഇനി നമുക്ക് എന്താ നോക്കണ്ടേ? ഓൺ ടു, ഇത് മെമ്മറി ബേസ്ഡ് ആണ്. ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരു റേഞ്ച് കൂടെ കോഡൊമൈൻ തന്നിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇനി ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ഡു യു പ്രൂവ്? യു ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഹൊറിസോണ്ടൽ ലൈൻ. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഒരു ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റിൽ മീറ്റ് ചെയ്താൽ അത് മിനി വൺ ഫംഗ്ഷൻ ആയിരിക്കും. സിംപ്ലി ഒന്നിലധികം പോയിന്റ് കഴിഞ്ഞു. ദിസ് ഈസ് 1 point, ദിസ് ഈസ് അതർ പോയിന്റ്. അപ്പൊ എത്രയായി ഇത്? മെനി വൺ. ഇത് രണ്ടും സെയിം ഇമേജ് ആണ്. ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ സെയിം ഇമേജ്. Therefore this is a many one function. ഇതിന്റെ റേഞ്ച് കുഞ്ഞുങ്ങൾക്ക് വേണോ? Can you tell me what's the range? റേഞ്ച് എന്താണെന്ന് മനസ്സിലായോ? അത് ഈ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ ആരെങ്കിലും ഓൺ ടു അങ്ങനെ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫ്രം 0 to ഇൻഫിനിറ്റി. അതാണ് കോഡൊമൈൻ തന്നെങ്കിൽ അത് ഓൺ ടു ആണ്. ഇത് സിംഗിൾ കറക്റ്റ് ആയതുകൊണ്ട് എന്തായാലും അതിന് ചാൻസ് ഇല്ല. ഈ മെനി വൺ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഗ്രാഫ് നന്നായിട്ട് വരയ്ക്കുക. f(g(x) പീസ് വൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? പീസ് വൈസ് കോമ്പോസിഷൻ നിങ്ങൾക്ക് അറിയാം. അതൊന്നും ഇവിടെ ഇപ്പൊ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എഴുതി ഗ്രാഫ് വരച്ചു, സിംപ്ലിഫൈ. ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരാം. അതായത് മെമ്മറി ബേസ്ഡ് മേ ബി മോഡുലസ് x - 1 സംതിങ് ലൈക്ക് ദാറ്റ്. എനിവേ അത് മെനി വൺ ആണ്. ഇപ്പൊ ഗ്രാഫ് വരച്ചിട്ട് അങ്ങനെ നോക്കിക്കൊള്ളാം. ഇത് എക്സാക്ട് ആണോന്ന് ഒരു ഇതില്ല. നമ്മളിപ്പോൾ മോഡുലസ് x - 1 എന്ന് നമ്മുടെ കുട്ടികൾ പറഞ്ഞു, നമ്മളത് മോഡുലസ് x - 1 എഴുതി. ഇനി അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? x into x + 5 ആണ് നമ്പർ ലൈൻ വരിക. ഒരു -5 -7 ഞാൻ പറഞ്ഞ പോലെ അത് സിംപ്ലിഫൈ ചെയ്യാം. യു ക്യാൻ ഡു ദാറ്റ്. ഇതിന്റെ ആൻസർ നമുക്ക് 3 ആയിരുന്നു സാർ കിട്ടിയിരുന്നത്. 3 റിയൽ സൊല്യൂഷൻ ആണ് നമുക്ക് ഇതിനുണ്ടായിരിക്കുക. അത് നമുക്ക് ചെയ്യുമ്പോൾ മറ്റേ സെയിം അപ്രോച്ച് തന്നെയല്ലേ സാറേ? അതെ, -5 ഇവിടെ -7 ഇവിടെ -5 -5 ഇപ്പുറത്തേക്ക് -7 ഇപ്പുറത്തേക്ക് ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. ബിറ്റ്വീൻ -5 and -7 and -5 ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അല്ല, ഇത് പോസിറ്റീവ്. യു ആർ റൈറ്റ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പുറത്തേക്ക് വരുമ്പോൾ എല്ലാം പോസിറ്റീവ്. ദാറ്റ് ഈസ് കേസ്. തന്നെ കുഞ്ഞുങ്ങൾ ചെയ്തോളുമല്ലോ. അപ്പൊ ഞങ്ങൾ അത് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തേക്ക് കിടക്കട്ടെ. ഏരിയ ഫൈൻഡ് ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ് അല്ലേ സാറേ? നമ്മൾ എഴുതിയ എല്ലാ ഷിഫ്റ്റിലും നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ y is equal to x into modulus x. ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് x into x if x is greater than or equal to 0, x into minus x if x is less than 0. Right. So this will be equal to. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? ദിസ് ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു x square where x is greater than or equal to 0 and minus x square when x is less than 0. ഇതാണ് നമ്മുടെ y എന്ന് പറയുന്ന ഫസ്റ്റ് കർവ് അല്ലേ? ആയിക്കോട്ടെ സാർ. ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞേ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഗ്രാഫ്. ഇറ്റ് ഈസ് പരാബോള, സെമി പരാബോള. Semi parabola means it's opening. That is one. Y is equal to x square. For x greater than or equal to 0. X greater than or equal to 0. Now y is equal to minus x square, inverted parabola. That is in this way. So this part is y is equal to x square. This part is y is equal to minus x square. Okay. ഇനി അടുത്തൊന്ന് പറഞ്ഞു. അടുത്ത സാർ നമുക്ക് വരുന്നത് y is equal to minus of mod x. ഇവിടെയും സെയിം കണ്ടീഷൻ ആണ് സാർ. y is equal to നമുക്കറിയാം -2 mod x ആണ്. ഈ mod x എന്ന് പറയുന്ന സാധനം സാർ നമുക്കറിയാം ഫോർ x greater than 0 ആവുമ്പോൾ നമുക്ക് -2 into x എന്ന് വരും. ഫോർ x greater than or equal to 0 എന്ന് പറയാം. അടുത്ത -2 into x less than 0 ആവുമ്പോൾ mod x minus x ആവും. സോ -x ഫോർ x is less than 0 എന്ന് പറയാം അല്ലേ സാറേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുവാണെങ്കിൽ ഫോർ y equal to -2x ഫോർ x is greater than or equal to 0 and y is equal to 2x. y is equal to 2x for x is less than or equal to 0. ഇതാണ് നമുക്ക് നമ്മുടെ പീസ് വൈസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ. റൈറ്റ്. ഇനി നമുക്ക് അതിന്റെ ഗ്രാഫിലേക്ക് നമ്മൾ കിടക്കുന്നു. ഗ്രാഫ്
That is this. Okay. Minus 2x when x is y is equal to minus 2x means this fellow will go to like this. Goes. For x greater than or equal to 0 ആയതുകൊണ്ട് നമുക്ക് ഈ സൈഡ് മാത്രം കൺസിഡർ ചെയ്യാം അല്ലേ സാർ? ഇനി x ഈ സൈഡ് മാത്രം, ഇപ്പുറത്തേക്കില്ല. ഇനി x ലെസ് ദാൻ 0 ആണെങ്കിൽ അത് this is അത് -2x അതും എഴുതുമ്പോൾ just one second, ഇത് ഇപ്പുറത്തേക്ക് പോയില്ല. അപ്പുറത്തേക്ക് അതെ ഇത് അപ്പുറത്തേക്ക് പോവില്ല. കാരണം x ലെസ് ദാൻ 0 മാത്രം കൺസിഡർ ചെയ്താൽ. Yeah, that is. So your region is this. That is your area. അപ്പോൾ ഇനി എന്താ ചെയ്യണ്ടേ? From the point of intersection we have to drop a perpendicular വരച്ചു. സോൾവ് ചെയ്തേ സാർ. അത് സോൾവ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാ സോൾവ് ചെയ്യണ്ടേ? y is equal to -x സ്ക്വയറും y is equal to 2x. y is equal to 2x. മറക്കല്ല, y is equal to 2x. ഇത് y is equal to -2x. നമ്മുടെ പിക്ചറിലേ ഇല്ല. അപ്പോൾ സോൾവ് ചെയ്യാണ്. അപ്പോൾ 2x is equal to -x square or x square plus 2x is equal to 0. x is equal to 0. x is equal to -2. This is -2. This is going to be 0. ഇനി ഏരിയ. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അല്ലേ സാറേ? അപ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ എന്ന് പറഞ്ഞേ നമുക്ക് ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ അണ്ടർ ദ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരായിരുന്നു? ഇന്റഗ്രൽ -2 to 0 ഏതായിരുന്നു സാറേ? under the first curve 2x minus of -x square. അത് minus of -x square എന്ന് പറയുമ്പോൾ സാറേ plus x square. ഇതിന്റെ dx അതാണ് മോഡുലസ് എടുത്തേക്ക് ഏരിയ എന്ന് വിളിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് റിക്വയർഡ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഇവിടെ 2x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ x സ്ക്വയർ വരും. x സ്ക്വയർ എന്ന് പറയുമ്പോൾ x³ 3 വരും. അത് ഫ്രം -2 to 0 ഇന്റഗ്രൽ കാണുക എന്നുള്ളതാണ് കാര്യം. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 0 - 4 + 8/3 എന്ന് വരും. അതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. This will be substitute. Okay sir. 0 - 4 + 8/3 എന്ന് വരും. അതിന്റെ വാല്യൂ നമുക്കറിയാം. 0 - 12 + 8 സാറേ 20 ആണ്. -20/3 എന്ന് വരും. സോ അതിന്റെ മോഡുലസ് that will be equal to 20/3. So this is modulus area that is equal to 20/3. Okay. Ready? Now we will move on to the next one. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. I think we are through with ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അതിലേക്ക് കിടക്കാം. ഇനി അടുത്ത സബ്ജക്റ്റുകളിലേക്ക് വരാം, അടുത്ത ക്വസ്റ്റ്യനിലേക്കും വരാം. ഇനി കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിലെ സാറന്മാർ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു. ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കെമിസ്ട്രിയുടെ പാർട്ടുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡും ഓൾമോസ്റ്റ് അതേ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതും ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് കാണുന്നില്ല. അതുപോലെ തന്നെ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇല്ല. ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലൂടെയൊക്കെ നന്നായിട്ട് പോയിട്ടുള്ള ഒരാളാണെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെന്ന് പറയാൻ പറ്റും. നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലേ സാറേ? സാറ് എന്താ അതിൻ്റെ അത് ഫീൽ ചെയ്തത്? നമുക്ക് തന്നെ നമുക്ക് ഡയറക്റ്റായ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പം നന്നായിട്ട് മനസ്സിരുത്തി പഠിച്ച ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫ്രെയിമിങ് പൊതുവെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു മോഡറേറ്റ് ലെവലിലേക്ക് നമുക്കത് ഈസി ടു മോഡറേറ്റ് ലെവലിലേക്കാണ് അതിൻ്റെ ഒരു ജനറൽ ഇത് പറയാൻ പറ്റും.
നമുക്ക് ഏതാനും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് വരാൻ തോന്നുന്നു അല്ലേ? ഒന്ന് നോക്കാം അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ഹാവ് എ സീറോ ഡൈപോൾ മൊമെന്റ് ആണ്. ഇത് നമ്മുടെ ബോണ്ടിങ് ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ സ്ട്രക്ചർ ജോമെട്രി ഒക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ, അതെ അതെ, ജോമെട്രി അറിയാവുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജോമെട്രി ആണോ അല്ലയോ അതാണ് മെയിനായിട്ട് അറിയേണ്ടത്. സിമെട്രിക്കൽ ആണോ അല്ലയോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. സിമെട്രിക്കൽ ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് സീറോ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്താൽ മതി. കാരണം സീറോ ഡൈപോൾ മൊമെന്റ് ഉള്ള ആളെ കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ വരച്ച് നോക്കാം. അല്ലേ? ഓക്കെ. ഒന്നാമത്തത് H2S ആണ് തന്നിരിക്കുക. അപ്പം സെൻട്രൽ ആറ്റം സൾഫർ ആണ്. ദെൻ 2 ഹൈഡ്രജൻ ആറ്റംസ്. നമുക്കറിയാം സൾഫറിൽ 2 ലോൺ പെയർസ് കൂടി പ്രസന്റ് ആവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു വി ഷേപ്പ് ആണ് നമുക്ക് ഇവിടെ കോമ്പൗണ്ട് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ക്യാൻസൽ ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് CH4 ആണ്. വരച്ച് നോക്കേണ്ട കാര്യം പോലും ഇല്ല. നമുക്ക് സീറോ ഡൈപോൾ കൊണ്ട് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്ന ഒരു സ്ട്രക്ചർ ആണ് പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരാളെ നമുക്ക് ആൻസർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ഒരു ആൻസർ കിട്ടുന്നത് CH4 നമ്മുടെ ഒരു ആൻസർ ആകുന്നുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത് നോക്കാം. അടുത്ത BF3 അതും സിമെട്രിക്കൽ തന്നെയാണ് അല്ലേ? BF3 നമുക്ക് സിമെട്രിക്കൽ ആണ്. ട്രയാഗണൽ പ്ലെയിനാർ ജോമെട്രി വരുന്നുണ്ട്. BF3 സിമെട്രിക്കൽ ആണ്. തീർച്ചയായിട്ടും ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ആകും, സീറോ വരും. സോ നമുക്ക് ഒരെണ്ണം കൂടെ നമുക്ക് ആൻസറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് BF3. ദെൻ സൾഫർ ഡയോക്സൈഡ് വരുന്നുണ്ട്. സൾഫർ ഡയോക്സൈഡും ഇതേപോലെ തന്നെ ഒരു ബെൻഡ് ഷേപ്പ് ആണ് വരിക. അതിൽ ഒരു ലോൺ പെയർ ഉണ്ട്. അതും സിമെട്രിക്കൽ അല്ല. സിമെട്രിക്കൽ അല്ല. അപ്പോൾ ഡൈപോൾ മൊമെന്റ് സീറോ ആകില്ല. അത് നമുക്ക് അത് ആൻസറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് NH3 ആണ്. NF3 നമുക്കറിയാം അത് പിരമിഡൽ ഷേപ്പ് ആണ് വരിക. ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ അറേഞ്ച്മെന്റ്. അപ്പോൾ തീർച്ചയായിട്ടും ലോൺ പെയർ മൊമെന്റും എഫിന്റെ എഫക്റ്റീവ് മൊമെന്റും കൂടെ ക്യാൻസൽ ആവുന്നില്ല. സിമെട്രിക്കൽ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. നെറ്റ് എഫക്റ്റിൽ തന്നെ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ഡൈപോൾ മൊമെന്റ് സീറോ അല്ല. അപ്പോൾ അത് നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ഹാവ് എ സീറോ ഡൈപോൾ മൊമെന്റ് ആണ്. നമുക്ക് എടുക്കാൻ പറ്റുന്നത് 2 പേരാണ് ഇവിടെ അങ്ങനെയുള്ളത്. ഇനിയിപ്പോൾ BF2 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, BF2 നമുക്ക് ആഡ് ചെയ്യാം. ലീനിയർ ആയിട്ടുള്ള CO2 ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ല കൃത്യമായിട്ട് ഏതൊക്കെ മോളിക്യൂൾസ് ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് കേട്ടോ. അതെ. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ഒരു നേച്ചർ ഉണ്ട്. ചിലപ്പോൾ CO2 BF2 ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ അവരെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. 4 എന്നൊക്കെ ആൻസർ എന്താണെങ്കിലും ഇവിടെ നമുക്ക് 2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 2 വരും അല്ലേ? ഇതൊരു ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ആണ് ഇതിൻ്റെ അകത്ത് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഓഫ് ആറ്റം ക്വാണ്ടം നമ്പേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് പൊതുവെ അങ്ങനെ കാണാറില്ല. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് സാധാരണ കാണുക വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ ഈസ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതെ. കഴിഞ്ഞ 3 ഷിഫ്റ്റിൽ നമ്മൾ ക്വാണ്ടം നമ്പർ ബേസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഇല്ല. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നമ്മൾ കണ്ടിരുന്നു. ഡി ബ്രോഗ്ലി അതുമായിട്ട് ബന്ധപ്പെട്ട ബോർ മോഡൽ കണ്ടിരുന്നു. അതെ. ക്വാണ്ടം നമ്പേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യമായിട്ടാണ് ഈ അല്ലെ സെക്കൻഡ് ഷിഫ്റ്റിൽ നമ്മൾ കാണുന്നത്. ക്വാണ്ടം നമ്പർ കഴിഞ്ഞ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അതെ. നമ്മൾ വേറെ ഒരു ക്വസ്റ്റ്യൻ ഇന്നലെ ചെയ്ത 2 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തും ക്വാണ്ടം നമ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മളത് കാണുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ ആൻ ആറ്റം ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് n = 4 ഉണ്ട്. n-ന്റെ വാല്യൂ 4. അതുപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 1 ആയിരിക്കണം. അതുപോലെ സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് വരുന്നത് 1/2 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ n = 4 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് 4s ഉണ്ടാകാം, അല്ലെങ്കിൽ 4p ഉണ്ടാകാം, ഇല്ലെങ്കിൽ 4d ഉണ്ടാകാം, അല്ലെങ്കിൽ 4f ഉണ്ടാകാം. സബ്ഷെൽസിന്റെ പോസിബിലിറ്റി ഇത്രയാണ് അല്ലേ? 4 പേര് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. ഇതിനകത്ത് എസിൻ്റെ അകത്ത് കൂടെ ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് പറയുമ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂ 0 ആണ് വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ആൻസർ വരില്ല. പിന്നെ 4p നമുക്കറിയാം 3 പേരാണുള്ളത്. അതിൻ്റെ അകത്ത് ഒരാൾ -1, ഒരെണ്ണം 0, ഒരെണ്ണം +1 വരുന്നുണ്ട്. യെസ്, അപ്പോൾ അവിടെ വരാം. ഓരോ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ സ്പിൻ ക്വാണ്ടം നമ്പർ -1/2 മെൻഷൻ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ +1/2 ഉണ്ടാകാം അല്ലേ? അപ്പോൾ അതിനകത്ത് ആ ഒരു -1/2 ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ വരുന്നതെങ്കിൽ അത് കൂട്ട് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് ഈ 4 ഓർബിറ്റൽസ് കൺസിഡർ ചെയ്യുമ്പോൾ ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ആ ഒരു സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ വരുന്നുള്ളൂ. യെസ്. ഇനി D വരുന്നുണ്ട്. ഡിക്ക് നമുക്ക് ടോട്ടൽ 5 ഓർബിറ്റൽസ് വരുന്നുണ്ട്.
ഇതിനകത്ത് -2 -1 0 +1 +2. ഇവിടെ നമുക്ക് +1 സ്റ്റേജ് ഒരെണ്ണം വരുന്നുണ്ട് അല്ലേ? ഓരോ അതെ ആ ഒരു ബോക്സിൽ ഒരു ഇലക്ട്രോൺ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ 2 ഇലക്ട്രോൺസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി 4f-ന്റെ കേസ് നോക്കാം. 7 ബോക്സസ് ആണ്, 7 ഓർബിറ്റൽസ് ആണ് നമുക്ക് ഉള്ളത്. -3 -2 -1 0 +1 +2 and +3. യെസ്, അവിടെയും നമുക്ക് ഒരാൾ വരുന്നുണ്ട്. യെസ്, അതെ. അപ്പോൾ MS -12 ആയ ML 1 ആയ N4 ആയ മാക്സിമം 3 ഇലക്ട്രോൺസിനെ വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. യെസ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ ആൻ ആറ്റം ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ദീസ് ടൈപ്പ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 3 ആണ് അല്ലേ? 3 ആണ് ആൻസർ. 3 വരും. 3 പേർക്ക് മാത്രമേ അതിനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഈ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ തന്നിരിക്കുന്നത് പോലെ ഫോളോ ചെയ്യുന്ന 3 ഇലക്ട്രോൺസ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. സോ നമുക്ക് വരുന്നത് 3 ആണ് ആൻസർ. അതെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ML +1 എന്ന് വല്ലതും ആയിരുന്നെങ്കിൽ, ക്വസ്റ്റ്യൻ അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ നമ്മൾ -1 കൂടെ കൗണ്ട് ചെയ്യാം അല്ലേ? ഇവിടെ +1 -1 അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ രണ്ടും കൂടെ നമ്മൾ നോക്കേണ്ടത് അറിയില്ല. ഇപ്പൊ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ചാണെങ്കിൽ നമുക്ക് 3 ആണ് നമ്മുടെ ആൻസർ വരിക അല്ലേ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർഗാനിക് ഓർഗാനിക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ പ്രൊപ്പൈൽ ബെൻസീൻ തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് പൈ ബോണ്ട്സ് പ്രസന്റ് ഇൻ ദ ഫൈനൽ പ്രൊഡക്റ്റ് B എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം C3H7 എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ N പ്രൊപ്പൈൽ ചെയിൻ ആവാം അല്ലെങ്കിൽ ഐസോ പ്രൊപ്പൈൽ ചെയിൻ ആവാം, ഏതുമാവട്ടെ. 2 പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതിൽ ആ രണ്ടിൽ ഏതാണെങ്കിലും KMnOH- ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരേ ഒരു പ്രൊഡക്റ്റേ പറയാനുള്ളൂ, അത് സോഡിയം ബെൻസോയേറ്റ് ആണ്. പൊട്ടാഷ്യം ബെൻസോയേറ്റ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ A എന്ന പൊസിഷൻ നമുക്ക് കൊടുക്കാം. ഇനി അതിനെ അസിഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോട്ടനേറ്റഡ് ഫോം ആയ ബെൻസോയിക് ആസിഡിലേക്ക് നമ്മൾ പോവാം, COOH. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ പൊസിഷൻ. അതെ, അപ്പോൾ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ആണെങ്കിൽ N പ്രൊപ്പൈൽ ബെൻസീൻ ആണെങ്കിലും ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് ഗോയിങ് ടു ബി ബെൻസോയിക് ആസിഡ് ഓൺലി. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ ബിയിൽ എത്ര പൈ ബോണ്ടുകൾ ഉണ്ടെന്നുള്ള. അതെ, അപ്പോൾ കൃത്യമായിട്ടൊന്നും ഉണ്ട്. റിങ്ങിൽ 3 പൈ ബോണ്ടുകൾ ഉണ്ട് എന്നറിയാം. അതുകൂടാതെ കാർബോക്സിൽ ഗ്രൂപ്പിലും ഒരു പൈ ബോണ്ട് അല്ലേ? ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ COOH പോർഷൻ C ഡബിൾ ബോണ്ട് OH എന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇതിൽ ഒരു പൈ ബോണ്ടും ഇവിടെ 3 പൈ ബോണ്ടും ചേർത്ത് ടോട്ടൽ 4 പൈ ബോണ്ട്സ് ആണ് ഇതിൽ ഉണ്ടാവുന്നത്. സോ ആൻസർ നമുക്ക് അതിൽ 4 എന്ന് എടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഓർഗാനിക് കെമിസ്ട്രി എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടെന്ന് വിചാരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു എന്നാണ് വിചാരിക്കുക. ഇതും ഈസി ആയിട്ട് ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പം നമുക്കിവിടെ 4 കാർബൺ ഒക്കെ വന്നാൽ ടെർഷ്യറി ബ്യൂട്ടൈൽ ആണോ എന്നൊരു കൺഫ്യൂഷൻ ആണ്. ടെർഷ്യറി ബ്യൂട്ടൈലാണ് പിന്നെ റിയാക്ഷൻ നടക്കില്ലല്ലോ, അതിനുള്ളൊരു പോസിബിലിറ്റി ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഇതിന്റെ അങ്ങനെയൊന്നും വരുന്നില്ല. C3 ആയതുകൊണ്ട് രണ്ടിൽ ഏത് പോസിബിലിറ്റി ആണെങ്കിലും ഇതിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 coulomb charge is passed through AgNO3 solution during electrolysis. Find the mass of silver in milligram deposited at the electrode is dash nearest integer ആയിട്ട് ആൻസർ തരാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു. അല്ലെ, ന്യൂമറിക്കൽ ടൈപ്പ് ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ന്യൂമറിക്കൽ പാർട്ട് ആയിരിക്കണം അല്ലെ? ഇന്റിജർ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റൻ ആയിരിക്കും. ഒരു ചാപ്റ്ററിന്റെ എല്ലാ പോർഷനിലേക്കും നമ്മളെ കൊണ്ടുപോകും ഓരോ എക്സാം കഴിയുമ്പോഴും. അതെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യുകയാണെങ്കിൽ ഫൈൻഡ് ദ മാസ് ഓഫ് ആണ്. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് മാസ് കണ്ടുപിടിക്കാം. മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ITM ഡിവൈഡഡ് ബൈ NF എന്ന് പറയുന്ന ഇക്വേഷനകത്തേക്ക് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി അല്ലേ? ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങനെ നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ ധാരാളം ക്ലാസ്സുകളിലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ് ഇതേ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അത് ജസ്റ്റ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന തരം ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇതിനെ നമുക്ക് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1 കൂളം ഓഫ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ITയുടെ വാല്യൂ ഡയറക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കൂളം എന്ന് എടുക്കാൻ പറ്റും. ചാർജ് തന്നിട്ടുണ്ട് IT വാല്യൂ അല്ലേ? Q ഈസ് ഈക്വൽ ടു I × T. അപ്പോൾ ITയുടെ പോർഷൻ 1 ആയിട്ട് വന്നിട്ടുണ്ട്. ഇല്ല, അത് കഴിഞ്ഞ് മോളാർ മാസ് ആണ്. അത് സിൽവറിന്റെ ആകുമ്പോൾ 108 വന്നിട്ടുണ്ടായിരുന്നിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പല അറിയാവുന്നതാണ്. മേ ബി തന്നിട്ടുണ്ടാകാം. അതിനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ നമ്മൾ കാണുന്നുണ്ട്. 108 ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് Ag+ അല്ലേ? Ag+ + 1 ഇലക്ട്രോൺ ഗേവ്സ് Ag ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ അഥവാ Nന്റെ വാല്യൂ വരുന്നത് 1 ആണ് വരിക. പിന്നെ ഫാരഡേ ഉണ്ട് 96,500 കൂളും. 96,500 കൂളും. ഈ വാല്യൂസ് നമുക്ക് ഈ ഇക്വേഷനകത്തേക്ക് ജസ്റ്റ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ
വെയിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 108 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ 1 ആണ് ഇൻറ്റു 96,500 കൂളം. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 0.1 സംതിങ് വാല്യൂ എന്ന് തോന്നുന്നു സാർ കിട്ടും. അല്ല 1.1 നമുക്ക് 0.0011 0.0011 ഗ്രാമിലാണ് കിട്ടുക ആൻസർ. യെസ്, നമുക്ക് ഗ്രാമിലാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ആൻസർ വേണ്ടത് മില്ലിഗ്രാമിലാണ് അല്ലേ? ക്വസ്റ്റനിൽ പറഞ്ഞിട്ട് മില്ലിഗ്രാമിൽ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മില്ലിഗ്രാമിലാകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1 മില്ലിഗ്രാം കിട്ടും. 1.1 മില്ലിഗ്രാം. അപ്പോൾ ഇനി അവസാനം പറഞ്ഞിട്ടുണ്ട് നിയറസ്റ്റ് ഇൻറ്റിജർ ആയിട്ട് അത് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 എന്ന് പറയുന്ന ആൻസർ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതും ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും വലിയ ടഫ് ഒന്നും അല്ല. ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. ജസ്റ്റ് ഇക്വേഷനകത്തേക്ക് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഫാരഡേസ് ലോയിലേക്ക് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏപ്രിൽ മാസത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫാരഡേസ് ലോയിൽ നിന്ന് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ഇതുവരെ നമ്മൾ ഇന്നലെ ചെയ്തപ്പോഴോ ഇന്ന് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലോ ഇത്തരം ഫാരഡേസ് യൂണിറ്റ് കണ്ടുപിടിച്ചായിരുന്നു. പല ടോപ്പിക്സിലാണ്. രാവിലെ നമ്മൾ ബാറ്ററിയുടെ കാര്യം പറഞ്ഞായിരുന്നു. ക്ലോക്കിലെ ബാറ്ററി, അതിനകത്ത് കാഥോഡിൽ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആൻസർ നമുക്ക് 1 ആയിട്ട് എടുക്കാൻ പറ്റും. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ റിയാക്ഷൻ CH4 plus O2 gives CO2 plus H2O, how many moles of methane is required for the formation of 11 gram of CO2? How many moles? മോൾസ് ആണ്. ഇന്റിജർ സെക്ഷൻ ആണെങ്കിൽ ഗ്രാംസോ ആകാം അല്ലേ? മോൾസ് ആണോ എന്നറിയില്ല. മോൾസ് ആണെങ്കിൽ ഡെസിമൽസ് വരും. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് രണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ജസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ CH4 plus O2 gives CO2 plus H2. അപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. അപ്പോൾ നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 ഇവിടെ 2 എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നിലവിൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മോൾ നോക്കുകയാണെങ്കിൽ 1 മോൾ ഓഫ് CH4 എടുത്തു കഴിഞ്ഞാൽ 1 മോൾ ഓഫ് CH4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടും. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം 16 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ CH4 എടുത്തു കഴിഞ്ഞാൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടും. യെസ്, പക്ഷേ ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 11 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ 11 ഗ്രാം ആണ് എങ്കിൽ തീർച്ചയായിട്ടും 44 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ 11 ഗ്രാം ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഗ്രാം മീഥേൻ നമുക്ക് മതിയാവും. അപ്പോൾ how much methane is required in grams എന്നാണെങ്കിൽ നമുക്ക് 4 ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. ഇനി അത് മോളാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 4 ഡിവൈഡഡ് ബൈ മോളാർ മാസ് വരുന്നത് 16. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 എന്ന ആൻസർ കിട്ടും. ഇത് മോളിലാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. മില്ലിമോൾസ് ആണ് 215 എഴുതാം. 215 എഴുതാം. എല്ലാ പോസിബിലിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ സാറേ? അതെ, ഗ്രാമിലാകാണെങ്കിൽ 4 ഗ്രാം വരും. നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ കുട്ടികൾക്ക് അതെ ആൻസർ കിട്ടും. എങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇൻ കേസ് മോളാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടും 0.25. മില്ലി മോൾ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഗ്രാമിലാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് 4 ഗ്രാം നമുക്ക് ആൻസർ കിട്ടും. യെസ്, അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ബേസിക് കോൺസെപ്റ്റ്സ് ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടി. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ ഇ സെൽ ഓഫ് ദ ഗിവൺ സെല്ല് തന്നിട്ടുണ്ട്. M/M2 പ്ലസ് X2 പ്ലസ് ഇനോട്ട് സെല്ലായിരിക്കും. കോൺസെൻട്രേഷൻ തന്നില്ല. ഇനോട്ട് സെല്ലായിരിക്കും. അപ്പോൾ ഇനോട്ട് സെല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇനോട്ട് സെല്ല് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനോട്ട് കാഥോഡ് മൈനസ് ഇനോട്ട് ആനോഡ് എന്ന് വരും. ഇനോട്ട് കാഥോഡ് മൈനസ് ഇനോട്ട് ആനോഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ആര് കാഥോഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും, ആനോഡായിട്ട് സെലക്ട് ചെയ്യും. നമുക്കറിയാം തന്നിരിക്കുന്ന രണ്ടും റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഇത് M2 പ്ലസ് ബാർ M റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അതുപോലെ തന്നെ X2 മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് നമ്മൾ കാഥോഡായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും 0.46 ആണ്. സെൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായി. X2 മൈനസ് മറ്റോ ആയിരിക്കും. MM2 plus XX2 minus ആയിരിക്കും. അപ്പോൾ നമുക്ക് കാഥോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.46 മൈനസ് ആനോഡിൻ്റെ 0.34 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.12 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതും നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല. ഈ ക്വസ്റ്റ്യൻ നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല. കാരണം സെല്ല് തന്നിട്ടുണ്ടായിരുന്നു. അല്ല സാർ, ഇത് ഇങ്ങനെയാണെന്ന് കരുതുന്നു. കോൺസെൻട്രേഷന്റെ വാല്യൂസ് ഒന്നും ഇവിടെ കാണുന്നില്ല. അതെ, ഈസി റിസൾട്ട് ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് 0.12 വോൾട്ട് എന്ന് കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഇതും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആൻസർ കിട്ടുന്ന സിമ്പിൾ ആയ ഡയറക്റ്റ് ഇക്വേഷനത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ റിഗാർഡിംഗ് കൊയാഗുലേഷൻ ഓഫ് എഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ബയോമോളിക്യൂൾസ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ് ടോപ്പിക്. അതെ 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 അതെ. അപ്പോൾ കൊയാഗുലേഷൻ ഓഫ് എഗ് അതുപോലെ നമ്മൾ അതെ രണ്ട് കേസാണ് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതെ, അപ്പോൾ രണ്ടിലും ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ ആണ് സംഭവിക്കുക. ആൻഡ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീനിൽ സംഭവിക്കാത്ത കാര്യം പ്രൈമറി സ്ട്രക്ചർ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ അമിനോ ആസിഡ് സീക്വൻസ് റിട്ടൈൻഡ് ആവുന്നു. ബാക്കി എല്ലാ കോയിലിംഗും ലോസ്റ്റ് ആവുന്നു. സോ പ്രൈമറി സ്ട്രക്ചർ ഡസ് നോട്ട് ചേഞ്ച് എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും അല്ലേ? പ്രൈമറി സ്ട്രക്ചർ ഡസ് നോട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. സെക്കൻഡറി സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും, ടേർഷ്യറി സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും, ഡീനേച്ചറൈസേഷൻ ഒക്കർ ചെയ്യും. അവിടെ ഡസ് നോട്ട് ഒക്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോട്ടീൻസിൽ അത് സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. ചേഞ്ച്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർഗാനിക് വന്നിരിക്കുന്നത്. അതെ, ഓർഗാനിക് ആണ്. ഈ റിയാക്ഷൻ തന്നിരിക്കുന്നു, അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ പ്രോഡക്റ്റ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നു. അപ്പോൾ ഓപ്ഷൻസ് സാറേ അഡിപ്പിക് ആസിഡ്, സക്സിനിക് ആസിഡ്, ഓക്സാലിക് ആസിഡ് അങ്ങനെ ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സൈക്ലോഹെക്സീൻ ആണ് തന്നിരിക്കുക. സൈക്ലോഹെക്സീനിൽ KMnO4 KOH ഹീറ്റിംഗ് ആണ് ആദ്യം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് റിയേജന്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക ഡബിൾ ബോണ്ടിന്റെ ഓക്സിഡേറ്റീവ് ക്ലീവേജ് ആണ്. അപ്പോൾ ഡബിൾ ബോണ്ട് ഓക്സിഡേറ്റീവ് ക്ലീവേജ് ആയി കഴിഞ്ഞാൽ ഇവിടെ CO-, ഇവിടെയും CO-, ഈ ഫോമിലേക്കാണ് വരിക അല്ലേ? ഇവിടെ ഹൈഡ്രജൻ ഉള്ളത് കാരണം അത് കാർബോക്സിലിക് ആസിഡിലേക്കാണ് ഓക്സിഡൈസ്ഡ് ആവുക. അതിനുശേഷം സെക്കൻഡ് റിയേജന്റ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ P റെഡി ആവും. അത് 6 കാർബണുള്ള ഡൈകാർബോക്സിലിക് ആസിഡ് ആയിട്ടാണ് വരിക. COOH. ആൻഡ് ഇവിടെ അഗെയിൻ കോമൺ നെയിമിംഗ് ആണ് ഇതിൽ ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുക. ശരിയാണ്. അത് നമ്മൾ ഈ റീസെന്റ് ആയിട്ട് കണ്ടുവന്ന വേറൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഇതുവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത ക്വസ്റ്റിനും ഇന്ന് നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റിനിലൊക്കെ നമ്മൾ നോട്ട് ചെയ്ത ഒരു പോയിന്റ്, കോമൺ നെയിംസിന് വളരെ ഇമ്പോർട്ടൻസ്, ഓർഗാനിക്കിലെ കോമൺ നെയിംസിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. ഇതിന്റെ ഓപ്ഷൻസ് അങ്ങനെ ആയിരുന്നല്ലേ സാർ? അങ്ങനെയാണെന്നാണ് കുട്ടികൾ പറഞ്ഞത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതും സാർ ശ്രദ്ധിക്കേണ്ട, ഇത് NCERT-ൽ ഇവര് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോമൺ നെയിംസ് എക്സാമ്പിൾ ആയിട്ട് ടേബിളിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇതിൽ 6 കാർബണുള്ള ഡൈകാർബോക്സിലിക് ആസിഡ് ആണ് അഡിപ്പിക് ആസിഡ് നമുക്ക് പറയാം. സോ ഇതിന് കറക്റ്റ് ആൻസർ ഓപ്ഷൻ അഡിപ്പിക് ആസിഡ് നമുക്ക് സെലക്ട് ചെയ്യാം. അഡിപ്പിക് ആസിഡ് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് ഒരെണ്ണമെങ്കിലും ഈ കോമൺ നെയിമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നല്ലേ സാറേ? അത് ഒന്ന് നോട്ട് ചെയ്തോണം കേട്ടോ. അടുത്ത ദിവസം അടുത്ത ദിവസങ്ങളിൽ എക്സാം പോകുന്ന ആൾക്കാരെ നിങ്ങൾ ജസ്റ്റ് ആ കോമൺ നെയിംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ഇന്നലെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന് കണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഒരു കോമൺ നെയിം നമ്മൾ കാണുന്നുണ്ട്. യെസ്, അത് നമ്മൾ അതിൻ്റെ അകത്ത് നോട്ട് ചെയ്തൊരു പോയിന്റ് ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്ന് തോന്നുന്നല്ലേ? ഒരെണ്ണം കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് പെൻഡിങ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ Br ഉള്ളൊരു കോമ്പൗണ്ട് ആൽക്കോളിക് KOH കൊടുത്താൽ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? ആൽക്കോളിക് KOH കൊടുത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇതിൽ എലിമിനേഷൻ ആണ്. ആൽക്കോളിക് KOH ഹീറ്റിംഗ് എലിമിനേഷൻ ആണ്. അത് E2 മെക്കാനിസം ആണ് ഫോളോ ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഏറ്റവും സ്റ്റേബിൾ ആയ ഒരു ആൽക്കീനാണ് ഇവിടെ ഫോം ചെയ്യാൻ നമുക്ക് അറിയാം. അപ്പോൾ സെയ്റ്റ്സ് ഓഫ് റൂൾ ഫോളോ ചെയ്ത് ഏറ്റവും സ്റ്റേബിൾ ആയ ഒരു ആൽക്കീൻ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പെൻറ്റീൻ വിത്ത് മീഥൈൽ ഗ്രൂപ്പ് ഓൺ ഫസ്റ്റ് കാർബൺ, ഇതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള. അതെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ അതിൽ അവൈലബിൾ ആയിരുന്നു. ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ള ഹോഫ്മാൻ പ്രൊഡക്റ്റും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 മെമ്പേർഡ് റിംഗിലേക്ക് പോകുന്ന കേസുകളൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും 5 മെമ്പേർഡ് റിംഗ് തന്നെ റിട്ടൈൻ ചെയ്യും. റിംഗിനുള്ളിൽ എൻഡോസൈക്ലിക് ആയ ഒരു ഡബിൾ ബോണ്ടുമാണ് ഇതിൽ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിലവിൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു മോഡറേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് അവൈലബിൾ ആകുന്ന മുറയ്ക്ക് നമുക്ക് ചെയ്യാൻ തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് നിലവിൽ മാത്സിൻ്റെ സാറ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മാത്സിൻ്റെ ഷിഫ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, താങ്ക് യു. നമസ്തേ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ഈവനിങ് സെഷൻ്റെ, അതായത് ഇന്ന് നടന്ന ഈവനിങ് സെഷൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ബാക്കി 1-2 ചോദ്യങ്ങളുടെയും കൂടെ ഡിസ്കഷനാണ്. ഇത്തവണ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇറ്റ് ഈസ് സം സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആർ ദർ, റൈറ്റ് സാർ? സോ 1-2 സ്പെഷ്യൽ ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ABCD and AEFG, 2 squares of sides of length 4 and 2 respectively,
If E lies on the line segment AB and F lies on the line segment, F lies on the diagonal AC, find the radius of the circle passing through F and touching BC and CD. ആക്ച്വലി ഞാനിത് വരയ്ക്കാനായിട്ട് കുറേ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ സർക്കിളൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പം നമുക്കതൊന്ന് വരച്ച് നോക്കാം. ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളും, ഒന്നാമത്തെ കാര്യം ഇത് +2 സർക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റും ടാൻജന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും ഒക്കെ ചേർത്തിട്ടാണെങ്കിൽ കൂടി ഈ ഡ്രോയിങ്സ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചത് 10th സ്റ്റാൻഡേർഡിൽ തന്നെയാണ്. ഞാൻ ആ കാര്യം ഒന്നുകൂടെ പറയുന്നത് സാർ, ഇറ്റ്സ് ബേസിക് ജോമെട്രിക്കൽ ക്വസ്റ്റ്യൻ, റൈറ്റ്? And application of circle. Application of circles only. Yes. So now we'll draw square ABCD and square AEFG, right? 4 and 2 sides. So I can take like this along the coordinate axis. So A as the origin. We are considering A as origin. Yes. This is the and B, C, D. Yeah. Say B, C, and D. Okay, sir. So this is the square, right? Now another square AEFG, right? One is A itself. Yes. One corner is A, So, and E is the midpoint of AB, yes, right? Yes. Yeah, it is. They're not saying that midpoint AB, but it is total 4. And that I was supposed to explain. Yeah. Actually, this is the 4. Initially doing that, Yes. I didn't mind such. Yes. This That is the was my 4. problem. This is 4 and 2. this Obviously 2. midpoint. This is a E. മിഡ് പോയിന്റ് ആണെന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നില്ല. പക്ഷെ അത് മിഡ് പോയിന്റ് ആണെന്ന് എടുക്കാനുള്ള കാര്യം വലിയ സ്ക്വയറിന്റെ ലെങ്ത്, സോറി, സൈഡ് എന്ന് പറയുന്നത് 4 എന്നും ചെറിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 2 എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. I didn't consider that. That was my mistake. Actually, initially ഞാൻ വരച്ചപ്പോഴത്തേനും തെറ്റിപ്പോയെന്ന് പറയാനുള്ള കാര്യം ആ 2 എന്ന് പറയുന്ന ലെങ്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ബ്രില്യൻ്റ് ആയിട്ട് E is a point on that side only. AB. But it is the midpoint because the length is 2. Yes. And F is on the AC diagonal. Diagonal AC. Yes. So this is the diagonal AC. And this is F. Yes. AEFG. G. Yes. Another square. Okay. Okay. Lengths 4 and 2. Right. That This is is why 2, this is 4, 2, this is 2. 2. That is why midpoint this is. Okay. Now we want radius of circle which passes through F and touching CD and BC. Yes. So this point is obviously 2, 2 because this 2, this is 2. We are taking this as coordinate axis. Yes. So this is 2, 2. Right. And now we want circle radius which passing through F 2, 2 and touching here this. Yes. So this is the circle. Sir, this is actually previous IIT advanced objective question. Yes. This question. This question. So here we'll take H comma K. Center. So now this distance. Can we take it as H comma H by considering this as the y equal to x line? Yeah, y equal, yes, you can, yes, Yeah. y equal x. Yeah, the H is equal to K. Right. This is the radius. Yes. This is That the is also the radius. Right. Okay. This is 4. This is 4. This is meaning 4, 4, 4. This is a 4, 4. And this is y is equal to 4 line. Y is equal to 4 line. Yeah. This is And x is equal to 4. X is equal to 4 line. Right. So now Perpendicular I'll apply distance. Perpendicular Perpendicular radius. distance is equal to radius. Yes. So your H is equal to K. What you told, correct? Because lies on the line. diagonal. Y is equal to x. Yes. So therefore use D is equal to R. So here Let me explain, sir. Actually, sir പറയുന്നത് നമുക്ക് 2, 2 പാസ് ചെയ്യുന്ന ഈ രണ്ട് സൈഡിനെയും ടച്ച് ചെയ്യുന്ന ഒരു സർക്കിളാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് y is equal to x എന്ന് പറയുന്ന ലൈനാണ്. ഇപ്പോൾ സെന്റർ എന്ന് പറയുന്നത് h, k, h, എന്ന് പറയുന്നത് h is equal to k ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈൻ ഇത് y is equal to 4 ആണ്, ഇത് x is equal to 4 എന്ന് പറയുന്ന ലൈൻ ഒബ്വിയസ്ലി 4, 4 ആണ്. കാരണം ഇതിൻ്റെയൊക്കെ കാര്യം നമ്മൾ ഈ സ്ക്വയർ എടുത്തിരിക്കുന്നത് കോർഡിനേറ്റ് ആക്സിസ് ആയിക്കോട്ടെ തന്നെ. ഇത് x ആക്സിസും ഇത് y ആക്സിസും ആയിട്ട് കൺസിഡർ ചെയ്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം h, h ടു ദിസ് ലൈൻ is equal to radius and similarly this is equal to radius എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. So now perpendicular distance from h, h to this. So that is h minus 4 is equal to radius. Yes. Right? Upon under the root of 1. I'll tell you another. This all same will get. Now this is also radius. Yes. Right?
Oh, that is also the radius. Oh, radius. okay. Yeah. We can find that distance. Yes. Okay, So okay. that is it takes center O, right? O dash. O dash F is also R. A radius. So equate these two, you will get the value of H, comma H, K. comma. Yes. H, value of H is fine, sir. H, right? Because we know H and K same. So modulus of H minus 4 is equal to under the root of H minus 2 the whole square plus. Yes. H minus 2 whole square plus K minus H minus 2 whole square. So you will get simplifying, you will get the value of H. അതായത് മറ്റൊന്നുമില്ല, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന റേഡിയസ് ആണ്. അത് H, H എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് H, H എന്ന് തന്നെ കാണാം. കാരണം y = x എന്ന് പറയുന്ന ലൈനിലാണ് കിടക്കുന്നത്. ഇവിടെ നിങ്ങോട്ടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന റേഡിയസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സാർ കണ്ടുപിടിച്ച H minus 4 divided by a square plus b square was there. a square plus b square എന്ന് പറയുന്ന 1 ആയതുകൊണ്ടാണ് എഴുതാത്തത്. And that is same as distance formula here. 2 എന്ന് പറയുന്ന പോയിന്റും h എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h you will get റേഡിയസ് ആണ്. അതവിടെ ഇട്ടാൽ മതി. ഈ കാര്യം ഞാൻ മറന്നു പോയിരുന്നു. അതായത് ആ ഒരു കാര്യം, അതായത് സിംപ്ലി ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന റേഡിയസ് ആണെന്ന് എടുക്കാനുള്ള കാര്യം മറന്നുപോയി. ആൻഡ് ഐ വാസ് കൺസിഡറിംഗ് ദിസ് ആസ് റേഡിയസ്. ദ റിമൈനിങ് പോർഷൻ വാസ് മൈ കൺഫ്യൂഷൻ. അതായത് എന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു അല്പം റിമൈനിങ്. വി കുഡന്റ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് സർ. ആക്ച്വലി വി കുഡന്റ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് സിംപ്ലി. But now it is possible. After finding the radius, it is possible. I was supposed to find this distance. അതായത് ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു തരത്തിലും നടക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു, റേഡിയസ് ഇല്ലാതെ. പക്ഷേ അത് ഈ ഒരു ഡിസ്റ്റൻസ് ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. സർ, ഇതിനകത്ത് സർക്കിൾ എന്ന് പറയുന്നതിന്റെ ബേസിക് കൺസെപ്റ്റ്, അതായത് ജസ്റ്റ് ഡ്രോയിങ് മാത്രമേ ഉള്ളൂ. റേഡിയസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഡിസ്റ്റൻസ് ഫോർമുല. അപ്പൊ സാർ ഈ ഒരു ക്വസ്റ്റ്യൻ, ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ഫ്രം ബേസിക് ജോമെട്രിക്കൽ ഐഡിയാസ്. ഇതിന് മുന്നത്തെ when we are doing morning session question paper, such a question was there, like PQRS square and another square along with I'm sorry, maxima and minima, right? So basic another square. So basic geometrical ideas should be learned. Okay, in this session some such questions are coming and you don't need to learn anything. അതായത് വേറെ ഒന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക്കൽ ജോമെട്രിക്കൽ ഐഡിയാസ് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. So shall we go to the next question? Next, sir. Yes. Wait, sir. Yeah. Find the differential equation of a circle having center on y is equal to x line and passing through origin. അതായത് ഈ ചോദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഞങ്ങളൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വി ആർ ഫീലിംഗ് ദാറ്റ് ദിസ് ക്വസ്റ്റ്യൻ വാസ് ദെയർ. ഇതാദ്യമായിട്ടാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ, അതായത് phase 1 phase 2 സീസണിൽ ആദ്യമായിട്ടാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വി ഡിഡ്ന്റ് എക്സ്പീരിയൻസ് സച്ച് എ ക്വസ്റ്റ്യൻ. From session 1 we got all questions. Sir, actually this is a deleted syllabus. It was a deleted syllabus. Actually it was not there in the syllabus. Construction of differential equation was not there in the syllabus, but they have asked us to find a differential equation. So the rest is up to NTA, right? Yeah. See, this is we want differential equation, right? Having center on y axis, on y axis passing through origin. Sorry, y is equal to x, I'm sorry. Yes. So this is the circle. We can take the center of yes. x minus y equal to 0. X minus y, right? X is equal to y. So center is alpha comma alpha. Yeah. And it passing through 0 0. Right? So the radius is radius. Radius is alpha square plus 2 alpha square. This is right, the distance between this is radius. Right. Now center known, radius known, we can write the circle. See, what is variable here? Alpha is variable. So we have to differentiate one time. Eliminate alpha. Is arbitrary constant. Arbitrary constant. Number of arbitrary. അതായത് എത്ര arbitrary constants ഉണ്ടോ അത്രയും തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. Actually, these concepts are not there. They didn't learn anything. Deleted. So, but actually, sir, without this we cannot develop differential equation. That may be their argument. അതായത് ഒരു പക്ഷേ NTAയുടെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് ഇല്ലാതെ പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് എന്നൊരു ക്വസ്റ്റൻ ആയിരിക്കും. അപ്പോൾ അണ്ടർലൈൻ അത് ഉണ്ട്. See, we should learn if something is there in the syllabus. അതായത് നിങ്ങളുടെ സിലബസിൽ ഏതെങ്കിലും ഒരു ടൈം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതാണ് അതിന്റെ ഒരു കൺവീനിയൻസ് എന്ന് നമുക്ക് പറയാം. That will be comfortable. So now center we can find radius. So equation of family of circles. Family of circles. Right? Or x minus alpha whole square plus y minus alpha whole square is equal to alpha square plus alpha square. Yeah. Distance formula. This is 2 alpha square. Under the root. Yes. So x square y square minus 2 alpha x minus 2y beta alpha is equal to 0. Because both sides
alpha square will be there, so it will be cancelled out. So here the variable is alpha. Right? Arbitrary constant is Arbitrary arbitrary. constant. We can differentiate only only one time. So differentiate with respect to x. With respect to x, right, on both sides. So this is what 2x plus 2y dy by dx. That is, I will write y1. Okay. And minus 2 alpha and minus 2 alpha y1 is equal to 0. Equal to 0. 2 cancel. So x plus y1 plus minus alpha y1 is equal to 0. From this alpha is x plus y1 by 1 plus y1. 1 plus y1. Substitute in the first equation. 1. That is the differential equation. Yes. Put in 1. You will get the differential equation. Alpha is eliminated. Right? അതായത് ഇതിപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുവാണ്, നിങ്ങൾ കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സിമ്പിൾ കാര്യമാണ്. ഇവർ പറഞ്ഞിരിക്കുന്ന ജോമെട്രിക്കൽ ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുക. പറഞ്ഞിരിക്കുന്ന ജോമെട്രിക്കൽ ഫിഗർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ആൽഫ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ആൽഫ ദ ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു ആൽഫ സ്ക്വയർ എന്ന് പറയുന്നതാണ്. അതിൽ വരുന്ന ആർബിട്രറി കോൺസ്റ്റൻസിന്റെ എണ്ണം എത്രയാണോ അത്രയും തവണ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ ആൽഫ എന്ന് പറയുന്ന ഒരു ഒറ്റ ആർബിട്രറി കോൺസ്റ്റന്റേ ഉള്ളൂ, ഒറ്റ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതിനുശേഷം വിത്തൗട്ട് എനി റൂൾസ് യു ഹാവ് ടു എലിമിനേറ്റ് ആൽഫ. യു ക്യാൻ ഡു എനിത്തിങ് ടു എലിമിനേറ്റ് ആൽഫ. അതായത് ഇപ്പം നമ്മൾ സാർ ചെയ്തത് ഇങ്ങനെയാണ്, ഇതിനകത്ത് ഡിവൈ ബൈ ഡിഎക്സ് അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്തു, ആൽഫയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഹി ഈസ് പുട്ടിംഗ് ബാക്ക് ആൽഫ വാല്യൂ ഓഫ് ആൽഫ ഹിയർ ആൻഡ് ഹിയർ. യു വിൽ simply eliminated alpha and you got an equation that is a differential equation of this family of circles. That's it. That is a construction of differential equation. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം വ്യക്തമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ളതുകൊണ്ട് കൺസ്ട്രക്ഷനും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. That's all. Okay. അപ്പോൾ സാറേ അടുത്തത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് കോമ്പോസിഷൻ. ഈ സീസണിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് കോമ്പോസിഷൻ സാർ. മെനി കോമ്പോസിഷൻ ഫംഗ്ഷൻസ് ആർ there. ഈ സീസണിൽ ഒത്തിരി കോമ്പോസിഷൻ ഫംഗ്ഷനിൽ നിന്ന് ഇഷ്ടം പോലെ ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് സെഷനിൽ ഡൊമൈൻ കണ്ടുപിടിക്കാനും റേഞ്ച് കണ്ടുപിടിക്കാനും ചോദിച്ച ചോദ്യങ്ങളും കോമ്പോസിഷൻ ആണ്. ഓക്കെ, so we can do that. So f of x is equal to modulus of x minus 1 and g of x is equal to e raised to x for x greater than or equal to 0 and x plus 1 for x less than 0. Then f composition g of x. Right. So f of gx, right? Yes. This we want. Equal to modulus of. Right. So fx, you know. Yes. Right? So fx first will define because two cases, greater than or equal to 1 and less than 1. Yes. So fx equal here x minus 1 itself x greater than or equal to 1. And it will be 1 minus x when x is less than 1. അതായത് നിങ്ങൾക്ക് സിംപിളി അറിയാം, ഈ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഒരിക്കലും നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കത്തില്ല. മോഡുലസ് ഈസ് ജസ്റ്റ് എ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആൻഡ് ദ ഡെഫിനിഷൻ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് mod x is equal to x if x greater than or equal to 0 and it will be minus x if x less than 0. That is the definition of the function. നമ്മൾ ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ ഒന്ന് അപ്ലൈ ചെയ്തു, നമുക്ക് ആ ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് f of x കിട്ടി സാർ. Now we'll write f of gx. f of g of x. So wherever x will write gx. You can replace gx with g of x. x ന് പകരം g of x എന്ന് അങ്ങ് എഴുതിയാൽ നമുക്ക് f composition g of x കിട്ടും. Simple thing. So x is gx, here also gx. g of x. So gx minus 1 and gx greater than or equal to 1. And 1 minus gx and gx is less than 1. Yes. Again here we have 4 cases because g of x is such a function, condition based function. G of x is a big function. I will write here. Okay. So now we can write f of gx f of gx is equal to 4 cases. Gx I will take e power x. E power x minus 1. Here also e power x. E power x greater than or equal to 1. Intersection x greater than or equal to 0. Yes. Right? Now. Next, same. E raised to x minus 1. Yes. Here I substituted. Here I will substitute here. And you have to take intersection with that. Okay. Yes. So 1 minus e power x. 1 minus e raised to x. E raised to x. For here e raised to x less than or equal to 1. Intersection x greater than or equal to 0. So you are taking that combination initially. So ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതായത് നമ്മൾ കോമ്പോസിഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ g of x, sir, this is a new style of writing. We are not experienced, okay? Yes. And e raised to x, g of x ന് പകരം g of x ന്റെ ഫംഗ്ഷൻ വെറുതെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ ഈ രണ്ട് കണ്ടീഷന്റെയും കൂടെ ഇന്റർസെക്ഷൻ ആണ് എടുക്കുന്നത്. ഒന്ന് g of x ന് e raised to x എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ e raised to x greater than or equal to 1 എന്ന് പറയുന്ന കേസും കൊടുക്കും. Along with that we are taking the intersection with the initial condition given x greater than or equal to 0. x greater than or equal to 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടെ ചേർത്ത് ഇന്റർസെക്ഷൻ എടുക്കുന്നു. Along with that
രണ്ടാമത് ഇ റേസ് ടു എക്സ് രണ്ടാമത് ഇട്ട് കൊടുക്കും. രണ്ടാമത് ഇട്ട് കൊടുക്കുന്നതിനകത്ത് ഈ കണ്ടീഷൻ ഇ റേസ് ടു എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്ന കണ്ടീഷന്റെ കൂട്ടത്തിൽ ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷനായ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൂടെ ചേർത്തൽ ഇന്റർസെക്ഷൻ. ഇനി ഇത് തന്നെ രണ്ടാമത്തെ g of x ന്റെ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കും. x plus 1. Next case x plus 1. Right, x plus 1 minus 1 x is there. x plus 1 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ x മാത്രം കിട്ടും. x plus 1 less greater than or equal to 1 intersection x greater than or equal to 0. Right, now same x plus 1 here. Minus x. 1 minus x will be there and x plus 1 less than 1. Yes, x plus 1 less than 1 intersection x less than 0. 1. Yes, 1. Okay, so here this is x greater than 0. This is there. X greater than or equal to 0. Here it is x less than 0, x greater than 0. No. Here x greater than equal to 0, x less than 0. No. And here x less than 0, x less than 0. So therefore, you will get e power x minus 1 x for x greater than or equal to 0 and minus x for x less than 0. Now and you can draw graph. Yes, this is x greater than 0. Yes, 0 to 1, x 0 1 0 and increasing. Infinity to infinity. So this is the graph. Sir, Hindi coming in between. Oh, sorry. Sir. Right. This is x greater than 0 graph and minus x less than minus x. This is the graph. Yeah. Yes. Not 1 sir. Yes, simply. Geometrical idea നമുക്കറിയാം. നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കും. സർ ഷിഫ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കുമല്ലോ. പോയിന്റ് ഇട്ട് കൊടുക്കാതെ നമുക്ക് ഷിഫ്റ്റിംഗ് വെച്ചും പറ്റും. ഗ്രാഫ് വരച്ചാൽ 1 അല്ലെന്ന് കിട്ടും. പിന്നെ ഇതിനകത്തൊരു ചെറിയ പ്രശ്നം, ഇതിനകത്ത് ഓൺ ടു അവർ ചോദിച്ചിട്ടുണ്ട്, ബട്ട് ദേ ഡിഡ്ന്റ് ഗീവ് us the കോഡൊമൈൻ. സോ വി കുഡന്റ് സേ എനിത്തിങ് അബൌട്ട് ദാറ്റ്. മേ ബി ക്വസ്റ്റ്യനിൽ കാണുമായിരുന്നിരിക്കണം. കോഡൊമൈൻ ഇല്ലാതെ ഓൺ ടുവിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. കോഡൊമൈൻ ഇല്ലെങ്കിൽ നമുക്ക് അത് ഓൺ ടു ആണെന്ന് ജസ്റ്റ് പറയാം. കോഡൊമൈൻ ഇല്ലാതെ കോഡൊമൈൻ ഇല്ല പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അത് ഓൺ ടു ആണെന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയില്ല. മേ ബി ക്വസ്റ്റ്യനിൽ കോഡൊമൈൻ ഉണ്ടായിരിക്കണം. മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. അപ്പം ഇതും നല്ലൊരു ചോദ്യമായിരുന്നു. അപ്പം നമ്മുടെ കോമ്പോസിഷൻ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഓവർ. സോ അപ്പോൾ നമ്മുടെ സെഷൻ 2 മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അത്യാവശ്യം, അതായത് ഇത്രയും കിട്ടിയിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതർവൈസ് നമ്മൾ ഫിസിക്സിന്റെ ഡിസ്കഷനിലേക്ക്, ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് മൈക്ക് കൈമാറുന്നു. സർ, താങ്ക് യു. ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഹൈറ്റ് റീച്ച് ബൈ എ പ്രൊജക്ടൈൽ 64 മീറ്റർ. ഇഫ് 64 മീറ്റർ, ഓക്കെ, ക്വസ്റ്റ്യൻസിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഹാഫ്ഡ് ദ ന്യൂ മാക്സിമം ഹൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വേറെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് ആംഗിളോ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് അസ്യൂം ചെയ്യാം. സോ ദി എക്സ്പ്രഷൻ ഫോർ ഹൈറ്റ് ഇസ് u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. അപ്പോൾ സ്പീഡ് മാത്രം പകുതി ആയാൽ h ഡാഷ് എത്രയാണ്? h ഡാഷ് വിൽ ബി h ഡിവൈഡഡ് ബൈ 4 അല്ലേ, ബിക്കോസ് h ഇസ് പ്രൊപ്പോർഷണൽ ടു u സ്ക്വയർ. അപ്പോൾ 64/4 ആകും, 4-1 കുറയും. ദാറ്റ് ഇസ് 16 മീറ്റേഴ്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തതിലേക്ക് വരാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, ഹോളോസ്ഫിയർ ഈസ് റോളിംഗ് ഓൺ എ പ്ലെയിൻ സർഫസ് ഓഫ് ഇറ്റ്സ് ആക്സിസ് ഓഫ് സിമെട്രി. റേഷ്യോ ഓഫ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ടു ടോട്ടൽ കൈനറ്റിക് എനർജി x/5 ആണ്. അപ്പോൾ നമുക്കറിയാം റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്ന് പറയുന്ന ½ I⍵² ആണ്. അപ്പോൾ ഹോളോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ I എന്ന് പറയുന്ന 2/3 mr² എന്ന് വരും. ½ I⍵², ω² എന്ത് കൊടുക്കാം? v²/r² എന്ന് പറയുന്നത് കൊടുക്കാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ എനർജി ആണ്. ടോട്ടൽ എനർജി ആകുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് ലീനിയർ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ ½ ഇൻറ്റു അതും എത്ര വരും? 2/3 mr² ഇൻറ്റു v²/r² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഈ ഡേറ്റയാണ് അവർ തന്നിരിക്കുന്നത്. ഈ ഡേറ്റ അവർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ഈ ഡേറ്റ അവർ x/5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ട്. x/x+1 എന്നൊക്കെ ഷോർട്ട് കട്ട് ഉണ്ട്, അല്ലെങ്കിൽ β/β+1 എന്നൊക്കെ ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഫോർമുല എന്ന് പറഞ്ഞാൽ. അപ്പോൾ r² വെട്ടി, r² വെട്ടി, എല്ലാത്തിൽ നിന്നും ഹാഫ് mv² ക്യാൻസൽ ആവും, ഹാഫ് mv² ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ നിന്നും ഹാഫ് mv² ക്യാൻസൽ ആവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് റിമൈൻ ചെയ്യും? 2/3 റിമൈൻ ചെയ്യും ബൈ 1 പ്ലസ് ഇവിടെ എന്ത് റിമൈൻ ചെയ്യും? 2/3 റിമൈൻ ചെയ്യും. സോ ദാറ്റ്സ് ഈക്വൽ ടു x/5 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇവിടെ ഇത് സോൾവ് ചെയ്ത് നോക്കിയാൽ 2/5 എന്ന് കിട്ടും. അപ്പോൾ 2/5 ഈസ് ഈക്വൽ ടു x/5 എന്ന് കിട്ടും. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് x? x ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും.
അപ്പോൾ അതും വളരെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇത് ഫോർമുല സാറിപ്പോൾ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. നമ്മളിപ്പം അതെ ഡയറക്റ്റ് ആയിട്ട് k²/r² ഡിവൈഡഡ് ബൈ k²/r² + 1. ഓക്കെ, അടുത്തത് ഓക്കെ. ഡ്യൂറിങ് an adiabatic process, during an adiabatic process, the pressure of the gas is found to be proportional to cube of absolute temperature, then Cp/Cv. ഇതാണ് ക്വസ്റ്റൻ എങ്കിൽ ഇത് നമ്മുടെയൊക്കെ മെറ്റീരിയലിലും എല്ലാം ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. എക്സാംസിനൊക്കെ ഒരുപാട് തവണ മോഡൽസിലൊക്കെ സ്ഥിരം ചോദിക്കാറുള്ളൊരു ടൈപ്പ് ക്വസ്റ്റൻ. നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസറും ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. എന്തായാലും ഇവിടെ പ്രഷർ ഇസ് പ്രപ്പോർഷണൽ ടു T⁻3. അപ്പോൾ പ്രഷർ ഇസ് പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം PV = nRT ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഇസ് പ്രപ്പോർഷണൽ ടു PV. അതുകൊണ്ട് ഇതിനെ PV ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. സോ V³ ഇസ് പ്രപ്പോർഷണൽ ടു P എന്ന് വരും. അപ്പോൾ നമ്മളൊരു P ക്യാൻസൽ ചെയ്താൽ P² V³ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, P² V³ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടും. അതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ PV⁻³ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ PV⁻ സംതിങ് എന്നുള്ള ഫോമിൽ കിട്ടുകയാണെങ്കിൽ ഒരു അഡയബാറ്റിക് പ്രോസസ്സിന് PV⁻γ ഇസ് എ കോൺസ്റ്റന്റ് എന്നാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, സ്റ്റേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഗാമയുടെ വാല്യൂ എത്രയാണ്? 3/2 ഓർ 1.5 അതവിടെ ഉണ്ട്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ്. നമ്മൾ ചിലപ്പം ആദ്യത്തെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടുള്ള എഴുതി വെക്കും. അപ്പോൾ അത് മിസ്റ്റേക്ക് വരുത്തരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ഡിപ്പെൻഡ്സ് ഓൺ, ശരിയാണ്. കാര്യം എന്താണ്? നിങ്ങൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ഫോമുലയൊക്കെ പഠിക്കുന്നതാണ്. ഫോമുല എന്ന് പറയുന്നത് E/V0 = h⁻⁻⁵ എന്ന് പറയുന്ന ഫോമുലയൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പറയാൻ പറ്റും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഇൻക്രീസസ് ബൈ ഇൻക്രീസിങ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി കൂട്ടിയാൽ എന്ത് കൂടും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. അത് തെറ്റാണ്. കാര്യം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇന്റൻസിറ്റിനെ എന്ത് ചെയ്യത്തില്ല? ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഇൻക്രീസസ് ബൈ ഇൻക്രീസിങ് ഇന്റൻസിറ്റി ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫൈ വർക്ക് ഫംഗ്ഷൻ ആണ്. മീൻസ് അത് നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഈക്വൽ ടു ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു മാക്സിമം കൈനറ്റിക് എനർജി ബൈ E ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കാനാണ് സാധ്യത. അത് Kemax / E എന്നാണ്. ശരിയാണ്. അത് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. Kemaxന് നമ്മൾ E/V0 എന്ന് കൊടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ V0 = Kemax/E എന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ തിരിഞ്ഞു പോകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് എക്സ്പെരിമെന്റൽ സ്കിൽസ് എന്നാണ്. വെർണിയർ കാലിപ്പേഴ്സിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. 20 ഡിവിഷൻസ് ഓഫ് വെർണിയർ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് 19 ഡിവിഷൻസ് ഓഫ് മെയിൻ സ്കെയിൽ. അതായത് 20 VSD is equal to 19 MSD. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഡയറക്റ്റ് നമുക്ക് ലീസ്റ്റ് കൗണ്ട് is equal to MSD divided by number of divisions എന്ന് പറയാം. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ സോ VSD is equal to 19/20 MSD. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് നമുക്കറിയാം. ലീസ്റ്റ് കൗണ്ട് is equal to 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർണിയർ സ്കെയിൽ ഡിവിഷൻ. ദാറ്റ് is 1 minus 19/20 that is 1/20 MSD എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 0.1 mm എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണ്? 20 × 0.1 ദാറ്റ് ഇസ് 2 mm. സോ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി മെയിൻ സ്കെയിൽ അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണ്? 2 mm എന്നാണ് നമുക്ക് വരിക. മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ ദാറ്റ് വിൽ ബി ഒബ്റ്റൈൻഡ് as 2 mm. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഫിഗർ ഇത്തിരി ക്ലിയർ അല്ല, അതുകൊണ്ട് നമ്മൾ ഇതിന്റെ തിയറി മാത്രമേ പറയുന്നുള്ളൂ. കാര്യം ഈ ആറിന്റെ ഇൻഡക്ടർ ഓക്കെ, ഇത് ഇൻഡക്ടർ റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഡേറ്റാസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ തിയറി മാത്രം പറയുന്നു. ഫൈൻഡ് RMS വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ആണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് കറണ്ടിന്റെ RMS വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ കറണ്ടിന്റെ RMS വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വോൾട്ടേജിന്റെ RMS വാല്യൂ VRMS / Z എന്ന് പറയുന്നത് കൊടുത്താൽ മതി. Z എന്ന് പറഞ്ഞാൽ ഇംപെഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് RL സർക്യൂട്ട് ആണ്. RL സർക്യൂട്ട് ആകുമ്പോൾ ഇംപെഡൻസിന്റെ ഫോർമുല എന്താ? √R² + XL² ആണ്. XL = എന്താണ്? ω. XL എന്ന് പറയുന്ന ω_L ആണ്. അപ്പോൾ ω_L ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ω നിങ്ങൾക്ക് അറിയാം, ω എന്ന് പറയുന്ന 2πf ആണ്. എനിക്ക് തോന്നുന്നു F തന്നിട്ടുണ്ട്. ω 2πf ആണ്. F തന്നിട്ടുണ്ട്. പിന്നെ L തന്നിട്ടുണ്ട്. ആ വാല്യൂസ് നമ്മൾ ക്ലിയർ ആവത്തോണ്ടാണ് ബാക്കി ചെയ്യാത്തത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള തിയറി എന്ന് പറയും. അടുത്ത നോക്കാം നമുക്ക് 10th one. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
A block of mass 50 kg is moving with a speed of 10 meter per second on a rough horizontal surface. ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. ഈ കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ടിങ് ഉണ്ട്. ഇതിനേക്കാളും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടില്ല. നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കും എന്തോ വലിയൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ വെയിറ്റ് ഉണ്ട്, നോർമൽ റിയാക്ഷൻ ഉണ്ട്, ഇതിനൊരു വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ഇത് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും ഫ്രിക്ഷൻ പുറകിലേക്ക് ആക്ട് ചെയ്യും. കൈനറ്റിക് ഫ്രിക്ഷൻ ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട. കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. ഇവിടെ വെർട്ടിക്കലി മോഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നോർമൽ റിയാക്ഷനും എം ജി ഒക്കെ ഈക്വൽ ആണ്. സോ എം ജി എന്നെടുക്കാം. മ്യൂ 0.3, mass of the body 50 kilogram ആണ്. സോ 500 into 0.3 that is 150 ന്യൂട്ടൺ ആണ് അവിടെ ഫ്രിക്ഷന്റെ വാല്യൂ. ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, നമ്മൾ വെലോസിറ്റി ഒക്കെ തരപ്പോൾ വിചാരിക്കും അതിനൊക്കെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വിചാരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഗിവൺ ഫിഗർ ഫൈൻഡ് ഔട്ട് എ ആൻഡ് ബി സോ ദാറ്റ് ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, അപ്പൊ ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പൊ നമുക്കറിയാം ഇത് ഏത് ഗേറ്റ് ആണ്? ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A+B. ഞാൻ താഴെ ഒന്നുകൂടെ എഴുതാം. ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A+B ആണ്. ഇനി ഇവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്ന ഇവിടെ ബിയും വരുന്നുണ്ട് 1ഉം വരുന്നുണ്ട്. അപ്പോൾ ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് ആയതുകൊണ്ട് 1 into B എന്ന് പറയുന്ന വരും. അപ്പോൾ 1 into B എന്ന് പറഞ്ഞാൽ B ആണ്. ഓക്കെ, ഇനി ഇവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത് A+Bയും ഇവിടെ വരുന്നത് Bയുമാണ്. അപ്പോൾ എന്ത് വരും? ഇത് ഓർ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ A+B പ്ലസ് എന്തെന്ന് വരും? B എന്ന് വരും. അപ്പോൾ B+B നമുക്കറിയാം B+B എന്ന് പറയുന്ന B ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്ന B എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് കിട്ടും. ഇനി ക്വസ്റ്റിന് എന്താ പറഞ്ഞിരിക്കുന്നത്? ഔട്ട്പുട്ട് എത്രയാണോ എന്നാ പറഞ്ഞിരിക്കുന്നത്? ഔട്ട്പുട്ട് 0 ആകണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എയും ബിയും ആഡ് ചെയ്ത് 0 കിട്ടണമെങ്കിൽ എന്താവണം? ഇത് രണ്ടും 0 വാല്യൂസ് ആയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എയുടെ വാല്യൂ 0 ആയിരിക്കണം, ബിയുടെ വാല്യൂ 0 ആയിരിക്കണം, എന്നാലേ ഔട്ട്പുട്ട് 0 ആകത്തുള്ളൂ. അടുത്ത നോക്കാം. ഓക്കെ, ഈ വീണ്ടും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, P+AN² divided by V² into V minus NB is equal to nRT. Find the dimensional formula of A B raised to -1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ N അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എടുക്കാം. അപ്പോൾ V വോളിയം ആണ്, വോളിയത്തിൻ്റെ ഡയമെൻഷൻസും N ഇൻറ്റു ബിയുടെ ഡയമെൻഷൻസും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവിടെ P പ്രഷറാണ്, അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻസും ഈ പറയുന്ന AN² ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെ ഡയമെൻഷൻസും ഈക്വൽ ആയിരിക്കും. നമുക്ക് വേണ്ടത് വോളിയം സ്ക്വയർ. യെസ്, നമുക്ക് വേണ്ടത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് A ബൈ B ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ എഴുതാം? വേണമെങ്കിൽ ഇവിടെ A B സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്ന, ഓക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പറയാം വോളിയം എന്ന് പറയുമ്പോൾ L³ ആണ്, N എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ നമുക്ക് ഡയമെൻഷൻലെസ് ആയിട്ട് തന്നെ നമുക്ക് തൽക്കാലം റെപ്രസെൻറ്റ് ചെയ്യാം. ജസ്റ്റ് നമ്പർ എന്ന് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മോൾ എന്ന് എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. സോ ഡിപ്പെൻഡിങ് ഓൺ ദി ഓപ്ഷൻസ് യു ക്യാൻ ഡു ദാറ്റ്. അപ്പോഴത്തേക്ക് ഇത് B എന്ന് വരും. അതിനുശേഷം അടുത്ത കേസിൽ P വരുമ്പോഴത്തേക്ക് P എന്ന് പറയുമ്പോഴത്തേക്ക് mL²T⁻² mL പ്രഷറാണ്. സോ mL raised to -1 T raised to -2 is equal to dimensions of A ഇൻറ്റു വീണ്ടും N മോൾ എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ഡയമെൻഷൻസ് ആയിട്ട് എഴുതാം. ഓപ്ഷൻസിൽ മോൾസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ദ ഡയമെൻഷൻസ് ഓഫ് N ആസ് മോൾ. മോൾ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ, പ്യുവർ നമ്പർ ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. V² എന്ന് പറയുമ്പോൾ L raised to 6 എന്ന് വരും. സോ എയുടെ ഡയമെൻഷൻസ് എടുക്കുമ്പോഴത്തേക്ക് mL raised to 5 T raised to -2 എന്നാണ് വരിക. സോ നമുക്ക് A by B ആണ് വേണ്ടതെങ്കിൽ, ഇഫ് വി നീഡ് ദി ഡയമെൻഷൻസ് ഓഫ് A by B then we'll get mL² T raised to -2. Okay, L raised to 5 L raised to 3 കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ L raised to 2. അപ്പോൾ mL raised to 2 T raised to -2 ആണ് ആ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പറഞ്ഞിരിക്കുന്നത് എ മാൻ റിവോൾവിംഗ് ഇൻ എ സർക്കിൾ ഹാസ് കംപ്ലീറ്റഡ് 120 റെവല്യൂഷൻ ഇൻ 3 മിനിറ്റ്. അപ്പോൾ 3 മിനിറ്റിൽ 120 റെവല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ എത്ര റെവല്യൂഷനാണ്? 40 റെവല്യൂഷനാണ്. അപ്പോൾ 40 റെവല്യൂഷൻ പെർ മിനിറ്റാണ്. അപ്പോൾ 40 റെവല്യൂഷൻ പെർ മിനിറ്റാണ്. ഫൈൻഡ് ദ സെൻട്രിപിറ്റൽ ആക്സലേഷൻ ഓഫ് ദ മങ്കി സിറ്റിംഗ് ഓൺ ദ ഷോൾഡർ ഓഫ് ദ മാൻ. ആ ഷോൾഡറിൽ ഇരിക്കുന്നതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ല, വേറൊരു ഡേറ്റയും പറയാത്തതുകൊണ്ട്
ഷോൾഡർ ഇരിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇഫ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 9, അങ്ങനെയാണെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സിന് നമുക്കറിയാം സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആർ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കണം. ഒമേഗ എന്ന് പറഞ്ഞാൽ 40 RPM അല്ലേ? അപ്പൊ 40 ഇൻറ്റു എത്രയാണെന്ന് കൊടുക്കണം? 2π ഡിവൈഡഡ് ബൈ 60 എന്ന് കൊടുക്കണം. അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കാൻ ഒമേഗ റേഡിയൻ പെർ സെക്കൻഡിലാണ്. അപ്പം 40 ഇൻറ്റു 2π ബൈ 60 എന്ന് വരും. അപ്പോൾ 40 60 വെട്ടി എത്രയാണെന്ന് വരും? 2 വരും. ഇവിടെ എത്ര വരും? 3 വരും. സോ ദാറ്റ് വിൽ ബി ഒമേഗ സ്ക്വയർ. അല്ല സാറേ, ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പറ്റും. ഓക്കെ ഒമേഗ മാത്രം. ഒമേഗ ഞാൻ ജസ്റ്റ് ഒമേഗ ഒന്ന് കണ്ടുപിടിച്ചു. ഒമേഗ 4π ബൈ 3 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ഒമേഗ സ്ക്വയർ ആ വരുന്നത്. അപ്പൊ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 π സ്ക്വയർ ബൈ 9 എന്ന് വരും. ഇനി ക്വസ്റ്റിന് തന്നിട്ടുണ്ട് റേഡിയസ് ഓഫ് ദ സർക്കിൾ 9 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇൻറ്റു 9 എന്ന് വരും. അപ്പൊ 9 ക്യാൻസൽ ആണ്. ഇനി നമ്മൾ എപ്പോഴും മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്, പൈ സ്ക്വയറിനെ നമുക്ക് നിയർലി അപ്രോക്സിമേറ്റ്ലി 10 എന്ന് എടുക്കാറുണ്ട്. സോ 160. ആൻസർ 160 എന്ന് വരും. ഓക്കെ, അടുത്തതിലേക്ക് വരാം. അടുത്തത് എന്താണ്? ഇത് നമ്മൾ എപ്പോഴും മെറ്റീരിയലൊക്കെ സ്ഥിരം കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺസ്റ്റന്റ് പവർ പി ഈസ് ഡെലിവേർഡ് ടു എ പാർട്ടിക്കിൾ. അപ്പോൾ പല മെമ്മറി ബേസ്ഡ് ആയിട്ട് പലരും ട്രക്കിന് ഒരു കോൺസ്റ്റന്റ് പവർ കൊടുക്കുന്നു, അങ്ങനെ രീതിയിൽ പലതിലും പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്തായാലും കോൺസെപ്ച്വലി കോൺസ്റ്റന്റ് പവർ ഇസ് ഡെലിവേർഡ് ടു എ മാസ് എം, ദെൻ മോഷൻ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് അറ്റ് റെസ്റ്റ് എന്ന് പറയുന്ന. ഓക്കെ, അങ്ങനെ ഒരു രീതി റെസ്റ്റ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പാർട്ടിക്കിൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അപ്പോൾ ആദ്യം തന്നെ പവർ കോൺസ്റ്റന്റ് ആണ്. സോ എഫ് ഇൻറ്റു വി ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് എഫിനെ നമുക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇസ് ഡി വി ബൈ ഡി ടി ഇൻറ്റു വി ഇസ് എ കോൺസ്റ്റന്റ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഡി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ഡി ടി. ഓക്കെ, നൗ ഇഫ് വി ഇൻറ്റഗ്രേറ്റ് ദിസ്, ഡയറക്റ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. 0 to t വെലോസിറ്റി, 0 to v ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് വി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. വി സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ടി. എനിക്ക് അവിടെ നിന്ന് വി കോൺസ്റ്റന്റ് ഇൻറ്റു ടി. സോ വി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ടി ഓർ വി ഇസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. അപ്പോൾ അവിടെയും നമുക്ക് വേണമെങ്കിൽ പറയാം വി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണ്. അവിടെ എക്സും ടിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. സോ ഡി എക്സ് ബൈ ഡി ടി ഇസ്, അപ്പോൾ കോൺസ്റ്റന്റ് ഇട്ടിട്ട് കെ ഇൻറ്റു റൂട്ട് ടി, ദറ്റ് ഇസ് ടി റൈസ് ടു 1/2 എന്ന് എടുക്കാം. സോ ഡി എക്സ് ഇസ് ഈക്വൽ ടു കെ ടി റൈസ് ടു 1/2 ഡി ടി. നൗ ലെറ്റ് us integrate this to find the relation between x and t. So integrate ചെയ്താൽ ഇനിഷ്യൽ പൊസിഷനിൽ x 0 ആണ്. ഫ്രം 0 to x is equal to k into integral t raised to 1/2 dt from 0 to t. dx. Yes. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി റൈസ് ടു 1/2 ഇൻ്റഗ്രൽ എന്താണ്? ടി റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 ഫ്രം 0 to t. അപ്പോൾ ഇത് തന്നെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്താലും വരുന്നത്. സോ എക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടി റൈസ് ടു 3/2. എനിക്ക് തോന്നുന്നു ഇത് ഇന്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആവാനായിരിക്കും സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ടി റൈസ് ടു n/2 എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ വല്ലതും ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ യൂണിഫോം വയർ ഹാവിംഗ് റെസിസ്റ്റൻസ് 20 ohm ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ്. അപ്പോൾ 20 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ 10 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ പാർട്ടിൻ്റെ റെസിസ്റ്റൻസ് എത്ര വെച്ച് വരും? 2 ohm വെച്ച് വരും. അപ്പോൾ ഓരോ പാർട്ടിൻ്റെ റെസിസ്റ്റൻസ് 2 ohm വെച്ചാണ് വരുന്നത്. ഫുൾ റെസിസ്റ്റൻസ് 20 ohm ആണ്. അതിന് 10 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അപ്പോൾ എന്ത് പറ്റും? ഓരോന്നിൻ്റെയും 2 ohm വെച്ചിട്ട് വരും. ഇനി ആ എല്ലാ പാർട്ടിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നു? അപ്പോൾ ഇത് എത്ര വരും? 1/2 പ്ലസ് 1/2 1/r equivalent is equal to 1/r equivalent is equal to 1/2 പ്ലസ് 1/2 എക്സെട്ര അപ് ടു 10 ടേംസ് എന്ന് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് വരും? 10 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ അത് 1/r equivalent ആണ് 5 കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ r equivalent എത്ര കിട്ടും? 1 ഡിവൈഡഡ് ബൈ 5 കിട്ടും. അപ്പോൾ r equivalent എന്ന് പറയുന്ന പോയിന്റ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാം അറിയാം, എല്ലാം ഐഡന്റിക്കൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ r/n എടുത്താലും മതി. r/10 അതായത് 2/10.2 കിട്ടും. ഓക്കെ, അടുത്തത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലാംഡ മിനിമം, അതായത് മിനിമം വേവ് ലെങ്ത് ഓഫ് ലൈമൻ സീരീസ് ഇസ് 915 ആംസ്ട്രോങ്. ദെൻ ഫൈൻഡ് ദ ലാംഡ മാക്സ് ഓഫ് ബാമർ സീരീസ്. അപ്പോൾ എന്താണ് വിച്ച് ഇസ് ദി മിനിമം വേവ് ലെങ്ത് ഓഫ് ലൈമൻ സീരീസ്? ലൈമൻ സീരീസിലെ മിനിമം വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ മാക്സിമം എനർജി വരുന്ന ട്രാൻസിഷൻ ആണ്. ദാറ്റ് ഇസ് ഇൻഫിനിറ്റി ടു 1 എന്ന് പറയുന്ന ട്രാൻസിഷൻ ആണ് മിനിമം വേവ് ലെങ്ത് വരുന്നത്. സോ ഫോർമുല എന്താണ്? 1/λ എന്ന് നമുക്ക് വേണമെങ്കിൽ λ1 എന്ന് എടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു r ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. 1/infinity 0 ആയി പോവും. അപ്പോൾ λ1 ഇസ് ഈക്വൽ ടു നമുക്ക് 1/r എന്ന് കിട്ടും. അതാണ് ഈ 915 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ r 1/λ1 എന്ന് എടുക്കാം.
ഇനി അടുത്ത ബാമർ സീരീസിന്റെ മാക്സിമം വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ബാമർ സീരീസിലെ ഏറ്റവും എനർജി കുറഞ്ഞ ട്രാൻസിഷൻ. ഇപ്പോൾ ബാമർ സീരീസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് എനർജി ലെവലിലേക്കുള്ള ട്രാൻസിഷനാണ്. അപ്പോൾ ഏറ്റവും എനർജി കുറഞ്ഞ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ 3-ൽ നിന്ന് 1-ലേക്ക് വരുന്ന ട്രാൻസിഷനാണ് ഏറ്റവും എനർജി കുറവ്. അപ്പോൾ അവിടുത്തെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ 1/λ2 = r × 1/2² - 1/3². സോ 1/λ2 = r × 5/36 എന്ന് വരും. സോ λ2 = 36/5 × 1/r. 1/r നമുക്കറിയാം, λ1 എന്നറിയാം. അപ്പോൾ 36/5, ദാറ്റ് ഇസ് 7.2 × 915 ആംസ്ട്രോങ് എന്ന് തന്നെയാണ് വരിക. ഓക്കെ 915 ആംസ്ട്രോങ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടാവുന്ന സാധനമാണ്. ഓക്കെ, ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓപ്ഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു വാല്യൂ വെച്ച് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യനിലൊരു എവിടെയോ ഒരു കറക്ഷൻ ഉണ്ട്. എന്തായാലും നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് ചെറിയൊരു മിസ്മാച്ച് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഏകദേശം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് ഇതെന്താണ്, ഹൈഡ്രോളിക് ലിഫ്റ്റിലെ നമുക്ക് അറിയാവുന്ന കേസ് എന്താണ്, രണ്ടിടത്തെയും പ്രഷർ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് F1/A1 = എന്തെന്ന് പറയേണ്ടി വരും, F2/A2 എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിൽ F1 ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല, F1 F2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് F1 ആണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിനകത്തെ തിയറി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. F1 = A1/A2 × F2 എന്ന്. ഇവിടെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. A1/A2 നമുക്ക് D1/D2 ഏരിയക്ക് നമുക്ക് എന്തെന്ന് എഴുതാം, ഏരിയക്ക് πr² എന്ന് എഴുതാം. ഡയമീറ്റർ ആയതുകൊണ്ട് πd²/4 എഴുതാം. രണ്ട് സൈഡിലും ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നതുകൊണ്ട് അതെന്തായാലും ക്യാൻസൽ ആയി പോകും. അപ്പോൾ അത് കുഴപ്പമില്ല, ആ 4ന്റെ ടൈം എന്തായാലും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഡേറ്റ അത്ര കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ പറയും. കാര്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എഫേർട്ട് ആമിന് 14 സെന്റിമീറ്റർ ഡയമീറ്റർ നമുക്കിപ്പോൾ വന്നിരിക്കും. നമുക്ക് കിട്ടിയ ഡാറ്റ അനുസരിച്ച് എഫേർട്ട് ആമിന് 14 സെന്റിമീറ്റർ ഡയമീറ്റർ, ലോഡ് ആമിന് 1.4 സെന്റി, അങ്ങനെയല്ല വരിക. എഫേർട്ട് ആമിന് ഡയമീറ്റർ കുറവും ലോഡ് ആമിന് ഡയമീറ്റർ കൂടുതലും ആയിരിക്കും. എന്നാലേ നമുക്ക് ലോഡ് കൂടുതലും എഫേർട്ട് കുറവും വരുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് on vehicles containing a flammable fluid, metal chains are provided for touching the earth. The correct option. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഇങ്ങനെ തന്നെയാണോ എന്നുള്ളതൊരു സംശയമുണ്ട്. കാരണം വേറൊന്നുമല്ല, കാരണം ഇതിനകത്ത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ മിക്കവാറും ഇത് അവരുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത ഓപ്ഷൻസ് ആയതുകൊണ്ട് ഈ ഓപ്ഷൻസ് ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. എന്തായാലും എന്തിനാണ് നമുക്കറിയാമെന്നുള്ള ചെറിയ ക്ലാസ്സിൽ ഇത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതെങ്കിൽ ഇതിൻ്റെ ഉത്തരം 10ാം ക്ലാസ്സിലൊക്കെ സ്റ്റാറ്റിക് ചാർജസ് പഠിക്കും. 10ാം ക്ലാസ്സിൽ ഇലക്ട്രിസിറ്റി പഠിക്കുമ്പോൾ അതിനകത്തൊരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ദൂരം പോകുന്ന ട്രെയിനുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ലോഡ് വെഹിക്കിൾസും ഒക്കെ, ലോഡ് ക്യാരിയിങ് വെഹിക്കിൾസൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചാർജ്, എയറുമായിട്ടുള്ള ഫ്രിക്ഷൻ കാരണം അവിടെ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യാറുണ്ട്. ഈ ചാർജസ് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്ത് അവിടെ സ്പാർക്ക് ഒന്നും ക്രിയേറ്റ് ആവാതിരിക്കാൻ അവിടെ നിന്ന് നേരെ ആ ചാർജസ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന രീതിയിൽ മെറ്റൽ ചെയിൻസ് തൂക്കിയിടാറുണ്ട്. അപ്പോൾ ചാർജസ്, സ്റ്റാറ്റിക് ചാർജസ് ഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മെറ്റൽ ചെയിൻസ് തൂക്കിയിടുന്നത്. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് നിങ്ങൾ നോക്കണ്ട, അടുത്തത് നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ in a sonometer fundamental frequency changes from 400 Hz to 500 Hz keeping same tension. Find percentage change in the length എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഫോർമുല V/2L ആണ്. വിക്ക് നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ 1/2L ഇൻറ്റു വിക്ക് നമുക്ക് കൊടുക്കാം √T/μ എന്ന് പറയുന്നത് കൊടുക്കാം. സ്ട്രിങ്ങിലെ വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം √T/μ ആണ്. അപ്പോൾ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ടെൻഷൻ സെയിം ആണ്, എന്തായാലും മ്യൂ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, F∝1/L എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ F1/F2 എന്ന് പറയുന്നത് L2/L1 ആണ്. F1/F2 എന്ന് പറയുന്നത് L2/L1 എന്നാണ് വരുന്നത്. ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് F1 എന്ന് പറയുന്ന 400 ആണ്, F2 എന്ന് പറയുന്ന 500 ആണ്. അപ്പോൾ ഇത് 400 ഡിവൈഡഡ് ബൈ 500 എന്ന് വരും. സോ ദാറ്റ് വിൽ ബി വാട്ട്, ദാറ്റ് വിൽ ബി 4/5. ഓക്കെ, 400 ഡിവൈഡ് ബൈ 500 എന്ന് പറഞ്ഞാൽ 4/5 എന്ന് വരും. അപ്പോൾ L1 ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ 4/5 L1 = L2 എന്ന് കിട്ടും. അപ്പോൾ L2 = 0.8 L1 ആണ്. L2 = 0.8 L1 ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം, അതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം 80% ആയിട്ട് കുറഞ്ഞു. 80% ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എന്താ, ഫൈൻ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് 20 എന്ന് വരും. അപ്പോൾ ഇതാണ്, ഇത്രയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. അപ്പോൾ രാവിലത്തെ ഷിഫ്റ്റിന്റെ ആ ലെവലൊക്കെ തന്നെയാണ്. നമുക്കിനിയിപ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസിൽ വളരെ നല്ല ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എന്നാലും തീരെ സിമ്പിൾ എന്നല്ല. പക്ഷെ ഇന്നലത്തെ സെഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി
സിമ്പിൾ ആണ്. പക്ഷേ ഫസ്റ്റ് സെഷൻ ജാനുവരി സെഷനേക്കാളും ഒക്കെ കുറച്ചുകൂടെ ഒക്കെ ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മിക്കവാറും എല്ലാം ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ നമുക്ക് വളരെ പരിചയമുള്ളൊരു 3-4 ക്വസ്റ്റ്യൻ, എക്സാക്ട്ലി സെയിം ആൻസർ അടക്കം നമുക്ക് പരിചയമുള്ളൊരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തതൊക്കെ തന്നെ ആണ് വരുന്നത്. അതല്ലാത്തതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പ്രഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാനും പറ്റും. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.